everyone! Good evening, class 8 students! എല്ലാവർക്കും ഞാൻ പറഞ്ഞ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വേഗം ഫയർ ഇമോജി ഇടാ and welcome to this chapter and poem marathon. Okay? Yes, 7:30 ആയി മക്കളെ, നമുക്ക് കറക്റ്റ് സമയത്ത് സ്റ്റാർട്ട് ചെയ്യണം. ഇത് പഠിക്കാതെ പോകരുത് മക്കളെ. നിങ്ങളുടെ ഫൈനൽ എക്സാം, നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാം, നിങ്ങൾ ലാസ്റ്റ് ടൈമാണ് 8ാം ക്ലാസ്സിന് ഇംഗ്ലീഷ് നാളെ വാക്ക് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഈ എക്സാം മാക്സിമം മാർക്സ് പറഞ്ഞാൽ എത്രയാ? എല്ലാവർക്കും ഫുൾ മാർക്ക് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ഓരോ സ്റ്റുഡൻറ്റും മക്കളെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് എത്ര ടഫ് ആയിക്കോട്ടെ, ഒരു ചാപ്റ്ററും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഭയങ്കര ടഫ്, ഗ്രാമർ മനസ്സിലാകുന്നില്ല സാർ, ചാപ്റ്റർ അറിയില്ല, കഥ അറിയില്ല, പോയം എന്ന് കേട്ട കരച്ചിലായിരുന്നു, ഒരു വിഷയമില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിക്ക് 8ാം ക്ലാസ്സിലെ കേരളത്തിലെ എവറി സ്റ്റുഡൻറ്റ് ഇസ് ഗോയിങ് ടു ഗെറ്റ് ഫുൾ മാർക്സ്. A+ അല്ല, ഫുൾ മാർക്ക് കിട്ടുക, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചുകൊണ്ട് വേഗം വരാം, ഇന്ന് ഫുൾ പവർ നമ്മൾ പഠിക്കാൻ പോവാണ്. യെസ് മക്കളെ, വെൽക്കം. എല്ലാവരും ഷെയർ ചെയ്യാം, മാക്സിമം ഫ്രണ്ട്സിനെയും വിളിച്ചുകൊണ്ട് വരിക. നമുക്ക് ഇംഗ്ലീഷ് തകർക്കാൻ വേണ്ടിയിട്ട് ഫുൾ എടുത്ത് തകർക്കും. ഓക്കെ, റെഡി? ഫുൾ നമ്മൾ പഠിച്ച് ഫുൾ സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുകൊണ്ട് വരിക, എല്ലാ ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അലൻ സാറും അലക്സ് സാറും വന്നിരിക്കുന്നത്. നിങ്ങളുടെ അവസാനത്തെ ഇംഗ്ലീഷ് ലൈവ് ആയിരിക്കും. ഓക്കെ, ഞാനോ അലക്സ് സാറോ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന അവസാനത്തെ ലൈവ് ആയിരിക്കും 8ാം ക്ലാസ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ബാക്കിയുണ്ട്, അടുത്ത വർഷം കാണാം. പക്ഷേ നിങ്ങളെല്ലാവരും ഈ ലൈവിന് അറ്റൻഡ് ചെയ്യണം. മാക്സിമം ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് ലൈക്ക് അടിക്കാം. ഓക്കെ, റെഡി? അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണ് മക്കളെ? വളരെ സിമ്പിൾ. എല്ലാ ചാപ്റ്റേഴ്സും, ഓൾ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിപ്പിക്കും, ഓൾ പോയിംസും പഠിപ്പിക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ ചാപ്റ്റേഴ്സും പോയിംസും ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഓക്കെ, പോയിംസും ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും. അപ്പോൾ എല്ലാ ചാപ്റ്ററും, എല്ലാ പോയും ഈ ലൈവിൽ പഠിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ ഇന്ന് ലൈവ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വീണ്ടും നാളെ കാണുന്നവരുണ്ട് രാവിലെയൊക്കെ. അപ്പോൾ എല്ലാവരും ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ നോട്ട്സ് മൊത്തം മക്കളെ 8ാം ക്ലാസ്സിലെ ഈ സുന്ദരന്മാർക്കും സുന്ദരികൾക്കും എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഈ നോട്ട്സ് മൊത്തം കിട്ടുന്നതായിരിക്കും. അപ്പോൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ മറക്കണ്ട. വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ജോയിൻ ചെയ്തവരൊക്കെ ഒരു ഗ്രീൻ ടിക്ക് ഇമോജിയുടെ ഒരു ടിക്ക് ഇടുക ചാറ്റിൽ. ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുകയാണ്. കാരണം ഈ നോട്ട്സ് ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ അയക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടില്ല. ഇപ്പോൾ ജോയിൻ ചെയ്താലേ ലൈവ് കഴിയുമ്പോൾ കിട്ടുള്ളൂ, ആ കാര്യം മറക്കരുത്. ഓക്കെ, റെഡി? അപ്പോൾ വേഗം ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വരിക. ഓക്കെ, ഫുൾ സെറ്റ് ആകാം. ഓക്കെ, നാളെയും ക്ലാസ് ഉണ്ട് മക്കളെ. ഇന്ന് നമ്മൾ പോയംസും ചാപ്റ്റേഴ്സും ചെയ്യും. നാളെ നിങ്ങൾക്ക് ഗ്രാമറും റൈറ്റിങ്ങും ചെയ്യും കേട്ടോ. നാളെ ഗ്രാമർ ആൻഡ് റൈറ്റിംഗ്, ടുഡേ ചാപ്റ്റേഴ്സ് ആൻഡ് പോയം. അത്രയേ പഠിക്കാനുള്ളൂ, അത്രയും പഠിച്ചാൽ ഫുൾ സെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓവർ ലേറ്റ് ആക്കേണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ മക്കളെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഞാനും അലക്സാറും ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടില്ല. വളരെ സിമ്പിളാണ്. ഒരു ചാനലുണ്ട് അലക്സാറിൻ്റെ അലൻസാറിനെയും, നിങ്ങളുടെ സ്കൂൾ പഠിത്തമായിട്ട് റിലേറ്റഡ് അല്ല കേട്ടോ. ഒരു ഫൈനാൻസ് വിത്ത് അലക്സ് ആൻഡ് അലൻ. എന്താ ഇതിൽ പഠിപ്പിക്കുക? നിങ്ങൾ സ്കൂളിൽ നിങ്ങളിപ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ, സ്കൂളിൽ ലൈഫിൽ ആവശ്യമുള്ള അത് പഠിപ്പിക്കൂല, ഇത് പഠിപ്പിക്കില്ല, പൈസ കിട്ടിയ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കൂല അല്ലേ? അത് സ്കൂൾ സിലബസിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് നന്നായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങൾ വലുതാകുമ്പോൾ കുറേ പൈസയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെ സേവ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ സൂക്ഷിച്ച് ഉപയോഗിക്കണം, അതെങ്ങനെ വളർത്തണം എന്നൊക്കെയുള്ള കറക്റ്റ് മെത്തേഡ്. ഓക്കെ, ഇത് ഉടായ്പ പരിപാടി ഒന്നുമല്ല, വളരെ നല്ലൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഇനിയിപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ജോലിയൊക്കെ എടുക്കുന്നവർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യില്ലേ? നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവൂലേ? ഓക്കെ, ഒരു കുഞ്ഞു ചാനലാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഒരു ഇൻഫർമേഷനാണ് ലൈഫിൽ ആവശ്യമുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം മതി. ഓക്കെ, പിന്നെ മക്കളെ നിങ്ങളുടെ 8ാം ക്ലാസ് വീര ബാച്ചിനെ പറ്റി അറിയാലോ. നിങ്ങളുടെ ക്രാഷ് അവസാനമുള്ള 8ാം ക്ലാസ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ബാച്ച് വെറും 600 rupees ഉള്ള 600 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി അതിനെക്കാട്ട് രസകരമായ കാര്യം പറയട്ടെ, നിങ്ങൾ 8ാം ക്ലാസ്സിലെ ബാച്ചിൽ നിങ്ങൾക്ക് അവസാനം നോട്ട്സോ ക്ലാസ്സോ റെക്കോർഡ് ക്ലാസ് ഫുൾ ആക്സസ് വേണം. അങ്ങനെ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട, നിങ്ങളിത് ഫ്രീ ആയിട്ട് കിട്ടും. എങ്ങനെ? നിങ്ങൾ 9ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾ ഈ 600 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ 9ാം ക്ലാസ്സിൽ അഡ്മിഷൻ 4000 രൂപേൻ്റെ നിങ്ങളുടെ ഫുൾ ഇയറിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ സാധനം ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ്സസും നോട്ട്സും PYQs ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടേ ഇത് നിങ്ങൾ വേണം ജോയിൻ ചെയ്താൽ 9ാം ക്ലാസ് ജോയിൻ ചെയ്താൽ ഇത് ഫ്രീ ആയിട്ട് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഈ താഴത്തെ നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. ഹായ് അല്ലെ ഹലോ എന്നൊന്ന് വിളിച്ചാൽ വാട്സാപ്പ് ചെയ്താൽ മതി, ധാരാളം. ഇനി കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക? അവിടെ ഒരു ലിങ്ക് ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ചാറ്റിൽ മേലെ ഫ്രീ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ജോയിൻ ചെയ്യാം. ഓക്കെ, ഒന്ന് ഹെൽപ്പ് ചെയ്ത് വിട്ട് നമ്മുടെ കുട്ടിക്ക്. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഒട്ടും സമയം കളയല്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ,
ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ ഇറ്റ്സ് കോൾഡ് ദ താജ് മഹൽ ബൈ രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, നമ്മൾ രവീന്ദ്രനാഥ് ടാഗോർ എന്നൊക്കെ പറയും, അത് നമ്മൾ കേരളത്തിലെ ടാഗോർ എന്നാണ് പറയുക, പക്ഷേ ശരിക്കും പേരെന്താണ് രവീന്ദ്രനാഥ് ടാഗോർ. ആൻഡ് ടാഗോർ വാസ് നോട്ട് ഇൻ ഇന്ത്യൻ. ഓക്കെ, എല്ലാവർക്കും രവീന്ദ്രനാഥ് ടാഗോർ എന്ത് എഴുതിയെന്ന് അറിയാം, താജ്മഹൽ എഴുതിയില്ലേ അറിയാം. നമുക്ക് എന്താ നമ്മുടെ നാഷണൽ ആന്തത്തിനെ പറ്റി നന്നായിട്ട് അറിയാം അല്ലേ, നമ്മുടെ ജനഗണമന അതാരാ എഴുതിയത്, രവീന്ദ്രനാഥ് ടാഗോർ. പക്ഷേ രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ അല്ല രവീന്ദ്രനാഥ് ടാഗോർ. ഏത് രാജ്യക്കാരനായിരുന്നു ആർക്കറിയാം, വിച്ച് കൺട്രി ഇസ് രവീന്ദ്രനാഥ് ടാഗോർ ഫ്രം? ഓക്കെ, എവിടെ നിന്നാണ് ആർക്കെങ്കിലും പറയാൻ പറ്റിയ ചാറ്റിൽ വേഗം പോരട്ടെ, കമന്റ് ചെയ്യുക കമോൺ. ആൻഡ് ദിസ് ഈസ് കോൾഡ് താജ് മഹൽ. ഓക്കെ, അപ്പോൾ താജ്മഹലിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, 7 വണ്ടർ ഓഫ് ദ വേൾഡ് ആണ്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് ഈ താജ്മഹൽ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്? യെസ്, ബംഗ്ലാദേശ്. ഓക്കെ, ബംഗ്ലാദേശ്. അപ്പോൾ നമ്മൾ ക്രിക്കറ്റിൽ കാണുന്ന ബംഗാൾ അഥവാ ബംഗ്ലാദേശ്. ഓക്കെ, വെരി ഗുഡ്, ദാറ്റ്സ് രവീന്ദ്രനാഥ് ടാഗോർസ് ഒറിജിൻ. ഈ പോയം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഈ പോയത്തിൽ മനസ്സിലാക്കേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ പോയം ഇസ് അബൌട്ട് ദിസ് തീം ഓഫ് ദ പോയം. തീം എന്നുള്ള വാക്ക് ഈ ലെറ്റർ എല്ലാ പോയമിനും ഞാൻ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സംഭവം പഠിച്ചേക്കണം. നിങ്ങൾക്ക് എന്ത് പോയം അപ്രീസിയേഷൻ, ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചോദിക്കുമ്പോൾ ഇത് ഫസ്റ്റ് എഴുതാം. ഓക്കെ, ദ തീം ഓഫ് ദ പോയം ഇസ് ലൈഫ്, പവർ ആൻഡ് ഫെയിം. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഫെയിം? ഫെയിം എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മുടെ പോപ്പുലാരിറ്റി, നമ്മുടെ ഒരു പോപ്പുലാരിറ്റി, നമ്മുടെ ഒരു അഭിമാനം, അങ്ങനത്തെ സാധനങ്ങൾ. ഓക്കെ, ഫെയിം. ഓക്കെ, നമ്മൾ എത്ര ഫോളോവേഴ്സ്, ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ്, അതുപോലെ തന്നെ ഫെയിം എന്ന് പറയും. ഓക്കെ, ഫെയിം ടെമ്പററി. അപ്പോൾ നമ്മുടെ പവർ, നമ്മുടെ ഫെയിം, ആ ലൈഫൊക്കെ ടെമ്പററി, നമ്മളെല്ലാവരും മരിക്കും. പക്ഷെ എന്താണ് ഇമ്പോർട്ടൻറ്റ്? ബട്ട് ഷാജഹാൻ, ആരാണ് ഷാജഹാൻ? നമ്മളിത് കൺസ്ട്രക്ട് ചെയ്ത കിങ്. ഓക്കെ, ഇത് ഉണ്ടാക്കിപ്പിച്ച രാജാവ്. ലവ്, ഷാജഹാന്റെ സ്നേഹം. ഓക്കെ, ലവ് ആൻഡ് സോറോ ആർ ഇറ്റേണൽ. മക്കളെ, ഇറ്റേണൽ എന്ന് പറഞ്ഞാൽ പെർമനന്റ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞുതരാം, ഫോർ എവർ. ഓക്കെ, ഫോർ എവർ, ബെസ്റ്റ് ഈസ് ഫോർ എവർ എന്നൊക്കെ പറയില്ല, അതേപോലെ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ ലൈഫ് എന്നൊക്കെ പറയും. അതേപോലെ ഷാജഹാന്റെ ലവ് ആൻഡ് സോറോ, ഷാജഹാന്റെ സ്നേഹം ആരോടുള്ളേ, ആൻഡ് സ്നേഹം, അതിന്റെ സങ്കടം ആരെ ഓർത്തിട്ടുള്ള സങ്കടമാണ്? സ്വന്തം ഭാര്യന്റെ പേര് ആർക്കെങ്കിലും അറിയോ? യെസ്. അപ്പം ഇവിടെ എന്താണ്, ലൈഫിലെല്ലാം ടെമ്പററിയാ, പക്ഷേ ഷാജഹാന്റെ സ്നേഹം ആൻഡ് ആ സങ്കടം, ഭാര്യ ഇല്ലാത്തതിൻ്റെ എന്താണ്, ഇറ്റേണൽ, ഇറ്റ്സ് ഫോർ എവർ. ഓക്കെ, അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. വളരെ സിമ്പിളായിട്ട് പോയം സമ്മറി ഞാൻ പറഞ്ഞുതരാം. ദ പോയം റിഫ്ലെക്ട്സ് ഓൺ ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് നേച്ചർ. ഓക്കെ, ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ്, എന്താ ഫ്ലീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങ് പോയി, വേഗം പോ. എന്താണ്, ലൈഫ് അങ്ങ് പോയി നമ്മുടെ മുംതാസ് ബേഗം. നമ്മുടെ ലൈഫിൽ എല്ലാം പോയി അല്ലേ. 8ാം ക്ലാസ് എത്ര പെട്ടെന്നല്ലേ പോയി പോകുന്നത് അല്ലേ. നമ്മൾ ഇന്നലെ തുടങ്ങിയിട്ടുള്ള 8ാം ക്ലാസ് ഇപ്പോൾ കഴിയുന്ന പോലെ അല്ലേ. അതേപോലെയുടെ ലൈഫ്, എപ്പോഴും ലൈഫ് അങ്ങനെയാണ്. ഓക്കെ, അപ്പം ലൈഫ് ആയിക്കോട്ടെ, യൂത്ത് ആയിക്കോട്ടെ, പൈസ ആയിക്കോട്ടെ, എല്ലാം പെട്ടെന്ന് അങ്ങ് പോയിക്കോളും, നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കോളും അല്ലേ. അതാണ് പറയുന്നത് ഷാജഹാൻസ് ഡ്രീം വാസ് ടു ഇമ്മോർട്ടലൈസ്. മോർട്ടൽ എന്ന് പറയുന്നത് എന്താണ്? മോർട്ടൽ എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ പോലെ. ഓക്കെ, എന്താണ്, ടെമ്പററി എന്ന് പറയാം. നമ്മുടെ ജീവിതമൊക്കെ എന്താണ്, ടെമ്പററി. അപ്പം അത് പെർമനന്റ് ആക്കി. ഇമ്മോർട്ടലൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, മോർട്ടലിന്റെ ഓപ്പോസിറ്റ് ആക്കാൻ നോക്കുകയാണ്. ഹിസ് ലവ് ആൻഡ് സോറോ ത്രൂ താജ് മഹൽ. ഓക്കെ, എ സിംബൽ ഓഫ് ഇറ്റേണൽ ഗ്രീഫ് ആൻഡ് ബ്യൂട്ടി. ഓക്കെ, വൈൽ പവർ ആൻഡ് റിച്ചസ്. ഓക്കെ, നമ്മുടെ പവറും ശക്തിയും അതേപോലെ തന്നെ പൈസയൊക്കെ പോവെങ്കിൽ താജ്മഹൽ ഇപ്പോഴും അവിടെ സോളിറ്ററി ടിയർ, ഒരു തന്നെയുള്ളൊരു കണ്ണുനീര് പോലെ അവിടെ ചീക്ക് ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ സമയത്തിൻ്റെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നോളും. റെപ്രസെൻറ്റിംഗ് ദ എൻഡ്യൂറിംഗ് ലെഗസി ഓഫ് ദ ഹാർട്ട് ഫെൽ ഇമോഷൻസ്. അപ്പോൾ ഷാജഹാൻ്റെ ആ സ്നേഹവും ആ സങ്കടമൊക്കെ ക്യാപ്ചർ ചെയ്യാണ് താജ്മഹൽ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ അതിന് കുറേ ഹിസ്റ്ററി ഉണ്ട്, അത് കുറേ സാഡ് ഹിസ്റ്ററി ഉണ്ട്, അൺഫോർച്ചുനേറ്റ് ഹിസ്റ്ററി ഉണ്ട്, അതിൻ്റെ വർക്കേഴ്സിനെ കുറച്ചിട്ട്. പക്ഷേ ഈ ചാപ്റ്ററിൽ രവീന്ദ്രനാഥ് ടാഗോർ എന്താണ് ചെയ്യുന്നത്, താജ്മഹൽ ഉണ്ടാക്കിയ കാരണവും ഷാജഹാന്റെ സ്നേഹത്തിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ആർ യു റെഡി മക്കളെ? എല്ലാവരും ഹാർട്ട് ഇമോജി ഇടുക, ലൈക്സ് കൂട്ടുക, കമോൺ. അപ്പോൾ നമുക്ക് പോയം നോക്കാം. അതിന് നമുക്ക് സ്റ്റാൻസിന്റെ ഓരോ പോയിറ്റിക് ഡിവൈസ് നോക്കാം. ഓക്കെ, യു ന്യൂ എംപറർ ഓഫ് ഇന്ത്യ ഷാജഹാൻ. ഓക്കെ, ദാറ്റ് ലൈഫ്, യൂത്ത്, വെൽത്ത്, റിനൗൺ all float away down the stream of time. ഇവിടെ വരെ ഞാൻ പറഞ്ഞുതരാം. യു ന്യൂ എംപറർ ഓഫ് ഇന്ത്യ ഷാജഹാൻ. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഇന്ത്യയിലെ രാജാവ് ഷാജഹാൻ. ദ ലൈഫ്. ഓക്കെ, യു ന്യൂ, എന്താണ് നമ്മുടെ ഷാജഹാനോട് പറയാം, നിനക്കറിയായിരുന്നു എന്താണ് ദ ലൈഫ്, എന്താണ് ജീവിതം, യൗവനം, നമ്മുടെ ചെറുപ്പക്കാരല്ലേ 8ാം ക്ലാസ് ഇപ്പോൾ പോകുന്ന പോലെ തന്നെ എല്ലാം പോകുന്നു. വെൽത്ത്, പൈസയും പോവും. റിനൗൺ എന്ന് പറയുമ്പോൾ മക്കളെ ഫെയിം അഥവാ പ്രശസ്തി, നമ്മൾ എത്ര ഫേമസ് ആണോ, ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഒക്കെ പോവും. പക്ഷെ എന്താണ് പറയുന്നത്, ഓൾ ഫ്ലോട്ട് അവേ ഡൗൺ ദ സ്ട്രീം ഓഫ് ടൈം. മക്കളെ, സമയത്തിനോടൊപ്പം ഒഴുകിപ്പോകുന്നു. മക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ സ്ട്രീം ഓഫ് ടൈം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് കൂടെ ഒരു തോട് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ പുഴ കണ്ടിട്ടുണ്ടാവും, സമുദ്രം കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ എപ്പോഴെങ്കിലും
സമയത്തിൻ്റെ നദി കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ക്ലോക്കുകളൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അത് അപ്പോൾ സമയം പോകുന്നതുകൊണ്ടോ ഇതെല്ലാം പോകുന്ന പറഞ്ഞ ഫീലിംഗ് ആണ് അവിടെ ക്യാപ്ചർ ചെയ്യേണ്ടത്. യുവർ ഓൺലി ഡ്രീം വാസ് ടു പ്രിസർവ് ഫോർ എവർ യുവർ ഹാർട്ട്സ് പെയിൻ. നിങ്ങളുടെ ആകെയുള്ള എന്താണ് സ്വപ്നം എന്തായിരുന്നു? വാസ് ടു പ്രിസർവ്, സൂക്ഷിച്ചു വെക്കുക. എന്ത്? ഫോർ എവർ, എക്കാലവും സൂക്ഷിച്ചു വെക്കണം. എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിഷമം. ഒരു നെഞ്ചിലൊരു വേദനയുണ്ട്, അതെനിക്ക് എടുത്ത് സൂക്ഷിച്ച് വെക്കണം. അതെന്തുകൊണ്ടാണ്? അത് മോശം വിഷമമാണോ? എന്താണ്? അത്രയും സങ്കടകരമായ വേദനയാണ്. എന്താ കാരണം? The harsh thunder of imperial power would fade into sleep. The harsh thunder, ഭയങ്കര ഇടിവെട്ട്, ഓക്കെ, ഭയങ്കര മിന്നലും ഇടിവെട്ടും ഓഫ് ഇമ്പീരിയൽ പവർ. അപ്പോൾ ഇമ്പീരിയൽ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? രാജകീയമായ, ഓക്കെ, റോയൽ. അപ്പോൾ നമ്മുടെ ഷാജഹാൻ ഒരു എന്താണ് കിങ് ആയിരുന്നു, ഓക്കെ, എംപറർ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര പവറുണ്ട്, ഭയങ്കര വലിയ മനുഷ്യനാണ് അല്ലേ. പക്ഷേ ദ ഹാർഷ് തണ്ടർ അതൊക്കെ പോയി പോലെ ആ ഫുൾ പവറൊക്കെ എന്താണ്? വുഡ്സ് ഫെയ്ഡ് ഇൻ ടു സ്ലീപ്പ്. അതിങ്ങനെ ഉറങ്ങുന്ന പോലെ അങ്ങ് മങ്ങിപ്പോവും, അതങ്ങ് പോയിക്കോളും. എന്താ പ്രശ്നം? നിങ്ങൾ നോക്കേണ്ടതാണ് ദ ഹാർഷ്. അപ്പോൾ അത്രയും പവർഫുൾ കാര്യങ്ങളൊക്കെ പോകുന്നതാണ് പറയുന്നത്. വൈ? ലൈക്ക് എ സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ. ക്രിംസൺ എന്ന് പറയുമ്പോൾ ഇവിടെ താഴെ മീനിങ് കൊടുത്തിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മക്കളെ. ഡീപ്പ് റെഡ്. മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ്? നിങ്ങൾ സൺസെറ്റ് കോഴിക്കോട് പോകുന്നവർക്കോ കൊച്ചി പോകുന്നവർക്കോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൺസെറ്റ് ഒക്കെ എങ്ങനെയാണ്? ഇങ്ങനെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പവർഫുൾ തണ്ടറൊക്കെ നമ്മുടെ പവറൊക്കെ പോകുന്ന പറയുന്നത് എംപറർ ആയിക്കോട്ടെ ആര് വേണായിക്കോട്ടെ, ഈ ക്രിംസൺ നമ്മുടെ സൺസെറ്റ് ഇങ്ങനെ വളരെ സമാധാനമായിട്ടൊരു ഡീപ്പ് റെഡ് കളറിൽ പോലെ അതേപോലെ പോവാണ്. ലൈക്ക് എ സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ. ഇവിടെ ലൈക്ക് എന്നുള്ള വാക്ക് ഓർത്ത് വെച്ചോ, അവിടെ എന്ത് പോയറ്റിക് ഡിവൈസ് ആണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ബട്ട് ഇറ്റ് വാസ് യുവർ ഹോപ്പ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? എംപറർ ഷാജഹാന് ഒരു സങ്കടമുണ്ടായിരുന്നു, ഒരു ഹൃദയത്തിന് ഹാർട്ട് പെയിൻ ഉണ്ടായിരുന്നു. അത് സൂക്ഷിച്ചു വെക്കുക എന്നുള്ള ഒരേ ഒരു ഗോൾ ഉണ്ടായിരുന്നുള്ളൂ. ആ കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇവിടുത്തെ പോയറ്റിക് ഡിവൈസ് ശ്രദ്ധിക്കുക. സ്ട്രീം ഓഫ് ടൈം. മക്കളെ എന്താണ്? നദീൻ്റെ എന്താണ്? സമയത്തിൻ്റെ നദി അങ്ങനെ പറയുന്ന സാധനമില്ല, പക്ഷെ അതൊരു മെറ്റഫർ. എന്താണ്? എവ്രി വൺ നോട്ടഡ് ഇറ്റ് ഈസ് എ മെറ്റഫർ. സ്ട്രീം ഓഫ് ടൈം ഇസ് എ മെറ്റഫർ. അടുത്തത് personification. The harsh thunder of the imperial power would fade into sleep. അപ്പോൾ ശ്രദ്ധിക്കാം, the harsh thunder of imperial power would fade into sleep. മക്കളെ ആരൊക്കെ ഉറങ്ങുക? ഉറക്കം എന്ന് പറയുന്ന ആരാ? സ്ലീപ്പ് ചെയ്യുന്ന മനുഷ്യർ ഉറങ്ങും, ആനിമൽസ് ഉറങ്ങും അല്ലേ. അപ്പോൾ ഈ മനുഷ്യരും ആനിമൽസും ഒക്കെ ചെയ്യുന്ന സാധനം ഞാൻ പറയാണ്, ദ റിമോട്ട് ഇസ് സ്ലീപ്പിംഗ്, ദ റിമോട്ട് ഇസ് സ്ലീപ്പിംഗ്, ദ ബോട്ടിൽ ഇസ് സ്ലീപ്പിംഗ്. അതെന്താണ്? ജീവനില്ലാത്ത കാര്യത്തിന്, നോൺ ലിവിങ് തിങ്സിന് ഞാൻ ഉറങ്ങുന്ന മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ കൊടുക്കുന്നതിന് പറയുന്നതാണ് ഈ പെർസോണിഫിക്കേഷൻ, ദ ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ. അപ്പം നമ്മുടെ രാജകീയമായ ശക്തിയുടെ ഹാർഷ് തണ്ടർ, ആ പവർ അതൊക്കെ ഉറങ്ങിപ്പോവും. അതിങ്ങനെ ഉറങ്ങുക, മനുഷ്യർ ഉറങ്ങുള്ളൂ. അപ്പം ഈ ഉറങ്ങാൻ പറ്റാത്ത ജീവനില്ലാത്ത കാര്യങ്ങൾ ജീവൻ കൊടുക്കുന്നതാണ് പെർസോണിഫിക്കേഷൻ. എന്താണ് പെർസോണിഫിക്കേഷൻ? ആൻഡ് നോക്കിയേ, ഇവിടെ ഒരു സിമിലി ഉണ്ട്. വുഡ് ഫേഡ് ഇൻ ടു സ്ലീപ്പ് ലൈക്ക് എ സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ. മക്കളെ ഉറങ്ങുന്നത് എങ്ങനെയാണ്? ലൈക്ക് എ സൺസെറ്റ് ക്രിംസൺ. അപ്പം ലൈക്കും ഒരു ലൈക്ക് അഥവാ ലൈക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ വാക്ക് ലൈക്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്താണ് ഓർ ആസ് ഡാഷ് ആസ്. ആസ് ഡാഷ് ആസ് ഉപയോഗിച്ചാലും നമുക്ക് എന്താണ്? ഇറ്റ് ഇസ് കോൾഡ് സിമിലി. ആ കാര്യം ഉറച്ചോ. പിന്നെ ഇമേജറി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 2-3 ഇമേജറി കാണാൻ പറ്റും. നോക്കിയാൽ ദ ഹാർഷ് തണ്ടർ. നിങ്ങളെല്ലാവരും ഈ പിക്ചർ കണ്ടോ? അത്രേ ഉള്ളൂ. ഹാർഷ് തണ്ടർ എന്ന് പറയുമ്പോൾ ഈ പിക്ചർ കാണണം. ആൻഡ് ക്രിംസൺ സ്പ്ലെൻഡർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതെന്താണ്? ഈ സൺസെറ്റും കാണണം. അതാണ് ഇമേജ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കളർഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹാർഷ് തണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഓഡിറ്ററി. നമുക്ക് ആ സൗണ്ട് ഗുടുഗുടുഗുടുഗുടുഗിട് ഓഡിറ്ററി ഇമേജ്. എന്താണ്? സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഓഡിറ്ററി ഇമേജ് എന്ന് പറയും. ആൻഡ് ഇയാൾ എന്ത് പറയും? നമ്മൾ സൺസെറ്റ് എന്താണ്? ആ ഡീപ്പ് റെഡ് വിഷ്വൽ അല്ലെ, കാണാൻ പറ്റുന്ന ഇമേജ്, വിഷ്വൽ ഇമേജറി അല്ലെ. ഈ വിഷ്വൽ ഇമേജ് അല്ലെങ്കിൽ വിഷ്വൽ ഇമേജറി എന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസ അല്ലെ, ഫസ്റ്റ് ഭാഗത്തിന്റെ. ഓക്കെ, ഫസ്റ്റ് ഭാഗത്തിന്റെ മീനിങ് ഇത്രയുള്ള മക്കളെ പോയും ഇപ്പം കഴിയും. ശ്രദ്ധിച്ചോ, ദാറ്റ് അറ്റ് ലീസ്റ്റ് എ സിംഗിൾ eternally heaved sigh would stay to grieve the sky. എൻ്റെ അമ്മോ എന്താ ലൈൻ ശ്രദ്ധിച്ചോ. ദാറ്റ് അറ്റ് ലീസ്റ്റ് ഇത്രയെങ്കിലും എന്താണ്? സിംഗിൾ ഒരു ഇറ്റേണലി എന്ന് പറയുമ്പോൾ മക്കളെ വീണ്ടും ഞാൻ പറയണം ഫോർ എവർ. ഓക്കെ, ഫോർ എവർ എപ്പോഴും ഉണ്ടാവുന്ന ഹീവ്, സിംഗിൾ ഫോർ എവർ പ്രൊഡ്യൂസ്ഡ്. ഹീവ് എന്ന് പറയുന്നതാണ് ഉണ്ടാക്കുക. ഓക്കെ, പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഉണ്ടാക്കിയ എക്കാലം ഉണ്ടാവുന്ന കോൺസണൻസ് ഉണ്ട് മക്കളെ. കോൺസണൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? കോൺസണൻസ് നിങ്ങൾക്ക് AEIOU അറിയാം. AEIOU എന്താണ്? AEIOU അയ്യോ എന്ന് ആലോചിച്ചേ. പറഞ്ഞ പോലെ ഉണ്ട്. AEIOU എന്ന് പറയുമ്പോൾ എന്താണ്? അതാണ് നമ്മുടെ അസോണൻസ്, വവൽസ്. ഇത്
റിപ്പീറ്റ് ആവുന്നതിന് നമ്മൾ അസോണൻസ് എന്ന് വിളിക്കുക. ബാക്കിയുള്ള ലെറ്റേഴ്സ് കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ആവുന്നതിനാണ് കോൺസണൻസ് എന്ന് വിളിക്കുക. കോൺസണന്റ് സൗണ്ട് CDBGHT ഇത് വേണമായിക്കോട്ടെ. അപ്പോൾ ഇവിടെ നോക്കിയേ സ്ട്രീം ഓഫ് ടൈം, നോക്കിയേ സ്ട്രീം ഓഫ് ടൈം റിപ്പീറ്റ് ആവുന്നുണ്ട്. അടുത്തടുത്ത് യൂത്ത് വെൽത്ത്, മനസ്സിലായോ? യൂത്ത് വെൽത്ത്. ഓക്കെ, അവിടെ കോൺസണൻസ് വരുന്നത്. ഓക്കെ, കമ്മിങ് ബാക്ക്. That at least a single eternally heaved sigh would stay to greet the sky. അപ്പം നിങ്ങൾ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു എക്കാലം നിൽക്കുന്ന ഒരു ശ്വാസം. മക്കളെ സൈ എന്ന് പറയാൻ എന്താണ്? നിങ്ങൾ എക്സാം ഒക്കെ എഴുതി കഴിയുമ്പോൾ ചിലപ്പോൾ സൈ എന്ന് പറയുന്നത് ഇങ്ങനെ ശ്വാസം വിടല കേട്ടോ, ഒരു സമാധാനത്തിൻ്റെ ശ്വാസം വിടലാവുക, പേടിച്ചിട്ട് അയ്യോ എന്താണ് സൈ എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, സിഹ് അല്ല സൈ. ഓക്കെ, എന്താണ് സൈ? സൈ വുഡ് സ്റ്റേ ടു ഗ്രീവ് ദ സ്കൈ. മക്കളെ ഗ്രീവ് എന്ന് പറയുന്നത് സാഡാവുക. ഓക്കെ, അപ്പം എന്താണ്? അപ്പം ഇങ്ങനെ സാഡായിട്ട് ഇങ്ങനെ ഷാജഹാന്റെ സങ്കടം, ഓക്കെ, സങ്കടം ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ആകാശത്തിൽ ഒരു ശ്വാസം പോലെ ഇങ്ങനെ നിൽക്കണം എന്ന്. ഓക്കെ, ഒരു ശ്വാസം പോലെ. അതാരാണ്? ഇപ്പൊ താജ്മഹൽ അല്ലേ, ഇപ്പൊ ഇങ്ങനെ നിൽക്കണം, പെർമനന്റ് ആയിട്ട് നിൽക്കണം എന്നാണ്. ഓക്കെ, ദോ emeralds, rubies, pearls are all but as the glitter of rainbow tricking out empty air. പറയുന്ന കേൾക്കാം മക്കളെ. എമറൽഡ് എന്ന് പറഞ്ഞാൽ മക്കളെ ഈ പച്ച സ്റ്റോൺ. ഓക്കെ, ഈ പച്ച സ്റ്റോണ്. റൂബി എന്ന് പറഞ്ഞാൽ റെഡ് സ്റ്റോൺ ആണ്. പേൾ എന്ന് പറയുന്നത് എന്താണ്? ഈ വൈറ്റ് സ്റ്റോൺ. ഓക്കെ, ഇതൊക്കെ വളരെ വാല്യൂബിൾ, ഓക്കെ, വളരെ വാല്യൂബിൾ സ്റ്റോൺസ് ആണെന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. അപ്പം ഈ എമറൽഡും സ്റ്റോൺസും പേൾസ് അതൊക്കെ എന്താണ്? ഗ്ലിറ്റർ ചെയ്യുന്നുണ്ട്. ഗ്ലിറ്റർ എന്താണ്? അതിങ്ങനെ തിളങ്ങും അല്ലേ? അപ്പം പേൾസും എമറൽസും റൂബീസും ഒക്കെ വളരെ വിലപ്പെട്ട സാധനമാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതൊക്കെ എന്താണ്? ഗ്ലിറ്റർ ചെയ്യും, തിളങ്ങും. ഓഫ് എ റെയിൻബോ ട്രിക്കിംഗ് ഔട്ട് എംപി. അപ്പം ഇവർ പറയുന്നത് എന്താണ്? ട്രിക്കിംഗ് ഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഡെക്കോറേറ്റ്. ഓക്കെ, ഇങ്ങനെ അലങ്കരിക്കുക, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ. അപ്പം റെയിൻബോ എന്താണ്? റെയിൻബോ ഗ്ലിറ്റർ എന്താണ്? ഷൈൻ ചെയ്ത് കളർ ഉണ്ടാക്കുന്ന സാധനങ്ങളാണിത്. ഓക്കെ, ഇതൊക്കെ റെയിൻബോ ഉണ്ടാക്കുന്നതാണ്, കളറൊക്കെ ചെയ്തിട്ട്. ഓക്കെ, ആ സാധനം, ആ ഗ്ലിറ്ററും ഇതിന്റെ ബ്യൂട്ടിയും അതൊക്കെ എന്താണ്? മസ്റ്റ് പാസ് അവേ. അതൊക്കെ പോവും. ഗ്ലിറ്ററൊക്കെ പോവും മക്കളെ. ഗ്ലിറ്ററൊക്കെ ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ പോകുന്ന കാര്യമല്ലേ ഉള്ളൂ. യെറ്റ് സ്റ്റിൽ വൺ സോളിറ്ററി ടിയർ. മകളെ, സോളിറ്ററി എന്ന് പറയുമ്പോൾ അലോൺ, അല്ലെങ്കിൽ തന്നെ ഇരിക്കുന്ന ഒരു എന്താണ്? ടിയർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ മുഖത്ത് ഇതാണ് സാധനം. ഓക്കെ, ഈ സാധനം അല്ലേ, ഇതാണ് ടിയർ. ഓക്കെ, നമ്മുടെ കണ്ണുനീർ, ഇതാണ് ഒരു കണ്ണുനീർ. ഓക്കെ, ഒരു കണ്ണുനീർ would hang on the cheek of time. മക്കളെ, സമയത്തിന് cheek of time, സമയത്തിന് കവിളുണ്ടോ? ഇല്ല. അപ്പൊ ചീക്ക് ഓഫ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ മെറ്റഫറാണ്, സ്ട്രീം ഓഫ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സമയത്തിന്റെ കവിളിൽ ഒരു കണ്ണുനീരുണ്ടാവണം എന്നാണ് പറയുന്നത്. ഇൻ ദ ഫോം ഓഫ് ദ വൈറ്റ് ആൻഡ് ഗ്ലീമിംഗ് താജ്മഹൽ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഷാജഹാൻ ആകെ ഒരു ഗോൾ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഷാജഹാന്റെ സ്നേഹവും സങ്കടമൊക്കെ പെർമനന്റ് ആയിട്ട് ഉണ്ടാവണം ഈ വേൾഡില്. അത് എമറൽഡിന്റെയും പേളിന്റെയും ബ്യൂട്ടി ഒക്കെ പോവും. ഓക്കെ, പേളിന്റെ ബ്യൂട്ടി പോവും അല്ലേ? രാജാവിന്റെ ഹാർസ് തണ്ടർ പവർ ഒക്കെ പോവും. പക്ഷേ ആ ഒരു കണ്ണുനീരായിട്ട് ആകാശത്ത് ഇങ്ങനെ ഉണ്ടാവണം എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വന്തം സങ്കടം പറയാൻ വേണ്ടി ഒരു കണ്ണുനീർ, വൺ സൈ അല്ലെങ്കിൽ വൺ സിംഗിൾ ടിയർ. ചീക്ക് ഓഫ് ടൈം എന്ന് പറയുന്ന കാരണം ഫോർ എവർ ഉണ്ടാവണം, സമയത്തോടെ ഉണ്ടാവണം. ദാറ്റ് ഈസ് താജ്മഹൽ. അതിനാണ് താജ്മഹൽ ഉണ്ടാക്കിയത്. ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് ക്ലിയർ എന്ന്. ഓക്കെ, ഇവിടെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഒരു മെറ്റഫർ ഉണ്ട്. എ സിംഗിൾ ഇറ്റേണലി ഹീവ്ഡ് സൈ വുഡ് സ്റ്റേ ടു ഗ്രീവ് ദ സ്കൈ. ഒരു സങ്കടം ആകാശത്ത് പോയിട്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് മെറ്റഫർ ഉണ്ട്. യെറ്റ് വൺ സോളിറ്ററി ടിയർ വുഡ് ഹാങ് ഓൺ ദ ചീക്ക് ഓഫ് ടൈം. മക്കളെ, ഒരു കണ്ണുനീർ നമ്മുടെ ചീക്ക് ഓഫ് ടൈമിൽ ഉണ്ടാവുമോ? ഇല്ല. അവിടെ എന്താണ്? മെറ്റഫർ ഉണ്ട്. ആ കാര്യം ഓർത്ത് എഴുതിക്കോ. അലിട്രേഷൻ എന്ന് പറയുമ്പോൾ നോക്കിയാൽ ഇവിടെ എ സിംഗിൾ eternally heaved sigh would stay. നോക്കിയേ, സ്റ്റാർട്ടിങ്ങിൽ റിപ്പീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അതൊരു കാര്യം. പിന്നെ നോക്കിയേ ഇമേജറി. ഇവിടെ നമുക്ക് കാഴ്ചയ്ക്ക് വേണ്ടി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എമറൽഡ്, റൂബി, പേൾസ് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്താണ്? ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ ആണെന്നും പറയുന്നു. പിന്നെ കോൺസണൻസ് ഉണ്ട്. നോക്കിയേ, എമറൽഡ്, പേൾ ആൻഡ് ഓൾ. ലാ സൗണ്ട് അല്ലേ, റിപ്പീറ്റ് ആവുന്നില്ല മക്കളെ? എമറൽഡ്, പേൾ, ഓൾ. എമറൽഡ്, പേൾ, ഓൾ. അത് കേട്ടല്ലോ. അതേപോലെ മസ്റ്റ് പാസ്. അപ്പൊ എന്താ? വീണ്ടും കോൺസണൻസ് ഉണ്ട്.
ഇതെല്ലാം ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ 1-2 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. മെറ്റഫർ, അലിട്രേഷൻ ഓർത്ത് വെക്കുക. ഇമേജർ എല്ലായിടത്തും ഉണ്ടാകുന്ന കാര്യം ഓർക്കും. ഓക്കെ, പിന്നെ മക്കളിലെ പോയറ്റിക് ഡിവൈസ് ഞാൻ ലിസ്റ്റായിട്ട് ഇവിടെ മെറ്റഫർ, പെർസോണിഫിക്കേഷൻ, സിമിലി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോരാത്തത് ഞാൻ നിങ്ങൾക്ക് എന്താ ഒരു പോയം അപ്രീസിയേഷൻ, നിങ്ങൾക്കൊരു അപ്രീസിയേഷൻ ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നോട്ട് ബേസിൽ പഠിച്ചിട്ട് പോകാം. ഓക്കെ, എല്ലാവരും നോട്ട് ബേസിൽ പഠിച്ചിട്ട് പോകാം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടവരൊക്കെ കമന്റ് ലീവ് ചെയ്യാം മക്കളെ. അതോടെ താജ്മഹൽ പോയം ഇസ് ഡൺ. താജ്മഹൽ പോയം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ 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 ക്ലിയർ. അപ്പൊ നമുക്ക് സമയം വളരെ കുറവാണ്. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പോയം. ഓക്കെ, അതിനു മുമ്പ് മക്കളെ നമ്മുടെ താജ്മഹൽ പോയത്തിൽ നിന്ന് വന്ന ചോദ്യം നോക്കാം. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. നോക്കിയേ, യു ന്യൂ എംപറർ താജ്മഹൽ. ഇതൊക്കെ നമുക്കറിയാം അല്ലേ. വാട്ട് അക്കോർഡിംഗ് ടു ദ പോയിറ്റ് ആർ ട്രാൻസിയന്റ് തിങ്സ്. മക്കളെ, എന്താണ് ഈ ട്രാൻസിയന്റ് എന്ന് പറഞ്ഞാൽ? ടെമ്പററി തിങ്സ് അല്ലേ. ലൈഫിൽ ട്രാൻസിയന്റ് തിങ്, ടെമ്പററി ഉണ്ട്, പെർമനന്റ് ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റൻ ആൻസർ വാട്ട് അക്കോർഡിംഗ് ടു ദ പോയിറ്റ് കവി പറയുന്നത് എന്തൊക്കെയാണ് ട്രാൻസിയന്റ് തിങ്സ് മക്കളെ? എന്താണ്? വളരെ സിമ്പിൾ. അക്കോർഡിംഗ് ടു ദ പോയിറ്റ് എന്താണ് ട്രാൻസിയന്റ് എന്നാണ് പോകുന്നത് അല്ലേ? ലൈഫ്, വെൽത്ത്, റിനൗൺ അല്ലേ? എന്താണ്? ലൈഫ്, യൂത്ത്, വെൽത്ത് ഒക്കെ എന്താണ്? ടെമ്പററി ആണ്. ട്രാൻസിയന്റ് എന്നുള്ള വാക്ക് പഠിച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് വാസ് ദ ഡ്രീം ഓഫ് ഷാജഹാൻ? ഷാജഹാന്റെ ഡ്രീം എന്താ? ഇവിടെ നോക്കി, ബ്ലാ ബ്ലൂ 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 ബ്ലൂ. ഇവിടെ ഡ്രീം എവിടെയെങ്കിലും ഉണ്ടല്ലോ. ടു പ്രിസർവ് യുവർ ഓൺലി ഡ്രീം വാസ് ടു പ്രിസർവ് ഫോർ എവർ യുവർ ഹാർട്ട്സ് പെയിൻ അല്ലേ? അത് നമുക്ക് സിമ്പിൾ വാക്കിൽ പറയുകയാണെങ്കിൽ ഷാജഹാൻസ് ഡ്രീം വാസ് ടു പ്രിസർവ് ഹിസ് സോറോ ആൻഡ് ലവ് ഫോർ ഹിസ് വൈഫ് ഫോർ എവർ ബൈ ബിൽഡിംഗ് ദ താജ്മഹൽ. താജ്മഹൽ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ എക്കാലം നടത്താൻ എൻ്റെ ഭാര്യയോടുള്ള സ്നേഹവും വിഷമവും കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, റൈറ്റ് an example of simile from the lines above. മക്കളെ, സിമിലി എവിടെയുള്ളത്? ഇവിടെ ലൈക്ക്, ഇവിടെ would fade into sleep like. ഇവിടെ ലൈക്കിലാണ് വരുന്നത്. ആൻഡ് റൈറ്റ് an example of simile. അത് കഴിഞ്ഞു. pick out an instant auditory image. ഓഡിറ്ററി, കേൾക്കാൻ പറ്റുന്ന ശബ്ദം എവിടെയാണുള്ളത്? the harsh thunder ആണ് നമുക്ക് ഓഡിറ്ററി ഇമേജ് കേൾക്കാൻ പറ്റുന്നത്. ഓക്കെ, അതോടെ നിങ്ങളുടെ എക്സാമിൽ വരുന്ന ക്വസ്റ്റൻ ആൻസർ ചെയ്തു. ഓക്കെ, അത് ഞാൻ ഇവിടെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അത് ഈ ക്വസ്റ്റൻ ഉണ്ട്, നിങ്ങൾ സമയം എടുത്തിട്ട് അങ്ങ് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആൻസറും ചെയ്തു. അടിപൊളി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത പോയത്തിലേക്ക് പോകാം. നമ്മൾ ഈ പോയം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ 8ാം ക്ലാസ്സിൻ്റെ ക്രാഷ് ബാച്ച് ഉണ്ട്, ജോയിൻ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. അതുപോലെ നിങ്ങൾക്ക് 9ാം ക്ലാസ് ജോയിൻ ചെയ്ത് 8ാം ക്ലാസ് ഫ്രീ ആയിട്ട് ഇടുന്ന മറക്കണ്ട. ഓക്കെ, റെഡി? ഇനി നമ്മൾ ചെയ്യാമെന്ന് വി ആർ ദ വേൾഡ്. ഓക്കെ, ഇത് സത്യം പറഞ്ഞ ഒരു പോയം അല്ല. ദിസ് ഇസ് നോട്ട് എ പോം. ഇതെന്താണ്? ദിസ് ഇസ് എ സോങ്, വെരി ബ്യൂട്ടിഫുൾ സോങ്. വളരെ ഞാൻ ചെറുപ്പത്തിൽ കേട്ട് വളർന്നു വന്നൊരു പാട്ടാണ്. ഓക്കെ, അത്രയും പണ്ടത്തെ പാട്ടൊന്നും, പക്ഷെ വളരെ ഫേമസ് ആയതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. വി ആർ ദ വേൾഡ് പാട്ട് കേട്ടവരൊക്കെ ഒന്ന് കമൻസിലും ചാനലൊന്ന് അറിയിക്കുക എനിക്ക്. ഓക്കെ, ഒരു ഹാർട്ട് ഇമോജിയുടെ. ഓക്കെ, അപ്പോൾ ഈ പാട്ട് കേട്ടവർക്ക് അറിയാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുണ്ട്. ഇത് ഒരു സിംഗർ അല്ല, 2 സിംഗർ അല്ല, ഓൾമോസ്റ്റ് 45 സിംഗേഴ്സ് പാടിയിട്ടുണ്ട്. പക്ഷെ ഇത് കമ്പോസ് ചെയ്താരാണ്? മൈക്കിൾ ജാക്സൺ ആൻഡ് ലയണൽ റിച്ചി ജൂനിയർ. വളരെ 2 ഫേമസ് ആൾക്കാരാണ്. മൈക്കിൾ ജാക്സനെ പറ്റി എല്ലാവർക്കും ഈ ലോകത്ത് അറിയാം. വൺ ഓഫ് ദി മോസ്റ്റ് അല്ലേ, ഏറ്റവും മോസ്റ്റ് പോപ്പുലർ സിംഗർ, ഡാൻസർ ആൻഡ് പെർഫോമർ ആയിരിക്കും. ഓക്കെ, ലയണൽ റിച്ചി ജൂനിയർ നിങ്ങളിപ്പോൾ പാട്ട് കേട്ടിട്ടുണ്ടായാലും വളരെ ഫേമസ് ലാറ്റിൻ അമേരിക്കൻ ആയിരുന്നു. അടിപൊളി പാട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ച് ഓൾഡ് ജെൻ ആണ്, നിങ്ങളിപ്പോൾ കേട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഈ പോയം അല്ലെങ്കിൽ ഈ സോങ് വളരെ സിമ്പിളാണ്. വാട്ട് ഇസ് ദ തീം? ഓക്കെ, വി ആർ ദ വേൾഡ്, നമ്മളാണ് ഈ ലോകം എന്നാണ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. ദ മെയിൻ തീം ഓഫ് ദിസ് പോയം ആർ യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഐക്യത്ത്, നമ്മൾ ഒരുമിച്ചുണ്ടാവണം. കൈൻഡ്നെസ് ആൻഡ് ഹെൽപ്പിംഗ് അതേഴ്സ്. ഓക്കെ, നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യണം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യണം. ഈ പോയത്തിൽ പറയുന്നത് നമ്മൾ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. നമ്മളൊക്കെ മനുഷ്യരാണ്, ഈ വേൾഡിൽ നമ്മളാണ് ഈ കുട്ടികൾ, നമ്മളെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. വി ക്യാൻ ബ്രിങ് പോസിറ്റീവ് ചേഞ്ച് ആൻഡ് മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ്. വി ക്യാൻ മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ്. വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം കേട്ടോ. എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലോകം ഒരു വളരെ നല്ല ലോകമാക്കാൻ പറ്റും. ഓക്കെ, അപ്പം വി ആർ ദ വേൾഡ് ഒരു ചാരിറ്റി സോങ് കേട്ടോ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. പൈസ ആഫ്രിക്കയിൽ USA ഫോർ ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ 46 പാട്ടുകാരുണ്ടായിരുന്നു. എന്തിനാണ് മക്കളെ? ആഫ്രിക്കയിൽ ഫാമിൻ കാരണം. ഓക്കെ, ഫാമിൻ കാരണം അവർക്ക് ആഫ്രിക്കക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ആ കാര്യം മറക്കരുത്. ഓക്കെ, ഏകദേശം 545 കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് USA ആഫ്രിക്കയ്ക്ക് അയച്ചു. ഇതാണ് മൈക്കിൾ ജാക്സൺ, ഇതാണ് ലയണൽ റിച്ചി ജൂനിയർ. ഓക്കെ, റെഡി? ലെറ്റ്സ് ഗോ ടു ദ പോയം അഥവാ സോങ്. ഓക്കെ, അപ്പോൾ മകളെ, ഞാനൊരു പാട്ടുകാരനല്ല. ഞാൻ വീണ്ടും പറയാണ്, ഞാൻ പാട്ട് പാടുന്ന വളരെ മോശമായിട്ടാണ്. പക്ഷേ ഇതൊരു പാട്ടായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണമെന്ന് ചെറുതായിട്ട് പാടിത്തരാം. അപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാക്കും. ഓക്കെ, അപ്പം നിങ്ങൾ സങ്കടം കൊണ്ട് മ്യൂട്ട് ആക്കരുത്. ഓക്കെ, അപ്പം ഇത് ആദ്യമൊക്കെ വളരെ ഇതൊക്കെ കുറച്ച് എനിക്ക് പാടാമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയാം. ഇതിൽ ആദ്യത്തെ ഭാഗം ഞാൻ പറഞ്ഞില്ല, കോറസ് ഞാൻ പാടാം. There comes a time when we heed a certain call. ഓക്കെ, ഹീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമ്മൾ കേൾക്കും, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ച് കേൾക്കും. ഓക്കെ, there comes a time when we hear a certain call,
when the world must come together as one. അപ്പോൾ ഇവിടെ പറയുന്നത് പെട്ടെന്ന് ഒരു സമയം വരും, നിങ്ങളുടെ ലൈഫിലൊക്കെ ഒരു സമയം വരും. എന്താണ്? when the world, നമ്മളെല്ലാവരും ഒരുമിച്ച് ഒന്നായി വരണം. ഓക്കെ, ഒരു ആവശ്യം വരുമ്പോൾ ഓക്കെ ഒരു ലോകത്തെ സമയം വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് വരേണ്ടി വരും. ഓക്കെ, there are people dying. ഓക്കെ, there are people dying and it's time to lend a hand to life, the greatest gift of all. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇറ്റ്സ് ടൈം ടു ലെൻഡ് എ ഹാൻഡ്. there are people, ലോകത്തെ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, and it's time to lend a hand. ബാക്കിയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൂടണം, നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, the greatest gift of all. the greatest gift of all എന്താണ്? lend a hand to life. ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം, നമ്മുടെ ജീവനാണ്. എന്താണ്? the greatest gift of all. ലോകത്ത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് എന്താണ്? ഗിഫ്റ്റ് എന്താണ്? ലൈഫ്, ജീവിതം. ഓക്കെ, റെഡി ആണല്ലോ? പിന്നെ ഇതിൻ്റെ ട്യൂണിങ് ഓർമ്മയില്ല. വി കാൺ ഗോ പ്രിറ്റൻഡിങ് ഓൺ ഡേ ബൈ ഡേ. ഓക്കെ, നമുക്കിങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്ത് എന്താണ് ഇങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്കിങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. എന്താണ്? ദാറ്റ് someone somewhere will soon make a change. നമ്മളെപ്പോഴും പറയാം എന്താണ്? അത് അവൻ ശരിയായിക്കോളൂ, അല്ല അമ്മ ശരിയായിക്കോളൂ, ഞാൻ ഇത് മൈൻഡ് ആക്കണ്ട, അല്ലേ? അത് അച്ഛൻ ചെയ്തോളൂ, അമ്മ ചെയ്തോളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യും. ഓക്കെ, നമ്മൾ അങ്ങനെ പ്രിറ്റൻഡ് ഇതെൻ്റെ ഡ്യൂട്ടി അല്ല, ഞാൻ ഹെൽപ്പ് ചെയ്യില്ല, അങ്ങനെയൊന്നുമല്ല. ഓക്കെ, കഴിഞ്ഞോ? 3.5 മിനിറ്റ് അയ്യോ. ഓക്കെ അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. എന്താണ്? ബാക്കി എല്ലാവരും വന്നിട്ട് ശരിയാക്കുക, നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യണം. we all are part of God's great big family. നമ്മളെല്ലാവരും ഇവിടെ യൂണിറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, അല്ലേ? നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ വലിയൊരു ഫാമിലിയാണ്, കുടുംബം എന്ന് പറയുന്നത്. ആൻഡ് ദ ട്രൂത്ത് love is all we need. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്? സ്നേഹമാണ് വേണ്ടത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം. ഓക്കെ, അതാണ് പറയുന്നത്, നമ്മളെല്ലാം ഒരുമിച്ചായിരിക്കണം, അതാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഈ പോയിന്റിനെ വളരെ സിമ്പിളായിട്ട് പറയുന്നത് ഇവിടെ ഈ വാക്ക്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന സാധനങ്ങൾ ഇതൊക്കെ എന്താണ്? റെപ്പറ്റീഷൻ കാണാൻ പറ്റും, അതേപോലെ എന്താണ് സിംബലിസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പോയം പറയാം. ഇതിന് കുറേ ഡിവൈസസ് ഇല്ല കേട്ടോ, ഫസ്റ്റ് ആൻസിൽ വലിയ ഡിവൈസസ് ഇല്ല, ഇവിടെയാണ് ഡിവൈസസ് വരുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയം, സോങ്ങിൻ്റെ കോറസ്. We are the world, we are the children, we are the ones who make a better day, so let's start giving. There's a choice we're making, we're saving our own lives, it's true we make a better day, just you and me. അപ്പോൾ പറഞ്ഞിരിക്കുന്ന പോയിന്റ് പ്ലീസ് വീണ്ടും പറയാണ്, ഇഗ്നോർ ചെയ്യുക, വളരെ മോശമായിട്ട് പാടി. പക്ഷേ നിങ്ങൾക്ക് ട്യൂണൊന്നും കിട്ടാൻ വേണ്ടിയിട്ടാ. വി ആർ ദ വേൾഡ്, നമ്മളാണ് ലോകം, നമ്മളാണ് കുട്ടികൾ, നിങ്ങളാണ് കുട്ടികൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വയസ്സായ മൈക്കിൾ ജാക്സൺ ഇതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, വി ആർ ദ വൺസ് ഹു മേക്ക് എ ബെറ്റർ ഡേ. ഓക്കെ, ബ്രൈറ്റർ ഡേ. നമ്മളാണ് ഈ ലോകം ഒന്ന് ബെറ്റർ ആക്കേണ്ടത്. ഓക്കെ, നമ്മളാണ് ഈ വേൾഡ് ഒരു ബെറ്റർ ആക്കേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഗിവിങ്. നമ്മൾ കൊടുക്കാൻ തുടങ്ങും. എന്ത് കൊടുക്കാൻ? എൻ്റെ ഫ്രണ്ട് ആവൂ, എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കൂ, എന്താണ് എൻ്റെ ഫ്രണ്ട്, അങ്ങനെയല്ല. നമ്മൾ ഹെൽപ്പ് ചെയ്യുക ബാക്കിയുള്ളവരെ, മരിക്കുന്നവർക്കും പൈസ ഇല്ലാത്തവർക്കും അവർക്ക് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, there is a choice we are making. നിങ്ങൾക്കൊരു ചൂസ് ചെയ്യാൻ പറ്റുന്ന ചാൻസ് ആണ്. there is a choice we are making. we are saving our own life. നമ്മൾ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ രക്ഷിക്കും. നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആണ്. അവൻ ഇന്ത്യക്കാരനല്ല, അവൻ കേരളത്തിലെ മലയാളിയല്ല, അങ്ങനെയൊന്നല്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, ഇറ്റ്സ് ട്രൂ, വി മേക്ക് എ ബെറ്റർ ഡേ. സത്യമാണ്, നമുക്കാ പറ്റുള്ള ഒരു ദിവസം നന്നാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് യു ആൻഡ് മീ. ഓക്കെ, എല്ലാവരും കൂടെ എന്താ, ഞാനും നീയും കൂടി വിചാരിച്ചാൽ ബെറ്റർ ആക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇറ്റ്സ് ട്രൂ, വി മേക്ക് എ ബെറ്റർ ഡേ, ജസ്റ്റ് യു ആൻഡ് മീ. നമ്മൾ എന്താണ് മതി. ഓക്കെ, പിന്നെന്തായിരുന്നു? സെൻഡ് ദം യുവർ ഹാർട്ട്. ഓക്കെ, ഇത് വീണ്ടും എന്താ? സെൻഡ് ദം യുവർ ഹാർട്ട് so they'll know that someone cares and their lives will be stronger and free. എനിക്ക് പിന്നെ ട്യൂൺ സത്യം പറഞ്ഞാൽ മറന്നു. ഓക്കെ, സെൻഡ് ദം യുവർ ഹാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നെഞ്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് അങ്ങ് അയച്ചു കൊടുക്കാനല്ല, സ്നേഹം കാണിക്കുക. അവിടെ ഒരു മെറ്റഫർ ഉണ്ട്. ഓക്കെ, അവിടെ ഒരു മെറ്റഫർ ഉണ്ട്, അവിടെ ഒരു ഇമേജ് ഉണ്ട്. നിങ്ങൾ പാക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്ന ട്രാഫിക് സിനിമയിലെ പോലെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് അല്ല. നിങ്ങൾ സ്നേഹം കാണിക്കാനാണ് പറഞ്ഞത്. ആൻഡ് ദേ നോ ദാറ്റ് സമൺ കെയർസ്. ആരെങ്കിലും അവർക്ക് വേണ്ടി സങ്കടമായിട്ട് ഡിപ്രഷനായിട്ട് ആരില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും, അവർക്ക് തോന്നും അവർക്ക് വേണ്ടി ഒരാളുടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളോട് ആ ഒരു ഫ്രണ്ട്സ് കുറവല്ലാത്തൊരു ഫ്രണ്ടിനോട് പോയി സംസാരിക്കുക, നിങ്ങൾ പോയിട്ട് അവരോട് നല്ല കാര്യം പറയാം. അപ്പോൾ അവർക്ക് എന്താണ് വലിയൊരു സന്തോഷമായിരിക്കും. ആൻഡ് ദെയർ ലൈഫ്സ് വിൽ ബി സ്ട്രോങ്ങർ ആൻഡ് ഫ്രീ. അവരുടെ ലൈഫ് എന്താണ്? സ്ട്രോങ് ആയിരിക്കും, അവർ ഫ്രീ ആയിരിക്കും. ഓക്കെ, that'll be better as God has shown us by turning stone to bread. മക്കളെ, ഇത് നിങ്ങൾ ബൈബിൾ റെഫറൻസ്, ബൈബിൾ എന്ന് പറയുമ്പോൾ മക്കളെ ക്രിസ്ത്യൻ ഹിസ്റ്ററിയിൽ ഒരു ലെസൺ പോലെ. ഓക്കെ, അതെന്താണ്? കല്ലുകളെ ബ്രെഡ് ആക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു മിറക്കിൾ പോലെ, ഒരു മാജിക് പോലെ എന്ന് പറയാം, മിറക്കിൾ എന്ന് പറയാം. ഓക്കെ, എന്താണ്? കല്ലുകൾ എന്താണ്? ബ്രെഡ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. ഒരു എന്താണ് ഹിസ്റ്ററിയിലുള്ള സംഭവമാണ്.
ബൈബിൾ ഹിസ്റ്ററിയിൽ. സോ വി മസ്റ്റ് ഓൾ ലെൻഡ് ഹെൽപ്പിംഗ്. ഓക്കെ, ദൈവം നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, അത് നമ്മളും ഫോളോ ചെയ്യണം ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദ മെയിൻ പോയിന്റ് ഓഫ് ദിസ് പോയം. അപ്പോൾ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ലാസ്റ്റ്ലി, when you're down and out, there seems no hope at all, but if you just believe that there's no way we can fall, well, let's realize the change can only come when we stand together as one. Okay, see, വളരെ സിമ്പിളായിട്ട് പറയുന്നത് എന്താണ്? നമ്മളാണ് കുട്ടികൾ, നമ്മളാണ് ഈ ലോകം, നമ്മളെ തന്നെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ തന്നെ എന്താണ്? സെൻഡ് യുവർ ഹാർട്ട്. ഓക്കെ, അത് സ്നേഹം കൊണ്ടും അതേപോലെ യൂണിറ്റി. ഓക്കെ, ആൻഡ് എന്താണ്? എംപത്തി, ഹെൽപ്പ് ചെയ്യുക ബാക്കിയുള്ളവരെ. ദാറ്റ് ഈസ് ദ മെയിൻ പോയിന്റ്. ആൻഡ് ഇവിടെ റെപ്പിറ്റേഷൻ, ഈ ലൈൻസ് റിപ്പീറ്റ് ആകുന്നുണ്ട് കുറേ പ്രാവശ്യം. ഇവിടെ സിംബലിസം ഉണ്ട്, നമ്മളാണ് ലോകം, നമ്മളാണ് ഇതല്ല. സി, മീനിങ് വളരെ സിമ്പിളായിട്ട് പറയുന്നുള്ളൂ. ഓക്കെ, ഓക്കെ, മനസ്സിലായി മക്കളെ? ഇപ്പം സ്റ്റക്കായത് മനസ്സിലായി? ഇപ്പം ശരിയാക്കി തരാം കേട്ടോ, ഇപ്പം ശരിയാക്കി തരാം. ഡോണ്ട് വറി. ഓക്കെ, ഇപ്പം ശരിയാക്കി തരാം. ഓക്കെ, ഡോണ്ട് വറി. ഇപ്പം ശരിയാക്കി തരാം. ഓക്കെ, ഇപ്പം ശരിയാക്കി തരാം. ഓക്കെ, നമ്മുടെ സ്ക്രീൻ ഒന്ന് ഇപ്പം ശരിയാക്കി തരാം. ഓക്കെ, തരാം തര താര തരന്ത്ര തരാരം തരാരത്രാന്ത. ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. സി, ഇവിടെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇവിടെ മെറ്റഫ്രസി, നമ്മൾ ലോകമാണ്, നമ്മൾ കുട്ടികളാണ്, നമ്മളാണ് എന്താണ് ഈ ലോകം ബെറ്റർ ആക്കുന്നത്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം സി, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ആ കാര്യം മനസ്സിലാക്കണം, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, അതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ പറയാനുള്ളത്. ഇവിടെ റെപ്പിറ്റേഷൻ ഉണ്ട്, സിംബലിസം ഉണ്ട്, പിന്നെ എന്താണ് ബിബ്ലിക്കൽ റെഫറൻസ് ഉണ്ട്, ഇമേജറി, അലിട്രേഷൻ, മെറ്റഫർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ട് പഠിച്ചിട്ട് പോവുക. ഇതാണ് ഇതിൻ്റെ പോയം അപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോട്ട്സിൽ കിട്ടും. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വായിച്ച് നോക്കുക, നോട്ട്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതോടെ വി ആർ ദ വേൾഡ് എന്നുള്ള പോയം നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇഷ്ടപ്പെടുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ പാട്ട് മോശമെങ്കിൽ പ്ലീസ് വീണ്ടും ഇൻസൾട്ട് ചെയ്യരുത്. ഓക്കെ, നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നല്ല കമൻസ് ഉണ്ട്, പക്ഷെ എന്നാലും എനിക്ക് പാടാറില്ല. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് വേണ്ടി പാടും. നിങ്ങൾ യൂട്യൂബിലൊക്കെ പോയി നല്ല ആൾക്കാർ പാടുന്നുണ്ട്, അത് പോയി കാണും. ഓക്കെ മക്കളെ, ഇനി ഇതാ അലക്സാർ വരുന്നതായിരിക്കും, ബാക്കി അലക്സാറിനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അലക്സാറിനെ എല്ലാവരും ഫുൾ പവറിൽ വെൽക്കം ചെയ്യുക. ഫുൾ പവറിൽ വരട്ടെ, അലക്സാറിനെ വെൽക്കം ചെയ്യുക. ഓക്കെ, റെഡി? ദാ അലക്സാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ബാക്കി എടുക്കുന്നത് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, റെഡി? ഓക്കെ, സെറ്റ്. ഓക്കെ മക്കളെ, അപ്പം നിങ്ങൾ ഓൾറെഡി എത്ര പോയം പഠിച്ചു തീർത്തു? പറയുക, എത്ര പോയം ഓൾറെഡി പഠിച്ചു തീർത്തു? എന്തൊക്കെയാണ് അലൻ സാറ് നിങ്ങളെ പഠിപ്പിച്ചത്? വി ആർ ദ വേൾഡ് പഠിപ്പിച്ചാ? അലൻ സാറ് നിങ്ങൾക്ക് വി ആർ ദ വേൾഡ് പാടിത്തന്നോ? വി ആർ ദ വേൾഡ് പാടിത്തന്നോ? വി ആർ ദി വേൾഡ് പാടിത്തന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്? രസമുണ്ടായിരുന്നോ? നിങ്ങളുടെ ഓക്കെ, കൊള്ളാം, രസമുണ്ടായിരുന്നോ? ഓക്കെ, എന്നാൽ നോക്കട്ടെ. നിങ്ങൾ ഒരു 7,000 ആക്കിയാൽ, 7,500 ആക്കിയാൽ ഞാൻ അലൻ സാർ രണ്ടുപേരും കൂടി പാടിത്തരാം. ഓക്കെ, രണ്ടുപേരും കൂടി ഒരുമിച്ച് ഡുവറ്റ് പാടിത്തരാം. റെഡി? പക്ഷേ നിങ്ങൾ ചെയ്യണം. 7,500. ഓക്കെ, അതാണ് ടാർഗറ്റ് കേട്ടോ. റെഡി? അങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ചാനലിൽ അലൻ സാറ് പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. പറഞ്ഞില്ലെങ്കിൽ ഇത് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചില വീഡിയോസൊക്കെ നിങ്ങൾ വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, പക്ഷേ പല വീഡിയോസും നിങ്ങളെപ്പോലെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം നാളെ വലിയ ആൾക്കാരാവാൻ പോകുന്ന ആൾക്കാരായിരുന്നു, അല്ല വലിയ ആളാവാൻ പോകുന്ന ആളാരാണ്? നിങ്ങൾ തന്നെയല്ലേ. അപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഫിനാൻസ് ബേസ്ഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. കാരണം നാളെ ശമ്പളമൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളവരും നിങ്ങൾ അറിയണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ നിന്നും പഠിപ്പിക്കാൻ പോകുന്നില്ല, കോളേജിൽ നിന്നും പഠിപ്പിക്കാൻ പോകുന്നില്ല, പക്ഷേ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. ഓക്കെ, അതൊക്കെ നമ്മൾ ആ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയർ 9ാം ക്ലാസ് നമ്മുടെ ലെജൻഡറി ആൽഫ ബാച്ചിൽ പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാ മക്കളും താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എത്രയും വെച്ച് പെട്ടെന്ന് നമ്മുടെ 9ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കുക. അടിച്ച് പൊളിച്ച് എക്സാമിനറിൻ്റെ ഫാക്കൽറ്റി ടീം നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, റെഡി? സമയം ഒട്ടും വേസ്റ്റ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. സോ അടുത്ത ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ചാപ്റ്റർ തന്നെയായിരിക്കും മക്കളെ, യൂണിറ്റ് 1 ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചാപ്റ്ററാണ്, വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. വേഗം പഠിക്കുക. ആരാണ് മക്കളെ ഈ ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടർ എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
മെയിൻ ക്യാരക്ടർ ആരെയും പറയാൻ പറ്റുമോ? മെയിൻ ക്യാരക്ടർ ഓഫ് ദിസ് ചാപ്റ്റർ 7100 ആയി, ഒന്നും കൂടി പിടിച്ച് 7500 ആവും. യെസ്, മിസ്റ്റർ ടിൽ. നമുക്ക് നോക്കാം എന്താണ് ഈ ചാപ്റ്ററിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, റെഡി? വേഗം പഠിക്കാം, കാരണം ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കുറേ പ്രാവശ്യം നമ്മൾ ക്രിസ്മസ് എക്സാമിൽ വരെ പഠിച്ച ചാപ്റ്ററാണ്. അപ്പോൾ ഓവർ സ്ലോ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വേഗം പഠിച്ചു പോകാൻ പറ്റിയ ചാപ്റ്ററാണ് കേട്ടോ. ഓക്കെ, വേഗം പറഞ്ഞു പോകാം. ഓക്കെ, ഓവർ ഞാൻ സ്പീഡ് എടുക്കേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി, സ്ലോ ആക്കണം സാറിന്. അല്ലെങ്കിൽ നമുക്ക് വേഗം പറഞ്ഞു പോകാം, കാരണം നമുക്ക് കുറേ ചാപ്റ്റർ തീർക്കാനുണ്ട്, ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാനില്ല. Till a clever artist arrives at the palace of the Archduke of Battenberg on a skinny donkey. ഒരു സ്കിന്നി ഡോങ്കിൻ്റെ മണ്ട കയറിയിട്ട് ടിൽ എന്ന് പറഞ്ഞൊരു ക്ലെവർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ്, വരയ്ക്കുന്ന ആൾ അല്ലേ, പെയിൻറ്റ് വരയ്ക്കുന്ന ആൾ, പിക്ചേഴ്സ് വരയ്ക്കുന്ന ആൾ എവിടെ വരുന്നു? ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്, ബാറ്റൻബർഗിലെ ആർച്ച് ഡ്യൂക്കിൻ്റെ പാലസിൽ എത്തുകയാണ് ആര്? ടിൽ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്. ഹിസ് കളർഫുൾ ക്ലോസ്, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ക്ലോസ് ഒക്കെ ഇട്ടിരിക്കുന്ന ടിൽ എന്ന് പറഞ്ഞ ആൾ. ആൻഡ് ഫണ്ണി റിമാർക്സ്, അങ്ങനെ കോമഡി ഒക്കെ പറയും, കോമഡി അല്ലേ, ചളി പറയും, ചളി അല്ലേ. ക്യാച്ച് ദി അറ്റൻഷൻ ഓഫ് ദി ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ്. ഈ ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ ഗാർഡ്സിലെ ഗാർഡ് ചെയ്യുന്ന ആൾക്കാരിൽ തന്നെ ബോഡി ഗാർഡ്സിലെ ക്യാപ്റ്റൻ ആണ്. അപ്പോൾ ക്യാപ്റ്റൻ എന്താണ്, ഇദ്ദേഹത്തിനെ കാണുന്നു. ഹു ഇനീഷ്യലി സ്റ്റോപ്സ്, ആദ്യം പറഞ്ഞു നീ കയറാൻ പറ്റില്ല, നിന്നെ ഉള്ളിൽ കയറ്റി വിടില്ല എന്ന് പറഞ്ഞു. എന്നിട്ടോ വെൻ ടിൽ മെൻഷൻസ് ഹീസ് എ ഫ്ലെമിഷ് പെയിൻറ്റർ ദി ക്യാപ്റ്റൻ ലെറ്റ്സ് ഹിം ഇൻ. ഞാനൊരു ഫ്ലെമിഷ് പെയിൻറ്റർ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ക്യാപ്റ്റൻ പറഞ്ഞു നീ ഉള്ളിൽ പോയിക്കോളാൻ പറഞ്ഞു. നോയിങ് ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ് ആർ ഫേമസ്. അപ്പോൾ ക്യാപ്റ്റൻ അറിയായിരുന്നു ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ് എന്താണ്, ഭയങ്കര ഫേമസ് ആണെന്ന് അറിയായിരുന്നു, ഉള്ളിൽ കയറ്റി വിട്ടു. ഓക്കെ, എന്നിട്ടോ ടിൽ ഷോസ് ആർച്ച് ഡ്യൂക്ക് എ ബ്യൂട്ടിഫുൾ പെയിൻറ്റിംഗ് ഓഫ് വെർജിൻ മേരി. വെർജിൻ മേരിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ പെയിൻറ്റിംഗ് എന്താണ് ആർച്ച് ഡ്യൂക്കിന് കാണിച്ചു കൊടുക്കുന്നു. ഇംപ്രസ്ഡ്, ആർച്ച് ഡ്യൂക്കിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കൊള്ളാം നീ അടിപൊളിയാണ്. ദി ആർച്ച് ഡ്യൂക്ക് അപ്പോയിൻറ്റ്സ് ടിൽ ആസ് ദി റോയൽ കോർട്ട് പെയിൻറ്റർ. അവിടുത്തെ റോയൽ കോർട്ട് പെയിൻറ്ററായിട്ട് ടില്ലിനെ ജോലി കൊടുത്തു. ആൻഡ് ഓർഡേഴ്സ് ഫുഡ് ഫോർ ടിൽ ആൻഡ് ഹിസ് ഡോങ്കി. ഡോങ്കിക്കും ടില്ലിന് വേണ്ടിയിട്ട് നല്ല ഭക്ഷണം ഓർഡർ ചെയ്ത് കൊടുത്തു. സ്വിഗ്ഗിയിലല്ല ഓർഡർ ചെയ്തത്, അവിടുന്ന് കിച്ചണിൽ ഓർഡർ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഹവർ ഈച്ച് കോർട്ടിയർ മേക്സ് സ്ട്രേഞ്ച് റിക്വസ്റ്റ്. അപ്പോൾ ഓരോരോ ഈ ഒരു കൊട്ടാരത്തിലെ ഓരോരോ ആൾക്കാർ, അവിടുത്തെ മന്ത്രി, അവിടുത്തെ വേറെ ഓരോ ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്തു, അവർ ഓരോരോ റിക്വസ്റ്റ് കൊടുത്തു. എന്താണ് റിക്വസ്റ്റ്? ടില്ലിന് റിക്വസ്റ്റ് കൊടുക്കുകയാണെ. വൺ ആസ് ടു ബി മെയ്ഡ് തിൻ. അല്ല, ഒരു സെൻറ്റൻസ് ഞാൻ വായിച്ചില്ല കേട്ടോ. ദ ആർച്ച് ഡ്യൂക്ക് ലേറ്റർ ആസ് ടിൽ ടു പെയിൻറ്റ് എ ഗ്രൂപ്പ് പോർട്രേറ്റ് ഓഫ് ഹിംസെൽഫ് ആൻഡ് ദി കോർട്ടിയേഴ്സ്. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് പറഞ്ഞു, രാജാവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഞങ്ങളൊരു ഗ്രൂപ്പ് സെൽഫി എടുക്കാൻ പറഞ്ഞു. ഗ്രൂപ്പ് സെൽഫി അല്ല, ഗ്രൂപ്പ് പോർട്രേറ്റ് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ വിവരം അറിഞ്ഞിട്ട് എന്താണ്, ഓരോരോ കോർട്ടിയേഴ്സ് എന്ത് ചെയ്തു, ഓരോരോ കോർട്ടിയേഴ്സ് വന്നിട്ട് സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറേ റിക്വസ്റ്റ് ടില്ലിൻ്റെ അടുത്ത് ഉണ്ടാക്കി. എന്തൊക്കെയാണ്? വൺ ആസ് ടു ബി മെയ്ഡ് തിൻ. ഒരാൾ പറഞ്ഞു ഞാൻ ഭയങ്കര വയറൊക്കെയുള്ള ആളാണ്, അതുകൊണ്ട് എന്നെ നീ എന്താണ് മെലിഞ്ഞാക്കി കാണിക്കണം. 7.5 കണ്ടു, അലൻ സാർ കൂടി വന്നോട്ടെ, എന്നിട്ട് നമുക്ക് പാട്ടാവാം. ഓക്കെ, അനന്തർ ആസ് ടു ലുക്ക് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഒരു പ്രായമായിട്ടുള്ള ഒരു ലേഡി, കൂനൊക്കെ ഉള്ള ലേഡി പറഞ്ഞു എന്നെ ഭയങ്കര യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആക്കണം എന്ന് പറഞ്ഞു. അതേഴ്സ് വോണ്ട് ദെയർ ഫ്ലോസ് ഇടുന്നത്. ഓരോ ആൾക്കാർ മുഖത്തൊക്കെ എന്താണ് എന്നെ പോലെ കണ്ടില്ലേ, മുഖവും എന്താ ഒരു കുത്തുംപാണ്ടൊക്കെ ഇല്ലേ, ആ കുത്തുംപാണ്ടൊന്നും ഇല്ലാണ്ട് വരയ്ക്കണം എന്ന് പറഞ്ഞു. ദി ആർച്ച് ഡ്യൂക്ക്, എന്നാൽ രാജാവ് പറഞ്ഞെന്താണ്, ഓൺ ദി അതർ ഹാൻഡ് വാണ്ട്സ് സ്റ്റിൽ ടു പെയിൻറ്റ് എവ്രി വൺ എക്സാക്ട്ലി ആസ് ദേ ആർ. രാജാവ് പറഞ്ഞു എല്ലാവരും എങ്ങനെയാണോ അങ്ങനെ മാത്രം നീ വരച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓർ ഹീ വിൽ ബി പണിഷ്, അല്ലെ നിനക്ക് നല്ല പണിഷ്മെൻറ്റ് ഞാൻ തരുമെന്ന് പറഞ്ഞു. ടിൽ റിയലൈസസ് ഹീ കനോട്ട് ഫുൾഫിൽസ് എവ്രി വൺ ഡിമാൻഡ്സ് ആൻഡ് വുഡ് ലൈക്ലി ബി കിൽഡ്. ടില്ലിന് മനസ്സിലായി ഇതിപ്പോൾ എന്തായാലും നടക്കില്ല, കാരണം കോർട്ടിയേഴ്സിൻ്റെ റിക്വസ്റ്റ് പാലിച്ചില്ലെങ്കിൽ അവർ കൊല്ലും. രാജാവ് പറയുന്ന കേട്ടില്ലേ, രാജാവ് കൊല്ലും, ഞാൻ എന്തായാലും ചാവും എന്നുള്ള അവസ്ഥയിലായി. ഓക്കെ, ഇതിനെന്താ സംഭവിക്കുന്നത് നോക്കാം. ടിൽ ഡിവൈസസ് എ ക്ലെവർ പ്ലാൻ. ടിൽ ഒരു അടിപൊളി പ്ലാൻ ഉണ്ടാക്കി. ടിൽ ഭയങ്കര ക്ലെവർ ആയിരുന്നു കേട്ടോ. ഹി ആസ്ക്ഡ് ഫോർ എ സ്പെഷ്യൽ റൂം വിത്ത് കർട്ടൻസ് ആൻഡ് പ്രിറ്റൻസ് ടു വർക്ക് ഓൺ ദ പെയിൻറ്റിംഗ് ഫോർ 60 days വൈൽ എൻജോയിങ് എ റോയൽ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്. അപ്പോൾ എനിക്കൊരു സ്പെഷ്യൽ ഒരു റൂം വേണം, അവിടെ ഞാൻ മാത്രം പണിയെടുക്കും, 60 ദിവസം ഞാൻ ഒറ്റയ്ക്കായിരിക്കും അതിലുണ്ടാവുക, ആരും അതിലേക്ക് വരരുത്, എനിക്ക് നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ തരണം, അങ്ങനെയാണ് ഞാൻ അടിച്ച് പിടിച്ച് പെയിൻറ്റിങ് വരച്ചു തരാമെന്ന് പറഞ്ഞു. ഓക്കെ ശരി. വെൻ ദി ആർച്ച് ഡ്യൂക്ക് ഡിമാൻഡ്സ് ടു സീ ദ പെയിൻറ്റിങ്. അങ്ങനെ 60 ദിവസം കഴിഞ്ഞ് ആർച്ച് ഡ്യൂക്ക് പറയുകയാണ് ഇന്ന് അവസാനം പെയിൻറ്റിങ് കാണിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ടിൽ ഗ്യാദേഴ്സ് എവ്രി വൺ ആൻഡ് അനൗൺസസ് ദാറ്റ് ഓൺലി ദോസ് വിത്ത് നോബിൾ ബ്ലഡ് ക്യാൻ സീ ഇറ്റ്. അപ്പോൾ ടില്ല് എല്ലാവരെയും വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ഒരു പെയിൻറ്റിങ് കാണിച്ചു. പെയിൻറ്റിങ് കാണിച്ചിട്ട് പറഞ്ഞു ശരീരത്തിലെ നോബിൾ ബ്ലഡ്, അത് രാജകീയമായിട്ട് രക്തം, അത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണ്, വളരെ ഹൈ ലെവൽ ആൾക്കാർക്ക് മാത്രമേ ഈ പെയിൻറ്റിങ് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സാധാരണക്കാർക്കൊന്നും കാണാൻ പറ്റില്ല, അത്രയും ഹൈ ലെവൽ ആൾക്കാർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. വെൻ ഹി പുൾസ് ബാക്ക് ദി കർട്ടൻസ് ദർ ഇസ് നോ പെയിൻറ്റിങ്. എന്നിട്ട് കർട്ടൻ വലിച്ചിങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് നോക്കുമ്പോൾ എന്താണ്, ജസ്റ്റ് എ ബ്ലാങ്ക് ബോൾ, പെയിൻറ്റിങ് ഒന്നും ഇല്ല അവിടെ, ഒരു ബ്ലാങ്ക് ഭിത്തി മാത്രമേ ഉള്ളൂ. ഫിയറിങ് എംബാരസ്മെൻറ്റ് ദി കോർട്ടിയേഴ്സ് പ്രിറ്റൻഡ് ടു അഡ്മയർ ദ പെയിൻറ്റിങ്. പക്ഷേ അവിടെ കൂടിയുള്ള ആൾക്കാർ എന്താണ്,
അവർ പറഞ്ഞു ആ സൂപ്പർ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് സംബന്ധിച്ചാൽ അത് ടില്ല് പറഞ്ഞു പോയില്ലേ, ഇത് വലിയ വലിയ ആൾക്കാർക്ക് കാണാൻ പറ്റുള്ളൂ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ മണ്ടറാന്നല്ലേ, അല്ലെ എനിക്ക് ബുദ്ധി ഇല്ലാത്ത ആളാണെന്നല്ലേ അതിന് അർത്ഥമായി പോവുക. അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ തുടങ്ങി എനിക്ക് കാണാം സൂപ്പർ പെയിൻറ്റിങ് എന്ന് പറഞ്ഞ് ആ പെയിൻറ്റിങ്ങിനെ അഡ്മയർ ചെയ്യാൻ തുടങ്ങി. ഒൺലി ദ ജസ്റ്റർ, അവിടുത്തെ ജസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ക്ലൗൺ അല്ലേ, കോമാളി എന്ന് പറയാം അല്ലേ, അഡ്മിറ്റ്സ് ഹി സീസ് നത്തിങ്. അയാൾ മാത്രം പറഞ്ഞു ഞാനൊന്നും കാണുന്നില്ല, നിങ്ങൾ എന്താ ഇപ്പോൾ കാണുന്നത് പറഞ്ഞു. റിവീലിംഗ് ദ ട്രൂത്ത് before anyone can react, till calmly leaves, riding away on his donkey with feathers on his cap, dancing in the wind. The story highlights Till's wit എന്ന് പറഞ്ഞാൽ cleverness, intelligence and quick thinking in avoiding trouble. ഇത്രയുള്ള സംഭവം. ഇത് ആക്ച്വലി ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു തുണിയിടാതെ നടക്കുന്ന ഒരു രാജാവിൻ്റെ കഥ അല്ലേ. അപ്പോൾ രാജാവ് എല്ലാ ദിവസവും തുണിയിടാതെ ഇങ്ങനെ പോകും. പക്ഷേ രാജാവിനെ എല്ലാവർക്കും പേടിയായതുകൊണ്ട് എല്ലാവരും എന്ത് രാജാവിൻ്റെ ഡ്രസ്സ് ഭയങ്കര രസമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഏതൊരു കുട്ടിയാണ് വന്നറിയുന്ന രാജാവെ രാജാവ് ഒന്നും ഇടാതെ നടക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അല്ലേ, റെഡി, അതാണ് സംഭവം. അതേ സെയിം ലോജിക്കാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റെഡി ആണല്ലോ മക്കളെ? അലൻ സാറും കൂടി വന്നിട്ട് നമുക്ക് സോങ് ആവാം. ഓക്കെ, റെഡി. അതും പറഞ്ഞ് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ? ഈ ചാപ്റ്റർ സെറ്റ് അല്ലേ മക്കളെ, ഇതിൽ കൂടുതൽ പറയാനൊന്നുമില്ല, സിമ്പിൾ ചാപ്റ്റർ ആണ്. അടുത്ത ചാപ്റ്റർ പിടിച്ചോളൂ, ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ്. ഇതിൽ മെയിൻ ക്യാരക്ടറാണ്, ഇത് ബോയ് ആണ്, കാറ്റ്സിൻ്റെ പെയിൻറ്റിങ് വരയ്ക്കുന്ന ബോയ്. ഓക്കെ, വീണ്ടും പെയിൻറ്റിങ്ങിൻ്റെ ആളാണ്, പെയിൻറ്റിങ്ങിൻ്റെ കഥ. എന്താണ് ചാപ്റ്ററിൽ സംഭവിക്കുന്ന കാര്യം നമുക്ക് വേഗം പഠിച്ചേക്കാം. ലോങ് ടൈം അഗോ, പണ്ട് ഇൻ എ സ്മോൾ ജാപ്പനീസ് വില്ലേജ്, ഒരു ജപ്പാനിലൊരു വില്ലേജിൽ പൂവർ ഫാർമർ ആൻഡ് ഹിസ് വൈഫ് ഹാഡ് എ യങ് സൺ. ഒരു ഫാർമറിനും അവരുടെ വൈഫിനും ഒരു യങ് സൺ ഉണ്ടായി. ഹു വാസ് വീക്ക് ബട്ട് വെരി ക്ലെവർ. ശരീര വയസ്സെന്നാണ് അവൻ, വലിയ മസിലൊന്നും ഇല്ലായിരുന്നു, വീക്ക് ആയിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര ബുദ്ധിയായിരുന്നു അവൻ. സിൻസ് ഹി വാസ് നോട്ട് ഫിറ്റ് ഫോർ ഫാം വർക്ക്, പാടത്തുള്ള പണിക്കൊന്നും അവന് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, ഹിസ് പേരൻസ് ഡിസൈഡഡ് ടു സെൻഡ് ഹിം ടു എ ടെമ്പിൾ ടു ബിക്കം എ പ്രീസ്റ്റ്. ഒരു ടെമ്പിളിൽ ഒരു പ്രീസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, അവിടുത്തെ പൂജാരി പോലത്തെ ഒരു പ്രീസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവിടേക്ക് പറഞ്ഞയച്ചു. ദ ബോയ് ലേൺ ക്വിക്ലി ബട്ട് ഹാഡ് വൺ പ്രോബ്ലം. അപ്പോൾ കാര്യങ്ങളൊക്കെ വേഗം പെട്ടെന്ന് പഠിച്ചു, ഭയങ്കര ബുദ്ധിയായതുകൊണ്ട് വേഗം കാര്യങ്ങളൊക്കെ പഠിച്ചു. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. എന്തായിരുന്നു പ്രശ്നം? ഹി ലവ്ഡ് ഡ്രോയിങ് കാറ്റ്സ്. അവൻ അവിടെ ഇവിടെയൊക്കെ പൂച്ചകളെ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പൂച്ചകളുടെ പെയിൻറ്റിങ് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹി ഡ്രൂ ദം എവ്രിവെയർ. എല്ലായിടത്തും വരയ്ക്കും, പേപ്പറിലും വരയ്ക്കും, ഭിത്തിയിലും വരയ്ക്കും, ഇരിക്കുന്ന സ്ഥലത്തും വരയ്ക്കും, എല്ലായിടത്തും വരയ്ക്കും. ഈവൻ വെൻ ഹി വാസ് നോട്ട് സപ്പോസ് ടു. വരയ്ക്കാൻ പാടില്ല സ്ഥലത്ത് എല്ലായിടത്തും വരയ്ക്കും. ദ പ്രീസ്റ്റ് സ്കോൾഡഡ് ഹിം മെനി ടൈംസ്. അപ്പോൾ അവിടുത്തെ മെയിൻ പ്രീസ്റ്റ് എന്താണ്, കുറേ ചീത്ത പറഞ്ഞു അവനെ. ബട്ട് ഫൈനലി ടോൾഡ് ഹിം ടു ലീവ് ദ ടെമ്പിൾ. അവസാനം പറഞ്ഞു, നീ എന്താണ് ഇവിടുന്ന് വിട്ടുപോയിക്കോ. എന്തുകൊണ്ടാണ്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. അപ്പോൾ അവൻ ഈ ടെമ്പിൾ പണിയൊന്നും പറ്റില്ല എന്നുള്ള കാര്യം ഈ പ്രീസ്റ്റിന് മനസ്സിലായതുകൊണ്ട് പ്രീസ്റ്റ് അവനെ പറഞ്ഞു വിട്ടപ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞു. ഡയലോഗ് ഓർത്ത് വെച്ചോ, അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. അതായത് രാത്രി കിടക്കാൻ നേരത്ത് വലിയ സ്ഥലത്ത് പോയി നീ കിടക്കരുത്, ചെറിയ സ്ഥലത്ത് പോയി കിടന്നാൽ മതി. കീപ് ടു സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലങ്ങളിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞു. ഇതിപ്പോൾ എന്തിനാണ് പറഞ്ഞത് ആർക്കറിയും, ഇവനും മനസ്സിലായില്ല. ദ ബോയ് ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ പ്രീസ്റ്റ് അഡ്വൈസ് ബട്ട് ലെഫ്റ്റ് ദി ടെമ്പിൾ ഫീലിംഗ് സാഡ്. അപ്പോൾ സങ്കടത്തോടെ ടെമ്പിൾ വിട്ടു. അഫ്രൈഡ് ഓഫ് ബീങ് പണിഷ്ഡ് ബൈ ഹിസ് ഫാദർ, he didn't go home and instead went to a big temple in the next village. തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അച്ഛൻ നല്ല ചീത്ത പറയുന്ന ഉറപ്പുള്ളതുകൊണ്ട് അടുത്ത വില്ലേജിൽ, അപ്പുറത്തെ ഒരു വില്ലേജിൽ പോയിട്ട് അവിടെ ഒരു വലിയ ടെമ്പിൾ ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ പോയി. He did not know that the temple had been abandoned because a goblin had scared everyone away. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ആരുമില്ല, ഒരു അബാൻഡൻ ടെമ്പിളാണ്. എന്തുകൊണ്ടാണ് അബാൻഡൻഡ് ആയ, ആരും ഇല്ലാതെ? അവിടെ ഒരു ഗോബ്ലിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം, ഇതുപോലത്തെ സാധനം ഉണ്ടായിരുന്നു. അതെല്ലാവരും പേടിപ്പിച്ച് വിട്ടു എന്നുള്ള കാര്യം അവൻ കേട്ടു, അവൻ അറിഞ്ഞു ആ ഒരു കാര്യം. അപ്പോൾ അത് അവൻ അറിയില്ലായിരുന്നു, സത്യം പറഞ്ഞാൽ അവൻ അറിയില്ലായിരുന്നു അവിടെ അതാ സംഭവിച്ചത് ശരിക്കും. അങ്ങനെ ടെമ്പിൾ അവൻ പോയി. എന്നിട്ടോ വെൻ ഹി അറൈവ്ഡ് ഹി ഫൗണ്ട് ദ ടെമ്പിൾ എംപ്റ്റി ആൻഡ് ഡസ്റ്റി. ഭയങ്കര പൊടിയായിരുന്നു, എംപ്റ്റി ആയിരുന്നു, ആരുമില്ല. കുറേ നാളായിട്ട് അവിടെ ആരുമില്ല. ടയേർഡ് ബട്ട് എക്സൈറ്റഡ് ബൈ ബിഗ് സ്ക്രീൻസ് ഹി ബിഗാൻ ഡ്രോയിങ് കാറ്റ്സ് ഓൺ ദം. വലിയ ഭിത്തികളുണ്ടായിരുന്നു. ആ ഭിത്തികൾ കണ്ടപ്പോൾ ഇവന് ഭയങ്കര ഉഷാറായി. പെയിൻറ്റിങ് വരയ്ക്കാം നമ്മൾ പെയിൻറ്റിങ് വരയ്ക്കാൻ തുടങ്ങി, കാറ്റിൻ്റെ, പൂച്ചകളുടെ. ലേറ്റർ റിമെമ്പറിംഗ് ദ പ്രീസ്റ്റ് വേർഡ്സ് ഹി ഡിസൈഡ് ടു സ്ലീപ്പ് ഇൻ എ സ്മോൾ ക്യാബിനറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ലാർജ് ടെമ്പിൾ ഹാൾ. അപ്പോൾ ആ ടെമ്പിളിൻ്റെ ഹാൾ ഭയങ്കര വലുതായിരുന്നു. ഓക്കെ, ടെമ്പിളിൻ്റെ ഹോൾ എന്താണ്, ഭയങ്കര വലുതായിരുന്നു. എന്നാലും അവൻ അവിടെ കിടന്നില്ല. കാരണം പ്രീസ്റ്റ് എന്താ പറഞ്ഞത്, നമ്മുടെ ഹെഡ് പ്രീസ്റ്റ് എന്താ പറഞ്ഞത്, അവോയ്ഡ് ലാർജ് പ്ലേസസ്, വലിയ സ്ഥലങ്ങളിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം, കീപ് ടു സ്മോൾ, ചെറിയ സ്ഥലത്ത് കിടന്നാൽ മതി. അതുകൊണ്ട് അവനത് ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, അവൻ ടെമ്പിളിൽ ഹോളിൽ അവൻ കിടന്നില്ല, അവൻ ചെറിയൊരു ക്യാബിനറ്റിൽ പോയി കിടന്നു. ലേറ്റ് അറ്റ് നൈറ്റ്, അങ്ങനെ രാത്രിയായി. ദ ബോയ് വോക്ക് അപ്പ് ടു ഹൊറിബിൾ നോയ്സസ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിങ്. രാത്രി അവൻ ആരൊക്കെയോ അടി ഉണ്ടാകുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നത്.
ടു സ്കെയർഡ് ടു ലുക്ക് ഹീ സ്റ്റേഡ്. അവൻ പേടിച്ചിട്ട് എന്താണ്, അവൻ എണീറ്റ് പോയില്ല. ഇൻ ദ മോർണിംഗ്, അങ്ങനെ രാവിലെയായി, ഹീ ഫൗണ്ട് ദ ടെമ്പിൾ ഫ്ലോർ കവേർഡ് ഇൻ ബ്ലഡ്. പോയിട്ട് ആ വലിയ ഹാളിൽ പോയി നോക്കുമ്പോൾ എന്താണ്, അവിടെ ഫുള്ള് ബ്ലഡ്. ആൻഡ് എ ഹ്യൂജ് ഡെഡ് ഗോബ്ലിൻ റാറ്റ്. ഒരു വലിയൊരു ഗോബ്ലിൻ റാറ്റ് എന്നാണ് ചത്ത് കിടക്കുക. ഹി റിയലൈസസ് ദ ക്യാറ്റ് ഹി ഹാഡ് ഡ്രോൺ ആൻഡ് ഹാഡ് കം ടു ലൈഫ് ആൻഡ് കിൽ ദ ഗോബ്ലിൻ. അപ്പോൾ സംഭവം എന്താണ്, ഇവന് മനസ്സിലായി, അവൻ വരച്ച ആ പൂച്ചകളില്ലേ, ആ പൂച്ചകൾ രാത്രി ആകുമ്പോൾ ജീവൻ വെച്ച് വന്നിട്ട് ഈ ഗോബ്ലിൻ എലീനെ തട്ടി എന്നുള്ള കാര്യം അവന് മനസ്സിലായി. The boy finally understood the priest's advice and became a famous artist known for his drawing of cats, which are still admired in Japan today. ചെക്കൻ ഭയങ്കര ഫേമസ് ആയി എന്താണ് ഇങ്ങനെ പൂച്ചകളെ വരയ്ക്കുന്ന കാര്യത്തിൽ. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു കഥയില്ലാത്തൊരു കഥ. ഓക്കെ, ഒരു കഥയില്ലാത്ത കാര്യം. എത്ര പേർക്ക് തോന്നുന്നുണ്ട് രാത്രി പൂച്ച ചാടി വന്നിട്ട് ഇത് കൊന്നാണെന്ന്, ഗോബ്ലിൻ റാറ്റിനെ? എന്നാലും പരീക്ഷയിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, മനസ്സിലാക്കി വെക്കുക കഥ എന്താണ് സംഭവിക്കുന്നത്, പഠിച്ചു വെക്കുക. യെസ്, ഇറ്റ് ഈസ് എ മിത്ത്. ജപ്പാനിൽ ആൾക്കാർ വിശ്വസിക്കുന്ന, എല്ലാവരും നല്ല കുറേ പേര് വിശ്വസിക്കുന്ന ഒരു മിത്താണ് അല്ലേ. അവിടെ ട്രഡീഷണലായിട്ട് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ്. അത്രേ ഉള്ളൂ കേട്ടോ, അതിൽ കൂടുതലായിട്ടൊന്നുമില്ല. ഓക്കെ, സെറ്റ്, റെഡി, മുന്നോട്ട് പോകാൻ. സിമ്പിൾ ചാപ്റ്റർ ആയിരുന്നു. അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം മക്കളെ. ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ. വ്രക്ഡ് അല്ല, റെക്ഡ്, ഡബ്ല്യു ഇല്ലാന്ന് വിചാരിച്ചാൽ. ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ. ഓക്കെ, ഷിപ്പ്‌റെക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഷിപ്പ് മുങ്ങി പൊട്ടിപ്പോയി, പൊട്ടിയല്ലേ, മുങ്ങിപ്പോയി, വെള്ളത്തിലായിപ്പോയി. അപ്പോൾ അതിൽ രക്ഷപ്പെട്ട ഒരു സെയിലറിൻ്റെ കഥയാണ്. ആരാണ് മക്കളെ ഈ ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടർ? ആരാണ് ഈ സെയിലർ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയൂ. ആരെങ്കിലും ഒരാൾ പറയൂ. യെസ്, വെലാസ്കോ. ലൂയിസ് അലയാൻഡ്രോ വെലാസ്കോ ആണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. എന്താണ് ഈ ചാപ്റ്ററിൽ സംഭവിക്കുന്നത്? കുറച്ച് സാഡ് ചാപ്റ്ററാണ്, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് കേട്ടോ. ദിസ് ഈസ് സ്റ്റോറി ഓഫ് ലൂയി അലയാൻഡ്രോ വെലാസ്കോ, എ സെയിലർ ഹൂ വാസ് വാഷ്ഡ് ഓവർബോർഡ് ഡ്യൂറിങ് എ സ്റ്റോം ഇൻ ദ കരീബിയൻസ്. ഇപ്പോൾ കരീബിയൻ സ്റ്റീൽ സ്റ്റോം ഉണ്ടായി. ആ സമയത്ത് ഷിപ്പ് എന്താണ്, മറിഞ്ഞു. ഓക്കെ മക്കളെ, എന്നെ നിങ്ങൾക്ക് സ്റ്റക്കായിട്ടായിരിക്കും കാണുന്നത് അല്ലേ, നമുക്ക് ശരിയാക്കാം. ശരിയായില്ലേ? യെസ്, ഇപ്പോൾ റെഡി ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റക്കായത്? ഇങ്ങനെ നിന്നിട്ട് ഞാൻ സംസാരിക്കുന്നത് കേട്ടില്ലേ? യെസ്. അപ്പോൾ കരീബിയൻ സീയിൽ ഒരു സ്റ്റോം വന്നപ്പോൾ ഒരു ഷിപ്പ് മറിഞ്ഞുപോയി. അതിലെ ഒരു സർവൈവറാണ് മക്കളെ വെലാസ്കോ. ഹി വാസ് ലെഫ്റ്റ് അലോൺ ഓൺ എ ലൈഫ് റാഫ്റ്റ്. അപ്പോൾ ലൈഫ് റാഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഈ ലൈഫ് റാഫ്റ്റിൽ വെലാസ്കോ ഒറ്റയ്ക്കായി പോയി. വിത്തൗട്ട് ഫുഡ് ഓർ വാട്ടർ ഫോർ 10 days. 10 ദിവസം ഭക്ഷണവും വെള്ളമില്ലാണ്ട് അതിൽ പെട്ടുപോയി. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് വെലാസ്കോ റിയലൈസിങ് ഹീ ഈസ് ഇൻ ദ മിഡിൽ ഓഫ് ദി ഓഷ്യൻ. അപ്പോൾ സ്റ്റോറി തുടങ്ങുന്നത് എന്താണ്? വെലാസ്കോ പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എന്താണ്, ഈ ലൈഫ് റാഫ്റ്റിന് തൊട്ടപ്പുറത്ത് എന്താണ്, ഓഷ്യനിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഓഹോ, സറൗണ്ടഡ് ബൈ സ്കാറ്റേർഡ് കാർഗോ എന്ന് പറഞ്ഞാൽ ഷിപ്പിലുണ്ടായിരുന്ന ഓരോ ഗുഡ്സ് ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഇങ്ങനെ ചുറ്റും വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ വെലാസ്കോക്ക് മനസ്സിലായി ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഹി ഹിയേഴ്സ് ഹിസ് ക്രൂ മേറ്റ്സ് ഷൗട്ടിങ് ആൻഡ് സീസ് എ ലൈഫ് റാഫ്റ്റ് നിയർ ബൈ. അപ്പോൾ ക്രൂ മേറ്റ്സ്, അതേ ഷിപ്പിൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ, അവർ തന്നെ ക്രൂ മേറ്റ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ക്രൂ മേറ്റ്സ് ശബ്ദം ഇങ്ങനെ ഉയർത്തുന്ന കേൾക്കാം, അവർ ഒച്ച ഉണ്ടാക്കുന്ന സ്ക്രീമിൽ നിന്ന് കേൾക്കാം. മാത്രമല്ല ഒരു ലൈഫ് റാഫ്റ്റും കാണുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ. ഓക്കെ, ഹി സ്വിംസ് ടുവേർഡ്സ് ഇറ്റ് ആൻഡ് ആഫ്റ്റർ സ്ട്രഗ്ലിംഗ് മാനേജസ് ടു ക്ലൈം അബോർഡ്. കഷ്ടപ്പെട്ടെന്നാണ് ലൈഫ് റാഫ്റ്റിൻ്റെ മുകളിൽ കയറി. ഫ്രം ദി റാഫ്റ്റ് വെലാസ്കോ സീസ് ഹിസ് ഷിപ്പ്മേറ്റ്സ് സ്ട്രഗ്ലിംഗ് ഇൻ ദ വാട്ടർ. അപ്പോൾ റാഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ്, വെലാസ്കോൻ്റെ ഷിപ്പ്മേറ്റ്സ്, ക്രൂമേറ്റ്സ് എന്താണ്, അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. വൺ ഓഫ് ദം, റെമോൺ ഹെറേറ, വേവ്സ് അറ്റ് ഹിം ഫോർ എ. റെമോൺ ഹെറേറ എന്താണ് കുറേ വെലാസ്കോ എന്ന് പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട്. ബട്ട് വെലാസ്കോ കനോട്ട് റോ അഗെയിൻസ്റ്റ് ദ സ്ട്രോങ് വിൻഡ്. പക്ഷേ ഭയങ്കര കാറ്റ് കാരണമാണ് വെലാസ്കോക്ക് ഈ ലൈഫ് റാഫ്റ്റ് ഹെറേറയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഭയങ്കര അത്ര കാറ്റാണ്, അനക്കാൻ പറ്റുന്നില്ല വണ്ടി. ഹി ട്രൈസ് ഡെസ്പറേറ്റ്ലി ടു സേവ് ഹിം ബട്ട് ഫെയിൽസ്. കുറേ കഷ്ടപ്പെട്ട് നോക്കി, നടക്കുന്നില്ല, പറ്റുന്നില്ല, രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. സൂൺ ഹെറേറ ഡിസപ്പിയേഴ്സ് ഇൻ ടു ദ സീ. കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ ഹെറേറനെ കാണാനില്ല, അതായത് തീർന്നു. വെലാസ്കോ then notices 2 other crewmates, Carabello and Castillo, clinging to each other as they try to reach the raft. അപ്പോൾ കറബെല്ലോയും കാസ്റ്റിലോ എന്ന് പറഞ്ഞ രണ്ടുപേരും അങ്ങോട്ടും പിടിച്ചിരിക്കുകയാണ് എങ്ങനെയും റാഫ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്. A giant wave suddenly sweeps them. ഒരു വലിയ തിരമാല വന്നിട്ട് അവരെന്ത് ചെയ്തു, അവരെ കൊണ്ടുപോയി. Leaving only Rengifo, another shipmate, swimming calmly towards raft. Rengifo മാത്രം ബാക്കി.
Despite Velasco's efforts to help Rengifo, he also disappears beneath the waves. അപ്പോൾ വെലാസ്കോ അവസാനം വെച്ച് റെങ്കിഫോനെ എങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുന്നു. റെങ്കിഫോനെയും ഒരു തിരമാല ഒന്നും ഉണ്ടായി. Alone on the raft, ഒറ്റയ്ക്കായി. വെലാസ്കോ വാച്ചസ് ആസ് ദി കാർഗോ ആൻഡ് ഷിപ്പ് ഫെയ്ഡ് ഇൻ ടു ദി ഡിസ്റ്റൻസ്. അങ്ങനെ മെല്ലെ മെല്ലെ ഷിപ്പും പോയി, കാർഗോവും പോയി, എല്ലാം പോയി. ഹി റിസൈൻസ് ഹിംസെൽഫ് ടു ബീങ് സ്ട്രാൻഡഡ് അറ്റ് ദി സീ. വെലാസ്കോക്ക് മനസ്സിലായി, ഞാൻ ഇനി ഒറ്റയ്ക്കായിരിക്കും. ദ സൺ ബേൺസ് ഇൻ സ്കിൻ. നേരെ സണ്ണാണ് മുകളിൽ. അപ്പോൾ സൺബേൺ വരാൻ തുടങ്ങി, കൈയൊക്കെ കത്താൻ തുടങ്ങി മെല്ലെ മെല്ലെ. ആൻഡ് ഹി ഫീൽസ് ദ പെയിൻ ഓഫ് എ വൂണ്ട് ഓൺ ഹിസ് നീ. അപ്പോൾ കാലിൽ എന്തോ ഒരു മുറിവുണ്ട്, അതിൻ്റെ പെയിൻ ഭയങ്കരമായിട്ടുണ്ട്. ലൈക്ലി സസ്റ്റെയിൻ ഡ്യൂറിങ് ദി ആക്സിഡൻറ്റ്. ആക്സിഡൻറ്റിൽ വന്നായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. വിത്ത് നോ ഫുഡ് ഓർ വാട്ടർ, വെലാസ്കോ ഡിസ്ട്രാക്ട്സ് ഹിംസെൽഫ് ബൈ ചെക്കിങ് ഹിസ് വാച്ച്. ആലോചിച്ച് നോക്കൂ, ഒരു 10 മിനിറ്റ് നമുക്ക് ഇരിക്കാൻ പറ്റുമോ ഫോൺ ഇൻസ്റ്റാഗ്രാം നോക്കാതെ, അല്ലെങ്കിൽ യൂട്യൂബിൽ റീൽസ് കാണാതെ പറ്റുമോ, സ്ക്രോൾ ചെയ്യാതെ? 10 ദിവസം ഒന്നുമില്ല, ഭക്ഷണമില്ല, വിശപ്പും ദാഹവും ഒന്നും ചെയ്യാനില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഡിസ്ട്രാക്ട്സ് ഹിംസെൽഫ് ബൈ ചെക്കിങ് ഹിസ് വാച്ച് ആൻഡ് തിങ്കിങ് അബൌട്ട് ദി ബിലോങ്ങിങ്സ് ഇൻ ഹിസ് പോക്കറ്റ്. പോക്കറ്റിൽ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ, അതിനെപ്പറ്റി ആലോചിച്ച് വാച്ചിലെ സമയം ഇടയ്ക്കിടയ്ക്ക് നോക്കി ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യും. വിച്ച് ഇൻക്ലൂഡ് എ ചെയിൻ. പോക്കറ്റിലുള്ള കാര്യങ്ങൾ എന്താണ്? ഒരു ചെയിൻ, ഒരു മെഡൽ ആൻഡ് സം ബിസിനസ് കാർഡ്സ്, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച ഒരു സമയം, കാരണം വേറെ ഒന്നും ചെയ്യാനില്ല. The story captures Velasco's bravery, struggle and hope as he waits for the rescue in the vast empty sea. ഇത്രേ ഉള്ളൂ സമയം. ചാപ്റ്റർ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ചാപ്റ്റർ മനസ്സിലായെങ്കിൽ മനസ്സിലായി സാറെന്ന് പറയൂ. അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. എല്ലാ ചാപ്റ്റേഴ്സും വളരെ സിമ്പിളാണ്. ഒരു ചാപ്റ്ററും ഒരു ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് മനസ്സിലാക്കി പോയാൽ മതി. കാരണം നാളെ ഡിസ്കോഴ്സ് സെക്ഷനിൽ നമ്മൾ ആളെ ഡിസ്കോഴ്സും ഗ്രാമറും എടുക്കും. പരീക്ഷയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഡിസ്കോഴ്സ് അഥവാ റൈറ്റിംഗ് സെക്ഷനിൽ എല്ലാ കാര്യങ്ങളും വരാൻ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ ചാപ്റ്റർ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ഡിസ്കോഴ്സ് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായി? അപ്പോൾ ചാപ്റ്റർ മനസ്സിലാക്കിയാൽ മതി. ഭയങ്കര ഡെപ്ത് ഒന്നും വേണ്ട, ബേസിക് ആയിട്ട് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അതും പറഞ്ഞ് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ദി ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. ഇതൊരു കോമഡി കഥയാണ്. എന്താണ് ഈ കോമഡി കഥയിൽ നടക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, റെഡി. ഓൺ എ കോൾഡ് റെയിനി ഒക്ടോബർ ഡേ എ ലിറ്റിൽ ബോയ് വാസ് ബോർഡ് ആൻഡ് ഡിഡ് നോ വാട്ട് ടു ഡു. ഒരു ഭയങ്കര തണുത്ത് മഴയ്ക്ക്, എന്ത് രസമല്ലേ? എത്ര പേർക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു ദിവസം? നല്ല തണുപ്പ്, രാവിലെ എനിക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നു. നന്നായിട്ട് മഴ പെയ്താൽ സ്കൂളും ഉണ്ടാവില്ല മിക്കവാറും. നല്ല രസം, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോഴും ഇഷ്ടമാണ്. ഈ സ്കൂളിൽ പോകണ്ട, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ ഈ മഴ എന്നൊക്കെ അറിയുമ്പോഴത്തേക്കോ അയ്യോ ചെളി എന്ത് ദേഹം നനി, അങ്ങനത്തെ ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാനാണപ്പോൾ അടങ്ങി കുത്തി അവിടെ ഇരിക്കും അല്ലേ. പക്ഷേ ഇവനെ ഭയങ്കര അഡ്വഞ്ചറസ് ആളാണ്. ഹിസ് മദർ സജസ്റ്റഡ് ഡ്രോയിങ്, റീഡിങ് ഓർ പ്ലേയിങ് വിത്ത് ടോയ്സ്. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഒന്നേ വായിക്കുക, അല്ലെ വരയ്ക്കുക, അല്ലെങ്കിൽ ഇന്ന് കളിക്കുക, എന്തിനും നല്ല അമ്മ, പഠിക്കാമെന്നും പറയുന്നില്ല. ഇങ്ങനത്തെ അമ്മമാരൊക്കെ ഉണ്ടാവുമോ? ബട്ട് ദ ബോയ് ഹാഡ് ഓൾറെഡി ഡൺ എവറിത്തിങ് ആൻഡ് വാസ് സ്റ്റിൽ ബോർഡ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ബോർഡില്ല. എനിക്കൊക്കെ വല്ല ലീവ് ഉണ്ടെങ്കിൽ അമ്മ പഠിക്കാൻ പറയുള്ളൂ, അല്ലാണ്ട് കളിക്കാമെന്ന് ജീവിതത്തിൽ തിരികെ പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങളൊക്കെ പറഞ്ഞിട്ടോ എനിക്കറിയില്ല. ഫൈനലി ഹിസ് മദർ ടോൾഡ് ഹിം എ സ്റ്റോറി ഫ്രം മൈ ചൈൽഡ്ഹുഡ്. അങ്ങനെ അവസാനം ചെക്കൻ ഒന്നും ചെയ്യുന്നില്ല, ചെക്കൻ ഭയങ്കര വെറുപ്പിക്കലാവുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കഥ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. വെൻ ഷീ വാസ് ബോർഡ് ആസ് എ ലിറ്റിൽ ഗേൾ. അപ്പോൾ അമ്മ ചെറുപ്പത്തിൽ ബോർഡായ സമയത്ത് ഹെർ മദർ സെൻഡ് on a quest to find a little round red house with no windows, no doors, a chimney on top and a star in the middle. അപ്പോൾ ഈ ചെക്കൻ്റെ അമ്മ ചെറുതായിരുന്നപ്പോൾ ചെക്കൻ്റെ അമ്മയുടെ അമ്മ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഒരു കാര്യം ചെയ്യ്, നീ ഈ ഒരു വീട് തപ്പ്. എന്ത് വീട്? ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. ഒരു റെഡ് ഹൗസ്, ചെറുത്, ലിറ്റിലാണ്, റൗണ്ടും കൂടിയാണ്, റൗണ്ട് ഹൗസ്. വിത്ത് നോ വിൻഡോ, ജനലൊന്നുമില്ല, നോ ഡോറൊന്നുമില്ല, ഒരു ചിമ്നി ഉണ്ട് മണ്ടയിൽ. ഓക്കെ, പിന്നെന്താണ്? ഒരു സ്റ്റാർ മിഡിൽ, ആ വീടിന് നടുവിൽ ഒരു സ്റ്റാർ. ഇത് പോയി തപ്പി കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്താ ഈ സാധനം? നിങ്ങൾക്ക് അറിയാം, ചാപ്റ്റർ പഠിച്ചവർക്ക് അറിയാം. എന്താ മക്കളെ? ഓറഞ്ചാണോ ആപ്പിളാണോ മാങ്ങയാണോ? പറ. ഇൻട്രീഗ്ഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി ചെക്കന്. ദ ബോയ് ഡിസൈഡഡ് ടു ഫൈൻഡ് ദിസ്. ഇത് കേട്ടപാട് ഇവനും ഇറങ്ങി പുറപ്പെട്ടു. ഇനിയിപ്പോൾ ഇത് ചെയ്തിട്ടേ ഉള്ളൂ. ദ ബോയ് പുട്ട് ഓൺ ഹിസ് റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആൻഡ് ബൂട്ട്സ് ആൻഡ് സെറ്റ് ഔട്ട് ടു എക്സ്പ്ലോർ ദ നെയ്ബർഹുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഈ സാധനം ഈ ലിറ്റിൽ റെഡ് റൗണ്ട് ഹൗസ് കണ്ടുപിടിക്കാൻ പോയി. ഹീ സെർച്ച്ഡ് എവറി ഹൗസ് ബട്ട് കുഡ്ന്റ് ഫൈൻഡ് വൺ ദാറ്റ് മാച്ച്ഡ് ഹിസ് മദർ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ അമ്മ പറഞ്ഞ പോലെ ഒരു വീടെന്നാണ് എവിടെ നോക്കിയും കാണുന്നില്ല. He asked a mail carrier and a police officer for help, but neither had ever seen such house. അവർ പോലും കണ്ടിട്ടില്ല അങ്ങനത്തെ വീട്. Feeling discouraged, the boy remembered Mr. Fetzer
മിസ്റ്റർ ഫെഡ്സർ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു, ഓർത്ത് വെച്ച പേര് കേട്ടോ. ദി ഫാർമർ അറ്റ് ദി എൻഡ് ഓഫ് ദി ബ്ലോഗ്, ഒരു ഫാമറാണ്, ഹു ഹാഡ് ലിവ്ഡ് ഇൻ ദ നെയ്ബർഹുഡ് ഫോർ മെനി ഇയേഴ്സ്. അപ്പോൾ ഈ സ്ഥലത്ത് തന്നെ, ഈ പരിസരത്തിൽ തന്നെ കുറേ വർഷങ്ങൾ, 10-50 വർഷം ജീവിച്ച ഒരാളായിരുന്നു. ഹി തോട്ട് മിസ്റ്റർ ഫെഡ്സർ മൈ നോ ദി ആൻസർ. അപ്പോൾ മിക്കവാറും എന്താണ്, മിസ്റ്റർ ഫെഡ്സറിന് ചിലപ്പോൾ ആൻസർ അറിയായിരിക്കും എന്നുള്ള കാര്യം ഇവന് തോന്നി. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ഓക്കെ. അറ്റ് മിസ്റ്റർ ഫെഡ്സേഴ്സ് ബാൺ, അപ്പം മിസ്റ്റർ ഫെഡ്സറിൻ്റെ ആ ഒരു ബാണിൽ, ഫാമിൽ പോയപ്പോൾ ദി ഫാമർ ഗേവ് ദി ബോയ് എ കപ്പ് ഓഫ് ആപ്പിൾ സൈഡർ ആൻഡ് ലിസൺ ടു ഹിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ആപ്പിൾ സൈഡർ എന്താ കുടിക്കാൻ വേണ്ടി കൊടുത്തിട്ട് ഇവൻ്റെ ചോദ്യം കേൾക്കാൻ വേണ്ടി ഇരുന്നു. എന്നിട്ട് എന്ത് ചോദിച്ചു? മിസ്റ്റർ ഫെഡ്സർ സ്മൈൽഡ് ആൻഡ് പോയിന്റഡ് ടു ദി ആപ്പിൾ ഓർച്ചഡ് ഓൺ എ നിയർ ബൈ ഹിൽ. മിസ്റ്റർ ഫെഡ്സർ ഇതൊക്കെ കേട്ടിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും മോനെ, അവിടെ ഒരു മലയുടെ മണ്ടയിൽ നീ ഒരു ആപ്പിൾ തോട്ടം കണ്ടോ പറഞ്ഞു. കണ്ടല്ലോ, അവിടെ പോയി തപ്പാൻ പറഞ്ഞു. ടെല്ലിങ് ദ ബോയ് ടു ലുക്ക് ദർ, നീ അവിടെ പോയി നോക്ക്. ചെക്കൻ അഴിച്ച് ആപ്പിൾ തോട്ടത്തിൽ പോയാൽ വീട് കിട്ടുമോ? ചിലപ്പോൾ ഉണ്ടായിരിക്കും. ദ ബോയ് റാൻ അപ്പ് ദി ഹിൽ ആൻഡ് സ്റ്റൂഡ് അണ്ടർ ദി ആപ്പിൾ ട്രീ. ചെക്കൻ എന്താണ്, അവിടെ മണ്ടേ പോയിട്ട് ഒരു ആപ്പിൾ ട്രീയുടെ താഴെ പോയി നിന്നു. ജസ്റ്റ് ദെൻ എ റെഡ് ആപ്പിൾ ഫെൽ ഫ്രം ദ ട്രീ ആൻഡ് ലാൻഡഡ് അറ്റ് ഹിസ് ഫീറ്റ്. പെട്ടെന്ന് എന്താണ്, ഒരു ആപ്പിൾ എന്താണ് തലയിലല്ല കാലിൽ വന്ന് വീണു. പണ്ടങ്ങോട്ടോ ഇങ്ങോട്ടൊരു ആപ്പിൾ വേണ്ടിയിട്ടാണ് ന്യൂട്ടൺ ഗ്രാവിറ്റേഷൻ കണ്ടുപിടിച്ചതെന്നാണ് പറഞ്ഞത്. ഈ ആപ്പിൾ ഇവൻ്റെ കാലിൽ വീണപ്പോൾ ഇവരെന്നെ കണ്ടുപിടിച്ചോ? ഇവരൊന്നും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും നോക്കാം. പിക്കിംഗ് ഇറ്റ് അപ്പ് എടുത്തപ്പം ഹി റിയലൈസ് ഇറ്റ് മാച്ച്ഡ് ഹിസ് മദേഴ്സ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ലിറ്റിൽ ഹൗസ്. അമ്മ പറഞ്ഞ ആ വീട് തന്നെ. ഇറ്റ് വാസ് റൗണ്ട്, റെഡ്, ഹാഡ് എ ചിമ്നി എന്ന് പറഞ്ഞാൽ ആ സ്റ്റെമ്മിനെയാണ് ഉദ്ദേശിക്കുന്നത്, ആപ്പിളിൻ്റെ. ആൻഡ് വെൻ ഹിസ് മദർ കട്ട് ഇറ്റ് ഓപ്പൺ, വീട്ടിൽ പോയി കട്ട് തുറന്നപ്പോൾ എന്താണ്, ഹി സോ എ സ്റ്റാർ ഇൻ ദ മിഡിൽ ഫോംഡ് ബൈ ദ സീഡ്സ്. അതിൻ്റെ സീഡ്സ് എല്ലാം കൂടെ എന്താണ് ഒരു സ്റ്റാർ ഉണ്ടാക്കില്ല നടുവില്ല ആപ്പിളിൻ്റെ, അതുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് സാധനം. ഡിലൈറ്റഡ് ദ ബോയ് ഡിസ്കവേർഡ് ദാറ്റ് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വാസ് ആക്ച്വലി ആൻ ആപ്പിൾ. ഒരു ആപ്പിളായിരുന്നു അത്. ഹി ആൻഡ് ഹിസ് മദർ അഡ്മയർഡ് ദ സ്റ്റാർ ഇൻസൈഡ്. ആ സ്റ്റാർ ഉള്ളിൽ കണ്ടു. ആൻഡ് ദ ബോയ് ലേൺ ദാറ്റ് ദ ബെസ്റ്റ് ഡിസ്കവറീസ് ക്യാൻ ഓഫൺ ബി ഫൗണ്ട് റൈറ്റ് ഇൻ ഹിസ് ഓൺ സറൗണ്ടിങ്സ്. ചുറ്റുവട്ടം തന്നെയായിരിക്കും നമ്മൾ ഏറ്റവും വലിയ ഡിസ്കവർ ചെയ്ത് കണ്ടാന്ന് തീരുമാനിച്ചു, അല്ല കണ്ടെന്ന് കാര്യം മനസ്സിലായി. ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. ഓക്കെ, ന്യൂട്ടൺ ആപ്പിൾ തലയിൽ മണ്ട വീണപ്പോൾ ഗ്രാവിറ്റേഷൻ കണ്ടുപിടിച്ചു, ചെക്കൻ ലിറ്റിൽ റെഡ് ഹോൺസ് കണ്ടുപിടിച്ചു. ഓക്കെ, അത്ര വ്യത്യാസമുള്ളൂ. ഇത്രയേ ഉള്ളൂ സംഭവം. കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇതിലിപ്പോൾ എന്താ ബുദ്ധിമുട്ട്? ഒന്നുമില്ല ബുദ്ധിമുട്ട്. ഓക്കെ, റെഡി ആണല്ലോ മക്കളെ? അങ്ങനെയാണ്, സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ദ ലൈറ്റ് ഓൺ ദ ഹിൽസ്. ഇത് കുറച്ച് സാഡ് ചാപ്റ്ററാണ്. സാഡ് ചാപ്റ്റർ നമുക്ക് അവസാനം പഠിച്ചാൽ മതിയോ, ഇപ്പോൾ പഠിക്കണോ? ഇനി നമുക്ക് 1, 2, 4. ഓക്കെ, മതി. ദ ലൈറ്റ് ഓൺ ദ ഹിൽസ്. നമുക്ക് ചാപ്റ്റർ എന്താ പറയുന്നത് നോക്കാം കേട്ടോ. സിമ്പിൾ ചാപ്റ്ററാണ്. എ യങ് ബോയ് വർക്ക്ഡ് ഹാർഡ് ഓൺ പെയിൻറ്റിങ് എ പിക്ചർ വൈൽ ഹിസ് ലിറ്റിൽ സിസ്റ്റർ എൻകറേജ്ഡ് ഹിം. അപ്പോൾ ഒരു സെക്കൻഡ് എന്താണ് നല്ല, ഇപ്പം ഫുള്ളി ഈ ഒരു നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും നേരം പഠിച്ച ചാപ്റ്റർ എത്ര പെയിൻറ്റേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ ടില്ലൊരു പെയിൻറ്ററായിരുന്നു, ബോയ് ഹു ഡ്രൂ ദ ക്യാറ്റ്സ് പെയിൻറ്ററായിരുന്നു. ഈ ചെക്കൻ എന്താണ്, ഒരു പെയിൻറ്ററാണ്. എല്ലാവരും പെയിൻറ്റേഴ്സ്. ഓക്കെ, യെസ്, സോങ് പാടി തരാം കേട്ടോ. അലൻ സാറിനെ ഞാൻ വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ, 2-3 ചാപ്റ്റർ കഴിഞ്ഞോട്ടെ, എന്നിട്ട് വിളിക്കാം കേട്ടോ. അപ്പോൾ ഒരു ചെക്കൻ എന്താണ് പെയിൻറ്റിങ് വരച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ആ ചെക്കൻ്റെ കുഞ്ഞനിയത്തി എന്താണ് എൻകറേജ് ചെയ്യാണ്. കൊള്ളാം ചേട്ടൻ കൊള്ളാം, അടിച്ച് പൊളിച്ച് വരയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഷീ ബിലീവ് ദാറ്റ് ഹിസ് ഡെഡിക്കേഷൻ ആൻഡ് ഓണസ്റ്റി വുഡ് മേക്ക് പീപ്പിൾ അപ്രീഷിയേറ്റ് ഹിസ് വർക്ക് ഈവൻ ഇഫ് ഇറ്റ് വാസ് ഇൻ പെർഫെക്റ്റ്. അപ്പോൾ ഈ ചേട്ടൻ എന്താണ് ഭയങ്കര ഒരു സംശയമാണ്, ഇത് നല്ല പെയിൻറ്റിങ് ആണെന്ന്. പക്ഷേ അനിയത്തി പറയുന്നത് ചേട്ടൻ്റെ ഭയങ്കര ഓണസ്റ്റിയും അതുപോലെ തന്നെ ഡെഡിക്കേഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡെഡിക്കേഷനും ഓണസ്റ്റി വെച്ച് ചെയ്യുന്ന എന്ത് കാര്യവും ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ചേട്ടൻ പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുക. അത്രയും ഓണസ്റ്റിയും ഡെഡിക്കേഷനായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ. ദ ടു അഡ്മയർഡ് ദി ബ്യൂട്ടിഫുൾ ഹിൽസ്. അപ്പോൾ അവർ വരയ്ക്കുന്ന ഒരു ഹിൽസാണ് വരയ്ക്കുന്നത്, മലകളാണ് വരയ്ക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇതിനെ അഡ്മയർ ചെയ്യാണ്. ബ്യൂട്ടിഫുൾ ഹിൽസ്, സൺലൈറ്റ് ആൻഡ് ഷാഡോസ് ടുഗെദർ. അവരുണ്ടാകുന്ന ഷാഡോസ് ഇങ്ങനെ അഡ്മയർ ചെയ്യാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? Inspired by his sister, the boy decides to paint the picture for her, as thinking of loved ones gave him strength to do his best. അപ്പോൾ എന്താണ്, സിസ്റ്റർ പറഞ്ഞ ഈ വാക്കുകൾ എന്താണ് ഒരു പ്രചോദനമായിട്ടെന്നാണ് ഈ ചെക്കൻ എന്താണ് പെയിൻറ്റിങ് വരയ്ക്കാൻ വേണ്ടി തുടങ്ങി. കാരണം എന്താണ് പറയുന്നത്, കാരണം തിങ്കിങ് ഓഫ് ലവ്ഡ് വൺസ് ഗേവ് ഹിം സ്ട്രെങ്ത് ടു ഡു ഹിസ് ബെസ്റ്റ്. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാരെ പറ്റി ചിന്തിക്കുമ്പോൾ എന്താണ് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ക്ലിയർ ആണല്ലോ മക്കളെ? ഇത്ര ഓക്കെ ആണല്ലോ? റെഡി. സൂൺ ആഫ്റ്റർ, പക്ഷെ
പെട്ടെന്ന് തന്നെ എ ട്രാജഡി സ്ട്രക്ക് ദ ഫാമിലി, ഒരു ട്രാജഡി വന്നു ആ ഫാമിലിയിൽ. എന്താണ്? വെൻ ലിറ്റിൽ സിസ്റ്റർ പാസ്ഡ് അവേ ഇൻ ഹർ സ്ലീപ്പ്, ഉറക്കത്തിൽ എന്താണ് ഈ അനിയത്തി മരിച്ചുപോയി. ദ ബോയ് വാസ് ഹാർട്ട് ബ്രോക്കൺ ആൻഡ് അവോയ്ഡഡ് ദ ഫീൽഡ് ദേ ഹാഡ് വൺസ് എൻജോയ് ടുഗെദർ. പിന്നെ ഒരിക്കലും അവർ ഭയങ്കര എൻജോയ് ചെയ്ത ഫീൽഡില്ലേ, ആ പെയിൻറ്റിങ് വരച്ച ഫീൽഡ്, അവിടെ ഒരിക്കലും പിന്നെ പോയിട്ടില്ല, ആ പെയിൻറ്റിങ് വരച്ചിട്ടില്ല. പിന്നെ ഓവർ ടൈം ഹി പെയിൻറ്റഡ് മെനി പിക്ചേഴ്സ്. പക്ഷെ പിന്നീട് എന്താണ്, അവൻ ഭയങ്കര ഫേമസ് ആയി, കുറേ പിക്ചേഴ്സൊക്കെ വരച്ചു. ലോങ്ങിങ് ടു ക്രിയേറ്റ് സംതിങ് ദാറ്റ് വുഡ് ബ്രിങ് ഹാപ്പിനെസ് ആൻഡ് മീനിങ് ടു അതേഴ്സ്. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ അവരുടെ ബാക്കിയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി വരയ്ക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചു. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് പ്രാക്ടീസ് ഹി ഫൈനലി റിട്ടേൺ ടു ദ ഫീൽഡ്. കുറേ വർഷങ്ങൾക്ക് ശേഷം അവൻ തിരിച്ച് ആ ഫീൽഡിലേക്ക് പോയി. ആൻഡ് കംപ്ലീറ്റഡ് ദി പിക്ചർ ഹി ഹാഡ് പ്രോമിസ്ഡ് ദ സിസ്റ്റർ. അന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞ പിക്ചർ അവൻ വർഷങ്ങൾക്ക് ശേഷം അവൻ വരച്ചു. ദ പെയിൻറ്റിങ് വാസ് പ്രൈസ് ഫോർ ഇറ്റ്സ് ബ്യൂട്ടി. അപ്പോൾ എല്ലാവരും പെയിൻറ്റിങ് കണ്ടിട്ട് പറഞ്ഞു ഇതാണ് ഏറ്റവും നിങ്ങളുടെ ബെസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞു. ബട്ട് ദ ബോയ് റിവീൽ ദാറ്റ് ഹിസ് സോറോ ഗേവിങ് ദ പവർ ടു ക്രിയേറ്റ് ഇറ്റ്. ശേഷക്കൻ പറഞ്ഞു ഇത് എൻ്റെ സങ്കടം, എൻ്റെ അനിയത്തി എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ അനിയത്തി എന്നിൽ ഉളവാക്കിയ ഒരു സങ്കടമാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ പവർ എന്ന് പറഞ്ഞു. ഹി റിയലൈസ് ദാറ്റ് ലവ് നോട്ട് സോറോ ഇസ് ദി സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഓൾ ഗുഡ്നെസ്. പെട്ടെന്ന് എന്താണ് ഇവൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ് അനിയത്തി സംസാരിക്കുന്ന പോലെ അവന് തോന്നി. അനിയത്തി പറയുന്നത് എന്താണ്, ചേട്ടാ സങ്കടമല്ല, നോട്ട് സോറോ, എന്താണ് ലവ്, സ്നേഹമാണ് ഇസ് ദി സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഓൾ ഗുഡ്നെസ്. അതാണ് ആക്ച്വലി എന്താണ് സ്ട്രെങ്ത്തിൻ്റെയും ഗുഡ്നെസ്സിൻ്റെയും സ്രോതസ് അഥവാ സോഴ്സ് എന്നാണ് പറയുന്നത്. സങ്കടമല്ല എന്ന് പറയുന്നത് അനിയത്തി, ഒരു ശബ്ദം വരികയാണ് ഉള്ളിൽ നിന്ന്. ഓക്കെ, അനിയത്തിയുടെ ശബ്ദം. ഈവൻ ദോ ഇറ്റ് മേ നോട്ട് ഓൾവേസ് ബ്രിങ് പേഴ്സണൽ ഹാപ്പിനെസ്, ദ സ്റ്റോറി കൺക്ലൂഡ്സ് വിത്ത് ദി ഐഡിയ ദാറ്റ് ട്രൂ ഹാപ്പിനെസ് കംസ് ഫ്രം സീക്കിങ് ഇറ്റ് ഫോർ അതേഴ്സ്. സ്റ്റോറിയുടെ ഐഡിയ എന്താണെന്ന് ഓർത്ത് വെച്ചോ, നമുക്ക് ശരിക്കുള്ള സന്തോഷം നമുക്ക് എപ്പോഴാണ് വരിക? ഫ്രം സീക്കിങ് ഇറ്റ് ഫോർ അതേഴ്സ്. നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി സന്തോഷം നമ്മൾ സീക്ക് ചെയ്യുമ്പോൾ, അല്ല ബാക്കിയുള്ളവർ സന്തോഷിക്കണം എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് ആക്ച്വലി സന്തോഷം കിട്ടുക എന്നാണ് പറയുന്നത്. ആൻഡ് പെർഫെക്റ്റ് ലവ് ക്യാൻ ട്രാൻസ്ഫോം ദിസ് ഹാപ്പിനെസ് ഇൻ ടു സംതിങ് ഡിവൈൻ ലൈക്ക് ഹെവൻ. അങ്ങനത്തെ ഒരു പെർഫെക്റ്റ് ലവ് വെച്ചിട്ട് നമുക്ക് എന്താണ് എന്തെങ്കിലും ദൈവികമായിട്ടുള്ള ഡിവൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഈ ചേട്ടൻ അനിയത്തിക്ക് വേണ്ടി ഉണ്ടാക്കിയ ആ ഒരു പെയിൻറ്റിങ്, അത് സ്നേഹത്തിൽ നിന്ന് ഉണ്ടായതാണ്, ലവ് നിന്ന് ഉണ്ടായതാണ്, അത് ഭയങ്കര ഡിവൈൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത്രയുള്ള സംഭവം മാത്രമല്ല, നമ്മൾ ബാക്കിയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി, ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷം തരും. അപ്പോൾ ഈ 2 ഐഡിയാസാണ് ഈ ചാപ്റ്ററിൽ അവസാനം. റെഡി ആവണോ മക്കളെ? ഈ ചാപ്റ്റർ സിമ്പിൾ അല്ലേ, ഇതിലൊരു ബുദ്ധിമുട്ടും ഇല്ല. അതും പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ. സിമ്പിൾ ചാപ്റ്ററാണ്, പെട്ടെന്ന് പഠിക്കാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? റെഡി? സെറ്റ് ആണെങ്കിൽ നേരത്തെ പഠിച്ച ചാപ്റ്റർ സെറ്റാണ്, ഹാർട്ട് ഇമോജി ഇടണേ. ഓക്കെ, പിടിച്ചോളൂ. On December 1, 1955, Rosa Parks, a tired African-American woman, boarded a bus in Montgomery after a long day of work. അപ്പോൾ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വുമണായ റോസ പാർക്സ് ബസ്സിൽ കയറി വീട്ടിലേക്ക് പോവാണ്. ഫോളോയിങ് ദ റൂൾസ് ഓഫ് സെഗ്രിഗേഷൻ അറ്റ് ദ ടൈം, ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഹാഡ് ടു ഗിവ് അപ്പ് ദെയർ സീറ്റ്സ് ഫോർ വൈറ്റ് പാസഞ്ചേഴ്സ്. അപ്പോൾ അന്നത്തെ റൂൾ പ്രകാരം ഒരു വൈറ്റ് പാസഞ്ചർ വന്നാൽ ബ്ലാക്ക് പാസഞ്ചർ ഇറങ്ങി മാറിക്കൊടുക്കണം. However, Rosa refused to give up a seat when a white man asked for it, even though the driver ordered her to move. പക്ഷെ ഒരു വൈറ്റ് മാൻ വന്നപ്പോൾ എന്താണ് റോസ മാറിക്കൊടുത്തില്ല. കാരണം റോസ പറഞ്ഞു ഞാനും പൈസ കൊടുത്തിട്ടല്ലേ യാത്ര ചെയ്യുന്നത്, നിങ്ങളും ഞാനും ഒരേ പൈസയിൽ കൊടുക്കുന്നത്, പിന്നെ ഞാൻ എന്തിനാണ് മാറുന്നത്? അപ്പോൾ ഡ്രൈവർ പറഞ്ഞു മാറിക്കൊടുത്തേ പറ്റുള്ളൂ, അല്ലേ എൻ്റെ പണി പോകുന്നൊക്കെ പറഞ്ഞു. എന്നാൽ റോസ മാറിയിട്ടില്ല. എന്നിട്ടോ ഷീ ബിലീവ് ദാറ്റ് ദ റൂൾ വാസ് അൺഫെയർ ആൻഡ് ഡിസൈഡഡ് നോട്ട് ടു ഒബേ ഇറ്റ്. റോസ തീരുമാനിച്ചു ഈ റൂൾ അൺഫെയർ ആയിട്ടുള്ള റൂളാണ്, ഞാൻ ഒബേ ചെയ്യാൻ പോകുന്നില്ല. The driver called the police and Rosa was arrested for breaking the segregation law. ഡ്രൈവർ പോലീസിനെ വിളിച്ചു, റോസേനെ അവർ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. ന്യൂസ് ഓഫ് ഹർ അറസ്റ്റ് സ്പ്രെഡ് ക്വിക്ലി ആൻഡ് ദ ബ്ലാക്ക് കമ്മ്യൂണിറ്റി ഡിസൈഡഡ് ടു സപ്പോർട്ട് ഹർ ബൈ ബോയ്കോട്ടിംഗ് ദ സിറ്റി ബസ്സസ്. അപ്പോൾ ഈ ഒരു ന്യൂസ് എല്ലാവരും അറിഞ്ഞു. അങ്ങനെ അവിടുത്തെ ബ്ലാക്ക് കമ്മ്യൂണിറ്റി എന്ത് ചെയ്തു മക്കളെ, ബസ്സുകൾ ബോയ്ക്കോട്ട് ചെയ്യാൻ തുടങ്ങി. ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ ഇനി മുതൽ ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴുള്ള പ്രശ്നം എന്താണ്? പ്രശ്നം എന്ന് വെച്ചാൽ ബസ്സുകാരുടെ മെയിൻ സോഴ്സ് ഓഫ് വരുമാനം എന്തായിരുന്നു? ഇവരൊക്കെ യാത്ര ചെയ്യുന്നിട്ടാണ്. അപ്പോൾ ഇവർ യാത്ര ചെയ്തില്ല, അവരുടെ വരുമാനം ഉണ്ടാവില്ല, ആ കമ്പനികളൊക്കെ പൂട്ടിപ്പോണ്ടി വരും. ദിസ് മെൻ നോ ബ്ലാക്ക് പാസഞ്ചേഴ്സ് യൂസ് ദി ബസ്സസ് വിച്ച് കോസ് ദി ബസ് കമ്പനി ടു ലൂസ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് സിൻസ് ബ്ലാക്ക് പാസഞ്ചേഴ്സ് മെയ്ഡ് അപ്പ് ദി മെജോറിറ്റി ഓഫ് ദെയർ റൈഡേഴ്സ്. അപ്പോൾ അവരുടെ ഏറ്റവും കൂടുതൽ റൈഡേഴ്സ് ഉള്ള വൈറ്റ് പാസഞ്ചേഴ്സ് അല്ലായിരുന്നു, ബ്ലാക്ക് പാസഞ്ചേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് എന്താണ് അവർക്ക് കുറേ ഡോളേഴ്സ് എന്താണ് നഷ്ടപ്പെടാൻ
ചാൻസ് ഉണ്ടായിരുന്നു. ദ ബോയ്കോട്ട് ലാസ്റ്റഡ് ഫോർ 381 days. ഒരു വർഷത്തിൽ കൂടുതൽ എന്നാണ് ഈ ബോയ്കോട്ട് തുടർന്നു. ഡ്യൂറിങ് വിച്ച് ദ കമ്മ്യൂണിറ്റി യൂസ് പ്രൈവറ്റ് കാർസ് ആൻഡ് ടാക്സീസ് ടു ട്രാവൽ. അവരാരും ബസ്സിൽ കയറിയില്ല, അവരെല്ലാവരും എന്ത് ചെയ്തു, അവരുടെ ടാക്സിയിലും അതുപോലെ തന്നെ പ്രൈവറ്റ് കാർസ്, സ്വന്തം കാർസൊക്കെ ഉപയോഗിച്ച് ട്രാവൽ ചെയ്തു. ബസ്സിൽ കയറിയിട്ടേ ഇല്ല ഒരു വർഷത്തിൽ കൂടുതൽ. റോസാസ് കേസ് വെൻ ടു കോർട്ട്. അങ്ങനെ റോസയുടെ കേസ് എന്നാണ് കോടതിയിലെത്തി. ഷീ വാസ് ഫൈൻഡ് ഫോർ ബ്രേക്കിംഗ് ദ സെഗ്രിഗേഷൻ ലോ. അപ്പോൾ ഈ സെഗ്രിഗേഷൻ ലോ ഇല്ലേ, വൈറ്റ് ബ്ലാക്ക് സെഗ്രിഗേഷൻ ലോ ബ്രേക്ക് ചെയ്തതിന് ഫൈൻ കൊടുത്തു കോടതി. ഹെർ ലോയേഴ്സ് അപ്പീൽ ദ ഡിസിഷൻ. ലോയേഴ്സ് പറഞ്ഞു നമ്മൾ ഇതിൻ്റെ മുകളിൽ കോടതിയിൽ പോകും, നമ്മൾ അപ്പീലിന് പോകുമെന്ന് പറഞ്ഞു. ദ കേസ് ഇവൻച്വലി റീച്ച് ദ സുപ്രീം കോർട്ട് വിച്ച് ഡിക്ലെയർഡ് സെഗ്രിഗേഷൻ ഓൺ പബ്ലിക് ബസ്സസ് അൺലോഫുൾ. പക്ഷേ സുപ്രീം കോർട്ട് പറഞ്ഞു പബ്ലിക് ബസ്സിൽ ഈ സെഗ്രിഗേഷൻ പരിപാടി അൺലോഫുള്ളാണ്, നിയമരഹിതമാണ്, നിയമത്തിനെതിരെയാണെന്ന് പറഞ്ഞു. റോസ പാർക്സ് കറേജിയസ് ആക്ട് ഓഫ് സിറ്റിംഗ് സ്റ്റിൽ സ്റ്റാർട്ടഡ് എ മേജർ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് ഇൻ അമേരിക്ക. അപ്പോൾ ഈ ഒരു സംഭവമായിരുന്നു, ഈ ഒരു ഇവൻ്റ് ആയിരുന്നു അമേരിക്കയിൽ തന്നെ മേജറായിട്ട് നടന്ന ഒരു സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ തുടക്കം. ഏർണിംഗ് ഹെർ ദ ടൈറ്റിൽ, അതുവഴി റോസ പാർക്സിന് ടൈറ്റിൽ എന്താണ് മക്കളെ? ദി മദർ ഓഫ് ബ്ലാക്ക് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്. ബ്ലാക്ക് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ അമ്മ, മദർ. ഹെർ ആക്ഷൻ ഇൻസ്പയർഡ് മില്യൺസ് ടു ഫൈറ്റ് ഫോർ ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ്. പല ആൾക്കാർ ഇത് ഇൻസ്പയർ ചെയ്തു. ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ഒരു നടന്ന കാര്യം, ബസ്സിൽ നടന്ന കാര്യവും അതിന് ശേഷം കോടതിയിലെ കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇത്ര ഓർത്ത് വെച്ചാൽ സംഭവം സെറ്റാണ്. സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ മക്കളെ? അടുത്ത ചാപ്റ്റർ ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ, സിമ്പിൾ ഡിമ്പിൾ ചാപ്റ്ററാണ്. ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ്. ഒരു നൈറ്റിംഗേൽ, റോസ്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമാവും ചാപ്റ്റർ. എന്താണ് ചാപ്റ്റർ സംഭവിക്കുന്നത്? ലെറ്റ് us see. ഓക്കെ. A young student is heartbroken because he needs a red rose to win the affection of a girl he loves. അപ്പോൾ ഒരു യങ് സ്റ്റുഡൻ്റ് ഉണ്ട് നിങ്ങളെപ്പോലെ. അവന് ഇഷ്ടമുള്ളവർ, അവൻ്റെ ഒരു കാമുകിയുണ്ട്. ഓക്കെ, കാമുകി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഇവന് ഇഷ്ടമല്ലേ, ഇവന് മാത്രമേ അങ്ങോട്ട് ഇഷ്ടമുള്ളൂ. ഓക്കെ, അപ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു റെഡ് റോസ് തപ്പി നടക്കുകയാണ് ഈ ചെക്കൻ. ബട്ട് ഇസ് ഗാർഡൻ ആസ് നൺ. പക്ഷെ അവൻ്റെ പൂന്തോട്ടത്തിൽ എന്താണ്? റെഡ് റോസ് ഒന്നുമില്ല. A nightingale hears his sorrow and recognizes him as a true lover. അപ്പോൾ നൈറ്റിംഗേൽ ഇവൻ്റെ പ്രശ്നം മനസ്സിലാക്കി ഇവനൊരു ട്രൂ ലവറാണെന്ന് വിചാരിച്ചു, സത്യസന്ധനായിട്ടുള്ള ഒരു സ്നേഹിതാവാണെന്ന് വിചാരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് വില്ലിങ് ടു സാക്രിഫൈസ് ഫോർ ലവ്. അപ്പോൾ ഇവനെന്താണ് സ്നേഹത്തിന് വേണ്ടി സ്വന്തം ജീവൻ വരെ സാക്രിഫൈസ് ചെയ്യാനുള്ള പറ്റുന്ന ഒരു കഴിവുള്ള ഒരു ആളാണെന്ന് നൈറ്റിംഗേലിന് തോന്നി. ഷീ ഫ്ലൈസ് ടു 3 different റോസ് ട്രീ. ഈ നൈറ്റിംഗേൽ അത് മനസ്സിലാക്കിയിട്ട് എന്താണ്, ഇവൻ എങ്ങനെയെങ്കിലും ചെക്കന് ഒരു റോസ് ഫ്ലവർ എന്താണ് സംഘടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് 3 റോസ് ട്രീസിൽ പോയി. ബട്ട് നൺ ഓഫ് ദം ക്യാൻ പ്രൊഡ്യൂസ് റെഡ് റോസ്. പക്ഷേ അത് സീസൺ അല്ലാത്തതുകൊണ്ടെന്നാണ് ആർക്കും റെഡ് റോസ് ഉണ്ടാക്കാനുള്ള കഴിവില്ലായിരുന്നു. ദ തേർഡ് ട്രീ, പക്ഷേ മൂന്നാമത്തെ ട്രീ പറഞ്ഞു, ഹൗവർ ടെൽസ് ഹെർ ഷീ ക്യാൻ ക്രിയേറ്റ് ഒൺലി ബൈ സാക്രിഫൈസിങ് ഹെർ ലൈഫ്. മൂന്നാമത്തെ ട്രീ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെയ്തു തരാം, പക്ഷെ നീ ചാവണം എന്ന് പറഞ്ഞു. നൈറ്റിംഗേൽ ചത്താൽ അല്ലെ സാക്രിഫൈസ് ചെയ്താൽ ഞാൻ റെഡ് റോസ്, നിൻ്റെ ബ്ലഡിൽ നിന്ന് റെഡ് റോസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ദ തേർഡ് ട്രീ ഹൗവർ ടെൽസ് ഹെർ ഷീ ക്യാൻ ക്രിയേറ്റ് ഓൺലി ബൈ സാക്രിഫൈസിങ് ഹെർ ലൈഫ്. എങ്ങനെയാണ് സാക്രിഫൈസ് ചെയ്യേണ്ടത്? സിംഗിങ് ഓൾ നൈറ്റ് വിത്ത് ഹർ ബ്രസ്റ്റ് പ്രസ്ഡ് അഗെയിൻസ്റ്റ് ദ തോൺ. ആ മുള്ളിൻ്റെ നേരെ മാറി ഇങ്ങനെ ചേർത്ത് പിടിച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കണം. സ്റ്റെയിനിങ് ദ റോസ് വിത്ത് ഹർ ഹാർട്ട്സ് ബ്ലഡ്. ഹാർട്ടിൽ നിന്ന് വരുന്ന ബ്ലഡ് എന്ത് ചെയ്യും? ആ റോസിനെ സ്റ്റെയിൻ ചെയ്ത് അങ്ങനെ ഈ മരത്തിന് വേണം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഡിസ്പൈറ്റ് നോയിങ് ദ കോസ്റ്റ് ദ നൈറ്റിംഗേൽ അഗ്രീസ്. നൈറ്റിംഗേൽ പറഞ്ഞു, ഓക്കെ സാരല്ല, ഞാൻ ചെയ്യാം. ബിലീവിങ് ദാറ്റ് ലവ് ഇസ് വർത്ത് മോർ ദാൻ ലൈഫ്. ലവ് എന്താണ്? ലൈഫിനെക്കാളും വേർത്താന്ന് വിചാരിച്ചിട്ട് നൈറ്റിംഗേൽ ചെയ്തു. ആരാണ് അവസാനം പൊട്ടനായി പോയത്? എന്താ നിങ്ങളുടെ അഭിപ്രായം? നൈറ്റിംഗേലാണോ, പയ്യനാണോ, പെൺകുട്ടിയാണോ? നമുക്ക് നോക്കാം. ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി ത്രൂ ദ നൈറ്റ് pouring her soul into the rose while enduring immense pain. അപ്പോൾ പെയിൻ ഇങ്ങനെ മുള്ളിങ്ങനെ തുളച്ച് കയറുകയാണ്, എന്നാലും അവൾ ആ നൈറ്റിംഗേൽ ഭയങ്കര പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ബൈ മോർണിംഗ് എ പെർഫെക്റ്റ് ക്രിംസൺ റോസ് ബ്ലോസം ഓൺ ദ ട്രീ. രാവിലെ ആകുമ്പോഴത്തേക്കും എന്താണ്? ഒരു ക്രിംസൺ റോസ്, റെഡ് കളർ റോസ് എന്താണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വിടർന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ദ നൈറ്റിംഗേൽ ലൂസസ് ഹെർ ലൈഫ് ഇൻ ദ പ്രോസസ്. പക്ഷേ നൈറ്റിംഗേൽ എന്താണ്? ജീവൻ കൊടുക്കേണ്ടി വന്നു ആ പ്രോസസ്സിൽ. ദ സ്റ്റുഡൻറ് ഫൈൻഡ്സ് എ റോസ്. ചെക്കൻ നോക്കുമ്പോൾ രാവിലെ റോസ് ആൻഡ് കോൾസ് ഇറ്റ് എ മിറക്കിൾ. ഹേയ്, ഇതൊരു മിറക്കിളാണെന്ന് പറഞ്ഞു. ആൻഡ് പ്രസൻസ് ഇറ്റ് ടു ദി ഗേൾ ഹി ലവ്സ്. ഗേളിന് പോയിട്ട് കൊടുത്തു. ദിസ് ഈസ് മൈ ലവ്, ഐ എം ഗിവിങ് യു എന്ന് പറഞ്ഞു. ഹൗവർ ഷീ റിജക്ട്സ് ദ റോസ്. പെണ്ണ് പറഞ്ഞു, നോ സോറി, എനിക്ക് വേറൊരു പയ്യൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഐ ആം വെരി സോറി, ഐ ആം സോറി പറഞ്ഞു. സെയിങ് ഇറ്റ് ഡസൻറ്റ് മാച്ച് ഹെർ ഡ്രസ് ആൻഡ് ദാറ്റ് ഷീ പ്രിഫേഴ്സ് എക്സ്പെൻസീവ് ജുവൽസ് ഗിവൺ ബൈ സമ്മൺ എൽസ്. ഒന്നാമത്തെ ഡ്രസ്സും അതിന് മാച്ച് ആവുന്നില്ല,
മാത്രമല്ല എനിക്ക് കുറേ നല്ല ജൂൾസ് വേറൊരാൾ തന്നു. അപ്പോൾ സോറി പറഞ്ഞു. ആംഗ്രി ആൻഡ് ഡിസപ്പോയിൻറ്റഡ് ദ സ്റ്റുഡൻറ്റ് ത്രോസ് ദി റോസ് ഇൻ ടു ദ സ്ട്രീറ്റ്. ചെക്കന് ദേഷ്യം വന്നിട്ട് ചെക്കനെ വലിച്ചെറിഞ്ഞ റോസ്. വേർ ഇറ്റ് ഈസ് ക്രഷ്ഡ് ബൈ എ കാർ. ഒരു കാളവണ്ടി അതിനെ ക്രഷ് ചെയ്തു, ഇതാക്കിക്കൊണ്ടേ. ദ സ്റ്റോറി എൻഡ്സ് വിത്ത് ദ സ്റ്റുഡൻറ്റ് ഡിസ്മിസിങ് ലവ് ആസ് ഫൂളിഷ്. ചെക്കൻ എന്താണ് ലവിനെ ഫൂളിഷ്, മണ്ടത്തരാണ്. ലവ് എന്ന് പറഞ്ഞാൽ മണ്ടത്തരം. അൺഅവെയർ ഓഫ് നൈറ്റിംഗേൽസ് അൾട്ടിമേറ്റ് സാക്രിഫൈസ് ഫോർ ഹിസ് ഹാപ്പിനെസ്. അവനറിയില്ല നൈറ്റിംഗേൽ ജീവൻ കൊടുത്താണ് ഇവന് വേണ്ടിയിട്ട് ഇത് ചെയ്തതെന്ന്. ദ ടെയിൽ ഹൈലൈറ്റ്സ് ദ തീംസ് ഓഫ് അൺസെൽഫിഷ് ലവ്, സാക്രിഫൈസ് ആൻഡ് ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ഹ്യൂമൻ അഫെക്ഷൻ. ഇതിലൂടെ സംഭവം നൈറ്റിംഗേലിൻ്റെ അൺസെൽഫിഷ് ലവ് ആൻഡ് സാക്രിഫൈസ് ആൻഡ് ഓൾസോ ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ഹ്യൂമൻ അഫെക്ഷൻ. ചെക്കൻ ഭയങ്കര സ്നേഹമായിരുന്നു, പക്ഷേ ഒരു റിജക്ഷൻ സഹിച്ചപ്പോഴത്തേക്കും അവന് സഹിക്കാൻ പറ്റിയില്ല. അവൻ വിചാരിച്ചു ഒന്നാണ് മൊത്തം ലവ് എന്ന് പറഞ്ഞാൽ തന്നെ ഫൂളിഷാന്ന് അവന് തോന്നി. അത്ര ഒരു സംഗതി. റെഡിയാണോ മക്കളെ? മക്കളെ ലൈവ് ചാറ്റിൽ മറ്റേ പരിപാടിയൊന്നും വേണ്ട. ഓക്കെ, ഇത് കഥ മാത്രമാണ്, മനസ്സിലല്ലേ? നിങ്ങളുടെ നൈറ്റിംഗേലാവലല്ല എൻ്റെ പണി. അതുകൊണ്ട് അതൊക്കെ നിർത്തിക്കേ, എന്നിട്ട് ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യുക. നമുക്ക് നാളെ പരീക്ഷയാണ്. ഓക്കെ, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നൈറ്റിംഗേലും ഉണ്ടാവില്ല, റോസും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? മര്യാദയ്ക്ക് പഠിച്ചാൽ കൊള്ളാം. റെഡി, സെറ്റ്. അതും പറഞ്ഞ് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. എ ഡേ ഇൻ ദ കൺട്രി. ഏത് കൺട്രി സാർ? ഏത് കൺട്രിയാണ് നമുക്ക് നോക്കാം കേട്ടോ. വൺ മോർണിംഗ് ആസ് എ സ്റ്റോം അപ്രോച്ചസ് 6-year-old Fiokla runs through the village looking for Terendi, a kind and knowledgeable cobbler. അപ്പോൾ ഫിയോക്ല കുഞ്ഞുകുട്ടി ഓടിക്കൊണ്ട് പോവാണ് ടെറൻഡി എന്ന് പറഞ്ഞ കോബ്ലറിനെ കാണാൻ വേണ്ടിയിട്ട്, അല്ലെ തപ്പിക്കൊണ്ട്. ഷീ ഫൈൻഡ്സ് ഹിം ആൻഡ് ടെൽസ് ഹിം അബൌട്ട് ഹെർ ബ്രദർ ഡെനിൽക്ക ഈസ് ഇൻ ട്രബിൾ. എൻ്റെ ചേട്ടൻ എന്താണ്, ഡെനിൽക്ക എന്താണ്, പെട്ടിരിക്കുകയാണ്. ഹിസ് ഹാൻഡ് ഈസ് സ്റ്റക്ക് ഇൻ എ ട്രീ ഹോൾ വൈൽ ട്രൈയിങ് ടു റിട്രീവ് എ കുക്കൂസ് എഗ്. ഏതോ ഒരു കുക്കുവിൻ്റെ മുട്ട എടുക്കാൻ വേണ്ടി പോയപ്പോൾ എന്താണ്, ആ ട്രീൻ്റെ ഓട്ടയിൽ കൈ കുടുങ്ങിപ്പോയി. Despite the storm, Terendi immediately accompanies Fiokla to help Denilka. Terendi എന്നാണ് രണ്ടുപേരും കൂടെ എന്താണ് ഡെനിൽക്കിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റോമിൽ ഇങ്ങനെ ഓടിച്ചാടിപ്പോയി. As they walk, Terendi reassures Fiokla, explaining how rain nourishes nature and that thunder is not to be feared. അപ്പോൾ ഫ്യോക്ലയ്ക്ക് ഭയങ്കര പേടി, ഈ ലൈറ്റ്നിങ്ങും തണ്ടർ സ്റ്റോമൊക്കെ വന്നിട്ട് ഫ്യോക്ലേനെ തട്ടിക്കൊണ്ടല്ല, അത് വന്നിട്ട് തട്ടിപ്പോകുമെന്ന് ഫ്യോക്ലയ്ക്ക് ഭയങ്കര പേടി. അപ്പോൾ ടെറൻഡി പറയാം, പേടിക്കണ്ട, നേച്ചർ എന്താണ്, നമ്മുടെ റെയിൻ എന്താണ്, മഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേച്ചറിനെ നറിഷ് ചെയ്യുന്ന കാര്യമാണ്, നമ്മൾ തണ്ടറിനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല അഡ്വൈസാണോ? അത്ര നല്ല അഡ്വൈസ് അല്ല എൻ്റെ അഭിപ്രായത്തിൽ. ഫിസിക്സ് ടീച്ചർ എന്ന നിലയിൽ അത്ര നല്ല അഡ്വൈസ് അല്ല. ലൈറ്റ്നിങ് ഉള്ള സമയത്ത് പുറത്തൊക്കെ പോയിട്ട് പണി പാടുകയും ചിലപ്പോൾ തീർന്നു കിട്ടും. ഓക്കെ, അപ്പം ഇതൊന്ന് കേട്ട് ചാടിക്കറി നാളെ മഴ പെയ്യുമ്പോൾ ഇടിവെട്ടുള്ളപ്പോഴത്തേക്കും ചാടിക്കറി പുറത്തിറങ്ങി പോകരുത്. ഓക്കെ, റെയിൻ നറിഷ് ചെയ്യുക അമ്മേ എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ അമ്മ തന്നെ നല്ല ചീത്ത പറയും, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ചിലപ്പോൾ അപ്പോൾ അമ്മ ചെയ്യരുത്. പക്ഷേ കഥയാണല്ലോ, അപ്പോൾ നമുക്ക് കഥ കേൾക്കാം. ദേ റീച്ച് ദ ട്രീ, അങ്ങനെ ആ മരത്തിലെത്തി. ആൻഡ് ഫ്രീ ഡെനിൽക്കാസ് ഹാൻഡ്, കൈ രക്ഷപ്പെടുത്തി. വിച്ച് ഇസ് റെഡ് ആൻഡ് ക്രഷ്ഡ്. റെഡ് കളറിൽ ഇങ്ങനെ കുടിങ്ങനെ വൃത്തികേടായി നിൽക്കുക. Along the way, Denilka curiously asked Terendi questions about nature, and Terendi shares his vast knowledge from bees to herbs and birds, revealing his wisdom learned directly from observing nature. അപ്പോൾ ഇവർ കുട്ടികളെല്ലാവരും കൂടി ടെറൻഡി എന്ന് പറഞ്ഞാൽ അമ്മാവനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക. അമ്മാവൻ അങ്ങനെ അടിച്ചു വിടുകയാണ്. ഓക്കെ, അമ്മാവൻ അറിയുന്ന കാര്യങ്ങളൊക്കെ അടിച്ചു വിടുകയാണ്. അമ്മാവന് ശരിക്കും കാര്യങ്ങൾ അറിയാം. എങ്ങനെയാണ് അറിയുന്നത്? പക്ഷേ ബുക്കുകൾ വായിച്ചിട്ടാണോ? ബുക്കുകൾ വായിച്ചിട്ടല്ല, ആക്ച്വൽ നേച്ചറിനെ ഒബ്സർവ് ചെയ്തിട്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നിങ്ങളുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലൈഫിൽ, ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാർ നമ്മുടെ സിറ്റീസിലൊന്നും ഉണ്ടാവില്ല, നാട്ടും പുറത്തൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോട് സിറ്റിയിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ പേരൻസിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ, നാട്ടിലൊക്കെ പോകുമ്പോൾ മുക്കെന്നൊക്കെ പറയും. മുക്കെന്ന് പറഞ്ഞാൽ അത്രയും ഉൾപ്രദേശമൊന്നുമല്ല, പക്ഷേ അതിൻ്റെ ഉൾപ്രദേശം എന്നാണ് നമ്മുടെ എൻ്റെ അപ്പയുടെ ഒക്കെ വീട്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോഴല്ല പണ്ടൊക്കെ, ഇപ്പോൾ ഓബ്വിയസ്ലി ഫോണും ഇൻ്റർനെറ്റൊക്കെ ഉണ്ട്. അന്നെന്താണ് അവരൊന്നും അങ്ങനെ കുറേ ഇൻ്റർനെറ്റും ഫോണും ബുക്കൊന്നും അങ്ങനെ വായിക്കാത്തവരാണ്. അപ്പോൾ അവർ റിയൽ ലൈഫ് ഒബ്സർവേഷൻസ് ആണ്. അപ്പോൾ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടാണ് അവർ പഠിക്കുക. അപ്പോൾ അത് വേറെ തന്നെ ഒരു നോളേജ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ എത്ര ബുക്ക് വായിച്ച് പഠിച്ചിട്ടും നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ലാത്ത നോളജ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് തേനീച്ചകൾ എപ്പോഴാണ് വരിക, എപ്പോഴാണ് അവർ തേൻ കുടിക്കുക, എപ്പോഴാണ് തിരിച്ച് കൂട്ടിലേക്ക് വരിക, എങ്ങനെയാണ് അവർ പാറ്റേൺസ്, ഏത് സമയത്താണ്, മഴയുള്ള സമയത്ത് അവരെന്താ ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആ കുറേ കാര്യങ്ങൾ അവർക്കറിയാം. നമുക്ക് ബുക്കൊന്നും വായിച്ചിട്ട് നമുക്കൊന്നും അറിയാൻ പറ്റില്ല, മനസ്സിലായി? അങ്ങനെ കുറേ കാര്യങ്ങൾ തേനീച്ചകളെ പറ്റി മാത്രമല്ല, നേച്ചറിനെ പറ്റി. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര അറിയാം. എത്ര പേർക്ക് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അറിയാം? ഇങ്ങനത്തെ ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടെറൻഡി അങ്ങനത്തെ ഒരാളായിരുന്നു, ഭയങ്കര നോളേജ് ആയിരുന്നു. എപ്പോൾ എങ്ങനെ ഒബ്സർവ് ചെയ്ത്, നേച്ചറിനെ ഒബ്സർവ് ചെയ്ത്. ആഫ്റ്റർ ഫ്രീയിങ് ഡെനിൽക്ക, ദ ത്രീ വാണ്ടർ ത്രൂ ദ ഫീൽഡ്സ് വിത്ത് ടെറൻഡി എക്സ്പ്ലെയിനിങ് ദ ബ്യൂട്ടി ആൻഡ് ദ സീക്രറ്റ്സ് ഓഫ് നേച്ചർ. ടെറൻഡി ഓരോ നേച്ചറിനെ പറ്റി കാര്യങ്ങൾ പറയുകയാണ്. ഹി നോസ് ദ നെയിംസ് ഓഫ്
names and uses of plants and predicts the weather by watching the sun. അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെ പേരറിയാം, അതിൻ്റെ യൂസസ് അറിയാം, മാത്രമല്ല വെതർ പ്രഡിക്റ്റ് ചെയ്യാൻ അറിയാം. ജസ്റ്റ് ആകാശം നോക്കിയിട്ട് മഴ പെയ്യോ വെയിലായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം പ്രഡിക്റ്റ് ചെയ്യാനും അറിയാം. ഓക്കെ, ഹിസ് നോളജ് അമേസസ് ദി ചിൽഡ്രൻ ഹു ലേൺഡ് അബൌട്ട് ലൈഫ് ആൻഡ് നാച്ചുറൽ വേൾഡ് ഫീം. അപ്പോൾ അവർ ഭയങ്കര അമേസ്ഡ് ആയിപ്പോയി, ഇത് കൊള്ളാലോ, സ്കൂളിൽ നിന്ന് പോലും പഠിച്ചില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ദാറ്റ് നൈറ്റ് ദ ചിൽഡ്രൻ റെസ്റ്റ് ഇൻ എ ബാൺ. അവരെല്ലാവരും കൂടെ ഒരു ബാണിൽ, ഒരു ഫാം ഹൗസിൽ കിടക്കുകയാണ്. ടെറൻഡി ക്വയറ്റ്ലി ലീവ്സ് ബ്രെഡ് ഫോർ ദം വൈൽ ദേ സ്ലീപ് ഷോയിങ് ഹിസ് ഡീപ് കെയർ ആൻഡ് കൈൻഡ്നസ്. ടെറൻഡി വന്നിട്ട് മെല്ലെ കുറച്ച് ബ്രെഡ് അവർക്ക് വേണ്ടി വെച്ചുപോയി. ദ ബോയ് റിഫ്ലെക്ട്സ് ഓൺ ഡേയ്സ് എക്സ്പീരിയൻസ് filled with admiration for Terendi and wonders of nature. അപ്പോൾ ചെക്കൻ എന്താണ് ഇതിനെ പറ്റി കാലൊക്കെ ഡെനിൽക്കാം. The story highlights how nature teaches and inspires us, and how love and kindness often go unnoticed but leaving a lasting impact. ഇത്രയുള്ള സംഭവം. നേച്ചർ എങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്, നേച്ചറിനെ വെറുതെ ഒബ്സർവ് ചെയ്താൽ തന്നെ നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഈ ഒരു ചാപ്റ്റർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. റെഡിയാണോ മക്കളെ? അതും നമ്മൾ അങ്ങനെ ആ ചാപ്റ്ററും തീർത്തു. റെഡിയാണല്ലോ മക്കളെ? ഇനി 7500 നിങ്ങൾ ആക്കിയത് സ്ഥിതിക്ക് നമുക്ക് ആ പാട്ട് അങ്ങോട്ട് പാടാം. അലൻ സാറ് പാടി അടിച്ചു പൊളിച്ച് ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഞാനും കൂടെ ചേർന്നിട്ട് അതിന് കൊളാക്കണോ? വേണോ? അലൻ സാർ ഉണ്ടോ നോക്കട്ടെ അവിടെ? അലൻ സാർ, പിള്ളേർ പറയുന്നേ അലൻ സാറ് പാടി നമ്മൾ ഒന്നിരിച്ച് പാടുന്നത് ആണോ? തകർക്കാം നമുക്ക്. അയ്യോ തകർക്കാം. ഞാൻ പറഞ്ഞു, അലൻ സാറ് പാടി ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അമ്പോ ഞാൻ ചാറ്റൊന്നും നോക്കിയില്ല, ഞാൻ താഴേക്കൊക്കെ നോക്കിയാ. അപ്പൊ ഞാൻ പറഞ്ഞ കൊളാക്കണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി വർഷങ്ങളായിട്ട് കുട്ടികൾ ചോദിക്കാറുണ്ട് പാട്ട് പാടുമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് പാട്ട് പാടിയാല് പറ്റിയിട്ട് അത്യാവശ്യം അറിയാം. അപ്പൊ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ മോശമായിട്ട് പാടുന്നു. എത്രത്തോളം മോശമായിട്ട് പാടുന്നാലും ഞങ്ങൾ മോശമായിട്ട് പാടുന്ന ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയുന്നോണ്ടുള്ള പ്രശ്നമാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ പാടാത്തത്. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ സൗണ്ടും നല്ലതല്ല. അപ്പം എന്താണ് കോഡ്സ് ആണോ അതെന്താണ് ഇതിന് കരയൊക്കെ ഉണ്ടോ നോക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് അതിൽ ഹൈഡ് ചെയ്ത് ഇതാണോ? ഞാൻ ലാപ്ടോപ്പ് എടുക്കണോ? ലാപ്ടോപ്പ് എടുത്തോ? ഫോണിൽ കേൾക്കൂല. ആടുമ്പോൾ പിന്നെ നമ്മൾ പ്രൊഫഷണൽ. ഗിറ്റാറില്ല, സ്റ്റുഡിയോയിൽ ഗിറ്റാറില്ല. ഗിറ്റാർ ഉണ്ടായിരുന്ന എടുക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഗിറ്റാറിൻ്റെ ശബ്ദത്തിൽ കുറച്ചിങ്ങനെ മേർജ് ആയി പോകും, നമ്മൾ കേൾക്കില്ല. ഇതൊക്കെ അല്ല ഇതിന്റെ ഒരു ത്രില്ല്. ലൈക്ക് കൂടട്ടെ, ലൈക്ക് കൂടിക്കോട്ടെ. എന്തായാലും പാട്ട് പാടി നമ്മൾ കൊളാക്കാൻ പോകല്ലേ, ലൈക്ക് കൂടിക്കോട്ടെ. അല്ല, ആ പാട്ടുള്ള വേർഷൻ തന്നെ കേട്ടോ. അതിന്റെ കൂടെ പാടാം, അതിന്റെ കൂടെ പാടാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും വൃത്തി. അതെ, അത്ര വൃത്തിയുടെ സഹിക്കേണ്ട ആവശ്യമില്ല. ഒറിജിനൽ അതല്ലേ, കോപ്പിറൈറ്റ് വരില്ല വിചാരിക്കുന്നു. വീഡിയോ പോയിരുന്ന നമ്മുടെ. അതെ, അത്രേ ഉള്ളൂ. മൈക്ക് കുറച്ച് ദൂരെ വെച്ചു. അവര് ആ പാട്ട് കൂടുതൽ കേട്ടോട്ടെ. പഠിപ്പിച്ചെടുക്കുന്നത് ചാരിറ്റി സോങ് ആയിരുന്നു. മ്യൂസിക് പഠിപ്പിച്ചെടുത്തോ? മ്യൂസിക് ഞാൻ എന്റെ ഈ മ്യൂസിക് അല്ല, ഇതാ ലിറിക്സ് ഇട്ടോ. തുടങ്ങിയില്ല. Time when we heed a certain call, when the world must come together as one. There are people dying. It's time to lend a hand to life, this greatest gift of all. We can go on pretending day by day that someone somewhere will soon make a change. We are all family and the truth. You know love is all we need. We are the world. We are the children. We are the ones who make a brighter day. So let's start living. There's a choice we're making. We're saving our own lives.
It's true, make a better day, just you and me. അത്രേ ഉള്ളൂ. ബൈ ബൈ. ഇനി നമ്മൾ കാണാൻ പോകുന്ന 9ാം ക്ലാസ്സിലായിരിക്കും. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് കാര്യം, ഇപ്പൊ പൊതുവേ നമുക്ക് എല്ലാ വർഷവും ഇങ്ങനെ ഒരു ചാപ്റ്റർ ഒക്കെ പാടാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമായിരിക്കും. അടുത്ത വർഷം ഈ ചാപ്റ്റർ സിലബസിൽ ഉണ്ടാവില്ല. അപ്പൊ ഇന്നേ വരെ അലക്സാറും പാടിയിട്ടില്ല. ഇതാണ് ഫസ്റ്റ് ടൈം ആൻഡ് പ്രോബബ്ലി ലാസ്റ്റ് ടൈം. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പാട്ടില്ല, നമുക്ക് അറിയാണ്ട് മാത്രം. അപ്പം ഡിസ്ക്ലെയിമർ തരാണ്, അത്ര നന്നായിട്ടൊന്നുമില്ല, അത് അവർക്ക് അറിയാം. ഓക്കെ, അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്നത് നാളെ പഠിപ്പിക്കാണ്ടല്ലേ? അലൻ സാറിന് അയ്യോ സോറി. ഓക്കെ, അപ്പൊ എല്ലാവരും അലൻ സാറിന് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യാം. പിന്നെ മറക്കരുത്, നാളത്തെ ഞാൻ പെട്ടെന്ന് മറന്നുപോയി, പാട്ടൊക്കെ പാടി ഫുൾ ഉഷാറായിരുന്നു. അപ്പം നാളെ ഗ്രാമർ ആൻഡ് ഡിസ്കസസ് നമ്മൾ തീർക്കുന്നതായിരിക്കും. ഇന്ന് ചാപ്റ്ററും പോയിന്റ് തീർത്തിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് വിട പറയുകയാണ്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ സംസാരിക്കാം. അലൻ സാർ നിങ്ങൾക്ക് വേണ്ടിയുള്ള ബാക്കിയുള്ള പോയിന്റ്സ് എടുക്കുന്നതായിരിക്കും. ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ മക്കളെ, അപ്പം നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഉറക്കമൊക്കെ പോയി നമ്മുടെ പാട്ടൊക്കെ കേട്ടിട്ട് ഇനി നമുക്ക് അടുത്തത്. ഓക്കെ, അടുത്ത പോയി. ഓക്കെ, തുടങ്ങാം. ഫുൾ എനർജിയിൽ വന്ന് ഫുൾ പവർ വരട്ടെ മക്കളെ. നിങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ, നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഫുൾ പവർ വരട്ടെ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള പോയമാണ് വളരെ സിമ്പിൾ പോയമാണ്. ഫ്രം എ റെയിൽവേ ക്യാരേജ്. മക്കളെ, ഒരു ട്രെയിനിൻ്റെ ഒരു ബോഗി അഥവാ ക്യാരേജ്, ഓക്കെ, അതിൽ നിന്നുള്ള ഒരു കാഴ്ചകൾ, അതിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പോയത്തിൽ റോബർട്ട് ലൂയി സ്റ്റീവൻസൺ ഡിസ്ക്രൈബ് ചെയ്തത്. ഓക്കെ, സി, നിങ്ങൾ എത്ര ആൾക്കാർ റെയിൽവേയിൽ പോയിട്ടുണ്ട്? അപ്പം എ സി ഒന്നുമില്ല, എ സി ഒക്കെ കംഫർട്ടുള്ളൂ. പക്ഷേ എ സി അല്ലാണ്ട് സ്ലീപ്പറിലോ അല്ലെ സാധാരണ സിറ്റിങ്ങിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ, ആ ജനലൊക്കെ വൃത്തിയുടെ ഉണ്ടാവും. പക്ഷെ എന്നാലും എന്താണ് ആ കാറ്റ് വരുന്നതും വെയിൽ നല്ല ജുഗു 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 ഒരു കുലുക്കം, നല്ല രസമുള്ള ഗുജു 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 നല്ല കുലുക്കോ രസവും ആ വെള്ളവും ചായ വരുന്നതും ആ ചിക്കൻ ബിരിയാണി. എനിക്ക് ട്രെയിനിൽ ഇന്നേ വരെ എത്ര ബിരിയാണി അല്ല സാർ ലൈഫിൽ കഴിച്ചിട്ടുണ്ടോ? ആ റെയിൽവേ സ്റ്റേഷനിൽ കിട്ടുന്ന ഒരു ബിരിയാണിയിൽ, ചിക്കൻ ബിരിയാണിയിൽ 2 മുട്ട കിട്ടും. അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് കിട്ടുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അതേപോലെ ഞാനൊരു കവിത എഴുതാണ്, ഞാൻ അതിനെ പറ്റിയിട്ട് എഴുതും. എന്താണ്, ബാത്റൂമിനെ പറ്റി എഴുതൂല, ഭയങ്കര കഷ്ടമാണ്. പക്ഷെ ആ രസം, ആ ആംബിയൻസ്, ചായ 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 കാപ്പി കാപ്പി കപ്പി കപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ ഒരു എക്സ്പീരിയൻസ്. അതേപോലെ നമ്മുടെ റോബർട്ട് ലൂയി സ്റ്റീവൻസന്റെ വേറെ എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിനെപ്പറ്റി നമുക്ക് നോക്കാം അല്ലേ. ചിക്കൻ ബിരിയാണിയിൽ മുട്ട, എന്ത് ഇൻവെൻഷൻ അല്ലേ! എന്തുകൊണ്ട് ലോകത്തെ എല്ലാവരും ചിക്കൻ്റെ കുട്ടിയല്ലേ മുട്ട എന്തുകൊണ്ട് ഇട്ടുകൊണ്ട്, യെസ്, എന്ത് ബുദ്ധിയല്ലേ! അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ്. ആ ഇങ്ങനെ നമ്മൾ ഒന്ന് 2 വിരലൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഒരു മുട്ട കിട്ടാന്ന് പറയുമ്പോൾ അല്ലേ. യെസ്, the poem from a railway carriage describes the excitement of traveling on a fast moving train. പെട്ടെന്ന് പോകുന്ന തീവണ്ടിയിലുള്ള ഉത്സാഹമാണ് പറയുന്നത്. it shows how the scenery, fields, bridges, houses, people, അതൊക്കെ എന്താണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഗുഡു. നമ്മൾ എത്ര വീടുകൾ കാണും അല്ലേ? നമുക്ക് കേരളത്തിൽ കൂടെ ട്രെയിനിലേക്ക് പോകുമ്പോൾ കുറേ പച്ച മരങ്ങളും ചെടികളും കാടും വീടുകളൊക്കെ കാണും അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കില്ലേ, ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രെയിനൊക്കെ കാണാൻ പറ്റും, ഭയങ്കര രസമായിരിക്കും എന്നൊക്കെ അല്ലേ? പക്ഷേ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള വീടുള്ളവർക്ക് അറിയാം എത്ര ബുദ്ധിമുട്ടാണ്, എത്ര ട്രെയിൻ പോകും, എന്ത് ശല്യമാണ്, വേസ്റ്റ് വരും, ഒച്ച വരും, വലിയ ശല്യമാണ്. പക്ഷേ നമ്മളിങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക, ആ വീട്ടിൽ എന്തായിരിക്കും നടക്കുന്നത്, അയാൾ എങ്ങോട്ടായിരിക്കും പോകുന്നത്, ആ കാറ് നമ്മളെ സ്ലോ കാർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കും അല്ലേ? അതാണ് അല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മുടെ പോയത്തിൽ വേറെ തന്നെ രസമാണ് പറയാം. ഓക്കെ, അപ്പോൾ വേഗം നോക്കാം. ഫാസ്റ്റർ ദൻ ഫെയറീസ്, ഫാസ്റ്റർ ദൻ വിച്ചസ്, bridges and houses, hedges and ditches, and charging along like troops in a battle, all through the meadows and the horse and the cattle, all of the sides of the hill and the plain, fly as thick as driving rain, and ever again in the wink of an eye painted stations whistle by. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ അവിടുത്തെ വേസ്റ്റും കാര്യമോ ബാത്റൂമോ മുട്ടക്കറിയോ ഒന്നല്ല പറയുന്നത്. ഇവിടെ നിന്നാണ് ഫാസ്റ്റർ ദൻ ഫെയറീസ്. മക്കളെ, ഫെയറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മാലാഖമാർ അല്ലേ? അപ്പോൾ സ്മോൾ മാജിക്കൽ ക്രീസ്, മാലാഖമാർ അല്ലേ? അപ്പം ഫെയറീസിനേക്കാൾ സ്പീഡിൽ അല്ലേ പെട്ടെന്ന് പോകുന്നു. ഫാസ്റ്റർ ദൻ വിച്ചസ്. വിച്ചസ് എന്ന് പറയുമ്പോൾ എന്താണ് മലയാളത്തിൽ? മാജിക്. മന്ത്രവാദികൾ അല്ലേ? മന്ത്രവാദികൾ. ഓക്കെ, മന്ത്രവാദികളിലേക്കാട്ട് മാലാഖമാരെക്കാട്ട് സ്പീഡ് കൂടുതൽ. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഇവിടെ നമ്മുടെ ഫാസിൽ ഫാൻസ് ഒക്കെ പോരട്ടെ. ഫാസിൽ ഫാൻസ്, ഈ ഫാ എന്ന് അടുത്തടുത്ത് വരുന്നതുകൊണ്ട് നമുക്ക് പറയാം അലിറ്ററേഷൻ. ഓക്കെ, ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്. ഓക്കെ, അപ്പം എന്താണ് ബ്രിഡ്ജസിലെ ബ്രിഡ്ജസ് ഉണ്ട്, വീടുകളുണ്ട്, ഹെഡ്ജസ് ഉണ്ട്, ഡിച്ചസ് ഉണ്ട്. മക്കളെ, ഹെഡ്ജ് എന്ന് പറയുമ്പോൾ എന്താണ്? കട്ടി വേലി അല്ലെങ്കിൽ കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഡിച്ചസ് എന്ന് പറയുമ്പോൾ എന്താണ്? കുറേ കുഴികളുണ്ടാവും. എല്ലാം ഇങ്ങനെ പെട്ടെന്ന്
and charging along the troops in a battle. Okay, and charging along like troops in a battle. മക്കളെ ലൈക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം സിമിലി ഉണ്ട് അവിടെ, സിമിലി. ഓക്കെ, സിമിലി. ഓക്കെ, അവിടെ സിമിലി ഉണ്ട്. എന്താണ് മക്കളെ, നമ്മൾ ആരെ പോലെയാണെന്നാണ് പറയുന്നത്, നമ്മൾ പട്ടാളക്കാരെ പോലെ, പട്ടാളക്കാരെ പോലെ എന്ന് പറയുന്നത് പട്ടാളക്കാരെ പോലെ നമ്മളിങ്ങനെ ഓടിപ്പോവാണ് തീവണ്ടീൻ്റെ ഉള്ളിൽ. എന്താണ്, ഓൾ ത്രൂ ദ മെഡോസ്. മെഡോ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ, മെഡോ എന്ന് പറയുമ്പോൾ ലാർജ് ഓപ്പൺ ഗ്രാസി ഫീൽഡ്, പുൽമേട്. പുൽമേടിൽ കൂടെ പോകുന്ന പുൽമേട്, മേഡോസ്. മേട് താലേക്കും മേഡോസ്. അപ്പോൾ അതിൽ കൂടെ കുതിരകളെയും കാളകളെയും പോലെ, കാറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പശു, പട്ടി, പൂച്ച, പശു കാര്യങ്ങളൊക്കെ. ഓക്കെ, കാറ്റിൽ ആൻഡ് ഹോർസസ്, അതേപോലെ ഇങ്ങനെ എന്ന് പറഞ്ഞ പോകുന്ന പോലെ. ഓക്കെ, ഓൾ ദ സൈഡ്സ് ഓഫ് ദ ഹിൽ ആൻഡ് ദ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മലകളും പരന്നിരിക്കുന്നത് കാണാം. ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ. ഇവിടെ എന്താണ്, സിമിലി ഉണ്ട് മക്കളെ. ഓക്കെ, അതും കിട്ടി. ആൻഡ് എവർ അഗെയിൻ ഇൻ ദ വിങ്ക് ഓഫ് എൻ ഐ. മക്കളെ കണ്ണടച്ച നിമിഷം, നമ്മൾ മലയാളത്തിൽ കണ്ണടച്ച് കിട്ടുന്ന സമയത്തിനുള്ളിൽ അല്ലേ, പെട്ടെന്ന് പെയിന്റഡ് സ്റ്റേഷൻസ് വിസിൽ ബൈ അല്ലേ, കളർ അടിച്ച എന്താണ് സ്റ്റേഷൻസ് എന്താണ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ വിസിൽ ബൈ. സ്റ്റേഷൻ മക്കളെ വിസിലടിക്കുമോ മക്കളെ, മനുഷ്യർ വിസിലടിക്കും അല്ലേ. എന്താണ് സ്റ്റേഷൻസ്, എന്താണ് വിസിലടിക്കില്ല. പക്ഷേ സ്റ്റേഷൻസ് പെട്ടെന്ന് പോകുന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് വിസിൽ ബൈ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇനി പോയറ്റിക് ഡിവൈസസിലേക്ക് വരാം. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഹിയർ ഇസ് എ ചൈൽഡ് ഹു ക്ലാംബേഴ്സ് ആൻഡ് സ്ക്രാമ്പിൾസ്. ഓക്കെ, ഓൾ ബൈ ഹിംസെൽഫ് ആൻഡ് ഗ്യാദറിംഗ് ബ്രാമ്പിൾസ്. ക്ലാംബേഴ്സ്, സ്ക്രാമ്പിൾസ്, ബ്രാമ്പിൾസ് എന്നൊക്കെ വാക്കല്ലേ. Here is a tramp who stands and gazes, and here is the green for stringing the daisies. Here is the cart run away in a road, lumping along with the man and load. And here is a mill and there is a river, each a glimpse of gone forever. പെട്ടെന്ന് വിടുന്ന ട്രെയിൻ പോകുമ്പോൾ ഉള്ള ഒരു സിനാരിയോ ആണ് പറയുന്നത്. ഇവിടെ നിന്നാണ് ഹിയർ ഇസ് എ ചൈൽഡ് ഹു ക്ലാംബേഴ്സ് ആൻഡ് സ്ക്രാമ്പിൾസ്. ക്ലാംബേഴ്സ് എന്ന് പറയുമ്പോൾ ക്ലൈംസ് വിത്ത് ഡിഫിക്കൽട്ടി, കഠിനമായി കയറുക, കഷ്ടപ്പെട്ട് ഇങ്ങനെ കയറുന്ന ഒരു കുട്ടി, ക്ലാംബേഴ്സ്. ഓക്കെ, ക്ലൈംബ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആൻഡ് സ്ക്രാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുക, സ്ക്രാമ്പിൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ടപ്പെട്ട് കയറി പോവാണ്. ഓക്കെ, ഓൾ ബൈ ഹിംസെൽഫ്, തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാദറിംഗ് ബ്രാമ്പിൾസ്, വൈൽഡ് ബുഷസ്. മക്കളെ കുറച്ച് ചെടികളൊക്കെ കളക്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു നമ്മുടെ ഒരു പയ്യൻ, ഈ പയ്യൻ. ഓക്കെ, ഹിയർ ഇസ് എ ട്രാംപ്. ഓക്കെ, ഹിയർ ഇസ് എ ട്രാംപ് ഹു സ്റ്റാൻഡ്സ്. ഒരാളുണ്ട് കേട്ടോ, ഒരാൾ ഹു സ്റ്റാൻഡ്സ് ആൻഡ് ഗേസസ്. ഗേസ് എന്ന് പറയുന്നതാണ് ലുക്ക് അറ്റ് സംതിങ്, ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കില്ല, അല്ലെങ്കിൽ വായ നോക്കി ഇങ്ങനെ നോക്കില്ലേ, അതാണ് ഗേസ് എന്ന് പറയുന്നത്, ഗേസസ്. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രീൻ ഫോർ സ്ട്രിങ്ങിങ് ഡേസീസ്. ഓക്കെ, അപ്പോൾ ഗ്രീൻ ഫോർ സ്ട്രിങ്ങിങ് ഡേസി, അപ്പോൾ പച്ചപ്പൊക്കെ ഉണ്ട്, നമ്മളെന്താണ് ഡേസീസ് അല്ലേ, ഡേസി ചെടികൾ ഇങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റില്ലേ അല്ലേ, അതാണ് പറയുന്നത്. ഹിയർ ഇസ് ദ കാർട്ട് റൺ അവേ ഇൻ ദ റോഡ്. മക്കളെ എന്താണ്, കാർട്ട് ഇങ്ങനെ എന്താണ് റോഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോവാണ്, വലിച്ചുകൊണ്ട് കൊണ്ടുപോവാണ്. ലംപിങ് അലോങ് വിത്ത് ദ മാൻ ആൻഡ് ദ ലോഡ് അല്ലേ, അതിന് കൂടെ എന്താണ് മക്കളെ, ലംപിങ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് കൂടെ ഒരാളും അതിൻ്റെ എന്താണ് ഇങ്ങനെ കുറേ എന്താണ് വണ്ടിയിൽ, കാളവണ്ടിയിൽ കൊണ്ടുപോകുന്ന പോലെ സാധനങ്ങളുമായിട്ടൊക്കെ, അതാണ് ലോഡ്. ആൻഡ് ഹിയർ ഇസ് എ മിൽ ആൻഡ് ദെയർ ഇസ് എ റിവർ. ഇവിടെ ഒരു മില്ലുണ്ട്, ഇവിടെ ഒരു റിവർ ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ ഫോട്ടോ, അടിപൊളി. ആൻഡ് ഈച്ച് എ ഗ്ലിംസ് ഓഫ് ഗോൺ ഫോർ എവർ. ഓക്കെ, ഗ്ലിംസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നിമിഷം, ഒരു കാഴ്ച, ഒരു പെട്ടെന്ന് ഒരു കാഴ്ച. ആൻഡ് ഗോൺ ഫോർ എവർ, അതുകൊണ്ട് പോയി. മക്കളെ ട്രെയിനിൽ പോകുമ്പോൾ അങ്ങനെയല്ലേ, നമ്മളൊരു വീട് കാണുന്നു, ഒരു റെയിൽവേ ക്രോസിംഗ് കാണുന്നു, പെട്ടെന്ന് കുറച്ച് പാടം കാണുന്നു, കുറച്ച് വയൽ കാണുന്നു, കുറച്ച് ഭാരതപ്പുഴ കാണുന്നു, ഇടയ്ക്ക് പെട്ടെന്നെല്ലാം പോകുന്നില്ല, പെട്ടെന്ന്. അപ്പം ഇതൊക്കെ പെട്ടെന്ന് ഒരു സീനാണ്, പെട്ടെന്ന് പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, അത്ര ഉള്ളിൽ പോയും സത്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവിടെ സിമിലി കുറേ പ്രാവശ്യം ഉണ്ട് അല്ലേ. എവിടേക്കാണ് സിമിലി ഉള്ളത്? സിമിലി നമുക്ക് കാണാൻ പറ്റും. നോക്കിയേ, ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ. ഓക്കെ, ആൻഡ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ, അപ്പോൾ നമ്മൾ പട്ടാളക്കാരെ പോലെയാണെന്നാണ് പറയുന്നത് ലൈക്ക് ഉപയോഗിച്ചിട്ട്. ആൻഡ് ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ മഴ പെയ്യുമ്പോൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നല്ല പടപടപടപടാന്ന് നമ്മുടെ ഗ്ലാസ്സിലടിക്കില്ലേ, അതേപോലെ തിക്കായിട്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, റെഡിയാണല്ലോ. റൈം സ്കീം എന്താണ് മക്കളെ? AABB ഉണ്ട്, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ റെഡിയാണെന്ന്. നോക്കിയാൽ ഇവിടെ നോക്കിയാൽ മക്കളെ, വിച്ചസ് ഡിച്ചസ് AA, ബാറ്റിൽ ക്യാറ്റിൽ. ഓക്കെ, BB. ഇവിടെ നോക്കിയേ, CCII DD. അപ്പോൾ AABB CCDD. റെഡിയാണ്. അലിട്രേഷൻ എവിടേക്കാണുള്ളത്? അലിട്രേഷൻ. ഓക്കെ, അലിട്രേഷൻ എവിടേക്കാണുള്ളത്? ഫാസ്റ്റർ ദാൻ ഫെറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്. ഫ. ഓക്കെ, ഹിയർ ഇസ് എ ചൈൽഡ് ഹു ക്ലാംബേഴ്സ് ആൻഡ് സ്ക്രാം. ഹിയർ ഇസ് എ ചൈൽഡ് ഹു ക്ലാംബേഴ്സ് ആൻഡ് റിപ്പീറ്റേഷൻ ഓഫ് C സൗണ്ട് ഇവിടെ ഉണ്ട്, S സൗണ്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, ക്ലാംബേഴ്സ്, ക്യാമ്പിൾസ് ഒക്കെ ഉണ്ട്. ഇമേജറി എവിടേക്കാണെന്നുള്ളത്? ഇമേജറി ആ കുട്ടി ഇങ്ങനെ നിൽക്കുന്നതും ക്ലൈംബ് ചെയ്യുന്നതും ബ്യൂട്ടിഫുൾ ആയ ബ്രിഡ്ജസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട് കേട്ടോ. ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ് നോക്കിയേ, ബ്രിഡ്ജസ്, ഹൗസസ്, ഡ്രൈവിംഗ് റെയിൻ, ഹെഡ്ജസ്, ഡിച്ചസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി എന്താണ്? പെർസോണിഫിക്കേഷൻ, പെയിൻറ്റഡ് സ്റ്റേഷൻസ് വിസിൽ ബൈ. മക്കളെ പെയിൻ്റ് അടിക്കുന്ന സ്റ്റേഷൻസ് വിസിലടിച്ച് കുക്കൂന്ന് പോകുന്നതാണോ? അല്ല,
നമ്മുടെ സ്പീഡ് കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷൻ പോകുന്നു എന്ന് കാണിക്കുന്നു അല്ലേ. നമുക്കറിയാം നമ്മൾ പോകുന്നതുകൊണ്ട് സ്റ്റേഷൻ ഇങ്ങോട്ട് വരുന്ന പോലെ തോന്നുന്നു. അതെന്താണ് മനുഷ്യരെ പോലെയുള്ള ക്വാളിറ്റീസ് കൊടുക്കുന്നു അല്ലേ. സ്റ്റേഷൻ അങ്ങോട്ടും പോകുന്നില്ല, നമുക്ക് തോന്നുന്നതാണ്. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ നോക്കിയേ, അവിടെ ഒരു രണ്ടാമത്തെ സ്റ്റാൻസയിൽ രണ്ടാമത്തെ ഭാഗത്തിൽ ഫുൾ എന്താണ് നമ്മൾ ഫാസ്റ്റായിട്ട് ട്രെയിൻ പോകുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് എന്താണ് ഒരു കുട്ടി അവിടെ നിന്ന് കയറി നോക്കുന്നു അല്ലേ, അവിടെ കുറേ ഡേയ്സി ചെടികളുണ്ട്. അപ്പോൾ എന്താണ് സ്റ്റില്ലായിരിക്കുന്ന അതിനെയും പെട്ടെന്ന് പോകുന്ന ട്രെയിനിനെ പറ്റിയിട്ടാണ് കമ്പയർ. അപ്പോൾ കോൺട്രാസ്റ്റ് ഉണ്ട് കേട്ടോ, കോൺട്രാസ്റ്റ് ചെയ്യുന്നു കേട്ടോ, വ്യത്യാസമുള്ള സാധനങ്ങൾ. ആൻഡ് എന്താണ് റെപ്പിറ്റേഷൻ ഉണ്ട്, എന്താണ് ഹിയർ ഇസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്നത്, അതൊരു ബ്യൂട്ടിഫുൾ ഒരു രസത്തിന് വേണ്ടി കേട്ടോ. ആൻഡ് അസോണൻസ് കാണാം, ഓൾ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഹിൽ, ഫ്ലൈ ആസ് തിക്ക് ആസ് ദ റെയിൻ, പെയിൻറ്റഡ്. ഇവിടെ എന്തൊക്കെ സൗണ്ടുകളാണ്, ഇവിടെ ഐ സൗണ്ട് ഉണ്ട്, ഇവിടെ ഐ സൗണ്ടുകളാണ് റിപ്പീറ്റ് ആവുന്നത് കേട്ടോ. ഓക്കെ, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അസോണൻസും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മെയിനായിട്ട് പെർസോണിഫിക്കേഷൻ, റെപ്പറ്റീഷൻ, റൈം സ്കീം, സിമിലി, അലിട്രേഷനൊക്കെ പഠിച്ച സെറ്റ് അത്രയുള്ള മക്കളെ പോവും. വളരെ സിമ്പിളായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ദ ഓഥർ, ദ പോയിറ്റ് ഈസ് എക്സൈറ്റഡ് അബൌട്ട് എന്താണ് ട്രെയിൻ ജേർണി. നിങ്ങൾക്ക് ട്രെയിൻ ജേർണീനെ പറ്റി ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യം കമൻറ്റ് ചെയ്യുക. അതോടെ ചാപ്റ്റർ കഴിഞ്ഞു മക്കളെ, ഫ്രം റെയിൽവേ കാരേജ്. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് അടുത്ത പോയത്തിലേക്ക് പോകാം. ഓക്കെ, ഇതിന് പോയം അപ്രീസിയേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റെഡി? ഇനി റെയിൽവേ കാരേജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ നോട്ട്സിൽ ഇതിനെ പോയം അപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ സിമ്പിൾ സംഭവമാണ്. നോക്കിക്കാം. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ നോക്കാം. 2023-24 ടേം 1 എക്സാമിന് ചോദിച്ചാണ്. ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്, ബ്ലാ ബ്ലി ബ്ലൂ 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 ബ്ലൂ. വാട്ട് ഇസ് ദ പോയം അബൌട്ട്? ഈ പോയം എന്തിനെ പറ്റിയിട്ടാണ്? ദിസ് ഈസ് അബൌട്ട് എ ട്രെയിൻ ജേർണി. ഓക്കെ, ദ പോയിറ്റ് ഈസ് ഡിസ്ക്രൈബിംഗ് എ വെരി ഫാസ്റ്റ് ട്രെയിൻ ജേർണി വിത്ത് എക്സൈറ്റ്മെന്റ് ആൻഡ് എ വെരി ബ്യൂട്ടിഫുൾ സീനറി ഔട്ട്സൈഡ്. ഓക്കെ, the poem is about the excitement of a fast moving train journey and describing everything, blah 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 blah. Which line shows the high speed of the train? ട്രെയിൻ വളരെ വേഗത്തിലാണ് പോകുന്നത്. ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്, അതുണ്ട്. പിന്നെന്താണ്, അത്രയും മതിയില്ല, അതന്നെ അല്ലേ, അതന്നെ മതി. അത് നോക്കിയാൽ ആൻഡ് എവർ അഗെയിൻ ഇൻ ദ വിങ്ക് ഓഫ് എൻ ഐ പെയിന്റഡ് വിസിറ്റ്, അതും പറയാം. ഈ ലൈന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതേപോലെ എന്താ, ആൻഡ് എവർ അഗെയിൻ ഇൻ ദ വിങ്ക് ഓഫ്, കണ്ണ് അടച്ചു ചിമ്മിക്കുന്ന നിമിഷത്തിൽ റെയിൽവേ സ്റ്റേഷൻ പോയി. ഓക്കെ, അതാണ് രണ്ടാമത്തെ. ഓക്കെ, പിക്ക് ഔട്ട് എനി 2 pairs of rhyming words, witches, ditches, battle, cattle, plane, rain, I, buy. വളരെ സിമ്പിൾ. ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ഇൻസ്റ്റൻസ് ഓഫ് സിമിലി ഫ്രം ദ ലൈൻ. മക്കളെ, ബ്ലാ ബ്ലി ബ്ലൂ 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 ബ്ലൂ, ചാർജിങ് അലോങ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ, അല്ലെങ്കിൽ എന്താണ് വേറെ എന്താണ്, ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ. ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ആൻസേഴ്സും ചെയ്തു. ഓക്കെ, പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കളെ. നിങ്ങൾക്ക് ഒരു അടിപൊളി ചാനലുണ്ട് ഫൈനാൻസിന് വേണ്ടിയിട്ട്. അതേപോലെ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തിട്ട് 8ാം ക്ലാസ്സിലെ ഫുൾ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടും. 9ാം ക്ലാസ് ആൽഫ ബാച്ചിൽ നമുക്ക് കാണാം. ഓക്കെ, റെഡി മക്കളെ? അപ്പോൾ നമുക്ക് അടുത്ത പോയത്തിലേക്ക് പോവാം. ഓക്കെ, ഇനി പഠിക്കാനുള്ള പോയമാണ് മാർവലസ് ട്രാവൽ. വളരെ സിമ്പിളാണ്, നമ്മുടെ ഫ്രം എ റെയിൽവേ കാരേജ് പോലെ തന്നെ. ഓക്കെ, ബൈ ജോഷുവ ഫെർണാണ്ടസ്. ഓക്കെ, മാർവലസ് ട്രാവൽ. ഓക്കെ, മാർവലസ് ട്രാവൽ ഭയങ്കര അതിഭീകരമായ എന്താണ് ഒരു സഞ്ചാരം. ഓക്കെ, ഒരു ട്രാവൽ. നമുക്ക് നോക്കാം എന്താണ് സംഭവം. The theme of the poem is the joy of travel, learning from experience, discovering different people, places and cultures. നിങ്ങൾ ലൈഫിൽ എവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്ന് അല്ലേ, 8ാം ക്ലാസ്സിൽ നിങ്ങൾ എവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്ന് വേഗം കമൻറ്റ് ചെയ്തേ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ എന്താണ് ചെറുപ്പത്തിലാകുമ്പം എനിക്ക് ഭാഗ്യം കൊണ്ട് ഓക്കെ എൻ്റെ പേരൻസ് കുറേ സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒബ്വിയസ്ലി നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ നാട്ടിലൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ എന്താണ് ട്രിവാൻഡ്രം, കോഴിക്കോട്, കൊച്ചി, ആലപ്പുഴയൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ അവിടെ പോകുമ്പോൾ ഓരോ ആൾക്കാരുടെ ഭാഷ വ്യത്യാസം അല്ലേ, ഓരോ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ അല്ലേ. നമ്മളെല്ലാവരും കുറേ ആൾക്കാർ ഊട്ടി പോയിട്ടുണ്ടാവും, നമ്മൾ മൈസൂർ പോയിട്ടുണ്ടാവും, ബാംഗ്ലൂർ പോയിട്ടുണ്ടാവും, അതൊക്കെ ഭയങ്കര എന്താണ് കൂർഗിൽ പോയിട്ടുണ്ടാവും, കൊടൈക്കനാൽ പോയിട്ടൊക്കെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഇതല്ലേ. മൂന്നാറൊക്കെ പോയിട്ടുണ്ടാവും, അതിൻ്റെ ഒക്കെ രസമല്ലേ. കോഴിക്കോടുകാരെ സംസാരിക്കുന്ന പോലെ ആ സ്ഥലങ്ങളിൽ കോഴിക്കോട് ബീച്ചാണോ അവിടെ സ്പെഷ്യാലിറ്റി? ആണ്. ഫുഡാണോ? യെസ്. കൊച്ചിയിൽ വേറെ സ്പെഷ്യാലിറ്റി ഉണ്ട്. എല്ലായിടത്തും അവരുടെ സ്ഥലങ്ങൾ കാണാൻ മാത്രമല്ല ആൾക്കാരിൽ വ്യത്യാസമുണ്ട് അല്ലേ, സംസാരിക്കുന്നത്. കോഴിക്കോട് ഭാഷ കുറേ ആൾക്കാർക്ക് ഉണ്ടാവും, തൃശ്ശൂർകാർക്ക് വേറെ ഭാഷ ഉണ്ടാവും, അങ്ങനെ ഓരോ രീതികളുണ്ടാവും. നിങ്ങൾ കേരളത്തിന് പുറത്തേക്ക് പോയാൽ എന്താണ് സാമ്പാറിനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മുംബൈയിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ചിലപ്പോൾ പോയാൽ സാമ്പാറിനൊക്കെ മധുരം ഉണ്ടാവും. നമ്മുടെ സാമ്പാറിന് മധുരം ഉണ്ടാവും. നമ്മുടെ സാമ്പാറിന് ഒരു പുള്ളിയും കുറച്ച് ചെറിയൊരു എരിവും ഒരു വേറെ തന്നെ ഫ്ലേവർ അല്ലേ. സാമ്പാർ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ മധുരം ഉണ്ടാവും. മധുരം ആലോചിച്ചൊക്കെ. ഓക്കെ, നമ്മളിവിടെ ലൈം സോഡ കുടിക്കുന്ന പോലെ ആയിരിക്കില്ല വേറെ ആൾക്കാർ ലൈം സോഡ കുടിക്കുക. ഓക്കെ, അപ്പോൾ ഓരോ ഡിഫറൻസ് ഉണ്ട്. ആൾക്കാരുടെ സ്വഭാവം ആയിക്കോട്ടെ, ചിലവർ വീടിൻ്റെ ഉള്ളിൽ ചെരുപ്പിലിടുക, ചിലപ്പോൾ ചിലവർ വീടിൻ്റെ പുറത്ത് ചെരുപ്പ് ഇടും, അങ്ങനെയൊക്കെ വേറെ തന്നെ വ്യത്യാസമുള്ള സ്ഥലം. അപ്പോൾ ഈ പോയത്തിൽ പറയുന്നത്
നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഓരോ ആൾക്കാരുടെ കൾച്ചർ, ഓക്കെ, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ആൾക്കാർ, അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കും. ഓക്കെ, ഓരോ കാര്യങ്ങൾ പഠിക്കും. നമ്മൾ കേരളത്തിന് പുറത്ത് പോകുമ്പോഴാണ് മനസ്സിലാവുക. കുറേ ആൾക്കാർ സ്പൂൺ ഉപയോഗിച്ചിട്ടൊക്കെ ചോറ് കഴിക്കുന്നവരുണ്ടോ, സ്പൂൺ ഉപയോഗിച്ച് ചോറ് കഴിക്കുന്നവരുണ്ട്, ചോപ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ചോറ് കഴിക്കുന്നവരുണ്ട്. നിങ്ങൾക്കറിയാം അല്ലേ? അതാണ് അല്ലേ, കുറേ വ്യത്യാസമുണ്ട്. അപ്പം നമ്മളത് ഇവിടെ നമ്മുടെ വീട്ടിനുള്ളിൽ ഫുൾ ടൈം കുത്തിയിരുന്ന് കാണാൻ പറ്റും ഇല്ല, അതിന് പുറത്തിറങ്ങണം, ലോകം കാണണം. ഓക്കെ, റെഡി? ഐ ട്രാവൽ വിത്ത് മൈ ഐസ്, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ടാണ് ഞാൻ സഞ്ചരിക്കുന്നത്. വാച്ചിങ് ദോസ് സൈലന്റ് ക്രൈ, ആസ്കിങ് ദെംസെൽവ്സ് ദ ക്വസ്റ്റ്യൻ വൈ, സമ്മൺ ലെഫ്റ്റ് ദെം വിത്തൗട്ട് സേയിങ് ഗുഡ് ബൈ. ഇവിടെ തന്നെ നമുക്ക് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു റൈമിങ് കേൾക്കാൻ പറ്റുന്നുണ്ട്. നോക്കിയേ ഐസ്, ക്രൈ, വൈ, ഗുഡ് ബൈ, എല്ലാത്തിനും ഒരു സെയിം റൈം സ്കീം നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? റൈം സ്കീം എ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പം ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് ട്രാവൽ ചെയ്യുന്നു. നിഷ്കളങ്കമായ അല്ലെങ്കിൽ ആ ഒച്ചയില്ലാത്ത കരച്ചിൽ കാണുന്നു അല്ലേ? നോക്കിയേ, ആസ്കിങ് ദെം സെൽവ്സ് ക്വസ്റ്റ്യൻ വൈ അല്ലേ? ഞാൻ അവരോട് ചോദിക്കുകയാണ്, എന്താണ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് സമ്മൺ ലെഫ്റ്റ് ദെം വിത്തൗട്ട് സേയിങ് ഗുഡ് ബൈ, നിങ്ങളോട് ബൈ ബൈ പറയാതെ അവരെന്തിനാ വിട്ടുപോയെന്ന്. ഓക്കെ, അപ്പോൾ ഒരു സാഡ് സീനാണ് നമുക്ക് തോന്നുന്നത് അല്ലേ? ഐ ട്രാവൽ വിത്ത് മൈ തോട്ട്സ്, ഞാൻ എൻ്റെ വിചാരങ്ങളെ കൊണ്ട് കൂട്ടിക്കൊണ്ടുപോകും. ഐ ട്രാവൽ വിത്ത് മൈ പെൻ ടു റൈറ്റ് അബൌട്ട് ചിൽഡ്രൻ, വിമൻ ആൻഡ് മെൻ. ഓക്കെ, അപ്പോൾ ഇവിടെ സങ്കടങ്ങളെ പറ്റിയിട്ടല്ലേ? അവിടെ കുറേ ആൾക്കാരെ വിട്ടുപോയവരെ പറ്റി ചോദിക്കുകയാണ്, നിങ്ങളെ എന്തുകൊണ്ടാണ് അവർ ബൈ ബൈ പറയാതെ പോയത് അല്ലേ? എന്തുകൊണ്ട് പറയാതെ പോയി? ഞാൻ എൻ്റെ ആലോചനകളായിട്ട് പോകുന്നൊരു പെന്നുണ്ട്. ഞാൻ കുട്ടികളെ, മനുഷ്യരെ, ഞാൻ കാണുന്നവരെയൊക്കെ പറ്റിയിട്ട് എഴുതാറുണ്ട്. ഐ ട്രാവൽ വിത്ത് മൈ വോയിസ്, ഞാൻ എൻ്റെ ശബ്ദം കൊണ്ട് പോകുന്നു. ഐ ട്രാവൽ വിത്ത് ഹോപ്പ്, പ്രതീക്ഷയും കൊണ്ട് പോകുന്നു. ദാറ്റ് സംതിങ് ന്യൂ വുഡ് സ്പ്രിങ് ഇൻ ടു മൈ ഹോറോസ്കോപ്പ്. ഓക്കെ, ഇവിടെ ഹോറോസ്കോപ്പ് എന്ന് പറയുന്നത് എന്താ മക്കളെ? ഇവിടെ ഹോറോസ്കോപ്പ് ഞാൻ കൊടുത്തില്ല. ഞാൻ മീനിങ് കൊടുക്കാൻ മറന്നു. ഇത് കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ മീനിങ് കേട്ടോ, ഇത് നോക്കണ്ട. ഹോറോസ്കോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങളെ ഹോറോസ്കോപ്പ് ജാതകം എന്നൊക്കെ പറയില്ല, ഹോറോസ്കോപ്പ്. യെസ്, എൻ്റെ ജാതകത്തിൽ എന്തെങ്കിലും പുതിയത് വരുമെന്ന് അല്ലേ? എനിക്കെന്താണ് ഒരു ഒച്ചയുണ്ട്, ഒരു സ്വരമുണ്ട്, എനിക്കെന്താണ് ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ എൻ്റെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പുതിയതായിട്ട് വരുമെന്ന് തോന്നുന്നു. അതാണ് പറയുന്നത് അല്ലേ? എൻ്റെ പുതിയതായിട്ട് എന്തെങ്കിലും വരുമെന്ന് നോക്കണം അല്ലേ? അതാണ് പറയുന്നത്. ഓക്കെ, വെദർ ഇൻ ഏഷ്യ, അമേരിക്ക ഓർ യൂറോപ്പ്, എവിടെയാണ് ലോകത്ത് എവിടെയാണെങ്കിലും ദർ വിൽ ഓൾവേസ് ബി സംതിങ് ഇൻട്രസ്റ്റിംഗ് സ്കോപ്പ്. നിങ്ങൾ എവിടെ പോയാലും ഒരു പുതിയ സംഭവങ്ങൾ കാണും അല്ലേ? എവിടെ പോയാലും പുതിയ സംഭവങ്ങൾ കാണുന്നു അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഊട്ടി പോയാലും കുറേ ആൾക്കാരുണ്ടാവും അല്ലേ? നമ്മുടെ സ്വെറ്ററൊക്കെ ഇട്ട് നടക്കുന്നത്. കാരണം എന്താണ്? നമ്മളിവിടെ സ്വെറ്ററൊക്കെ ഇട്ട് നടക്കും അല്ലേ? ഇവിടെ തണുപ്പൊന്നുമില്ല. അപ്പോൾ അതൊരു സിമ്പിൾ കാര്യം പറയുകയാണെങ്കിൽ, രസകരമായ കാര്യം പറയുകയാണ് എന്താണ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ രസകരമായ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഡൽഹിയിൽ, മുംബൈയിലൊക്കെ വന്നാൽ ഫുൾ വണ്ടികൾ ഇടിയും സ്ക്രാച്ചൊക്കെ ഉണ്ട്. കേരളത്തിലെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചുകൂടി മീഡിയം, വളരെ സ്ലോ ആൻഡ് കെയർഫുള്ളാണ്. നിങ്ങൾ ഡൽഹി, മുംബൈയിലൊക്കെ വന്നാൽ വണ്ടി ഇടിക്കുക എന്നൊക്കെ നോർമൽ, ഒരു ഇടി ഇടിക്കും, അവർ പോകും. നമ്മളിവിടെ കേരളത്തിൽ ചെറിയ സ്ക്രാച്ച് വന്ന് നിർത്തി ചർച്ചയൊക്കെ ചെയ്ത് വളരെ വലിയ സംഭവം അല്ലേ? അപ്പോൾ അതൊക്കെ വേറെ തന്നെ കൾച്ചറൽ ഡിഫറൻസസ് അല്ലേ? അതേപോലെ എന്താണ് പറയുക, അങ്ങനെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചാറ്റിൽ പറയാം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ എക്സ്പീരിയൻസ് ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് തോന്നിയ സംഭവങ്ങൾ. ഓക്കെ, റെഡി? ഓക്കെ, അപ്പോൾ ഇനി അടുത്തത്, ഐ ട്രാവൽ ടു മെനി ഡിഫറെൻറ്റ് പ്ലേസസ് മിക്സ്ഡ് വിത്ത് മെനി റേസസ്. റേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹ്യൂമൻ റേസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ റേസ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഫോർ എക്സാമ്പിൾ, മലയാളികൾ ഒരു റേസ് അല്ലേ? ഒരു റേസ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ, നോർത്ത് ഇന്ത്യക്കാർ, തമിഴന്മാർ, കന്നഡികാസ്, കുറേ ആൾക്കാരുണ്ട് അല്ലേ? അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ്, നമ്മൾ ഹിന്ദിക്കാരെ മീറ്റ് ചെയ്യുന്നു, നമ്മൾ ആഫ്രിക്കക്കാരെ മീറ്റ് ചെയ്യുന്നു, നമ്മൾ ഏഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏഷ്യൻസ് ആണ്, നമ്മൾ ഏഷ്യയിലുള്ളവരാണ്. ഓക്കെ, യൂറോപ്യന്മാർ, ജർമ്മൻകാർ, കാനഡക്കാർ, അറബികൾ, അവരൊക്കെ മീറ്റ് ചെയ്യുന്നു. അതൊക്കെ ഓരോ റേസിലുള്ള ആൾക്കാർ അല്ലേ? ഐഡൻറ്റിഫൈ ട്രൈബ്സ്മെൻ ബൈ ദെയർ ഫേസ്. ഓക്കെ, അപ്പോൾ ഓരോ ട്രൈബിലുള്ള ആൾക്കാർ നമുക്ക് അവരെ മുഖങ്ങൾ കൊണ്ട് മനസ്സിലാക്കാം. ആൻഡ് ലിറ്റിൽ ഗേൾസ് ബൈ ദെയർ ലേസസ്. ഓക്കെ, ഇനി ഐ ട്രാവൽ വിത്തൗട്ട് മണി, പൈസ ഒന്നും ഇല്ലാണ്ട് ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് നല്ല നിൽക്കുക. ഓക്കെ, സോ പ്ലീസ് ലിസൺ ടു മൈ ടെസ്റ്റിമണി. എൻ്റെ ഫീഡ്ബാക്ക് അല്ലെ എൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ഫീഡ്ബാക്ക്. ടെസ്റ്റിമണി എന്ന് പറയുമ്പോൾ ഞാൻ തരുന്ന ഒരു ഫീഡ്ബാക്ക്, റിവ്യൂ അല്ലെങ്കിൽ ഫീഡ്ബാക്ക്. ഓക്കെ, ഞാൻ തരുന്ന ഫീഡ്ബാക്ക് ശ്രദ്ധിച്ച് കേൾക്കും. ഓക്കെ, ദ ഗുഡ്, ദ ബാഡ് ആൻഡ് ഈവൻ ദ അഗ്ലി. ഓക്കെ, നല്ലത്, മോശം ആൻഡ് വളരെ കഷ്ടകരമായ കാര്യങ്ങളും. എവറി എക്സ്പീരിയൻസ് ഇസ് വർത്ത് ലൈഫ് ജേർണി. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് മോശം എക്സ്പീരിയൻസ് ആയിരിക്കും, ചിലപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, കഷ്ട എക്സ്പീരിയൻസ് ആയിരിക്കും. എവറി എക്സ്പീരിയൻസ് ഇസ് വർത്ത് ലൈഫ് ജേർണി. അതൊക്കെ നല്ലതിനാണ്. ഓക്കെ, നിങ്ങൾക്ക് അതൊക്കെ നല്ലതിനാണ്. ഓക്കെ, ഫോർ ഐ ഓൾവേസ് ബി മാർവൽ എന്ന് പറഞ്ഞാൽ അന്തം വിട്ടുപോകും. ഓക്കെ, നമ്മൾ ഷോക്ക്ഡ്. ഓക്കെ, അല്ലെങ്കിൽ സർപ്രൈസ്. ഓക്കെ, ഷോക്ക്ഡോ അല്ലെങ്കിൽ സർപ്രൈസ്, ഷോക്ക്ഡ്. ഓക്കെ, ഷോക്ക്ഡ് ഇൻ എ ഗുഡ് വേ. ഓക്കെ, ഇൻ എ ഗുഡ് വേ, നല്ല രീതിയിൽ നമുക്ക് ഷോക്ക്, അന്തം വിട്ടു പോകും. ഓക്കെ, വെനെവർ ഐ ട്രാവൽ. ഓക്കെ, വെനെവർ ഐ ട്രാവൽ. ഇത്രയുള്ള ഈ പോയം പറയുന്നത് മക്കളെ. പോയം വീണ്ടും പറയാണ്,
പോയിട്ട് ട്രാവൽ ചെയ്യുമ്പം കിട്ടുന്ന എക്സ്പീരിയൻസ് അല്ലേ, നമ്മൾ ഫ്രം റെയിൽവേ ക്യാരേജ് എന്താണ് ആ റെയിൽവേ സ്പീഡും ആ സീനറി അതാണ് പറയുന്നത്. ഇവിടെ എന്താണ് എക്സ്പീരിയൻസസ്, ആൾക്കാരെ കാണുന്നതും സങ്കടങ്ങളും അല്ലേ സന്തോഷങ്ങളും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൾച്ചേഴ്സ് മീറ്റ് ചെയ്യുന്നത്, അതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ആരാണ് പറയുന്നത് ജോഷുവ ഫെർണാണ്ടസ് പറയുന്നത്. വളരെ സിമ്പിൾ പോയമാണ്. ഇതിൽ പോയറ്റിക് ഡിവൈസസ് ഒക്കെ നോക്കാം അല്ലേ, ഇടയ്ക്കിടയ്ക്ക് എന്താ റെപ്പറ്റീഷൻ ഉണ്ട്. എന്തിനെയാണ് ഐ ട്രാവൽ അല്ലേ, ഐ ട്രാവൽ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു ആപ്പിളിൻ്റെ പുതിയ ട്രാവൽ ഡിവൈസ് പോലെ ഉണ്ട്. ഐ ട്രാവൽ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ട്രാവലാണ് ഇവിടെ ഇയാൾ ട്രാവൽ ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. റൈം സ്കീം കാണാൻ പറ്റുന്നുണ്ട് AABB അല്ലെങ്കിൽ AABB. റൈം സ്കീം ചിലവിടത്ത് ഇതെന്താണ് റൈമിങ് വേർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഫുൾ റൈം സ്കീം ഉണ്ടെന്ന് പറയണ്ട കേട്ടോ, ഫുൾ റൈം സ്കീം ഉണ്ടെന്ന് പറയുന്നത് റൈമിങ് വേർഡ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണ് ഇമേജറി, ഇവിടെ വളരെ സിമ്പിളായിട്ട് എന്താണ് സൈലൻറ്റ് ക്രൈ, ആസ്കിങ് ദെൻസെൽഫ് ക്വസ്റ്റ്യൻ വൈ. ഇവിടെ എന്താണ് ട്രൈബ്സ്മെൻ അവരുടെ മുഖങ്ങൾ കൊണ്ട് മനസ്സിലാക്കും, കുട്ടികൾ എന്താണ് അവരുടെ ലേസസും കൊണ്ട് മനസ്സിലാക്കും. ഓക്കെ, അവരുടെ ഹെയർ സ്റ്റൈലും ഡ്രസ്സും സ്റ്റൈലൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ എവിടുത്തെ ആളാണ്. ഓക്കെ, പിന്നെ എന്താണ് അലിട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ദ ഗുഡ് ദ ബാഡ് ദ അഗ്ലി അല്ലേ, ദ ഗ ബ അതൊക്കെ വെച്ചിട്ട് റിപ്പീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് മിക്സ് വിത്ത് മെനി റേസസ് മാ സൗണ്ട് റിപ്പീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി അസണൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഐ ട്രാവൽ വിത്ത് മെനി ഡിഫറെൻറ്റ് പ്ലേസ്. ഇവിടെ ആ ഐയും സൗണ്ട് റിപ്പീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ട്രാവൽ ടു മെനി ഡിഫറെൻറ്റ് പ്ലേസസ്. ഓക്കെ, അതേപോലെ ഐ ട്രാവൽ ടു മെനി ഡിഫറെൻറ്റ് പ്ലേസസ്. ഓക്കെ, ഐ ഓക്കെ മിക്സ് വിത്ത് മെനി റേസസ്. ഓക്കെ, ഇവിടെ കുറേ സൗണ്ടുകൾ ആ സൗണ്ട് റിപ്പീറ്റ് ആവുന്നുണ്ട്, ഐ സൗണ്ട് റിപ്പീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, സിംബലിസം കാണാൻ പറ്റും മക്കളെ. ഐ ട്രാവൽ വിത്ത് മൈ പെൻ. പെന്നും കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല എനിക്ക് നല്ല പാർക്കറിൻ്റെ പെന്നുണ്ടെന്ന് കാണിക്കാനാണ്. അല്ല, ഐ ട്രാവൽ വിത്ത് മൈ പെൻ എന്ന് പറയുമ്പോൾ എന്താണ്, പെൻ എന്ന് പറയുമ്പോൾ റൈറ്റിംഗ് സ്റ്റോറി ടെല്ലിങ് ആൻഡ് ഈ പോയിട്ട് അവിടെ നിന്ന് എഴുതുകയാണ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. അതേപോലെ എക്സ്പീരിയൻസ് എവറി എക്സ്പീരിയൻസ് ഇസ് വർത്ത് ലൈഫ് ജേർണി സിമ്പിൾ. ലൈഫ് ജേർണി എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാം സഞ്ചാരങ്ങളും എന്താണ് വേർത്താണ്, എല്ലാം നല്ലതിനാണ്. ഓക്കെ, എല്ലാം അതിനെ അർഹിക്കുന്ന വിലയുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ഓരോന്ന് പഠിക്കുന്ന ആ ഗ്രോത്ത് ആണ് പറയുന്നത്. ഓക്കെ, കോൺട്രാസ്റ്റ് എന്താണ് എന്താണ് ഡിഫറെൻറ്റ് ഐഡിയസ്. ഓക്കെ, ദ ഗുഡ് ദ ബാഡ് ദി അഗ്ലി, അവിടെ പോസിറ്റീവ് നെഗറ്റീവിൻ്റെ കാര്യം പറ്റി പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഈ പോയിറ്റിക് ഡിവൈസസിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലാതെ ഇവിടെ പെർസോണിഫിക്കേഷൻ ഉണ്ട്. പെർസോണിഫിക്കേഷൻ ഇല്ല കേട്ടോ, ഇത് കഴിഞ്ഞ വേറൊരു പോയിറ്റിൻ്റെയാണ്. ഐ എം വെരി സോറി, അറിയാണ്ട് ഇവിടെ വന്നു പോയതാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ പോയത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ പോയത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ പോയം അപ്രിസിയേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വേഗം വായിച്ചു നോക്കുക. നോട്ട്സ് നിങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി കിട്ടും. നിങ്ങൾക്ക് എപ്പോഴും റൈം സ്കീം ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക. ഇവിടെ നിങ്ങൾക്ക് എല്ലാം AB ഇവിടെ എന്താണ് A കാണാൻ പറ്റില്ലേ, പക്ഷേ അത് മാത്രമാണ് നിങ്ങൾ ഇനിയും ചെക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത സ്റ്റാൻസ് ഒന്ന് പോയി നോക്കിയാൽ ഇവിടെ വോയിസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമ്മൾ എല്ലായിടത്തും നിന്ന് ഉറപ്പിക്കണം. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഇവിടെ പ്ലേസസ് റേസ് A ഫേസസ് ലേസസ്. ഓക്കെ, B ശരിക്കും നിങ്ങൾക്ക് തോന്നും A അല്ലേ എന്ന്, പക്ഷെ അവിടെ ഉറപ്പില്ല അല്ലേ, AABB ആവാം A അപ്പം നിങ്ങൾ അടുത്ത് നോക്കിയാൽ ടെസ്റ്റിമണി അപ്പം A അഗ്ലി. ഓക്കെ, ഇവിടെ ടെസ്റ്റിമണി, ഇവിടെ A വീണ്ടും വരാം. മാർവൽഡ് ട്രാവൽ അല്ലേ, ഇവിടെ ഒന്നുമില്ല. അപ്പം നിങ്ങൾ പറയേണ്ടത്, അപ്പോൾ നിങ്ങൾക്ക് ഒരു പാറ്റേൺ എല്ലായിടത്തും കാണാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് പറയാം A അല്ലെങ്കിൽ AABB അല്ലെങ്കിൽ എന്താ റൈമിങ് വേർഡ്സ് ഉണ്ട്. അപ്പോൾ റൈമിംഗ് ഉണ്ട്, പ്രോപ്പർ റൈം സ്കീം ഉണ്ടെന്ന് പറയണ്ട. ഓക്കെ, വീണ്ടും തീം മറക്കരുത്. തീം ഇസ് അബൌട്ട് ദ ജോയ് ഓഫ് ട്രാവലിംഗ് ആൻഡ് ലേണിംഗ് ഫ്രം എക്സ്പീരിയൻസസ്, ഡിസ്കവറിംഗ് ഡിഫറെൻറ്റ് പീപ്പിൾ, പ്ലേസസ് ആൻഡ് കൾച്ചേഴ്സ്. അതോടെ ഈ പോയം കഴിഞ്ഞു. ഓക്കെ, പിന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിലും ഇവിടെ സ്റ്റെപ്പിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റെഡി? അപ്പോൾ നമ്മൾ ഈ പോയമും കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് 2 പോയമ പഠിക്കാനുള്ള മക്കളെ. ഫസ്റ്റ് ഷവേഴ്സും അതേപോലെ തന്നെ എവിടെ പോയി ഫസ്റ്റ് ഷവേഴ്സും സോങ് ഓഫ് ദ റെയിൻ എന്തുണ്ടായിരുന്നു നോക്കട്ടെ ഒരു സെക്കൻഡ് മക്കളെ. ഫസ്റ്റ് ഷവേഴ്സും ഒരു പോയമും കൂടി എന്തായിരുന്നല്ലോ, ഏത് പോയം വരുന്നത്, ഞാൻ ഒന്ന് നോട്ട് എടുക്കട്ടെ, ഒരു സെക്കൻഡ് ചെക്ക് ചെയ്യട്ടെ. എല്ലാവരും ഫുൾ കോൺസെൻട്രേഷനിലിരിക്കുക, ഉറക്കമൊന്നും വരേണ്ട, ഫുൾ പവർ വേണം. അതിനാണ് അൻസാർ പാട്ടൊക്കെ പാടിയത്, ഉറക്കമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട്. ഓക്കെ, റെഡി? ഞാൻ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ വിട്ടുപോയ നോട്ട്സിൽ വെക്കാൻ വേണ്ടിയിട്ട്, നോട്ട്സിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഡോണ്ട് വറി ഞാനിവിടെ തരുന്നുണ്ട്. ഫസ്റ്റ് ഷവേഴ്സ് ഫ്രം എ റെയിൽവേ ക്യാച്ച് മാർവലസ്. ഓക്കെ, സോങ് ഓഫ് ദ ഫ്ലവർ ഉണ്ട് അല്ലേ. സോങ് ഓഫ് ദ ഫ്ലവർ ഞാൻ ഈ നോട്ടിൽ വെച്ചിട്ടില്ല, പക്ഷെ നോട്ട് വരി എനിക്കിതിൽ ആഡ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ 2 പോയം കൂടി ഉണ്ട് അലൻസാറിന്, അതുകൊണ്ട് ഹരിജാമിസം ബാക്കി പഠിപ്പിക്കും കേട്ടോ. നിങ്ങൾക്ക് വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്, അതൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഡോണ്ട് വറി സവർ ഉണ്ട്, സോങ് ഓഫ് ദ ഫ്ലവർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, നോട്ട് വറി. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തേക്ക് പോകാം, വേഗം ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം ഇത് ചെയ്യാം. എന്താണ് നമ്മുടെ ഈ പോയത്തിൻ്റെ പേര് എന്താണ്? ആ പോയത്തിൻ്റെ പേര് ഈ പോയം. ഓക്കെ, നമുക്ക് പോവാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് ഷവേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ഷവേഴ്സ് ബൈ നളിനി ശർമ്മ. പേര് കേട്ടാൽ മനസ്സിലാവും ഇന്ത്യൻ ആണ്. ഓക്കെ, ഇന്ത്യൻ പോയിട്ടാണ്. ഫസ്റ്റ് ഷവേഴ്സ്, ആ ആദ്യ മഴക്കാലം അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ചൂടുകാലം കഴിഞ്ഞു, എക്സാം ഒക്കെ കഴിഞ്ഞു, സ്കൂളിൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുടങ്ങാൻ പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഇന്ന് എന്താണ് ലീവ് കിട്ടണേ, ഇന്ന് എന്താണ് ന്യൂസിൽ വരണം, നാളെ സ്കൂളില്ലാതെ ലീവ് കിട്ടണം അല്ലേ. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ മഴ വരുന്ന രസം വേറെ തന്നെ അല്ലേ. കേരളത്തിലുള്ള നമുക്ക് ഇത്രയും മഴ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഓബ്വിയസ്ലി മഴ കാരണം പ്രശ്നങ്ങളുണ്ട്, വെള്ളം കയറുന്നൊക്കെ. പക്ഷെ എന്നാൽ ആ മഴേൻ്റെ ബ്യൂട്ടീനെ പറ്റിയിട്ടാണ്, നമ്മൾ ആദ്യത്തെ ആ മഴ വരുന്നതിൻ്റെ ബ്യൂട്ടീനെ പറ്റിയിട്ടാണ് നളിനി ശർമ്മ പറഞ്ഞിരിക്കുന്നത്. ഷീ ഈസ് എ ബൈലിംഗ്വൽ ഇന്ത്യൻ റൈറ്റർ. ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതും. ബെസ്റ്റ് പോയിറ്റ് ഓഫ് ദി ഇയർ 2003 കിട്ടിയിരിക്കുകയാണ്. ഇതാണ് നളിനി ശർമ്മ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ എഴുതിയത് നോക്കാം. ദ തീം ഓഫ് ദ ഫസ്റ്റ് ഷവേഴ്സ് പോയം, ഓക്കെ, is joy and relief that rain brings after hot and tiring. ഒരു ചൂടുള്ള ദിവസമല്ലേ, വേർത്ത് ഇങ്ങനെ കുളിച്ചിരിക്കുകയായിരിക്കും, ഫാൻ്റെ അടി നിന്നിട്ടൊന്നും കാര്യമില്ലേ. പക്ഷെ ആ തണുത്ത മഴ ഇങ്ങ് വരുമ്പോൾ അല്ലേ, ആ ഫുൾ ടെമ്പറേച്ചർ അങ്ങ് താഴും, വേറെ തന്നെ രസമാണ് അല്ലേ. ഇറ്റ് സെലിബ്രേറ്റ്സ് നേച്ചേഴ്സ് എബിലിറ്റി ടു റിഫ്രഷ് ആൻഡ് റിന്യൂവിൻ അല്ലേ. നേച്ചറിന് വേറെ തന്നെ പവർ അല്ലേ, വേറെ തന്നെ പവറാണ് നേച്ചറല്ല, നേച്ചറിന്. ഓക്കെ, എന്താണ് അതിനൊരു ഫ്രഷ് ആക്കാൻ വേണ്ടി അല്ലേ, ഫ്രഷ് ആക്കാൻ വേണ്ടി ഒരു ഫീലിംഗ് ആണ്. ഹൈലൈറ്റിംഗ് ദ ബ്യൂട്ടി ആൻഡ് സൂത്തിങ് എഫക്ട് ഓഫ് ദ ഫസ്റ്റ് റെയിൻ അല്ലേ. നമുക്ക് ഒരു സങ്കടവും ദേഷ്യമൊക്കെ ഉണ്ട്, ഒരു മഴ വന്നാൽ ശരിയാവുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. സമ്മറി ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിക്കാം. സ്ട്രക്ചർ എങ്ങനെയാണ്? 15 ലൈൻസ് ഉണ്ട് കേട്ടോ. ദ പോയം ഡസ് നോട്ട് ഫോളോ സ്ട്രിക്ട് സ്റ്റാൻസ് ഒന്നുമില്ല കേട്ടോ. 4 ലൈൻ 4 വരി അങ്ങനെയൊന്നുമില്ല. എന്താണ്, ബട്ട് ക്യാൻ ബി 3 സെക്ഷൻസ് ഉണ്ട്. എന്താണ്, ഫസ്റ്റ് എന്താണ് ബേസിക്കലി എന്താണ്, പോയിറ്റ്സ് പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് റെയിൻസ്. ഓക്കെ, പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് നേച്ചർ. ഓക്കെ, നേച്ചർ ഇങ്ങനെ എന്താണ് റെയിനെ കൊണ്ട് മാറ്റിക്കുന്നത്. ഓക്കെ, ദ പോയിറ്റ്സ് റിഫ്ലക്ഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. ഓക്കെ, മഴയിനോടുള്ള നന്ദിനെ പറ്റി. ആ 3 സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, റൈം സ്കീം പറഞ്ഞ മക്കളെ ലൂസ് റൈം സ്കീം, അങ്ങനെ പ്രോപ്പർ റൈം സ്കീം ഇല്ല, റൈമിംഗ് ഉണ്ട്. ഓക്കെ, റൈമിംഗ് ഉണ്ട്. ടോൺ എന്താണ്, ജോയ്ഫുൾ, റിഫ്ലക്റ്റീവ്, ഒരു ഹാപ്പിനെസ് അല്ലേ. മഴ വരുമ്പോൾ എന്ത് രസമാണെന്നൊക്കെ പറ്റി എഴുതുന്നു. ഓക്കെ, ആൻഡ് വിവിഡ് ഇമേജറി ഉണ്ട്, പെർസോണിഫിക്കേഷൻ അതൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കൊന്ന് വായിച്ച് നോക്കാം. As I returned from my workplace, cool drops kissed my past face. Soon as the first showers caught me unawares and soaked me, soothing my frayed nerves, the very lines did it promptly erase. ഇവിടെ പറയുന്നത് എന്താണ്, ഇങ്ങനെ ഇത്രയും ഇങ്ങനെ എന്താണ് സന്തൂർ പരിസ്ഥിതിയിലെ പോലെ ഇങ്ങനെ കുളിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ചു വരും. നിങ്ങൾ ആലോചിക്കുക, സ്കൂൾ കഴിഞ്ഞ് മടുത്ത് വരുമ്പോൾ അല്ലേ, ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സ്കൂൾ കഴിഞ്ഞ് എക്സ്ട്രാ ക്ലാസ്സോ അല്ലെങ്കിൽ ട്യൂഷനോ എല്ലാം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് തിരിച്ച് വരുമ്പോൾ ഇങ്ങനെ മടുത്തിട്ടായിരിക്കും. ഒരു ബാഗൊക്കെ വെച്ച് വരുമ്പോൾ നല്ല ചൂടും കൂടെ ഉണ്ട്, ആലോചിക്കുക കഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ്, കൂൾ ഡ്രോപ്സ്, തണുത്ത എന്താണ് വെള്ളത്തുള്ളികൾ, കിസ്ഡ് മൈ പാസ്റ്റ് ഫേസ്. ഓക്കെ, എന്താണ് എൻ്റെ ഡ്രൈ ആയ മുഖം എന്താണ് അത് ഉമ്മ വെച്ച് എന്താണ് ഡ്രൈവ് എന്താണ് ഈ കൂൾ ഡ്രോപ്സ്. ഓക്കെ, അത് ഉമ്മ വെച്ച് അപ്പോൾ തന്നെ വേറെ തന്നെ ഇങ്ങനെ അല്ലേ, ഇങ്ങനെ ഹാപ്പി ആയിരിക്കും അല്ലേ. സൂൺ ദ ഫസ്റ്റ് ഷവേഴ്സ് കോട്ട് മീ അൺഅവെയർസ്. അൺഅവെയർസ് എന്ന് പറയുമ്പോൾ എന്താണ്, അൺഅവെയർ, ഈ എസ് വെറുതെ ഇട്ടു എന്നുള്ളൂ. ഓക്കെ, ഒരു പോയറ്റിക് ലൈസൻസ്. ഓക്കെ, അവിടെ എന്താണ് ഞാൻ പ്രതീക്ഷിക്കില്ല, അപ്രതീക്ഷിതമായിട്ട് എന്താണ് കൂൾ എന്താണ് വെള്ളം വന്ന് എന്താണ് മഴ പെയ്തു. ആൻഡ് സോക്ഡ് മീ സൂതിങ് മൈ ഫ്രീഡ് നെർവ്സ്. ഫ്രീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മടുത്തിരിക്കുന്ന എൻ്റെ മനസ്സിനെ. ഓക്കെ, മടുത്തിരിക്കുന്ന എൻ്റെ മനസ്സ് ഇങ്ങനെ ഭയങ്കര നമ്മുടെ മനസ്സിനുള്ള കുറേ സാധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇംഗ്ലീഷ് എക്സാം ഉണ്ട്, അതുണ്ട്, എല്ലാം കൂടി പറ്റുന്നില്ല. ഒരു മഴ വരുമ്പോൾ എന്താണ് അതിനൊക്കെ ഒന്ന് കാം ഡൗൺ ബേബി ഫൻത. ആ കാം ഡൗൺ എന്ന് പറയുന്ന പോലെ അവൻ പെട്ടെന്ന് കൂളാക്കി. ഓക്കെ, ആൻഡ് സോക്ഡ് മീ ഇൻ മൈ സൂതിങ് ഫ്രേസ്, ദ വെരി ലൈൻസ് ഡിഡ് ഇറ്റ് പ്രോംപ്റ്റ്ലി ഇറേസ്. ഓക്കെ, വെരി ലൈൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ടയർഡ് ലൈൻസ്. നമുക്ക് ഇങ്ങനെ മടുക്കുമ്പോൾ നമ്മുടെ ഇങ്ങനെ എന്താണ് നെറ്റിയിൽ ഇങ്ങനെ വരകൾ വരില്ല, ആ വരകളൊക്കെ ആ ടെൻഷൻ അടിക്കുന്ന ആ ദേഷ്യത്തിൻ്റെ വരകളൊക്കെ എന്താണ് പ്രോംപ്റ്റ്ലി പെട്ടെന്ന് തന്നെ എന്താണ് അത് മായച്ചു കളഞ്ഞു. അപ്പം മഴേൻ്റെ ആ ഫീലിംഗ് ആണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഒരു പെർസോണിഫിക്കേഷൻ ഉണ്ട്. മഴത്തുള്ളികൾ നമ്മളെ ഉമ്മ വെക്കാൻ പറ്റില്ല, മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നതിനാണ് കിസ് ചെയ്യുക. അപ്പം അതിനെ പെർസോണിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ കൂൾ ഡ്രോപ്സ് കിസ്ഡ്, അവിടെ അലിട്രേഷൻ ഉണ്ട്, ഇമേജറി ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ വരകൾ കളയുന്നതാണ് എന്താണ് ഇമേജറി. Of day-long heat and fatigue from my visage, wet clothes clung to my body like an infant. To its mother's bosom, unsteady my gait. The dusty trees stood bathed in an instant, and dressed in washed green looked magnificent.
ദി സെൻറ്റഡ് എർത്ത് റെസ്പ്ലെൻഡൻറ്റ് ആൻഡ് ഡാംപൻഡ് ഗ്ലോറി. വളരെ സിമ്പിളാണ്. ഇവിടെ നേച്ചറിനെയും ഈ മഴ കാരണം ഉണ്ടാകുന്ന എഫക്റ്റ്, ആദ്യം മഴ വരുമ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസ്, പോയത്തിന് ഉണ്ടാകുന്ന പേഴ്സണൽ എക്സ്പീരിയൻസ്, ഇവിടെ എന്താണ് മഴ വരുമ്പോൾ നേച്ചറിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ്. ഓക്കെ, ഒരു ദിവസം മൊത്തം ചൂടും മടുപ്പും കാരണം എന്താണ് ഫ്രം മൈ വിസേജ്, എൻ്റെ ഫേസ്. ഓക്കെ, ഒരു മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഭയങ്കര ചൂടും കഷ്ടമുള്ള ദിവസമായിരുന്നു. ഓക്കെ, വെറ്റ് ക്ലോത്ത്സ് clung to my body like an infant to its mother's bosom. ഓക്കെ, മനസ്സിലാക്കണം എന്താണ്, നമ്മൾ നനഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നനഞ്ഞ് ഒട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുമല്ലേ, ഒട്ടിപ്പിടിച്ചതും നിങ്ങൾക്കറിയില്ല, നന്നായിട്ട് വേർത്താൽ ഒട്ടിപ്പിടിച്ചിരിക്കും. പക്ഷേ ഇവിടെ നിന്നാണ് നനവ് കാരണം അല്ലേ, മഴ കാരണം ഒട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ലൈക്ക് എൻ ഇൻഫൻറ്റ്, കുഞ്ഞു വാവ ടു ഇറ്റ്സ് മദേഴ്സ് ബുസം. ഓക്കെ, എന്താണ് മക്കളെ, ഒരു കുഞ്ഞു വാവ അമ്മേനെ നെഞ്ചത്തോടെ ഇങ്ങനെ അടിച്ചല്ലെങ്കിൽ അടുത്ത് അതേപോലെ, ഓക്കെ, ഇങ്ങനെ നെഞ്ചത്തോട് അടുത്തേക്ക് നിൽക്കുന്ന പോലെ തന്നെ നമ്മുടെ ഡ്രസ്സ് എന്താണ് നമ്മുടെ മേത്തിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അൺസ്റ്റഡി മൈ ഗേറ്റ്. ഓക്കെ, അൺസ്റ്റഡി മൈ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ നടത്തം കുറച്ച് ബാലൻസ് പോകുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ദ ഡസ്റ്റി ട്രീസ് സ്റ്റുഡ് ബേത്ത് ഇൻ ആൻ ഇൻസ്റ്റന്റ്. പെട്ടെന്ന് എന്താണ് ആ പൊടി പിടിച്ച മരമൊക്കെ എന്താണ് കുളിക്കുന്ന പോലെ തോന്നി. ഡ്രസ്ഡ് ഇൻ വാഷ്ഡ് ഗ്രീൻ, നല്ല ഫ്രഷ് പച്ച ലുക്ക്, എന്താണ് ദ സെൻറ്റഡ്, ആ ഒരു പുതിയൊരു മണമൊക്കെ വന്നിട്ട് ഭയങ്കര ഫീലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ഇമേജറി ഉണ്ട്, ഇതെന്താണ് സിമിലി, എന്താണ് ലൈക്ക് എൻ ഇൻഫൻറ്റ്, കുഞ്ഞു വാവേനെ പോലെ എന്താണ് എൻ്റെ നനഞ്ഞ തുണികൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. പിന്നെ എന്താണ് പെർസോണിഫിക്കേഷൻ, ഡസ്റ്റി ട്രീസ്, മരങ്ങൾ കുളിക്കുക മക്കളെ ഇല്ല, മനുഷ്യരെ കുളിക്കുകയുള്ളൂ. സെൻറ്റഡ് എർത്ത് റെസ്പ്ലെൻഡൻറ്റ് ഇൻ ഡാംപൻഡ് ഗ്ലോറി, അല്ലേ, എർത്ത് ഇങ്ങനെ എന്താണ് അഭിമാനത്തോടെ വൃത്തിയിൽ നിൽക്കുന്ന പോലെയാണെന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഇമേജറി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കി ചെയ്യാം. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. സട്ട് ഇൻ ഡസ്റ്റ് ഗിവിങ് റിസ്പൈറ്റ് ടു ദ ട്രാവലേഴ്സ് വെയറി. ഓക്കെ, അപ്പം നമ്മൾ പൊടി പിടിച്ചിങ്ങനെ നിൽക്കുന്ന നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പോകുന്നവരെന്താണ് ട്രാവലേഴ്സിൻ്റെ സങ്കടത്തിന് അങ്ങ് ബൈ ബൈ പറയുന്നു. ഓക്കെ, ടു താങ്ക് ദ റെയിൻ ഗോഡ് ഐ ലുക്ക്ഡ് അപ്പ് ഇൻ ദ സ്കൈ. അപ്പം ആ മഴേൻ്റെ ദൈവത്തിനെ നോക്കി നന്ദി പറയാൻ വേണ്ടി മേലേക്ക് ഇങ്ങനെ നോക്കി. മോർ ഡ്രോപ്സ് ഡ്രൻച്ച് മീ ഓൺ ദ സ്ലൈ എന്ന് പറയുമ്പോൾ സീക്രട്ടായിട്ട് എന്നെ കുറച്ചുകൂടി ഞാൻ മേലേക്ക് നോക്കി നന്ദി പറയാൻ നോക്കുമ്പോൾ എന്നെ വീണ്ടും നനച്ചു. ഓക്കെ, മാർവലിംഗ് അറ്റ് ദിസ് വണ്ടർ. മാർവലിംഗ് നമ്മൾ വേറെ പോയതിൽ കണ്ടിട്ടില്ലേ, മാർവൽ ഫ്രം മാർവലസ് ട്രാവൽ ഉണ്ട് അല്ലേ. മാർവലിംഗ് അറ്റ് ദിസ് വണ്ടർഫുൾ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. ഞാൻ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക ഈ നേച്ചറിൻ്റെ ഒരു പവറിനെ ആലോചിച്ചിട്ട്. ഐ ഹറീഡ് ഹോം വേഡിങ് ത്രൂ ദ ഗർഗ്ലിംഗ് വാട്ടർ. മക്കളെ, വേഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാറുകളെ പറ്റി അറിയാം, വാട്ടർ വേഡിംഗ് എന്ന് പറയും അല്ലേ, വെള്ളത്തിൽ കൂടെ കുറച്ച് ലെവൽ വരെ പോകാൻ പറ്റുന്ന കാറുകളുണ്ടാവും അല്ലേ. അപ്പോൾ അതേപോലെ വേഡിംഗ് എന്ന് പറയുമ്പോൾ വെള്ളം ഇങ്ങനെ നനഞ്ഞേക്കുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ വെള്ളം തെറിപ്പിച്ചിങ്ങനെ പോകുന്നു അല്ലേ. വേഡിംഗ് ത്രൂ ദ ഗർഗ്ലിംഗ് വാട്ടർ, ഗർഗ്ലിംഗ് ഇങ്ങനെ ഗുളുഗുളുകളോ എന്ന് പറഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ലേ, അതിൽ കൂടെ വേഗം വീട്ടിലേക്ക് പോകും. അപ്പം പോയിട്ട് നേച്ചറിനെ ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ പവറിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ. എങ്ങനെയാണ് റെയിൻ ഇത്ര പെട്ടെന്ന് എല്ലാവരുടെയും മൂഡ് ഹാപ്പി ആക്കുന്നത്, എല്ലാം നന്നാക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അത്രയുള്ള സമയം പോയം അപ്രീസിയേഷൻ ഒന്ന് വേഗം നോക്കാം. ഫസ്റ്റ് ഷവേഴ്സ് ബൈ നളിനി ശർമ്മ ഇസ് എ ബ്യൂട്ടിഫുൾ പോയം ദാറ്റ് ക്യാപ്ചേഴ്സ് ദ ജോയ് ആൻഡ് റിലീഫ് ആഫ്റ്റർ ദ ഫസ്റ്റ് ഡേ. ഫസ്റ്റ് റെയിൻ വരുമ്പോൾ ആ കഷ്ടങ്ങളൊക്കെ പോകുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ദ പോയിറ്റ് വിവിഡ്ലി ഡിസ്ക്രൈബ് ഹൗ റെയിൻ റിജൂവിനേറ്റ്സ്, റിഫ്രഷസ്, ഓക്കെ, ബൈ വാഷിംഗ് അവേ, ആ മടുപ്പൊക്കെ കളയുന്നു, റിഫ്രഷിങ് സ്പിരിറ്റൊക്കെ അങ്ങ് വരുന്നു. നേച്ചർ comes alive as the dusty trees turn lush green. ഓക്കെ, ആ കുളിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ എഴുതുന്നുണ്ട്. അപ്പം പോയറ്റിക് ഡിവൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പോയം അപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഫൈനാൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത്രയുള്ള മക്കളെ, ഫസ്റ്റ് ഷവേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്താണ് ജോയ് ആൻഡ് റിലീഫ് ദാറ്റ് റെയിൻ ബ്രിങ്സ് ആഫ്റ്റർ എ ഹോട്ട് ആൻഡ് ടയറിംഗ് ഡേ. അതാണ് ഇവിടെ പറയുന്നത്. ഇത് എഴുതി വെക്കുക, ഇതിലെല്ലാ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഫസ്റ്റ് മഴ എന്നെ പോലെ ഇഷ്ടമാണെങ്കിൽ, ഓക്കെ, ഓബ്വിയസ്ലി നനഞ്ഞ് എന്ന് തിരിച്ച് കുളിക്കുന്നതിനെ പറ്റി ആയിരിക്കും എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ മഴ കൊള്ളാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, എല്ലാവരും ഹാർട്ട് ഇമോജി ഇടുക. ഓക്കെ മക്കളെ, അതോടെ ഫസ്റ്റ് ഷവേഴ്സ് എന്നുള്ള ഈ പോമും കഴിഞ്ഞു. ഓക്കെ, ഇനി കമ്മിങ് ടു അലൻ സാറിൻ്റെ ലാസ്റ്റ് പോം. ഓക്കെ, അത് കഴിഞ്ഞാൽ ഹരിജ മിസ് ബാക്കി എടുക്കുന്നതായിരിക്കും. ഓക്കെ, സോങ് ഓഫ് ദി ഫ്ലവർ ബൈ ഖലീൽ ജിബ്രാൻ. ഓക്കെ, ഇത് വെരി ഫേമസ് റൈറ്റർ, വളരെ ഫേമസ് റൈറ്ററാണ്. ചിലപ്പോൾ നമ്മുടെ ജനറേഷൻ അത്ര ഫേമസ് ആയിരിക്കും, നിങ്ങളുടെ പേരൻസിനോട് വെച്ചൊക്കെ അച്ഛ അമ്മ ഖലീൽ ജിബ്രാനെ പറ്റി കേട്ടിട്ടുണ്ടോ, വളരെ ഫേമസ് ആണ്. ഓക്കെ, സോങ് ഓഫ് ദി ഫ്ലവർ ഇവിടെ നേച്ചറിനെ പറ്റിയിട്ട് അല്ലേ, നമ്മുടെ ഫസ്റ്റ് ഷവേഴ്സ് പോയത്തിലായിട്ട് വളരെ ലിങ്ക്ഡ് ആണ്, ഇത് സെയിം യൂണിറ്റിലാണ്, ആ കാര്യം മറക്കരുത്. ദ തീം ഓഫ് ദ പോം ഇസ് ബ്യൂട്ടി, ജോയ് ആൻഡ് വിസ്ഡം ഓഫ് എ ഫ്ലവർ. ഒരു മക്കളെ, ഒരു പൂവിനെ പറ്റിയിട്ടാണ്, പൂവിൻ്റെ ബ്യൂട്ടി, അതിൻ്റെ ജോയ്, അതിൻ്റെ സന്തോഷം, അതിൻ്റെ ആ വിവരം, അതിൻ്റെ ആ ഒരു കുറേ കാലത്തെ വിവരം ഇല്ലേ ശേഖരിച്ച് വെച്ചിരിക്കുക, അതിനെ പറ്റിയിട്ടാണ്. ഇറ്റ് സിംബലൈസസ് നേച്ചേഴ്സ് കണക്ഷൻ ടു ലൈഫ്, സീസൺ, ലവ്, ഹാപ്പിനെസ് ആൻഡ് സോറോ, ടീച്ചിങ് us to focus on the light and positivity rather than the darkness. ലൈഫിൽ കുറേ സങ്കടകരമായ കാര്യം നടക്കും, പക്ഷേ നിങ്ങൾ ആ ഹാപ്പിനെസ് അല്ലെ നല്ല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. ലെറ്റ്സ് സീ. ഖലീൽ ജിബ്രാനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു ലെബനീസ് ആർട്ടിസ്റ്റ്, പോയിറ്റ് ആൻഡ് റൈറ്ററാണ്. ലെബനീസ്. ഓക്കെ, എന്താണ് ദ പ്രോഫറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് വർക്കാണ്. അച്ഛനോട് അമ്മയോട് പ്രോഫറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ, വളരെ ഫേമസ് വർക്കാണ്. ഓക്കെ, കൺസിഡേർഡ് ദ തേർഡ് മോസ്റ്റ് പോപ്പുലർ പോയിറ്റ് ഇൻ ഹിസ്റ്ററി.
വേൾഡിലെ ഇന്നേ വരെയുള്ള ഏറ്റവും പോപ്പുലർ പോയറ്റ്സിലെ മൂന്നാമതായിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ ഒബ്വിയസ്ലി റാങ്ക് ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഷേക്സ്പിയറിൻ്റെ കൂടെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അത്രയും ഫേമസ് ആണ്, അത്രയും പോയറ്റ്സിലും അത്രയും വലിയ സ്റ്റാൻഡുള്ള ആളാണ് ഖലീൽ ജിബ്രാൻ. ഓക്കെ, the poem Song of the Flower celebrates the beauty, essence and wisdom of a flower. It describes the flower's connection to nature, seasons and the cycle of life. Lifeന്റെ സൈക്കിളിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, the flower brings joy with colors and fragrance. കളർഫുള്ളായിട്ട് മണം ഒക്കെ ഉള്ള സുഗന്ധം കൊണ്ടുള്ള ലൈഫാണ്. ഓക്കെ, പ്ലേസ് റോൾ ബോത്ത് ഇൻ ഹാപ്പിനെസ് ആൻഡ് ഇൻ സോറോ. അല്ലേ, ഇപ്പോൾ പൂക്കൾ നമ്മൾ എപ്പോഴാണ് കൊണ്ടുവരിക? ബൊക്കെയൊക്കെ നമ്മളൊരാൾക്ക് പ്രൈസ് കൊടുക്കുമ്പോഴോ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴോ ഒക്കെ നമ്മൾ പൂക്കൾ കൊടുക്കും. അതേപോലെ മരണത്തിൻ്റെ സമയത്തില്ലേ, മരണത്തിൻ്റെ സമയത്ത് നമ്മൾ റീത്തായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പൂക്കൾ ഉപയോഗിക്കും. അപ്പോൾ ഹാപ്പിനെസ്സിലും സാഡ്നെസ്സിലും ഉണ്ട്. ആൻഡ് എന്താണ് നമ്മളോട് പറയുന്നത്? ഇറ്റ് ടീച്ചേഴ്സ് അസ് ടു ഫോക്കസ് ഓൺ ദ ലൈറ്റ് ആൻഡ് പോസിറ്റിവിറ്റി. ആ ഹാപ്പിനെസ്സിൽ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സ്ട്രക്ചർ മക്കളെ 39 ലൈൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് എന്താണ്? പോയം ഇസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. എന്താണ് ഈ ഫ്രീ വേഴ്സ് മക്കളെ? ഫ്രീ വേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രിക്റ്റ് സ്റ്റാൻജിയോ റൈം സ്കീം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഈ ക്യാൻ ബി 4 സെക്ഷനായിട്ട് നമുക്ക് ഏകദേശം പറയാൻ പറ്റും. ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഫ്ലവേഴ്സ് ഒറിജിൻ, ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടായി വരുന്നതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇറ്റ്സ് റോൾ ഇൻ ദ സൈക്കിൾ ഓഫ് ദ ഡേ ആൻഡ് സീസൺ, ഒരു ദിവസം ഒരു കാലഘട്ടത്തിനെ പറ്റി പറയുന്നുണ്ട്. ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു ലൈഫ് ഇമോഷൻസ്, ലൈഫിൽ ഇമോഷൻസ് ഹാപ്പിനെസ് സാഡ്നെസ്സിലൊക്കെ ഇതെങ്ങനെയാണ് പങ്കാളിയാവുന്നത്. അതേപോലെ ഇറ്റ്സ് വിസ്ഡം, പോസിറ്റിവിറ്റി ആൻഡ് സീക്കിംഗ് ലൈറ്റ്. അപ്പോൾ നമ്മൾ ആ പോസിറ്റിവിറ്റിയിൽ എങ്ങനെ ഫോക്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം മക്കളെ, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് പഠിക്കാം. ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ലെറ്റ്സ് സ്റ്റാർട്ട്. I am a kind word uttered and repeated by the voice of nature. നേച്ചർ, പ്രകൃതിൻ്റെ ഒരു നല്ല എന്താണ് പാവം വാക്കാണ് ഞാൻ, ഒരു വാക്കാണ്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുന്നു. ഓക്കെ, അപ്പോൾ നേച്ചർ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഉണ്ടാക്കുന്നു എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഐ എം എ സ്റ്റാർ ഫോളൻ ഫ്രം ദ ബ്ലൂ ടെൻറ്റ് അപ്പോൺ ദ ഗ്രീൻ കാർപ്പറ്റ്. മക്കളെ, ബ്ലൂ ടെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ആകാശത്തിൽ നിന്ന്. ഗ്രീൻ കാർപ്പറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പുൽമേടുകളും വയലുകളൊക്കെയാണ് പറയുന്നത്. ഐ എം ദ ഡോട്ടർ ഓഫ് എലമെന്റ്സ് വിത്ത് ഹൂം വിന്റർ കൺസീവ്ഡ്, to whom spring gave birth. I was reared in the lap of summer and slept in the bed of autumn. ഇവിടെ പറയുന്നത് എന്താണ്? നേച്ചറാണ് എന്നെ ഉണ്ടാക്കിയത്. ഞാൻ എന്താണ്? ഐ എം എ സ്റ്റാർ, ഞാൻ നക്ഷത്രം പോലെയാണ്. മേലെ ആകാശത്തിൽ നിന്ന്, അല്ലേ, നമ്മൾ ആകാശത്തിൽ നിന്ന് ബ്ലൂ കളറുള്ള ആകാശത്തിൽ നിന്ന് ഗ്രീൻ കളർ നിലത്തേക്ക് വീണതാണ്. ഐ എം ദ ഡോട്ടർ ഓഫ് ദി എലമെന്റ്സ്. ആരുടെ? ഞാനൊരു കുട്ടിയാണ്. ആരുടെ? വിത്ത് ഹൂം വിന്റർ കൺസീവ്ഡ്, അല്ലേ, വിന്റർ ആയിട്ടുണ്ടായ ഒരു കുട്ടിയാണ്. അല്ലേ, വിന്റർ, തണുപ്പ് കാലമാണ് ഞാൻ, എൻ്റെ അച്ഛനമ്മ എന്ന് പറയുന്നത്. അല്ലേ, ടു ഹൂം സ്പ്രിംഗ് ഗേവ് ബർത്ത്. എന്നെ പ്രസവിച്ചതാരാണ്? സ്പ്രിംഗ് കാലഘട്ടം. വിന്ററിൽ ഞാൻ എന്താണ്? ഞാൻ എൻ്റെ അമ്മേൻ്റെ വയറ്റിനുള്ളിൽ എത്തി. അതാണ് കൺസീവ് ചെയ്യാന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ സ്പ്രിങ്ങിൽ ഞാൻ എന്താണ്? എൻ്റെ ബർത്ത്, അല്ലെ, ഞാൻ പുറത്തേക്ക് വന്നു. എന്താണ്? എന്നെ ഗേവ് ബർത്ത്, എന്നെ പ്രസവിച്ചു. ആൻഡ് റെയർഡ് ഇൻ ദ ലാപ്പ് ഓഫ് സമ്മർ. ഞാൻ എവിടെയാണ് വളർന്നു വന്നത്? സമ്മറിലും. ആൻഡ് എവിടെയാണ് ഞാൻ ഉറങ്ങിയതും? ഓട്ടം കാലത്തും. അപ്പം നേച്ചറായിട്ടും നേച്ചറിൽ എങ്ങനെ ഫ്ലവർ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഐ എം എ കൈൻഡ്. ഓക്കെ, അപ്പം എന്താണ് അവിടെ നിന്ന്? ഐ എം എ കൈൻഡ് വേർഡ്, ഞാനൊരു വാക്കാണെന്ന് പറയുന്നത് ഫ്ലവറിനെ മെറ്റഫോറിക്കലി കമ്പയർ ചെയ്തത്, മെറ്റഫറായിട്ടാണ്. ഐ എം എ സ്റ്റാർ, വീണ്ടും എന്താണ്? മെറ്റഫറാണ്. ഞാനൊരു കുട്ടിയാണ്. ആരുടെ? വിന്ററിൻ്റെ. അവിടെ പെർസോണിഫിക്കേഷൻ. ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അടുത്തത്, അറ്റ് ഡോൺ ഐ യുണൈറ്റ് വിത്ത് ദ ബ്രീസ് ടു അനൗൺസ് ദ കമ്മിങ് ഓഫ് ലൈറ്റ്. ഡോൺ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? മോർണിംഗ് സൺറൈസ്. ഓക്കെ, എന്താണ്? സൺറൈസ്, രാവിലെ പുലർച്ചയ്ക്ക്. ഓക്കെ, പുലർച്ചയ്ക്ക്. അയ്യോ ഇവിടെ അറ്റ് ഡോൺ മോർണിംഗ് സൺറൈസ്. ഓക്കെ, സൺറൈസ്. അവിടെ എന്താ സംഭവിക്കുക? രാവിലെ പുലർച്ചയ്ക്ക് എന്താ സംഭവിക്കുന്നത്? ഐ യുണൈറ്റ് വിത്ത് ദ ബ്രീസ്. അപ്പോൾ കാറ്റിനോട് ഞാൻ എന്താണ്? ഒരുമിക്കും. ടു അനൗൺസ് ദ കമ്മിങ് ഓഫ് പ്രകാശം വരട്ടെ, പ്രകാശം വരുന്നു എന്ന് പറഞ്ഞിട്ട് രാവിലെ ആയി എന്ന് പറഞ്ഞാൽ അലാം ക്ലോക്ക് പോലെ. അറ്റ് ഇവൻ ടൈഡ് എന്ന് പറയുമ്പോൾ നമ്മളെ വൈകുന്നേരം. ഓക്കെ, വൈകുന്നേരം. ഓക്കെ, വൈകുന്നേരം ഐ ജോയിൻ ദ ബേർഡ്സ്. ഞാൻ കിളികളുടെ കൂടെ കൂടുന്നു. ഇൻ ബിഡിങ് ദ ലൈറ്റ് ഫെയർവെൽ. അപ്പോൾ ലൈറ്റിനോട് ബൈ ബൈ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ എന്താണ്? സൺസെറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രാത്രിയായി എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ്? നൈറ്റ് ടൈം അല്ലെങ്കിൽ സൺസെറ്റ്. നൈറ്റ് ടൈം അഥവാ സൺസെറ്റ്, രാത്രിയായി എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദ പ്ലെയിൻസ് ആർ ഡെക്കറേറ്റഡ് വിത്ത് മൈ ബ്യൂട്ടിഫുൾ കളർ. ആ പാടങ്ങൾ മൊത്തം എൻ്റെ കളറുകളായിട്ട് എന്താണ്? അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ആൻഡ് ദ എയർ ഇസ് സെൻറ്റഡ് വിത്ത് മൈ ഫ്രേഗ്രൻസ്. അല്ലേ, കാറ്റ് മൊത്തം, അല്ലേ, ആ കാറ്റിൽ മൊത്തം എൻ്റെ മണമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ആ മണമല്ല, നല്ല മണം, സുഗന്ധം. As I embrace slumber the eyes. Okay, as I embrace slumber the eyes of night watch over me, and as I awaken the stars and the sun, I stare at the sun, which is the only eye of the day. Okay, see marana, as I embrace slumber the eyes of the night. Okay, see നോക്കണം എന്താണ്? as I embrace slumber എന്ന് പറയുമ്പോൾ എന്താണ്? ഉറങ്ങാൻ. ഞാൻ എന്താണ്? ഉറക്കത്തിനെ കെട്ടിപ്പിടിക്കുമ്പോൾ, ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ, the eyes of the night വാച്ച് ഓവർ മീ. അല്ലേ, ആ രാത്രിയത്തെ കാര്യങ്ങളൊക്കെ എന്നെ നോക്കി നടത്തും. നമ്മുടെ പേരൻസ് നമ്മളെ നോക്കി നടത്തുന്ന പോലെ, അല്ലേ, സൂക്ഷിച്ച് നോക്കിക്കോളും. ആൻഡ് ആസ് ഐ വേക്കൺ. ഓക്കെ,
അപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോൾ എന്താണ് നിങ്ങൾക്കറിയാം എന്താണ് ഒരു ചെടിക്ക് ജീവിക്കാൻ വേണ്ടി എന്താണ് ലൈറ്റ് വേണം അല്ലേ, ഫോട്ടോസിന്തസിസിന് സൺലൈറ്റ് വേണം, പ്രകാശം വേണം അല്ലേ. അപ്പോൾ നമ്മളെന്താണ് അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പം എന്താ രാവിലെ എണീക്കുമ്പോൾ എന്താണ് എനിക്ക് ഈ സൺലൈറ്റ് ഉണ്ട്, വിച്ച് ഇസ് ദ ഒൺലി ഐ ഓഫ് ദ ഡേ. രാവിലെ ആകെയുള്ള ഒരു നക്ഷത്രമാണ് അല്ലേ. ഐ ഡ്രിങ്ക് ഡ്യൂ ഫോർ വൈൻ. ഓക്കെ, ഡ്യൂ എന്ന് പറയുമ്പോൾ എന്താണ് ഡ്യൂ ഡ്രോപ്പ്. ഓക്കെ, ഇങ്ങനെ വൈനായിട്ട് എന്താണ് കുടിക്കുന്നത്, ഈ വെള്ളത്തിലുള്ള ഒരു തുള്ളികൾ. ഓക്കെ, അതാണ് വൈനായിട്ട് ഞാൻ കുടിക്കുന്നതെന്ന് പറയുന്നത്. ആൻഡ് ഹാർക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ് കേട്ടുകൊണ്ടിരിക്കുക. ദ വോയിസ് ഓഫ് ദ ഹാർക്കൻ ടു ദ വോയിസ് ഓഫ് ദ ബേർഡ്സ് ആൻഡ് ഡാൻസ് ടു ദ റിതമിക് സ്വേയിങ് ഓഫ് ദ ഗ്രാസ്. ഓക്കെ, അപ്പോൾ ഞാൻ വൈൻ കുടിച്ചുകൊണ്ട് എൻജോയ് ചെയ്യാണ് നേച്ചറിനെ. ഓക്കെ, കിളികളുടെ എന്താണ് സൗണ്ടും ഡാൻസും ആൻഡ് എന്താണ് ഈ പുല്ലൊക്കെ ഇങ്ങനെ ഇളകുന്നില്ലേ, പുല്ല് ഇളകുന്നത് ഇവിടെ കാണാൻ പറ്റാണ്ട് ഇങ്ങനെ കാറ്റ് വരുമ്പോൾ കാറ്റിലിങ്ങനെ ആടില്ലേ പുല്ല്. ആൻഡ് ഇവിടെ എന്താണ് പെർസോണിഫിക്കേഷൻ, ഇവിടെയൊക്കെ ഉണ്ട്. വൈൻ കുടിക്കുമോ? ഇല്ല, അത് മനുഷ്യർ ചെയ്യുന്ന കാര്യം അല്ലേ. ലാസ്റ്റ് ഇവിടെയാണ് ഹാപ്പിനെസ്സിലും സാഡ്നെസ്സിലും സ്നേഹത്തിലൊക്കെ ഫ്ലവർ ഉള്ള കാര്യം പറഞ്ഞു. ഓക്കെ, ഐ ആം ദ ലവേഴ്സ് ഗിഫ്റ്റ്. ഓക്കെ അല്ലേ, നമ്മൾ വാലന്റൈൻസ് ഡേനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും കൊടുക്കുന്നത് കാണാം, നിങ്ങളുടെ പേരൻസിന് ആനിവേഴ്സറിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുന്നത് കാണാം, പൂക്കളൊക്കെ കൊടുക്കും അല്ലേ. അപ്പം സ്നേഹമുള്ളവരുടെ ഗിഫ്റ്റാണ് ഞാൻ. ഐ ആം ദ വെഡിങ് റീത്ത്. ഓക്കെ, വെഡിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന ബുക്കെയാണ്. ഐ ആം ദ മെമ്മറി ഓഫ് ദ മൂമെന്റ് ഓഫ് ഹാപ്പിനെസ്. ഒരു സന്തോഷകാര്യം നടക്കുകയാണെങ്കിൽ എന്താണ് ഞാൻ അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ ആം ദ ലാസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ദ ലിവിങ് ഓഫ് ദ ഡെഡ്. നമ്മൾ ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ അവസാനം റീത്ത് വെക്കില്ലേ, അപ്പോൾ ഐ എം ദി ലാസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ദി ലിവിങ് ടു ദ ഡെഡ്. ഒരു ജീവിക്കുന്ന ആൾ മരിച്ച ആൾക്ക് കൊടുക്കുന്ന അവസാനത്തെ ഗിഫ്റ്റ് അല്ല, നമ്മൾ മരിക്കുന്ന ഒരാൾക്ക് അവസാനത്തെ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഐ എം പാർട്ട് ഓഫ് ജോയ് ആൻഡ് പാർട്ട് ഓഫ് സോറോ. ഞാൻ ഹാപ്പിനെസ്സിലുണ്ട്, ഞാൻ സാഡ്നെസ്സിലുണ്ട് അല്ലേ. ബട്ട് ഐ ലുക്ക് അപ്പ് ഹൈ. ഓക്കെ, ഐ ലുക്ക് ഹൈ അപ്പ് ടു ദ സ്കൈ ടു ഒൺലി സീ ദ ലൈറ്റ്. ഓക്കെ, ടു സീ ഒൺലി ദ ലൈറ്റ്. അപ്പോഴും ഞാൻ ഹാപ്പിനെസ്സിലുണ്ട്, സാഡ്നെസ്, എൻ്റെ ലൈഫിൽ സങ്കടം സന്തോഷം ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് ഐ ലുക്ക് അപ്പ് ഹൈ ടു സീ ഒൺലി ദിസ് ലൈറ്റ്. ഓക്കെ, ഞാൻ ആകെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ. ആൻഡ് നെവർ ലുക്ക് ഡൗൺ ടു സീ മൈ ഷാഡോ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, പോസിറ്റിവിറ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്യും, നെഗറ്റിവിറ്റി എൻ്റെ ഷാഡോ അവിടെ ഉണ്ട്, ഞാൻ പക്ഷേ എപ്പോഴും ആ ലൈറ്റിലേക്ക് നോക്കി നിൽക്കുക. കാരണം എന്താണ്, ഫോട്ടോസിന്തസിസിന് ഭക്ഷണം വേണം. ഓക്കെ, ദിസ് ഈസ് വിസ്ഡം വിച്ച് മാൻ മസ്റ്റ് ലേൺ. നമ്മളോടൊരു അഡ്വൈസാണ്, നമ്മളെന്താണ് പോസിറ്റിവിറ്റി നോക്കണം, നെഗറ്റിവിറ്റി വിടാൻ വിടരുത്. ഓക്കെ, അതാണ് നമ്മുടെ ഒരു കുഞ്ഞ് ഫ്ലവർ എന്താണ് നമ്മുടെ ഫ്ലവർ തരുന്ന അഡ്വൈസ് ബൈ ഖലീൽ ജിബ്രാൻ. ഓക്കെ, ഇവിടെ ആനഫോർ ഉണ്ട്, ഐ ആം എന്ന് റിപ്പീറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ മെറ്റഫറാണ്. ഇതെന്താണ്, ഐ ആം ലവേഴ്സ് ഗിഫ്റ്റ്. ഓക്കെ, ഐ ആം എ വെഡിങ് റീത്ത്. ഓക്കെ, അപ്പോൾ ഫ്ലവർ കമ്പയർ ചെയ്യുന്നത് മെറ്റഫോറിക്കലാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അപ്രീസിയേഷന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറേ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. തീം, ഇമേജറി, പെർസോണിഫിക്കേഷൻ, നമ്മൾ കണ്ട സാധനങ്ങളും അതിനൊരു എന്താണ് അപ്രീസിയേഷനും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ നോട്ട്സിൽ ഇതൊക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം എ സോങ് ഓഫ് ദി ഫ്ലവർ ബൈ ഖലീൽ ജിബ്രാൻ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫ്ലവറിന് ജേണി. ഫ്ലവർ എവിടെ നിന്നുണ്ടായി, ഏത് സീസൺസിലൂടെ പാസ് ചെയ്തു, എന്തൊക്കെ ചെയ്യുന്നു, നേച്ചർ എൻജോയ് ചെയ്യുന്നു, എന്തൊക്കെ ഹാപ്പിനെസ് സാഡ്നെസ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതോടെ ഈ തീമും കഴിഞ്ഞു, ഈ പോയും കഴിഞ്ഞു. ഓക്കെ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലവർ ഇമോജി എല്ലാവരും ചാറ്റിലും കമൻസിലും ഇടുക. ഓക്കെ, റെഡി? ഓക്കെ, അതോടെ മക്കളെ അലൻ സാറിന് പഠിപ്പിക്കാനുള്ള എല്ലാ പോയിംസും പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നാളെ നമ്മൾ കാണുന്നു. ഓക്കെ, നാളെ നമ്മൾ കാണുന്നു എല്ലാവരുടെ കൂടെ ഒരുമിച്ച്. നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, 2 പോയം കൂടി പഠിപ്പിക്കാനുണ്ട്, കുറച്ച് ചാപ്റ്റേഴ്സും കൂടി പഠിക്കാനുണ്ട്. അത് ഹരിജ മിസ് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരും. ഓക്കെ, ഹരിജ മിസ് ഫുൾ പവറിലായിട്ട് പഠിപ്പിച്ചു തരും. അപ്പോൾ എല്ലാവരും ഹരിജ മിസ്സിനെ ഫുൾ പവറിൽ വെൽക്കം ചെയ്യുക. ഹരിജ മിസ് നിങ്ങൾക്ക് ബാക്കി എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫുൾ പവറിൽ ഇതാ ഹരിജ മിസ്സിനെ വെൽക്കം ചെയ്തേ. കമോൺ. ഓക്കെ, അപ്പോൾ ഹരിജ മിസ്സിനെ എല്ലാവരും വെൽക്കം ചെയ്യുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സും പോയും പഠിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തോടെ നിങ്ങൾ ചാപ്റ്റേഴ്സും പോയും പഠിച്ചു. അപ്പം നിങ്ങൾ ചാപ്റ്റേഴ്സും പോയിംസും പഠിച്ചു തീർക്കും. കുറച്ചുകൂടി നേരം കൂടി, ഒരു 10-10 വരെ മാക്സിമം എല്ലാം പഠിച്ചു തീർന്നു. അത് കഴിഞ്ഞ് നോട്ട്സ് എല്ലാവർക്കും വാട്സാപ്പിൽ ഇപ്പോൾ കിട്ടും. ഫസ്റ്റ് കാര്യം മറക്കരുത്, ഇപ്പം തന്നെ വാട്സാപ്പിൽ ഇടും. ജോയിൻ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട മക്കളെ. 9ാം ക്ലാസ്സിലെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ 8ാം ക്ലാസ്സിലെ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടും. എല്ലാവരും ഫുൾ പവറിൽ ഹരിജ മിസ്സിനെ വെൽക്കം ചെയ്യുക. ബാക്കിയുള്ള ചാപ്റ്റർ പഠിക്കാൻ നാളെ വൈകുന്നേരം 7:30 നമുക്ക് റൈറ്റിംഗ് ഉണ്ട്, ഗ്രാമർ ഉണ്ട്, എല്ലാം പഠിക്കുന്നു. അതോടെ ഇംഗ്ലീഷ് ഫുൾ മാർക്കിലേക്കുള്ള ജേർണി പോകുന്നു. ഓക്കെ, റെഡി? വേഗം ഞാൻ വിളിച്ചുകൊണ്ട് വരാം ഹരിജ മിസ്സിനെ. എല്ലാവരും കുറച്ച് ഹാർട്ട് ഇമോജി ഇടുക ഫോർ ഹരിജ മിസ്.
examiner family. Hello മക്കളെ, good evening. Okay, yes. സെറ്റ് അല്ലേ? മിസ് പറയുന്നൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ലേ? മിസ്സിന് ക്ലിയർ ആയിട്ട് കാണാനൊക്കെ പറ്റുന്നില്ല എന്നുള്ള കാര്യം ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ മക്കളെ. യെസ്, ഓക്കെ, സെറ്റ് അല്ലേ? എല്ലാം ഓക്കെ അല്ലേ? യെസ്, മിസ് പറയുന്നൊക്കെ കേൾക്കാൻ പറ്റുന്ന ക്ലിയർ ആണ്. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? യെസ്, അപ്പോൾ നമ്മുടെ അലക്സ് സാറും അലൻ സാറും കൂടെ അടിപൊളിയായിട്ട് നമ്മുടെ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് ചാപ്റ്റേഴ്സും പോംസ് ഒക്കെ പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ചാപ്റ്റേഴ്സും പോംസ് ഒക്കെയാണ് മിസ് എടുക്കുന്ന ചാപ്റ്റേഴ്സും പോംസ് ഒക്കെയാണ് കേട്ടോ. ദ സോർ, അതുപോലെ തന്നെ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത്, ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ്, എ ഡേ ഇൻ ദ കൺട്രി, ദ സ്കൂൾ ഫോർ സിംപതി, ദ മെർച്ചന്റ് ഓഫ് വെനീസ്, മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, പിന്നെ സോളിറ്റ്യൂഡ്. ഓക്കെ, യെസ്, അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സും പോംസും പഠിക്കാൻ എൻ്റെ കുട്ടികളെ റെഡി ആണോ? യെസ്, അപ്പോൾ വയ്യാതായിട്ടുണ്ടോ? എങ്ങനെയാണ് ഇരിക്കുന്നത്? യെസ്, ടെൻഷനൊക്കെ ആയിട്ടാണോ ഇരിക്കുന്നത്? എക്സാമിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടോ മക്കളെ? യെസ്, അപ്പോൾ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് നമ്മൾ ഇന്ന് ചാപ്റ്റർ പഠിക്കുന്നു, നാളെ നമ്മൾ എന്ത് പഠിക്കും? നമ്മൾ ഡിസ്കോസും ഗ്രാമറൊക്കെ അടിപൊളിയായിട്ട് പഠിക്കും കേട്ടോ. പിന്നെ മോർണിംഗ് ബൂസ്റ്ററും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നാളത്തെ ലൈവിൻ്റെ കാര്യം മറക്കണ്ട. നാളെ ഇതുപോലെ തന്നെ 10 മണിക്ക് എന്തുണ്ടാവും? നമ്മുടെ ലാംഗ്വേജസ്, എല്ലാ ലാംഗ്വേജസിൻ്റെയും ലൈവ് ക്ലാസ് ഉണ്ടാവും. അതുപോലെ വൈകിട്ടാകുമ്പോൾ 7:30 ഇന്നത്തെ പോലെ തന്നെ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടാവും കേട്ടോ. മൺഡേ ഉണ്ടാവും നമുക്ക് മോർണിംഗ് ബൂസ്റ്റർ, അത് മിസ്സാക്കി കളയണ്ട. ഓക്കെ, യെസ്, അപ്പോൾ ടൈം മിസ് അങ്ങനെ വേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പോമിലോട്ട് കിടക്കാം. ദ സോർ എന്നുള്ള പോമാണ്. എന്താണ് മക്കളെ സോർ എന്ന് വെച്ചാൽ? എന്താണ് സോർ? സോ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? സോയിങ് എന്ന് വെച്ചാൽ എന്താണ്? എന്ത് ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. എൻ്റെ കുട്ടികൾ എല്ലാവരും റെഡി ആണെങ്കിൽ വേഗം തന്നെ പറയാം കേട്ടോ. ഓക്കെ, യെസ്, എന്താണ്? വിതയ്ക്കുക എന്നുള്ള മീനിങ് അല്ലേ? വിതയ്ക്കുക എന്നുള്ള മീനിങ് അല്ലേ? അപ്പോൾ വിതവുകാരൻ അല്ലെങ്കിൽ വിതയ്ക്കുന്ന ആൾ എന്നുള്ള മീനിങ് ആണ് ഇവിടെ. ഫാമർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Okay, and this poem is written by Victor Mary Hugo. Okay, Victor Mary Hugo ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ അടിപൊളിയായിട്ട് ഇത്ര നേരം നിങ്ങൾ ഇവിടെ ഇരുന്നു എന്നുള്ള കാര്യം മിസ്സിന് അറിയാം. നമ്മൾ ചാപ്റ്റേഴ്സ് എന്തായാലും എല്ലാം പഠിച്ചാൽ തന്നെ അതാണ് ബേസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ് എത്ര നേരം ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റേഴ്സ് വേഗം തന്നെ മിസ് എടുത്ത് പോകുന്നുണ്ടാവും കേട്ടോ. സമ്മറിയാണ് മിസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വേഗം തന്നെ ചാപ്റ്റേഴ്സ് എടുത്ത് പോകുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നോട്ട്സും അയക്കുന്നുണ്ടാവും കേട്ടോ. നമ്മുടെ ലിങ്കിൽ ഒന്ന് കയറി നോക്കിയാൽ മതി, നിങ്ങൾ ഫ്രീ ആയിട്ട് നോട്ട്സും കിട്ടുന്നുണ്ടാവും. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ എല്ലാവരും സമാധാനമായിട്ട് ഇരുന്നോളൂ. നമ്മൾ അടിപൊളിയായിട്ട് ആ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ കേട്ടോ. ദ സോർ എന്ന് പറഞ്ഞ ഈ ഒരു പോമിൽ മിസ് പറഞ്ഞു ഫാമറിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ? ഫാമറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു പോയറ്റ് ഇങ്ങനെ ഒരു പോർച്ചുവേലിൽ ഇരിക്കുകയാണ്, ഒരു ഉമ്മറപ്പടിയിൽ, പൂമുഖപ്പടിയിൽ ഇരിക്കുവാണ്. അപ്പോൾ അദ്ദേഹം ട്വൈലൈറ്റിൽ ഏതാണ് സെറ്റ് ചെയ്യുന്ന സമയമാണ്, സൺ സെറ്റ് ചെയ്യുന്ന സമയമാണ് അല്ലേ? ആ ട്വൈലൈറ്റ്, ആ ഒരു സമയത്ത് നല്ല സ്വർണ്ണ പ്രകാശമൊക്കെ വരുന്ന സമയം അല്ലേ? നല്ല റെഡ് അല്ലേ? റെഡി സൺലൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. റെഡ് കളേർഡ് ആയിട്ടുള്ള സൺലൈറ്റ് ഒക്കെ ഉള്ള സമയം. അങ്ങനെ നമ്മുടെ പോയറ്റ് ഇതാ കണ്ടോ, ഒരു പോയറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ചകൾ, അവിടെ ആ ഒരു ഫീൽഡ് ഉണ്ട്, അവിടെ ഒരു ഫാമർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും അല്ലെ മക്കളെ, ആ നൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും ഫാമേഴ്സ്, അല്ലെങ്കിൽ ഫാമേഴ്സ് എന്നല്ല ഏത് ജോലിക്കാരാണെങ്കിലും വീട്ടിൽ പോണ സമയമാണ് അല്ലെ? പക്ഷികളൊക്കെ കൂടാനായ സമയമാണ്. പക്ഷേ നമ്മുടെ ഫാമർ മാത്രം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വർക്കിംഗ് അവേഴ്സ് ആർ വെൽ നൈ പാസ്ഡ്. വർക്കിംഗ് അവേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ്. എന്നിട്ടും ഒരു ഫാമർ മാത്രം എന്ത് ചെയ്യുന്നു? വൺ സോർ ലിംഗേഴ്സ് സ്റ്റിൽ. ഒരാൾ മാത്രം ലിംഗേഴ്സ് എന്ന് വെച്ചാൽ ആ ഒരു പാടം വിട്ടു പോവാതെ, ആ ഫീൽഡ് വിട്ടു പോവാതെ അവിടെ തന്നെ സ്റ്റിൽ അവിടെ തന്നെ എന്താണ് സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്റ്റേ ബാക്ക് ചെയ്യാണ്, അവിടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഷാഡോസ് ഷൂട്ട് അക്രോസ് ദ ലാൻഡ്സ് എന്ന് വെച്ചാൽ ആ വൈകിട്ടായി ഓരോ സമയം ഇങ്ങനെ മാറി വരുന്നതിന് ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പോമിൽ നമ്മുടെ പോയിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഷാഡോ ഷൂട്ട് അക്രോസ് ദ ലാൻഡ്സ് എന്ന് വെച്ചാൽ ആ ഭൂമിയിലൊക്കെ ആ നിഴല് വീണ് തുടങ്ങുന്നു അല്ലെ? നിഴല് വീണ് അപ്പോൾ പ്രകാശം പോകുന്ന ഒരു സമയമാണ്. നമുക്ക് സൺസെറ്റിന്റെ സമയത്തൊക്കെ ഫീൽ ചെയ്യുന്നില്ല നമ്മുടെ ഷാഡോസ്, നല്ലൊരു വേറൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അല്ലേ? അപ്പോൾ ഷാഡോസ് വരുന്ന സമയമാണ്. ആ സമയത്തും ഒരു ഫാമർ മാത്രമേ ഉണ്ട്. അദ്ദേഹത്തിന് കാണാൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടും അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടാണോ? അല്ല. ഓൾഡ് ഇൻ റാഗ്സ് ഹി പേഷ്യൻറ്റ് സ്റ്റാൻഡ്സ് ലുക്കിംഗ് ഓൺ ഐ ഫീൽ എ ത്രിൽ. എന്താ പറയുന്നത്? ആൾ ഓൾഡ് ആയിട്ടുള്ള ഒരാളാണ്. റാഗ്സ് ടോൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കീറി പറഞ്ഞിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ടുള്ള, പഴയ തരത്തിലുള്ള ക്ലോത്ത്സ് ആണ് ഇട്ടിട്ടുള്ളത്. ആളെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇപ്പോഴും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ പോയിട്ടിനൊരു തോന്നൽ എന്താണ്? ലുക്കിംഗ് ഓൺ ഐ ഫീൽ എ ത്രിൽ. എനിക്കൊരു ത്രില്ല് തോന്നി. ഇയാൾ ഇപ്പോഴും പോയില്ലല്ലോ, ഇയാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, എല്ലാവരും വീട്ടിൽ പോയല്ലോ, അങ്ങനത്തെ ഒരു സംഭവം തോന്നി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ പോയറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫാമറിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മളിങ്ങനെ നോക്കാറില്ലേ? ചിലരൊക്കെ നമ്മളിങ്ങനെ നോക്കാറുണ്ട് അല്ലേ? ഒബ്സർവ് ചെയ്യാറുണ്ട്. അതുപോലെ പോയറ്റ് എന്ത് ചെയ്യാണ് മക്കളെ? ഫാമറിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് ആൻഡ് high his
സിലുവേറ്റ്. എന്താണ് സിലുവേറ്റ്? ഇതാണ് സിലുവേറ്റ് കേട്ടോ. സിലുവേറ്റ് എന്ന് വെച്ചാൽ നീള രൂപം. നമ്മളിപ്പോൾ അവിടെ നിന്ന് ലൈറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് നമ്മുടെ ഫീച്ചേഴ്സ് ഒന്നും ക്ലിയർ ആയിട്ട് കാണില്ല അല്ലേ, ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു നിഴൽ രൂപമായിട്ടാണ് കാണുക. അപ്പോൾ അത് ഡോമിനേറ്റ്സ് ദ ഫറോസ് ഡീപ്പ്. ആ ഫറോസ്, ആ ഉഴവ് ചാലുകളെ എന്താണ് ഡോമിനേറ്റ് ചെയ്യുന്ന പോലെ ആ ചാലിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യെസ്. അപ്പോൾ ആ ചാലിലൊക്കെ അദ്ദേഹം ഡീപ്പായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നൗ ടു സോ ദ ടാസ്ക് ഇസ് സെറ്റ്. ഇപ്പോൾ അദ്ദേഹം സെറ്റ് ചെയ്തിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സോ എന്നുള്ളതാണ്, വിതയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ടാസ്ക് ഏതാ മക്കളെ? ഇപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ടാസ്ക് ഏതാണ്? നിങ്ങളുടെ മുന്നിലുള്ള ടാസ്ക് എന്താ ഇപ്പോൾ ഉള്ളത്? യെസ്, ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ മുന്നിലുള്ളത് കിടന്നുറങ്ങുക എന്നുള്ളതല്ല, ക്ലാസ് വേഗം തീർക്കും മിസ്സ് ഞങ്ങൾ പോയിട്ട് കിടന്നുറങ്ങട്ടെ, അതുമല്ല. എന്താണ്? ടു സ്റ്റഡി എന്നുള്ളതാണ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ടാസ്ക് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ ഞങ്ങൾ എന്നൊക്കെ പറയുന്നത് മിസ്സ്. ഓക്കെ, യെസ്. നമ്മളിപ്പോൾ ഈ പഠിച്ച് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ആനുവൽ എക്സാം ആണ്. എക്സാം കഴിയുന്നു, നല്ല രീതിയിൽ മാർക്ക് കിട്ടുന്നു അല്ലേ, ക്ലാസ് 9th പോകുന്നു. അപ്പം 9th നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ അതിൻ്റെ ബാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൽഫ ബാച്ചൊക്കെ ഉണ്ട്, അതൊക്കെ ഇവിടെ സെറ്റാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ക്ലാസ് 8 അടിപൊളിയായിട്ട് പഠിക്കാന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതുപോലെ ഇവിടെ ഫാമറിനെ സെറ്റ് ചെയ്തിട്ടുള്ള ടാസ്ക് എന്താണ്? നൗ ടു സോ ദ ടാസ്ക് ഇസ് സെറ്റ്. ഇപ്പോൾ സോ ചെയ്യുക, വിതയ്ക്കുക എന്നുള്ളതാണ് ടാസ്ക്. സൂൺ ഷാൽ കം എ ടൈം ടു റീപ്പ്. പെട്ടെന്ന് തന്നെ റീപ്പ് ചെയ്യാനുള്ള, കൊയ്യാനുള്ള സമയം വന്നോളും. പിന്നെ അദ്ദേഹം നടക്കുന്നതിനെ പറ്റി പറയുന്നില്ല. മാർച്ചേഴ്സ് എന്ന് വെച്ചാൽ വെറുതെ നടക്കുകയല്ല, വെറുതെ പതുക്കെ ഇങ്ങനെ നോക്കി നടക്കുകയല്ല ചെയ്യുന്ന മാർച്ചേഴ്സ്. ശരിക്കും വലിയ കാലടികളൊക്കെ എടുത്ത് വെച്ചാൽ വേഗം തന്നെ നടക്കുവാണ്. ആ പ്ലെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ ആൻഡ് സ്കാറ്റേഴ്സ് വൈഡ്. ആ വൈഡായിട്ട് സ്കാറ്റർ ചെയ്യാണ്, ചിതറിപ്പിക്കുകയാണ് അല്ലേ. എന്താണ് പറയാം, വിതയ്ക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ, അല്ലാണ്ട് ഇങ്ങനെ ഇട്ടിട്ടല്ല പോവുക, ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ടാണ് പോകുന്നത്. ഫ്രം ഹിസ് ഹാൻഡ്സ് ദ പ്രഷ്യസ് ഗ്രെയിൻസ്. എന്താണ് മക്കളെ? ആ പ്രഷ്യസ് ആയിട്ടുള്ള അമൂല്യമായിട്ടുള്ള ഗ്രെയിൻസ്, ധാന്യങ്ങൾ വിതച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നു നീങ്ങുന്നത്. മൂടി I to see him stride. അപ്പോൾ നേരത്തെ ത്രില്ലായിരുന്നു, ഇപ്പം അദ്ദേഹം എന്താ പറയുന്നത്, പോയിറ്റിന് ഒരു മൂടിയായിട്ടാണ് അദ്ദേഹം. എന്താ വലിയ രസമില്ല, അങ്ങനെയാണ് ഈ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ, ഫാമർ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ കുറച്ച് മൂടിയായിട്ടാണ് നമ്മുടെ പോയിറ്റ് നോക്കുന്നത്. ഇനി ഡാർക്ക്നെസ് ഡീപ്പൻസ്. അപ്പോൾ ഇപ്പോൾ പോകുന്ന വിചാരിച്ചിരിക്കുന്നത്, ഇപ്പം എന്തായി, ഇരുട്ടായിട്ടുണ്ട്, ഇരുട്ടിന് കനം വച്ചിരിക്കുന്നു എന്ന് പറയുന്നത്, നമ്മൾ ഡീപ്പായിട്ടുണ്ട്. ഗോൺ ദ ലൈറ്റ്. ദ ലൈറ്റ് ഗോൺ എന്ന് പറഞ്ഞാൽ മതി, ഇവിടെ ഗോൺ ദ ലൈറ്റ്. ഓക്കെ, എന്താണ് പറഞ്ഞത്, ഗോൺ ദ ലൈറ്റ്, ലൈറ്റ് പോയി. Now his gestures to my eyes are orchest. ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ഫാമർ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ ചെയ്യുന്നത് അതൊക്കെ പോയിറ്റിന്റെ കണ്ണിലേക്ക് എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയോ? ഒഗസ്റ്റ് ആയിട്ടാണ്, വളരെ ഗ്രേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒഗസ്റ്റ് എന്ന് വെച്ചാൽ അത്രത്തോളം ഗ്രേറ്റസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് സ്ട്രേഞ്ചും കൂടെയാണ്, കാരണം ആരാണ് രാത്രിയൊക്കെ പണിയെടുത്തോണ്ടിരിക്കുന്നത്? ഓക്കെ, ഹിസ് ഹൈറ്റ് സീംസ് ടു ടച്ച് ദ സ്റ്റാറി സ്കൈസ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഹൈറ്റ്, ഫാമറിന്റെ ഹൈറ്റ് ഇപ്പൊ എന്താണ്? ആ സ്റ്റാറി സ്കൈസ്, നക്ഷത്ര നിബിഡമായിട്ട് നക്ഷത്രങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ആ സ്റ്റാറി സ്കൈസിന് തൊടുന്ന അത്രത്തോളം ആ ഉയരം നമ്മുടെ ഫാമറിന് തോന്നുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന് നോബിൾ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റി അല്ലേ, ആ വർക്കിനോടുള്ള അദ്ദേഹത്തിന്റെ പാഷൻ, ഡെഡിക്കേഷൻ, റെസിലിയൻസ്, ഇതൊക്കെ കണ്ട് നമ്മുടെ ഫാമറിന്റെ മുന്നിൽ പോയിട്ട് എന്തായി, ഫ്ലാറ്റായി. ഓക്കെ, യെസ്, ഫ്ലാറ്റായി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ലാസ്റ്റ് എന്താണ്, അത്രത്തോളം ഹൈറ്റ് ഒക്കെ തോന്നുന്നത്. ഓക്കെ, അപ്പോൾ സമ്മറി മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ പോം ഡിസ്ക്രൈബ്സ് എ സീൻ വേർ ദ സ്പീക്കർ സിറ്റ്സ് ഇൻ എ കൂൾ പോർച്ച് വേയിൽ ഇരിക്കുകയാണ്, എൻഡ് ഓഫ് ദ ഡേയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിക്കൊണ്ട് എന്താണ്, സൺലൈറ്റ് ഒക്കെ ഫെയ്ഡ് ആവുന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരാൾ മാത്രം, ഒരു സോവര് മാത്രം എന്താണ്, ഇപ്പോഴും ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഡാർക്ക്നെസ് ആയിട്ടും അദ്ദേഹത്തിൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. സോയിങ് സീഡ്സ് ആൻഡ് ഇൻ ദ ഫറോസ് ഓഫ് ദ ഫീൽഡിൽ ആ ഫറോസിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, സോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താണ്, ടോൾ ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ട്, almost as if his height reaches the sky, അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ ദ സോയർ ഈസ് ഡ്രസ്ഡ് ഇൻ ഓൾഡ് ആയിട്ടുള്ള റാഗ്ഡ് ക്ലോത്ത്സിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പേഷ്യൻസ്, അദ്ദേഹത്തിൻ്റെ വർക്ക് നമ്മുടെ സ്പീക്കറിനെ അല്ലെങ്കിൽ പോയിറ്റിനെ ഇംപ്രസ് ചെയ്യുന്നുണ്ട്. ദ സിലുവേറ്റ് ഓഫ് ദ സോർ അഗെയിൻസ്റ്റ് ദ ഡാർക്ക് സ്കൈ ലുക്സ് പവർഫുൾ ആൻഡ് ഡോമിനൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിലുവേറ്റ്, അദ്ദേഹത്തിൻ്റെ നിഴൽ ചിത്രം എന്താ, ഭയങ്കര പവർഫുൾ ആയിട്ടാണ് തോന്നുന്നത്, ഡോമിനൻ്റ് ആയിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ സോറിൻ്റെ ടാസ്ക് എന്താണ്, സ്കാറ്ററിങ് സീഡ്സ്. ഓക്കെ, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഹാർവസ്റ്റിലോട്ട് അടുക്കും, റീപ്പ് ചെയ്യാൻ പറ്റും. The steady determined movements of the sower inspire a sense of admiration and contemplation in the speaker. സ്പീക്കറിൻ്റെ ഉള്ളിൽ എന്താണ്, ഒരു മൂടിയായി എന്ന് പറഞ്ഞു അല്ലേ, കാരണം താൻ എന്താണ് ഭയങ്കര പാസീവായിട്ട് ഇത്രത്തോളം വർക്ക് ചെയ്യുന്ന ഒരു ഫാമറിനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊരു കുത്തല വരില്ല, അയ്യോ ഞാനെന്താ ചെയ്യുന്നത്, ഞാനൊന്നും ചെയ്യുന്നില്ല അല്ലേ. നമ്മുടെ ഫ്രണ്ട്സ് ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഫിലിം കണ്ടുകൊണ്ടിരിക്കും, കളിക്കാൻ പോകും. അപ്പോൾ പിന്നെ നമുക്ക് അവർ പഠിക്കുന്ന കാണുമ്പോൾ എന്താ, അവൻ പഠിക്കുന്ന ക്ലാസ്സിൽ തന്നെയാണ് ഞാനും, എന്നിട്ടും ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മൂടി ആയിട്ട് ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട് അല്ലേ ചിലർക്കെങ്കിലും. അപ്പം അങ്ങനെയാണ് നമ്മുടെ സ്പീക്കർ ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് എന്താണ്, അദ്ദേഹം മാർച്ച് ചെയ്യുന്നൊക്കെ നോക്കുന്നു. സീഡ്സ് ഫോർ ദ ഫ്യൂച്ചർ
ഫ്യൂച്ചറിനുള്ള സീഡ്സ് ആണ് അദ്ദേഹം വിതച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോം കൺവേ ചെയ്യുന്നത് റെസ്പെക്ട് ഫോർ ദ സോവേഴ്സ് ഹാർഡ് വർക്ക് ആൻഡ് പേഷ്യൻസ് ആൻഡ് ഹൗ ഹിസ് ആക്ഷൻസ് ദോ സിമ്പിൾ ഹാവ് എ ഡീപ്പ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പേർപ്പസ്. അപ്പം ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നുണ്ടാവും അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ, പക്ഷെ ഭയങ്കര ഡീപ്പായിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെസ്സേജ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. വാല്യൂ ഓഫ് ഹാർഡ് വർക്ക്, പേഷ്യൻസ്, പിന്നെ പെർസെവറൻസ് എന്ന് വെച്ചാൽ സ്ഥിരോത്സാഹം, അത് നിർത്തി പോകുന്നില്ല അല്ലേ, അത് ഫുള്ളായിട്ട് അദ്ദേഹത്തിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഡെഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഡെഡിക്കേഷൻ, പിന്നെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഹാർവസ്റ്റിന് ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഇപ്പോഴേ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പെർസിസ്റ്റൻറ്റ് ഹാർഡ് വർക്ക് വിൽ എവൻച്വലി ബി റിവാർഡഡ്. അപ്പോൾ പെർസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സ്ഥിരോത്സാഹത്തോടു കൂടെ കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എൻ്റെ റിസൾട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന പോലെ കേട്ടോ. ഇത്ര നേരമായിട്ട് ഇത്ര പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്, അത് തന്നെയാണ് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ തീം മിസ് വേറെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലിറ്റററി ഡിവൈസസ് വീണ്ടും കൊടുത്തിട്ടുണ്ട് മിസ്. ഇൻവേർഷൻ. ഓക്കെ, ഇൻവേർഷൻ എന്ന് വെച്ചാൽ എന്താ, തല തിരിച്ചിടുന്നത്. നോക്കിക്കേ, ഇൻവേർഷൻ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ദ ഡോമിനൻറ്റ് ഡിവൈസ്. തോറുദത്താണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻവേർഷനിൽ പറയുന്നത് നോർമൽ ഓർഡർ മാറ്റിയിട്ടാണ് ഇടുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് ഗോൺ ദ ലൈറ്റ്. ഗോൺ ദ ലൈറ്റ്, ദ ലൈറ്റ് ഗോൺ എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ ഓർഡർ മാറ്റിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി പേഴ്സണിഫിക്കേഷൻ പറയുന്നുണ്ട് അല്ലേ. ദ സാർ, ട്വൈലൈറ്റ്, ഷാഡോ, സിലുവേറ്റ്, ഹൈറ്റ്, ഇതൊക്കെ എന്താണ്, ഹ്യൂമൻ ആക്ഷൻസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പേഴ്സണിഫൈ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ട്വൈലൈറ്റിന് മിസ് പറഞ്ഞുതരാം കേട്ടോ, അപ്രിസിയേഷനിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇമേജറി വരുന്നുണ്ട് അല്ലേ, കുറേ വിഷ്വൽ ഇമേജറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അലിട്രേഷൻ വരുന്നുണ്ട്, ഷൂഷു സൗണ്ട്, സിസു സൗണ്ട് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഫിഗർ ഓഫ് സ്പീച്ചിൽ എന്താണ്, ലൈൻ 3, 4, 5 എക്സാജറേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഹൈറ്റിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ. അപ്രീസിയേഷൻ മിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരാണ് റൈറ്റർ എന്നുള്ള കാര്യം, ഏത് പോമിൽ നിന്നാണ് എടുത്തിട്ടുള്ള കാര്യം, പിന്നെ അതിൻ്റെ തീം എഴുതുന്നു, അതിനുശേഷം സമ്മറി ആയിട്ട് എഴുതുന്നു. ഓക്കെ, ദ പോം ഈസ് റിച്ച് ഇൻ ഇമേജറി, പിന്നെ എന്തൊക്കെയാണ് അതിൽ പോയറ്റിക് ഡിവൈസസ് വന്നിട്ടുള്ള കാര്യം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. കോൺട്രാസ്റ്റ് വരുന്നുണ്ട് മക്കളെ, കോൺട്രാസ്റ്റ് നോക്കി വെക്കണം കേട്ടോ. ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ പോയറ്റ് ആൻഡ് ദ സോവർ. ഓക്കെ, യെസ്, അതാണ് എന്താണ് ഹാർഡ് വർക്കും ഡിഗ്നിറ്റി ഓഫ് ലേബർ, അതാണ് പോയറ്റിന് മനസ്സിലാവുന്ന കാര്യം. പിന്നെ റിച്ച് ഇൻ ഇമേജറി, കുറേ ഇമേജറി യൂസ് ചെയ്യുന്നുണ്ട്. സെറ്റിംഗ് സൺ, അതുപോലെ ഗ്രോയിങ് ഡാർക്ക്നെസ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ. സോളിറ്ററി ഫിഗർ ഓഫ് ദ സോർ, ഇതൊക്കെ. പിന്നെ ഫേസ് ദ റഡി സൺലൈറ്റ് ഫാസ്റ്റ്, ഷാഡോസ് ഷൂട്ട് അക്രോസ് ദ ലാൻഡ്സ്, ഇതൊക്കെ എന്താണ്, ഒരു പെയിൻറ് ചെയ്തുകൊണ്ടുള്ള ആ വിഷ്വൽ ശരിക്കും നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താണ്, ബ്ലാക്ക് ആൻഡ് ഹൈ സിലുവേറ്റിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ, അത് ഡീപ്പ് ഫറോസിനെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോയിക് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് ഫാമറിന് അവിടെ കൊടുത്തിട്ടുള്ളതെന്നുള്ള കാര്യം. ഹിസ് ഹൈറ്റ് സീംസ് ടു ടച്ച് ദ സ്റ്റാറി സ്കൈസ് ആറ്റ് ഗ്രാൻഡ്യർ, സിംബലൈസിങ് ഹിസ് സിഗ്നിഫിക്കൻസ് ആൻഡ് കണക്ഷൻ ടു നേച്ചർ. അപ്പോൾ ഹിസ് ഹൈറ്റ് സീംസ് ടു ടച്ച് ദ സ്റ്റാറി സ്കൈസ് എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും ഹൈപ്പർബോളിയാന്ന് പറയാം കേട്ടോ. നമുക്ക് ശരിക്കും മാനത്തോളം മുട്ടൊന്നുമില്ല അല്ലേ, പക്ഷെ എന്താണ്, ഹൈപ്പർബോളിയാന്ന് പറയാൻ പറ്റും നമുക്ക്. ഓക്കെ, യെസ്. പിന്നെ ബാക്കിയുള്ളത് കൊടുത്തിട്ടുണ്ട്. അലിട്രേഷൻ വന്നിട്ടുണ്ട്. അലിട്രേഷൻ എവിടേക്കാണ്, ഫേസ് ദ റഡി സൺലൈറ്റ് ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ. ഓക്കെ, യെസ്, ആ വരി തന്നെ നോക്കി വെക്കുക കേട്ടോ. ഷാഡോ ഷൂട്ട് അക്രോസ് ദ ലാൻഡ്സ് എന്ന് പറയുമ്പോഴും അലിട്രേഷൻ ഉണ്ട്. എന്താണ് മക്കളെ അലിട്രേഷൻ, ഏത് സൗണ്ടിൻ്റെ റെപ്പിറ്റേഷനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുക. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ഓൾറെഡി ഇപ്പോൾ ക്ലാസ് എടുത്ത് തന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഓക്കെ, യെസ്. എന്തിൻ്റെ ആയിരുന്നു, കോൺസണന്റ് സൗണ്ട്സിൻ്റെ ആയിരുന്നു അല്ലേ. യെസ്. ഇനി പേഴ്സണിഫിക്കേഷൻ വരുന്നുണ്ട്. പേഴ്സണിഫിക്കേഷൻ ഡാർക്ക്നെസ് ഡീപ്പൻസ് എന്ന് പറയുമ്പോൾ ആ നൈറ്റ് എങ്ങനെയാണ് ടേക്ക് ഓവർ ചെയ്യുന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ സോവർ തന്നെ എന്താണ്, ഒരു സിമ്പിൾ ആണെന്ന് പറയാം. സിമ്പിൾ ഓഫ് റെലൻലെസ് എഫേർട്ട് ആൻഡ് ഹോപ്പ്, എന്താണ്, കഠിനാധ്വാനത്തിൻ്റെ, നിന്നു പോകാത്ത ഒരു എഫേർട്ടിൻ്റെ, അതുപോലെ തന്നെ ഹോപ്പിൻ്റെ, പ്രതീക്ഷയുടെ ഒക്കെ ഒരു സിമ്പിളാണ് എന്ന് പറയാൻ പറ്റും. അതായത് ട്രസ്റ്റിംഗ് ഇൻ ദ ഫ്യൂച്ചർ ഹാർവെസ്റ്റ്, ഫ്യൂച്ചറിലേക്ക് വിശ്വസിച്ച് ആ ഹോപ്പ് വെച്ചിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ എ ബി റൈം സ്കീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു മ്യൂസിക്കൽ ഫ്ലോ കാണാൻ പറ്റും, ലൈന്. പിന്നെ മെസ്സേജ് എന്താണ്, ലേബർ ഇസ് നോബൽ, അധ്വാനം എന്ന് പറയുന്ന മഹത്തരമാണ് എന്ന് പറയുന്നു. ആൻഡ് ദോസ് ഹു വർക്ക് ഹാർഡ് ഈവൻ ഇൻ അൺഫേവറബിൾ കണ്ടീഷൻസ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ സസ്റ്റെയിനിങ് ലൈഫ് നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ ഇതുപോലെ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിലും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വലിയൊരു പങ്കുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ പാസീവ് ഒബ്സർവർ ആയിരുന്നു പോയറ്റ്. പിന്നീട് എന്താണ്, ഒരു ന്യൂ ഫൗണ്ട് അഡ്മിറേഷൻ, നമ്മുടെ ഫാർമറിനോട് ഒരു അഡ്മിറേഷൻ പിന്നെ അദ്ദേഹത്തിന് തോന്നുകയാണ്. ഓക്കെ, യെസ്. ഇനി എന്താ, പേഷ്യൻസ്, ഹാർഡ് വർക്ക്, അൺവേവറിംഗ് ഡിറ്റർമിനേഷൻ, ഇതൊക്കെ ഫാമറിൻ്റെ പ്രത്യേകതകളാണ്. ഓക്കെ, യെസ്. പവർഫുൾ ഇമേജറി, ഡീപ്പ് സിംബലിസം, ദ സോർ എലവേറ്റ്സ് എ സിമ്പിൾ ആക്ട് ഓഫ് ഫാമിംഗ് ഇൻ ടു എ പ്രൊഫൗണ്ട് എന്ന് വെച്ചാൽ ഡീപ്പ് ആയിട്ടുള്ള ലെസൺ ഓൺ ലൈഫ് എന്നാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോമിൽ അപ്രീസിയേഷൻ കൊടുത്ത മിസ് സമ്മറിയും കൊടുത്തിട്ടുണ്ട്. വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കോൺട്രാസ്റ്റ് കാണിക്കുന്നില്ലേ മക്കളെ. യെസ്, എന്ത് കോൺട്രാസ്റ്റ് ആണ് കാണിക്കുന്നത്, പോയറ്റ് എന്ന് പറയുമ്പോൾ സിറ്റിംഗ് പാസീവ്ലി എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും.
പറ്റും, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ സോവർ അല്ലെങ്കിൽ നമ്മുടെ ഫാമർ എന്താണ് ആക്റ്റീവ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഡാർക്ക്നെസ് ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. യെസ്, അപ്പോൾ ഇത്രയും ഇതൊക്കെ കോൺട്രാസ്റ്റിന് പറയുന്നതാണ്. പിന്നെ മൂഡിയാണെന്ന് പറയുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് മൂഡിയാണെന്ന് പറഞ്ഞത്? അതായത് തോട്ട്ഫുൾനെസ്, അദ്ദേഹം കാര്യമായിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്തുകൊണ്ട്? മെലങ്കളി പോലെയായിട്ട്, അത് സങ്കടം കൊണ്ട് അങ്ങനെ ആലോചിക്കണം. കാരണം ആളെന്താണ് ഒന്നും ചെയ്യുന്നില്ല. സോവർ ഈസ് ഡിറ്റർമൈൻഡ് ആൻഡ് ഫോക്കസ്ഡ് ഓൺ ഹിസ് ടാസ്ക് undeterred by the fading light or his physical condition. ഇതൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം എന്താണ് സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ പോയിന്റ് എന്താ? സിംപ്ലി വാച്ചിങ്. ഓക്കെ, സിംപ്ലി സിറ്റിംഗ് ആൻഡ് വാച്ചിങ് ഹിം, സിംപ്ലി സിറ്റിംഗ് ആൻഡ് ഒബ്സർവിങ് ഹിം. ഓക്കെ, യെസ്, അതുകൊണ്ടാണ് അദ്ദേഹം മൂഡി ആയിട്ട് ഇരിക്കുന്നത്. കോൺട്രാസ്റ്റ് അതാണ് കേട്ടോ വരുന്നത്. ഓക്കെ, അടുത്ത വേർഡ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമേജറി ആണ് കേട്ടോ മക്കളെ. വേർഡ് പിക്ചേഴ്സ് എന്നുള്ള വേർഡ് വരുമ്പോൾ ഞെട്ടിപ്പോരുത്, ഇമേജറി ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്, എന്താണ് ഇമേജറി വന്നിട്ടുള്ള? ഇതൊക്കെ ഇമേജറി ആണ് കേട്ടോ. ഫേസ് ദ റെഡി സൺലൈറ്റ് ഫാസ്റ്റ്. ഓക്കെ, ഷാഡോസ് ഷൂട്ട് അക്രോസ് ദ ലാൻഡ്സ്, ആ ഷാഡോസ് ഒക്കെ വീണ് തുടങ്ങി എന്ന് പറയുമ്പോൾ ഡാർക്ക്നെസ് ഡീപ്പൻസ്, നല്ല കട്ട ഇരുട്ട് വരുന്നു. ഹിസ് ഹൈറ്റ് സീംസ് ടു ടച്ച് ദ സ്റ്റാറി സ്കൈസ്, ഇതും എന്താണ്? വിഷ്വൽ ഇമേജറിക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, യെസ്, പിന്നെ ബ്ലാക്ക് ആൻഡ് ഹൈ ഹിസ് സിലുവേറ്റ് എന്ന് പറയുന്നത് എന്താണ്? വിഷ്വൽ ഇമേജറി ആണ് കേട്ടോ. ടു ആൻഡ് ഫ്രോ ആൻഡ് സ്കാറ്റേഴ്സ് വൈഡ് ഫ്രം ഹിസ് ഹാൻഡ്സ് ദ പ്രഷ്യസ് ഗ്രെയിൻ. അപ്പോൾ ഇതൊക്കെ ഇമേജറിക്ക് എക്സാമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സീംസ് ടു ടച്ച് ദ സ്റ്റാറി സ്കൈസ്, അലിട്രേഷൻ ആണ്. അപ്പോൾ അലിട്രേഷൻ വരുന്ന വേറെ ലൈൻസ് എടുത്ത് എഴുതാനാണ്. ഫേസ് ദ റെഡി സൺലൈറ്റ് ഫാസ്റ്റ് ഫു സൗണ്ട്, ഷാഡോസ് ഷൂട്ട് അക്രോസ് ദ ലാൻഡ്സ്, ഇതും എന്താണ്? അലിട്രേഷന് എക്സാമ്പിൾ ആണ്. യെസ്, ഇനി റൈം സ്കീം ഏതാണ് മക്കളെ? റൈം സ്കീം ഇതിൽ ഏതാണ് വന്നിട്ടുള്ളത്? യെസ്, എന്താണ് വന്നിട്ടുള്ളത്? എ ബി എന്നുള്ള റൈം സ്കീമാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? യെസ്, ദ സോ എന്ന് പറയുന്ന പോം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടികളെ എല്ലാവരും നമ്മുടെ ചാറ്റ് ബോക്സിൽ കുറച്ച് ഫയർ ഇമോജീസ് ഇട്ട് മക്കളെ. യെസ്, വേഗം തന്നെ ഫയർ ഇമോജീസ് ഇട്ട്. നമ്മൾ അപ്രീസിയേഷൻ, നമ്മുടെ എക്സാമിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇത്രയും നേരം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, യെസ്, അപ്പോൾ സോറിൻ്റെ പ്രത്യേകതകളൊക്കെ പറയുമ്പോൾ ആ പേഷ്യൻസ് ഉണ്ട്, റെസിലിയൻസ് ഉണ്ട്, പെർസെവറൻസ് എഴുതാം, നിങ്ങൾക്ക് ഹാർഡ് വർക്കിംഗ് എഴുതാം. ഓക്കെ, റിലൻലെസ് ആയിട്ടുള്ള എഫേർട്ട് ഉണ്ട് എന്നുള്ള കാര്യം എഴുതാം. ഇവർ തമ്മിൽ കോൺട്രാസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പോമിൽ എഴുതാം കേട്ടോ. കോൺട്രാസ്റ്റ് വന്നിട്ടുണ്ട്, ഇൻവേർഷൻ വന്നിട്ടുണ്ട്, മെറ്റഫർ വന്നിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ, യെസ്, പേഴ്സണിഫിക്കേഷൻ ഉണ്ട്, സിംബലിസം ഉണ്ട്, ഇമേജറി ഉണ്ട്. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, ദാ നമുക്ക് നെക്സ്റ്റ് പോമിലോട്ട് കിടക്കാം. ദ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് എന്നുള്ള പോം അല്ലേ. യെസ്, വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് എന്നുള്ള പോമാണ് റിട്ടൺ ബൈ ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ. ഓക്കെ, യെസ്, അപ്പോൾ ലൈൻസ് ഒക്കെ മിസ് വേഗം വായിക്കും, ഇതിന്റെ മീനിങ് പറയുന്നു, പിന്നെ അപ്രിസിയേഷൻ നോക്കുന്നു കേട്ടോ. ഓക്കെ, അണ്ടർ എ സ്പ്രെഡിംഗ് ചെസ്റ്റ്നട്ട് ട്രീ ദ വില്ലേജ് സ്മിത്ത് സ്റ്റാൻഡ്സ്. ദ സ്മിത്ത് എ മൈറ്റി മാൻ ഈസ് ഹി വിത്ത് large and sinewy hands and the muscles of his brawny arms are strong as iron bands. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് സ്മിത്തിനെ പറ്റി പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ്? ആ ഒരു വില്ലേജിൽ ആല എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ആല അവിടെയാണ് വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ. ആലയിലാണ് നമ്മുടെ ഗോൾഡ് സ്മിത്ത് അല്ല, ഇവിടെ ബ്ലാക്ക് സ്മിത്ത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. യെസ്, അപ്പോൾ നമ്മുടെ ഉല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ ആയുധങ്ങൾ ടൂൾസ് ഒക്കെ ഉണ്ടാക്കുന്നത്, ഉരുക്കി എടുത്തിട്ട് ഇങ്ങനെ കൊട്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ അവിടെ വില്ലേജിൽ ഒരു ചെസ്റ്റ്നട്ട് ട്രീയുടെ അടിയിലാണ് ഈ ഒരു ആലയുള്ളത്, ചെറിയൊരു ആലയുള്ളത്. അവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള, നല്ല സിന്യൂയി എന്ന് വെച്ചാൽ ഞരമ്പൊക്കെ ഇങ്ങനെ തടിച്ച് വെച്ചിട്ട് വന്നിട്ടുള്ള മസിൽസ് ഒക്കെ ഉള്ള, നല്ല ബ്രൗണി ഹാൻഡ്സ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൈകളൊക്കെയുള്ള മൈറ്റി മാൻ, നല്ല ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അതാണ് നമ്മുടെ ബ്ലാക്ക് സ്മിത്ത്. അദ്ദേഹത്തിൻ്റെ ആലയാണ് എവിടെയുള്ളത്? ഈ ഒരു ചെസ്റ്റ്നട്ട് ട്രീയുടെ അടിയിലായിട്ടുള്ളത്. അദ്ദേഹം എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ ആംസ് എങ്ങനെയാണ്? കൈകൾ എങ്ങനെയാണ്? സ്ട്രോങ് ആസ് അയൺ ബാൻഡ്സ്, ഇരുമ്പ് ദണ്ടിൻ്റെ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള കൈകളാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പം മൈറ്റി മാൻ, സൗണ്ട് അലിട്രേഷൻ ആണ്. ഇവിടെ ആസ് എന്നൊന്നും സിമിലാണ് കേട്ടോ. ഓക്കെ, ഹിസ് ഹെയർ ഇസ് ക്രിസ്പ് ആൻഡ് ബ്ലാക്ക് ആൻഡ് ലോങ്, ഹിസ് ഫേസ് ഈസ് ലൈക്ക് ദ ടാൻ, ഹിസ് ബ്രോ ഈസ് വെറ്റ് with honest sweat. He earns whatever he can and looks the whole world in the face, for he owes not any man. Okay, ഇനി പറയുന്ന അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി പറയുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഫിസിക്കൽ ഫീച്ചേഴ്സ് വീണ്ടും പറയുന്നത് ലോങ് ആയിട്ടുള്ള ക്രിസ്പ് ആയിട്ടുള്ള ബ്ലാക്ക് ഹെയർ ആണ് അദ്ദേഹത്തിനുള്ളത്. പിന്നെ ഫേസിൽ എന്താ ടാൻ ആണ്, കാരണം എന്താണ് ഫുള്ളി ഫയറിന്റെ അടുത്ത് ഇരുന്നിട്ടുള്ള വർക്കാണ് അല്ലേ. അപ്പോൾ കുറച്ചൊക്കെ എന്താണ് ടാൻ അടിച്ചിട്ടുണ്ട്, മുഴുവനായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ നെറ്റി തടത്തിൽ എന്താണ് ഓണസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ സ്വെറ്റ് ആണുള്ളത്, വിയർപ്പാണുള്ളത്. ഓക്കെ, യെസ്, അദ്ദേഹം ഓണസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന് എന്തൊക്കെയാണോ ഏൺ ചെയ്യാൻ പറ്റുന്നത്, നേടാൻ പറ്റുന്നത്, അതൊക്കെ അദ്ദേഹം സമ്പാദിക്കുന്നു. എന്നിട്ട് വേൾഡിനെ ലുക്ക് ഇൻ ദ ഫേസ് എന്ന് വെച്ചാൽ എന്താണ്? ആരെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ അടുത്തൊരു വിധേയത്വം വരും അല്ലേ. അയ്യോ, ഇയാൾക്ക് പൈസ കൊടുക്കണമല്ലോ, ഇയാളാണല്ലോ എന്നെ ഹെൽപ്പ് ചെയ്ത്, കടപ്പാട് സാധനങ്ങൾ വരും. പക്ഷെ അതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് എന്താ ധൈര്യമായിട്ട് അവരെ കണ്ണി നോക്കി സംസാരിക്കാൻ പറ്റും അല്ലേ, അവരെ ധൈര്യമായിട്ട് ഫേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെയാണ് ഇദ്ദേഹത്തിന് എന്താണ് ആരുടെയും പൈസ വാങ്ങിയിട്ടൊന്നുമില്ല, അദ്ദേഹത്തിന് വേണ്ട സാധനം അദ്ദേഹം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടാണ് ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് നല്ലൊരാളാണ് എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി വീക്ക് ഇൻ വീക്ക് ഔട്ട് അദ്ദേഹത്തിന്റെ വർക്ക് എങ്ങനെയാണ്? വീക്ക് ഇൻ വീക്ക് ഔട്ട്
Yes, from morn till night you can hear his bellows blow. You can hear him swing his heavy sledge with a measured beat and slow, like a sexton ringing the village bell when the evening sun is low. എന്താ പറഞ്ഞ വീക്ക് ഔട്ട് അതിപ്പോൾ ഏതാഴ്ച അവിടെ ഏതാഴ്ച തുടങ്ങിയാലും നിന്നാലും ഒക്കെ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. മോർണിംഗ് മുതൽ ഈവനിങ് വരെ നൈറ്റ് വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ ആല ഊതുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ബെല്ലോ എന്ന് വെച്ചാൽ ആ ഊതാനുള്ള തീത്തുരുത്തി എന്ന് പറയും കേട്ടോ. തീ ആക്കാൻ വേണ്ടി നമ്മൾ ഊതില്ലേ, ഒരു കുഴൽ അടുപ്പിലൊക്കെ ഊതുന്ന ആ സാധനം കേട്ടോ. അപ്പോൾ അത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഹെവി സ്ലെഡ്ജ് നല്ല ചുറ്റിക പോലുള്ള ആ സാധനം വെച്ചിട്ടാണ് അടിച്ചടിച്ച് പരത്തുക അല്ലെ, സാധനങ്ങൾ ചൂടാക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ ഹെവി സ്ലെഡ്ജ് അതിൻ്റെ അളന്ന് തൂക്കിയിട്ടുള്ള അളന്ന് മുറിച്ചിട്ടുള്ള ആ ഒരു എന്താണ് എത്ര ഇതിലാണ് അടിക്കുന്നത് എന്നുള്ളത് കേട്ടോ. അദ്ദേഹം ഇങ്ങനെ അടിക്കുന്നുണ്ടാവും ആ സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്താണ് ഒരു കപ്പ്യാർ എങ്ങനെയാണ് വില്ലേജ് ബെല്ല് മുഴക്കുന്നത്, അതുപോലെ എന്താണ് ഈവനിങ് സണ്ണൊക്കെ ലോ ആകുമ്പോൾ അപ്പോഴും ഇത് നമുക്ക് കേൾക്കുന്നുണ്ടാവും. കപ്പ്യാർ എന്താണ് പള്ളിമണി അടിക്കുന്ന പോലെ ഇവിടെ എന്താണ് സ്ലെഡ്ജ് വെച്ചിട്ട് അടിക്കുന്നത് നമുക്ക് കേൾക്കുന്നുണ്ടാവും. അതായത് ഫുൾ ടൈം വർക്ക് തന്നെയാണ് അദ്ദേഹം മോർണിംഗ് മുതൽ നൈറ്റ് വരെ. ഓക്കെ, ആൻഡ് ചിൽഡ്രൻ കമ്മിങ് ഹോം ഫ്രം സ്കൂൾ ലുക്കിംഗ് അറ്റ് ദ open door, they love to see the flaming forge and hear the bellows roar and catch the burning sparks that fly like chaff from the threshing floor. അപ്പോൾ ആ സമയത്ത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് പോകുമ്പോൾ എന്താണ് ഈ ആലയുടെ കുറച്ച് വാതിൽ ഇങ്ങനെ തുറന്ന് കിടക്കുന്നുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കാൻ അവർക്ക് ഇഷ്ടമാണ്. കാരണം എന്താണ് ആ തീപ്പൊരികൾ ഇങ്ങനെ പറന്ന് പോകുന്നതൊക്കെ കാണാൻ പറ്റും അല്ലേ, ആ ഫ്ലെയിമിംഗ് ഫോർജ് കാണാൻ പറ്റും. അതുപോലെ ഈ ബെല്ലോസ് റോർ ചെയ്യുന്നത് കാണാം. റോർ ചെയ്യുകയല്ല ശരിക്കും എന്താണ് ശബ്ദത്തിനെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ റോർ ചെയ്യുന്ന ഗർജിക്കുന്ന സൗണ്ട് പോലെ ഊതുമ്പോഴുള്ള സൗണ്ട് കേൾക്കാൻ പറ്റും. പിന്നെ ബേണിംഗ് സ്പാർക്സ് ഒക്കെ എന്താണ് ഫ്ലൈ ചെയ്തിട്ട് എന്താണ് നമ്മൾ ത്രഷിങ്ങിൻ്റെ സമയത്ത് നെല്ലൊക്കെ ഇതാക്കുമ്പോൾ എന്താ മെതിക്കുമ്പോൾ ഉമി പോവും അല്ലേ, അതിൻ്റെ കവറൊക്കെ നെല്ലിൻ്റെ കവറൊക്കെ പോവില്ലേ. അപ്പോൾ അതുപോലെ എന്താണ് ഈ തീപ്പൊരികൾ ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാണാനും അവർക്ക് ഇഷ്ടമാണ്, കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവിടെ കുറേ മെറ്റഫർ നമ്മുടെ മെറ്റഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഹി ഗോസ് ഓൺ സൺഡേ He goes on Sunday to the church and sits among his boys. He hears the parson pray and preach. He hears his daughter's voice singing in the village choir, and it makes his ഹാർട്ട് റിജോയ്സ്. എന്താ മക്കളെ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ്, അദ്ദേഹം സൺഡേസിലൊക്കെ എന്ത് ചെയ്യും, ചർച്ചിലോട്ട് പോവും. ആ സമയത്ത് പ്രീച്ച് കേൾക്കും, പ്രഭാഷണം കേൾക്കും. അദ്ദേഹത്തിൻ്റെ ആൺമക്കളുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ടാവുക. മകളുടെ പാട്ട് കൊയറിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനെ വല്ലാതെ സന്തോഷിപ്പിക്കും, റിജോയ്സ് ചെയ്യിക്കുന്നു. ഇറ്റ് സൗണ്ട്സ് ടു ഹിം ലൈക്ക് ഹർ മദേഴ്സ് വോയിസ് സിംഗിങ് ഇൻ പാരഡൈസ്. ഹി നീഡ്സ് മസ്റ്റ് തിങ്ക് ഓഫ് ഹർ വൺസ് മോർ, ഹൗ ഇൻ ദ ഗ്രേവ് ഷീ ലൈസ്, ആൻഡ് വിത്ത് ഹിസ് ഹാർഡ് rough hand he wipes a tear out of his eyes. എന്താ പറയുന്നത്, ആ ശബ്ദം കേൾക്കുമ്പോൾ, ആ മകളുടെ ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരുന്ന ആരെയാ മക്കളെ, ആരെയാണ് ഓർമ്മ വരുന്നത്? നമ്മുടെ ബ്ലാക്ക് സ്മിത്തിന്. വേഗം യെസ് വേഗം പറ, ആരുടെ ശബ്ദമായിട്ടാണ് തോന്നുന്നത്? നമുക്ക് ഏതെങ്കിലും സാഡ് എൻഡുള്ള സ്റ്റോറീസ് പോലെ അല്ലേ, ഹീറോ വരുന്നു, ഹീറോയിൻ്റെ ഭാര്യ മരിച്ചിട്ടുണ്ടാവും, കുട്ടീനെ ഹീറോ തന്നെ വളർത്തുന്നു അല്ലേ. അപ്പം മകളെയൊക്കെ കാണുമ്പോൾ എന്താണ് ആ ഹീറോയ്ക്ക് ഓർമ്മ വരും, വൈഫിന് ഓർമ്മ വരും. അങ്ങനത്തെ മൂവീസൊക്കെ ഇല്ലേ. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട് മമ്മൂട്ടിയുടെ, കണ്ടിട്ടുണ്ടോ നിങ്ങളത്? അപ്പോൾ അതിൽ കാണാൻ പറ്റും അല്ലേ. അതിലെന്താണ് ശോഭന മരിച്ചുപോയി, അപ്പം മകനെ വളർത്തുന്ന ആരുടെ ഡെഡ് വൈഫ് അല്ലേ, മരിച്ചു പോയിട്ടുള്ള വൈഫിൻ്റെ ശബ്ദമായിട്ട് തോന്നുവാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അവൾ പാരഡൈസിൽ ഇരുന്നിട്ട് സ്വർഗത്തിലിരുന്ന് പാട്ട് പാടുന്ന പോലെ തോന്നുവാണ്. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും അവളെ ഓർക്കേണ്ടി വരും, അവൾ എങ്ങനെയാണ് ഗ്രേവിൽ കിടക്കുന്നത്, മരിച്ചു കിടക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഹാർഡായിട്ടുള്ള റഫായിട്ടുള്ള ആ കൈകൾ വെച്ച് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് തുടയ്ക്കുന്നു. ഓക്കെ യെസ്. അപ്പോൾ എത്ര കഠിനമായിട്ട് നമുക്ക് കാണുന്ന ആളാണ്, ഹാർഡായിട്ട് നമുക്ക് കാണുന്ന ആളായാലും ഉള്ളിൽ എന്താണ് സങ്കടമൊക്കെയുള്ള ഒരു സാധാരണ മനുഷ്യനാണ് നമ്മുടെ ബ്ലാക്ക് സ്മിത്ത് കേട്ടോ. Okay, toiling, rejoicing, sorrowing, onward through life he goes. Each morning sees some task begin, each evening sees it close. Something attempted, something done, has earned a night's repose. അപ്പോൾ എന്താ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ലൈഫ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ടോയിലിംഗ്, കഷ്ടപ്പെടുന്നു, റിജോയ്സ് ചെയ്യുന്നു അല്ലേ, ഒരുമിച്ച് സന്തോഷിക്കുന്നു, അതുപോലെ തന്നെ സങ്കടവും വരുന്നുണ്ട്. നമ്മുടെയൊക്കെ ലൈഫ് പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ്. അങ്ങനെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഓരോ മോർണിംഗ് എണീക്കും, പുതിയൊരു ടാസ്ക് ഉണ്ടാവും, ഈവനിങ് ആവും ആ ടാസ്ക് ചിലപ്പോൾ എന്താണ് ചെയ്ത് തീർത്തിട്ടുണ്ടാവും, ചിലതെന്താ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലതെന്താണ് ഡൺ, ചിലത് ചെയ്ത് തീർത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് അദ്ദേഹത്തിന് നൈറ്റിൻ്റെ ഒരു റീപോസ്, ആ റെസ്റ്റ്, വിശ്രമം അദ്ദേഹം ഏൺ ചെയ്യാണ്. നമ്മളൊക്കെ എന്താണ് ഒരു ദിവസം തുടങ്ങുന്നു, നമ്മൾ ഫുഡ് കഴിക്കുന്നു അല്ലെ, സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ബാഗോടെ വരുന്നു, കളിക്കുന്നു ആസ് യൂഷ്വൽ അല്ലേ, അങ്ങനെ ചെയ്യുന്നു. പിന്നെ സുഖമായിട്ട് രാത്രി കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നു അല്ലേ.
യെസ്, ഇത് എന്താ ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെടുന്നതിനുള്ള കൂലിയാണ് രാത്രിയിലെ ആ ഉറക്കം. അപ്പൊ അദ്ദേഹം അത് ഏൺ ചെയ്യാണ് ചെയ്യുന്നത്. അദ്ദേഹം ആ റിപ്പോസ്, ആ നൈറ്റിന്റെ റിപ്പോസ് അല്ലെങ്കിൽ നൈറ്റിന്റെ ആ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അത്ര നാളത്തെ അത്ര നേരത്തെ ഡെയിലുള്ള വർക്കിന്റെ ഒക്കെ ഒരു ഏർണിങ്സ് പോലെയാണ് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, thanks to thee, my worthy friend, for the lesson thou hast taught. Thus at the flaming forge of life our fortunes must be wrought. Thus on its sounding anvil shapes each burning deed and thought. അപ്പോൾ എന്താ പറയുന്നത്, പോയറ്റ് പറയണ താങ്ക്സ് ടു ദീ എന്ന് വെച്ചാൽ യു, താങ്ക് യു. ആരാണ് മൈ വർത്തി ഫ്രണ്ട്. ആരാണ് വർത്തി ഫ്രണ്ട്? നമ്മുടെ ബ്ലാക്ക് സ്മിത്ത്. എന്തുകൊണ്ടാണ് വർത്തി ഫ്രണ്ട് എന്ന് പറയുന്നത്? കാരണം അദ്ദേഹമാണ് നമുക്ക് ഹാർഡ് വർക്കിന്റെ ആ മഹത്വം പഠിപ്പിച്ചു തരുന്നുണ്ട്, ലേബറിന്റെ ആ ഒരു നൊബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഗ്രേറ്റ്നെസ് പഠിപ്പിച്ചു തരുന്നു, ആ ഒരു ലെസൺ നമ്മളെ പഠിപ്പിച്ചു തന്നു. എന്താണ് ലെസൺ? ഈ ഫ്ലേമിംഗ് ഫോർജ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ കത്തുന്ന തീയില്, ആ തീയില് നമ്മുടെ ഫോർച്യൂൺസ്, നമുക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ട ഫോർച്യൂൺസ് എല്ലാവരും, നമ്മുടെ സമ്പാദ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യങ്ങൾ, അതൊക്കെ നമ്മൾ തന്നെ റോട്ട്, അത് നമ്മൾ തന്നെ ഷേപ്പ് ചെയ്തെടുക്കണം. ദ സൗണ്ട് ഇറ്റ്സ് സൗണ്ടിങ് ആൻഡ് വിൽ ഷേപ്ഡ് ഈച്ച് ബേണിംഗ് ഡീഡ് ആൻഡ് തോട്ട്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ കത്തി നിൽക്കുന്ന ആ ഫയർ ആയിട്ടുള്ള ആ ഒരു ഡീഡ്, നമ്മുടെ ആക്ടിവിറ്റീസും ചിന്തകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആൻവിൽ, ആ സൗണ്ടിങ് ആൻവിൽ, ആ കല്ല് ആ കല്ലിൽ വെച്ച് എന്താണ് കൊട്ടി ഷേപ്പാക്കി നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ഫ്യൂച്ചർ, ഇപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് അല്ലേ? അപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ തന്നെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത്? എന്ത് ഷേപ്പിലാണ് ആക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. എന്ത് ഷേപ്പിലാക്കുന്നേ അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ്? വർക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ആ ഒരു മഹത്തായിട്ടുള്ള സന്ദേശം, ആ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നമ്മൾ ആരാണ് പഠിപ്പിച്ചിരുന്നത് മക്കളെ? ആരാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്? വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് ആണ്. ഓക്കെ, യെസ്, അതാണ് ഈ പോമിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സമ്മറിയാണ് ഇവിടെ മിസ് കൊടുത്തിട്ടുള്ളത്. ലേബറിൻ്റെ ആ ഒരു മഹത്വമാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് സ്മിത്ത് എങ്ങനെയാണ് സ്ട്രോങ് ആണ്, മസ്കുലർ ആണെന്നൊക്കെ പറയുന്നത്, ഹാൻഡ്സ് ഒക്കെ അടിപൊളിയാണെന്ന് പറയുന്നുണ്ട് അല്ലേ, ഹാർഡ് ലേബർ ഒക്കെ ഉണ്ട്. അതുപോലെ ഓണസ്റ്റ് മാൻ ആണ്, അദ്ദേഹത്തിൻ്റെ പൈസ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ എന്താണ്, ഒരു ഇൻഡിപെൻഡൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്ടിവിറ്റീസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ വീക്കൊക്കെ എന്തായാലും എന്താണ് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓൺ സൺഡേസ് ഹി ഗോസ് ടു ചർച്ച് വിത്ത് ഹിസ് ചിൽഡ്രൻ ആൻഡ് ഹി ഫീൽസ് ഹാപ്പിനെസ് ആൻഡ് പ്രൈഡ് ആസ് ഹി ഹിയേഴ്സ് ഹിസ് ഡോട്ടർ സിംഗ് ഇൻ ദ കൊയർ. പിന്നീട് എന്താ, ലൈഫ് സിമ്പിൾ ആണ് ബട്ട് ഫുൾഫില്ലിംഗ് ആണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് ക്വാളിറ്റീസ് ഓഫ് ഹാർഡ് വർക്ക്, ഓണസ്റ്റി, ഡെഡിക്കേഷൻ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ക്വാളിറ്റീസ് ഒക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നത്? അപ്രീഷിയേറ്റ് ചെയ്യാണ്, റെസ്പെക്റ്റബിൾ ആണ്, അഡ്മിറബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് നമ്മളെ ബ്ലാക്ക് സ്മിത്തിനെ പോർട്രേ ചെയ്യുന്നു. ഓക്കെ, അവസാനം എന്താ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ഡോട്ടറിൻ്റെ വോയിസ് കേൾക്കുമ്പോൾ മദറിനെ ഓർക്കുന്നു, വൈഫിനെ ഓർക്കുന്നു എന്നുള്ള കാര്യം, അപ്പോൾ സങ്കടം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ എന്താ, ഈ ഹാർഡ്ഷിപ്സ് ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ലൈഫിൽ മൂവ് ഫോർവേഡ്, ഓക്കെ, മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളും അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും എന്താണ്, ഗോ ഓൺ. ഓക്കെ, നിങ്ങൾ എപ്പോഴും എവിടെ നിന്ന് പോകരുത്, മുന്നോട്ട് പോകട്ടെ, നല്ലതിലേക്ക് പോകണമെന്ന് മാത്രം. ഓക്കെ, യെസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? താങ്കിങ് ഹിം ഫോർ ദ ലൈഫ് ലെസൺ, നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്ന ആ ലൈഫ് ലെസന് വേണ്ടി അദ്ദേഹത്തിന് താങ്ക്സ് പറയാണ്. ജസ്റ്റ് ലൈക്ക് ദ അയേൺ ഈസ് ഷേപ്ഡ് അറ്റ് ദ ഫോർജ്. ആ ഫോർജിൽ എങ്ങനെയാണ് ഇരുമ്പ്, ഇപ്പോൾ ഒരു കൈക്കോട്ട് ഉണ്ടാക്കണം, ഒരു അരിവാൾ ഉണ്ടാക്കണം, അതൊക്കെ എങ്ങനെയാണ് ആ ഒരു തീയിലിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിലെങ്ങനെയാണോ ഒരു അയേൺ ഷേപ്പ് ചെയ്തെടുക്കുന്നത്, അതുപോലെ നമ്മുടെ ലൈഫ്സും നമ്മുടെ ആക്ഷൻസും ഷേപ്പ് ഹൂ വി ആർ, നമ്മൾ എന്താ ആവണം എന്നുള്ളത് നമ്മൾ തന്നെയാണ് ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോം എൻഡ് ചെയ്യുന്നത് എന്താണ്? ഓരോ ദിവസത്തെ ഹാർഡ് വർക്കിനെ പറ്റിയും ഓണസ്റ്റ് ആയിട്ടുള്ള എഫേർട്ടിനെ പറ്റി. വൺ ക്യാൻ റെസ്റ്റ് അറ്റ് നൈറ്റ് വിത്ത് എ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്. ഒരാൾക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം. നമുക്ക് പക്ഷെ അങ്ങനെ ഒന്നുമില്ലെങ്കിലും സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പോം പറഞ്ഞിട്ടുള്ളത്. ഇത് അപ്രീസിയേഷൻ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും വായിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ലൈഫ് എന്ന് പറയുന്നത്? മിക്സ് ഓഫ് സ്ട്രഗിൾസ്, സാഡ്നെസ്, ഹാപ്പിനെസ്, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ എന്താണ് പോയത്തിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത്? നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ തോട്ട്സ്, നമ്മൾ തന്നെ ഫോർച്യൂൺസ്, നമ്മുടെ ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള കാര്യമാണ്. പിന്നെ ബ്ലാക്ക് സ്മിത്തിനെ ഓണർ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ, സക്സസ് ആസ് ഓണസ്റ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ് മാൻ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സമ്മറി കാര്യങ്ങളൊക്കെ എഴുതാം. പിന്നെ എന്താണ്, 8 സ്റ്റാൻസാസ് ഉണ്ട്, 6 ലൈൻസ് ഉണ്ട്. ഓക്കെ, ഒക്ടേവ് എന്ന് പറയും കേട്ടോ. യെസ്, 6 ലൈൻസ് ആണുള്ളത് അല്ലേ. ഓക്കെ, റൈം സ്കീം ഉണ്ട്. റൈം സ്കീം എന്താണ്? ABCB. ഓക്കെ, യെസ്, ഇതാണ്. പിന്നെ ബാക്കിയുള്ള സ്റ്റാൻസിലൊക്കെ എന്താണ്? ABCB DB എന്നുള്ള റൈം സ്കീമാണ് കാണുന്നത് കേട്ടോ. ഓക്കെ, യെസ്. ഇനി പോമിന് കുറേ അലിട്രേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? യു ക്യാൻ ഹിയർ ഹിസ് ബെല്ലോസ് ബ്ലോ അല്ലേ. ഹ് സൗണ്ട് വന്നു, പിന്നെയോ ബ് സൗണ്ട് വന്നു അല്ലേ. അപ്പോൾ അത് അലിട്രേഷൻ എക്സാമ്പിളാണ്. യു ക്യാൻ ഹിയർ ഹിം സ്വിങ് ഹിസ് ഹെവി സ്ലെഡ്ജ് എന്ന് പറയുമ്പോഴും നമുക്ക് കിട്ടി. ഓക്കെ, ഹ് 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 ഹ്. ഓക്കെ, സ്വിങ് സ്ലെഡ്ജ്. നെക്സ്റ്റ് വൺ എന്താണ്? ഹി ഹിയേഴ്സ് ദ പാഴ്സൺ പ്രേ ആൻഡ് പ്രീച്ച്. പ് അല്ല പ്.
ഓക്കെ യെസ് കിട്ടിയോ? അലിട്രേഷൻ കിട്ടിയില്ലേ മക്കളെ? ഇനി എന്താണ്? സെവറൽ സിമിലീസ് പറയുന്നുണ്ട് മക്കളെ, കുറേ സിമിലീസ് പറയുന്നുണ്ട്. ദസ് ബ്ലാക്ക് സ്മിത്ത് സ്ട്രോങ് ആം മസിൽസ് ആർ ലൈക്ക് അയൺ ബാൻഡ്സ്. ഓക്കെ, അയൺ ബാൻഡ്സ് പോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള, മിസ്സിൻ്റെ അങ്ങനെയല്ല, അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള കൈകളാണ് ആർക്കുള്ളത്? നമ്മുടെ ബ്ലാക്ക് സ്മിത്തിനുള്ളതെന്ന് പറഞ്ഞു. ഹിസ് ഫേസ് ഇസ് ലൈക്ക് ദ ടാൻ പോലെ, ആ കളർ തന്നെയാണ്, ടാൻ എന്താണോ ആ കളർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുഖമെന്ന് പറയുന്നത്. പിന്നെ ഹിസ് സെഡ്സ് hitting the iron like a sexton ringing the church bell. എങ്ങനെയാണ് കപ്പ്യാർ മണിയടിക്കുന്നത്? അതുപോലെ തന്നെയാണ് എന്ന് പറയുന്നു. പിന്നെ the burning sparks that fly are like chaff from a threshing floor. മെതിക്കുന്ന ആ ഒരു ഫ്ലോറിൽ നിന്ന് പറന്നു പോകുന്ന ഉമി, അതിൻ്റെ പോലെയാണ് ആ ബേണിംഗ് സ്പാർക്സ് എന്ന് പറയുന്നു. ഹിസ് ഡോട്ടേഴ്സ് വോയിസ് ഈസ് ലൈക്ക് ഹെർ മദേഴ്സ് വോയിസ് എന്ന് പറയുന്നു. അപ്പോൾ അതും എന്താണ്? സിമിലിയാണ്. ഓക്കെ കിട്ടിയോ? പിന്നെ വിവിഡ് ഓഡിറ്ററി ആൻഡ് വിഷ്വൽ ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓഡിറ്ററി ഇമേജസ് ഏതൊക്കെയാണെന്ന് പറയാം. ദ പാഴ്സൺസ് പ്രീച്ചിങ്. ഓക്കെ, അപ്പോൾ അത് കേൾക്കുന്ന പോലെയല്ല, ഓഡിറ്ററി ഇമേജറി ആണ്. പിന്നെ ബ്ലാക്ക് സ്മിത്ത്സ് ഡോട്ടർ സിംഗിങ്, അതും എന്താണ്? ഓഡിറ്ററി ഇമേജറി ആയിട്ട് എടുക്കാം. പിന്നെ സൗണ്ട് ഓഫ് ദ സ്ലെഡ്ജ് ഹിറ്റിംഗ് മെറ്റലിനെ അടിക്കുന്ന ആ സൗണ്ട്. പിന്നെ ദ റോർ ഓഫ് ദ ബെല്ലോസ് കേട്ടോ, അതും എന്താണ്? ഓഡിറ്ററി ഇമേജറി ആണെന്ന് പറയാം. ഓക്കെ, പിന്നെ വിഷ്വൽ ഇമേജ് എന്തൊക്കെയാണ്? അത് ബ്രൈറ്റ് ഫോർജ് ഫ്ലെയിംസ്, പിന്നെ എന്താണ്? സ്പാർക്സ് ഫ്ലൈയിങ്. ഓക്കെ, അതൊക്കെ ഫ്ലൈ ചെയ്ത് പോകുന്ന ദ ഹെൽതി സ്ട്രോങ് ബ്ലാക്ക് സ്മിത്ത്, അതൊരു വിഷ്വൽ ഇമേജറി ആണ്. ആൻഡ് ഹിസ് സ്മിതി അണ്ടർ എ ചെസ്നട്ട്, വലിയൊരു ചെസ്നട്ട് ട്രീനെ അടിയിലായിട്ട് സ്മിതി, ആ ഒരു ആല, ഇതൊക്കെ പറയുമ്പോഴും വിഷ്വൽ ഇമേജ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇതെന്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? വാല്യൂ ഓഫ് ഹാർഡ് വർക്ക്, ഓണസ്റ്റി ആൻഡ് ഇന്നർ സ്ട്രെങ്ത്. ഇതിലൂടെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ട്രൂ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഫുൾഫിൽമെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഡെഡിക്കേഷനും ഇൻറ്റഗ്രിറ്റിയും കൂടെ ഓണസ്റ്റിയൊക്കെ കൂടെ കൊണ്ടുവരേണ്ടതാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെ റിച്ച് ഇമേജറി മെസ്സേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു ഡിഗ്നിറ്റി ഓഫ് വർക്ക് എന്നുള്ളൊരു കാര്യം എന്തായാലും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് ചെറിഷിങ് ലൈഫ്സ് ജോയ്സ് ആൻഡ് സോറോസ് എലൈക്ക്. സങ്കടം വരും സന്തോഷം വരും മക്കളെ, രണ്ടും എന്താണ്? ഒരുപോലെ ട്രീറ്റ് ചെയ്യാനും പറ്റണം. നിങ്ങളെപ്പോഴും ഓണസ്റ്റ് ആയിട്ടിരിക്കണം, ഹാർഡ് വർക്കിംഗ് ആയിട്ടിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ള കാര്യമാണ് ഈ ഒരു പോമിലൂടെ നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ ആണോ? ആ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിമിലീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമിലീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മസിൽസിൻ്റെ ഫേസ്, അതുപോലെ ആ ഒരു ബീറ്റിംഗ് അയൺ, ബേണിംഗ് സ്പാർക്സ്, അദ്ദേഹത്തിന് മകളുടെ ശബ്ദം. ഓക്കെ, ക്ലിയർ ആണോ? ഈ ഒരു പോം ക്ലിയർ ആണെങ്കിൽ മിസ്സിൻ്റെ കുട്ടികൾ എല്ലാവരും നമ്മുടെ ചാറ്റ് ബോക്സിലെ കുറച്ച് ഫയർ ഇമോജീസ് ഇട്ട് വേഗം തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യൂ. ഓക്കെ, യെസ്, വേഗം ആവട്ടെ മക്കളെ. നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് കാണിച്ചു തന്നെ മിസ്സിൻ്റെ കുട്ടികൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടോ? യെസ്, സെറ്റ് അല്ലേ മക്കളെ? ഉഷാറല്ലേ? യെസ്, ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ മിസ് ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. അപ്പോൾ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫോർച്യൂൺസ് ഒക്കെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഇനി നിങ്ങൾ ഫ്യൂച്ചറിൽ, അതായത് വലിയ ഫ്യൂച്ചർ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പം ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ ക്ലാസ് 9 മക്കളാവാൻ പോവാണ്. അപ്പോൾ ക്ലാസ് 9 ക്ലാസ് 8 പോലെ തക്കിട പരിപാടിയൊന്നും പറ്റില്ല, അല്ലെങ്കിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ ക്ലാസ് 9 അടിപൊളിയായിട്ട് മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് വേണം നമുക്ക് SSLCക്ക് പോകാൻ എന്നൊക്കെ ആഗ്രഹമുള്ള മക്കൾ ഇപ്പം തന്നെ ആൽഫ ബാച്ചിലോട്ട് ജോയിൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും മക്കളെ, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഇനി ക്ലാസ് മിസ്സായി പോയി പേടിക്കേണ്ട ആവശ്യമില്ല, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, PDF നോട്ട്സ് കിട്ടുന്നുണ്ടാവും, PYQ സൊല്യൂഷൻസ് ഉണ്ടാവും, ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ടാവും, മോഡൽ എക്സാംസ് ഉണ്ടാവും. അതുപോലെ തന്നെ ആദ്യം ചേരുന്ന 1000 മക്കൾക്ക് എന്ത് കിട്ടും? നമ്മുടെ ബുക്ക് സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ജോയിൻ ചെയ്ത വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ ക്ലാസ് 8 തീർന്നിട്ടില്ല, ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള സകല കാര്യങ്ങളും നിങ്ങൾ ഇപ്പം തന്നെ പഠിപ്പിച്ചു തരും കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ് 8ൻ്റെ ബാച്ചിലോട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇപ്പം തന്നെ ക്ലാസ് 9ൻ്റെ ആൽഫ ബാച്ചിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ആൽഫ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി 3999 ആണ് നിങ്ങൾക്ക് വരുന്ന ബാച്ച് ഫീ എന്ന് പറയുന്ന ഓഫറാണ്. വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തൊക്കെ പറയാം, താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിക്കാം. കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പിന്നെ എന്താണ്? ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാം. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത പോമിലേക്ക് കിടക്കാം. റെഡി അല്ലേ? യെസ്, റെഡി അല്ലേ മക്കളെ? റെഡി? ഫുൾ റെഡി? ഓക്കെ, യെസ്. ദ നൈറ്റിംഗേൽ പോമല്ല, അടുത്ത ചാപ്റ്റർ അല്ലേ? മിസ് പോം എന്നാണോ പറഞ്ഞത്? പോന്നാണോ മിസ് പറഞ്ഞ്? ഓക്കെ, അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം. ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്നുള്ള ചാപ്റ്ററാണ്. ഓസ്കാർ വൈൽഡ് എഴുതിയിട്ടുള്ള ഒരു വലിയ ചാപ്റ്ററാണ് അല്ലേ മക്കളെ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുഞ്ഞു കാര്യമായിട്ട് മിസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുഞ്ഞു സമ്മറി ആയിട്ട് മിസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആളുകളുണ്ടല്ലേ ഇതിലെ ക്യാരക്ടേഴ്സ് നോക്കിക്കുക, ഇതിലെ ക്യാരക്ടർ സ്കെച്ചസ് നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. ഈ ചാപ്റ്ററിൽ ക്യാരക്ടർ സ്കെച്ചസ് നോക്കി വെക്കണം. അപ്പോൾ മിസ് നോട്ട് അയക്കുമ്പോൾ കൂടെ അയക്കുന്നുണ്ടാവും. ഇപ്പം മിസ് സമ്മറി ആയിരിക്കും പറയുന്നുണ്ടാവും കേട്ടോ. നോട്ട് അയക്കുമ്പോൾ മിസ് അതും കൂടെ അയക്കുന്നുണ്ടാവും. ഓക്കെ, സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, നമ്മുടെ ലിങ്കിലേക്ക്
ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം, ഫ്രീ ആയിട്ട് നോട്ട്സ് കിട്ടും. ഓക്കെ, സെറ്റല്ലേ? ഇനി ഇൻ കേസ് നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് കംപ്ലീറ്റ് ആണ്, ഫില്ലാണ് എന്നുള്ളത് പേടിക്കേണ്ട, നാളത്തേക്ക് ആകുമ്പോഴത്തേനും ഒന്ന് സൊല്യൂഷൻ എന്തെങ്കിലും കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ, സെറ്റ്. അപ്പോൾ ദാ എ യങ് സ്റ്റുഡൻറ് ഈസ് സാഡ് ബിക്കോസ് ദ ഗേൾ ഹി ലവ്സ് said she would dance with him only if he brought her a red rose. അപ്പോൾ ഒരു ചെക്കൻ അവൻ ഭയങ്കര സാഡ് ആയിട്ടിരിക്കുക, ഭയങ്കര ഷോക്ക് അടിച്ചിരിക്കുക. എന്തുകൊണ്ടാ? ചെക്കന് ഒരു കുട്ടിയെ ഇഷ്ടമാണ്, ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. പക്ഷെ അവൾ പറഞ്ഞു, നീ എനിക്ക് നല്ലൊരു റെഡ് റോസ് കൊണ്ട് തന്നാൽ മാത്രമാണ് ഞാൻ എൻ്റെ കൂടെ ഡാൻസ് കളിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയാണെങ്കിൽ റെഡ് റോസ് ഒന്നുമില്ല. ബട്ട് ദാർ ഇസ് നോ റെഡ് റോസ് ഇൻ ഹിസ് ഗാർഡനിൽ റെഡ് റോസ് ഇല്ല. അങ്ങനെ അവൻ വിഷമിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് ഇത് ഒരു നൈറ്റിംഗേൽ കാണാൻ, അല്ലേ? നൈറ്റിംഗേൽ ആരാണ്? വാനമ്പാടി, അല്ലേ? ഒരു വാനമ്പാടി കാണാണ്. ഓക്കെ, യെസ്, ദ നൈറ്റിംഗേൽ ഹു ബിലീവ്സ് ഇൻ ട്രൂ ലവ്. അപ്പോൾ നൈറ്റിംഗേൽ ഞാൻ ട്രൂ ലവിൽ വിശ്വസിക്കുന്ന നൈറ്റിംഗേലാണ്. നൈറ്റിംഗേലിൻ്റെ ക്യാരക്ടർ സ്കെച്ചൊക്കെ നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, ലവ് ഹിയേഴ്സ് ഹിം ആൻഡ് ഡിസൈഡ്സ് ടു ഹെൽപ്പ്. അപ്പോൾ അത് കേൾക്കുകയാണ്. അങ്ങനെ എന്താണ്, അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ഷീ വിസിറ്റ്സ് ഡിഫറെൻറ്റ് റോസ് ട്രീസ്. അപ്പോൾ വേറെ വേറെ റോസ് ട്രീസ് ഒക്കെ വിസിറ്റ് ചെയ്യുന്നു. ബട്ട് നൺ ഓഫ് ദം ഹാവ് എ റെഡ് റോസ്. പക്ഷേ എവിടെയും റെഡ് റോസ് ഇല്ല. അപ്പോൾ ഫൈനലി ഒരു റെഡ് റോസ് അവൻ റോസ് ട്രീ സ്റ്റുഡൻറ്റിൻ്റെ വിൻഡോൻ്റെ താഴെയുള്ള ഒരു റോസ് ട്രീ പറയാണ്, റെഡ് റോസ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എന്താണ്? ബട്ട് ഓൺലി ഇഫ് ഷീ സിങ്സ് ഓൾ നൈറ്റ് വിത്ത് ഹർ ബ്രസ്റ്റ് അഗെയിൻസ്റ്റ് എ തോൺ സാക്രിഫൈസിങ് ഹർ ലൈഫ്. നോക്കിക്കേ, ആകെ എന്താണ്, തണുത്തുറഞ്ഞ് കോൾഡായിട്ട് നിൽക്കുകയാണ്, എനിക്ക് കുറച്ച് വാംത്ത് വേണം, അല്ലേ? അപ്പോൾ വാംത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യണം? നീ നിൻ്റെ ബ്രസ്റ്റ് എന്ത് ചെയ്യണം? എൻ്റെ മുള്ളിനോട് ചേർത്ത്, തോൺസിനോട് ചേർത്ത് വെച്ചിട്ട് നീ ഈ നൈറ്റ് ഫുള്ളും പാടണം. അങ്ങനെ ആ പാട്ട് കേട്ടിട്ട് എൻ്റെ ഉള്ളിൽ ജീവൻ വരും, ഞാൻ എന്ത് ചെയ്യും? പൂക്കും, നാളത്തേക്ക് റെഡ് റോസ് ഞാൻ തരും എന്നാണ് പറഞ്ഞല്ലേ. അപ്പോൾ എന്തൊരു കഷ്ടമല്ല, ഇങ്ങനത്തെ ഒക്കെ കണ്ടീഷൻ കേട്ട് കഴിഞ്ഞാൽ നമ്മളെപ്പോഴേ ജീവൻ കൊണ്ടുപോടി. പക്ഷേ പാവം നമ്മുടെ നൈറ്റിംഗേൽ എന്തായിരുന്നു മക്കളെ? ട്രൂ ലവ്. ഓക്കെ, ട്രൂ ലവ്. ദ നൈറ്റിംഗേൽ എഗ്രീസ്. അങ്ങനെ വാനമ്പാടി സമ്മതിച്ചു. ബിലീവിങ് ലവ് ഈസ് ഗ്രേറ്റർ ദാൻ ലൈഫ്. ലവ് എന്ന് പറയുന്നത് ലൈഫിനേക്കാളും വലുതാണ്, അല്ലേ? അങ്ങനെയാണ് നമ്മുടെ നൈറ്റിംഗേൽ പ്രതീക്ഷിച്ചത്, അങ്ങനെയാണ് വിശ്വസിച്ചത്. ഷീ സിങ്സ് ദ ഹോൾ നൈറ്റ്. അങ്ങനെ എന്ത് ചെയ്തു? ആ നൈറ്റ് ഫുള്ളും അവൾ പാടി. ഓക്കെ, പ്രസ്സിങ് അഗൈൻസ്റ്റ് ദ തോൺ ആൻഡ് ഹെർ ബ്ലഡ് ടേൺസ് ദ വൈറ്റ് റോസ് ഇൻ ടു എ ഡീപ്പ് റെഡ് വൺ. അങ്ങനെ ആ വൈറ്റ് റോസ് എന്താണ്? ആ ഫുള്ള് റെഡ് അവരുടെ ബ്ലഡ് പോയി അങ്ങനെ അവസാനം എന്താണ്? ആ ഒരു റെഡ് റോസ് ആയിട്ട് മാറിയ വൈറ്റ് റോസ്. ബൈ മോർണിംഗ് ആയപ്പോൾ ദ റോസ് ഈസ് റെഡി ബട്ട് ദ നൈറ്റിംഗേൽ ഡേയ്സ്. അപ്പോൾ റോസ് റെഡി, നൈറ്റിംഗേൽ മരിച്ചു. ഓക്കെ, അതാണ് പിറ്റേ ദിവസത്തെ അവസ്ഥ. അങ്ങനെ റോസ് റെഡി ആയിട്ടുണ്ട്, ആ ഒരു റെസിപ്പി കംപ്ലീറ്റ് ആയി, നമ്മുടെ നൈറ്റിംഗേൽ മരിച്ചു കേട്ടോ, പാവം. The student finds the rose and happily takes it to the girl. സ്റ്റുഡൻറ്റിന് ഹാപ്പി അല്ലേ? അവനെന്താ, നൈറ്റിംഗേൽ മരിച്ചാലൊന്നും ഒരു കുഴപ്പമില്ല. എന്താണ്, സ്റ്റുഡൻറ്റ് ഫ്ലവർ എടുത്തിട്ട് പെണ്ണിൻ്റെ അടുത്ത് പോയി. അപ്പോഴോ അപ്പോൾ എന്തുണ്ടായ മക്കളെ? however she rejects it. അത് നമുക്കറിയാലോ. എന്താണ്? അവൾ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, അല്ലേ? saying it doesn't match her dress. എൻ്റെ ഡ്രസ്സുമായിട്ട് ഇത് മാച്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. and that another man gave her expensive jewels. അപ്പോൾ വേറൊരാൾ അവൾക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ജ്വൽസ്, ഒരു നെക്ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ എനിക്കിനി ഈ റെഡ് റോസ് ഒക്കെ ആർക്കെങ്കിലും വേണോ? ഓക്കെ, വേണ്ട എന്ന് പറഞ്ഞു. ആംഗ്രി ആൻഡ് ഡിസപ്പോയിൻറ്റഡ്. അപ്പോൾ ദേഷ്യം വന്നു, ഡിസപ്പോയിൻറ്റഡ് ആയി, നിരാശയായി അവന്. ദ സ്റ്റുഡൻറ്റ് ത്രോസ് the rose into the street. അങ്ങനെ അവൻ എന്ത് ചെയ്തു? നൈറ്റിംഗേലിന്റെ ജീവൻ കൊണ്ട് ഉണ്ടാക്കിയുള്ള റെഡ് റോസ് ഉണ്ടല്ലോ, അങ്ങനെ ഈ വിഷമം വന്ന ചെക്കൻ എന്ത് ചെയ്തു? അവൻ സ്ട്രീറ്റിലോട്ട് വലിച്ചെറിഞ്ഞു. ട്രൂ ലവ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലേ? വേർ ഇറ്റ് ഗെറ്റ്സ് crushed under a cart wheel. ഒരു കാർട്ട് വീലിൽ കയറി, വണ്ടിയുടെ ചക്രത്തിൻ്റെ ഇടയിൽ കയറി അത് അരഞ്ഞുപോയി, അല്ലെ? ക്രഷ് ആയിപ്പോയി. he then walks away calling love foolish and decides to focus on his studies instead. നോക്കിക്കേ, അവൻ പറയാണ് സ്നേഹം എന്നൊക്കെ പറയുന്നത് ഫൂളിഷാണ്, മണ്ടന്മാരെ ഈ പണിക്ക് നിൽക്കുള്ളൂ, ഞാൻ പഠിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അവൻ പഠിക്കാനായിട്ട് പോയി. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ നൈറ്റിംഗേൽ ആരായി ഇപ്പോൾ, അല്ലേ? നൈറ്റിംഗേൽ ആരായി? ദ സ്റ്റോറി ഹൈലൈറ്റ്സ് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ട്രൂ ലവ് ആൻഡ് മെറ്റീരിയലിസം. നോക്കിയേക്കാം, ഈ ഒരു ചാപ്റ്റർ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം എന്താ? ട്രൂ ലവ്, അതായത് നമ്മുടെ നൈറ്റിംഗേലും ബോയും തമ്മിലുള്ള ആ ഒരു കോൺട്രാസ്റ്റ് ആണ്. അതായത് മെറ്റീരിയലിസം അല്ലെങ്കിൽ ഗേള് തമ്മിലുള്ളത്. അവർക്ക് എന്താ? മെറ്റീരിയൽസ് കിട്ടിയാൽ മതി, സാധനങ്ങൾ കിട്ടിയാൽ മതി, ഓക്കെ, സ്വത്തുക്കൾ കിട്ടിയാൽ മതി. പക്ഷേ ലവ് ഒന്നും ആർക്കും വേണ്ട എന്നാണ് പറയുന്നത്. ഷോയിങ് ഹൗ ദ നൈറ്റിംഗേൽ സാക്രിഫൈസ്ഡ് എവറിഥിങ് ഫോർ ലവ് വൈൽ ദ സ്റ്റുഡൻറ്റ് ആൻഡ് ദ ഗേൾ ഡിഡ് നോട്ട് ട്രൂലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് വാല്യൂ.
അപ്പോൾ ശരിക്കും സ്റ്റുഡൻറ്റിനും ഗേളിനും അതിൻ്റെ വാല്യൂ മനസ്സിലായിട്ടില്ല, അവർക്ക് അതിൻ്റെ എന്താണ് വില മനസ്സിലായിട്ടില്ല. അവർ എന്ത് ചെയ്തു, നൈറ്റിംഗേൽ എന്ത് ചെയ്തു, അതിൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്തു. ഓക്കെ, ചാപ്റ്റർ ക്ലിയർ ആണോ മക്കളെ? ചാപ്റ്റർ ക്ലിയർ ആണെങ്കിൽ എൻ്റെ കുട്ടികളെല്ലാവരും നമ്മുടെ ചാറ്റ് ബോക്സിൽ കുറച്ച് റെഡ് ഹാർട്ട്സ് ആണ് മിസ്സിന് വേണ്ടത്, കുറച്ച് റെഡ് ഹാർട്ട്സ് ഇട്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇതിൻ്റെ മെസ്സേജ് മനസ്സിലാക്കി വെക്കുക. നൈറ്റിംഗേലിന് ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യം ട്രൂ ലവിൽ വിശ്വസിക്കുന്ന ആളാണ്, അല്ലെ ബിലീവ് ചെയ്യുന്ന ആളാണ്, സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് ലൈഫ്. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ആ റെഡ് റോസ് ഉണ്ടാക്കി കൊടുത്തതെന്നുള്ള കാര്യം എഴുതണം. ഓക്കെ, യെസ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രൂ ലവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളാണ് നൈറ്റിംഗേൽ എന്നുള്ള കാര്യം എഴുതും. ഓക്കെ, മനസ്സിലായോ? ഇനി ബോയുടെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഗേളുടെ എഴുതുമ്പോൾ എന്താണ് എഴുതേണ്ടത്? മെറ്റീരിയലിസ്റ്റിക് ആണെന്നുള്ള കാര്യം എഴുതണം, ട്രൂ ലവിൻ്റെ വാല്യൂ അറിയില്ല എന്നുള്ള കാര്യം എഴുതണം, നൈറ്റിംഗേലിൻ്റെ സാക്രിഫൈസിൻ്റെ വാല്യൂ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എഴുതണം, അവസാനം എന്താണ് ആ ലവ് ഫൂളിഷ് ആണെന്നൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് എഴുതണം. ഇത്രയും കാര്യങ്ങൾ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോൾ ടെമ്പററി ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം എഴുതണം, ഡീപ്പ് അല്ല എന്നുള്ള കാര്യം എഴുതണം. ഇത്രയും കാര്യങ്ങൾ രണ്ടാളും ക്യാരക്ടർ സ്കെച്ചിൽ ഉറപ്പായിട്ട് എഴുതിയിട്ടുണ്ടാവണം. മിസ് നോട്ട്സ് അയക്കുമ്പോൾ ക്യാരക്ടർ സ്കെച്ചും കൂടെ അയക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ഡേ ഇൻ കൺട്രി. ഓക്കെ, ഡേ ഇൻ ദ കൺട്രി റിട്ടൺ ബൈ ആന്റൺ ചെക്കോവ് എഴുതിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. റെഡി ആണോ? റെഡി ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയാ ചാറ്റ് ബോക്സിൽ റെഡി ആണ് എന്നുള്ള കാര്യം പറയാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൽ ക്യാരക്ടേഴ്സിനും ഇതിൻ്റെയും ക്യാരക്ടർ സ്കെച്ച് വരും, നിങ്ങൾക്ക് നോട്ട്സിൽ അയക്കുന്നുണ്ടാവും. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടിയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. യെസ്, ദ സ്റ്റോറി ഫോളോസ് ഫ്യോൽക്ക ആണല്ലേ നമ്മുടെ ഫ്യോൽക്ക. ഓക്കെ, യെസ്, 6-year-old girl, ഒരു 6 വയസ്സുള്ള പെൺകുട്ടിയാണ്. as she runs through the village searching for Terenti. Okay, Terenti അപ്പൂപ്പൻ അല്ലേ, Terenti the cobbler, to help her brother Danilka. Okay, ഡാനിൽക്കനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യോൽക്ക എന്ത് ചെയ്യുന്നു, വില്ലേജിൽ കൂടെ ഓടുന്നതാണ് ഫസ്റ്റ് സീൻ അല്ലേ. അപ്പം ഇങ്ങനെ ഓടുന്നു, കരയുന്നുണ്ട്, അവളെ കണ്ണൊക്കെ അവൾക്ക് എന്തൊക്കെയോ ആയിട്ടിരിക്കുന്നുണ്ട് അല്ലെ, അവളെ പറ്റിയിട്ട് പറയുന്നുണ്ട് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ ഓടി 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 എങ്ങോട്ടാണ് അവൾ പോകുന്നത്? ടെറന്റിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ടെറന്റി ഈസ് എ കോബ്ലർ, അദ്ദേഹം ഒരു കോബ്ലർ ആണ്. ടെറന്റിയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ എഴുതണം കേട്ടോ, പോക്ക് മാർക്ക് ആ സാധനങ്ങളൊക്കെ എഴുതണം. ഓക്കെ, യെസ്. പിന്നെന്താ, ഡാനിൽക്ക എന്ന് പറഞ്ഞ ബ്രദറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവൾ ഓടുന്നത്. ഓക്കെ, ഡാനിൽക്ക ആൻഡ് 8-year-old ബോയ് ആണ്. അവൻ എന്താ പ്രശ്നം? ഹാസ് ഗോട്ടൻ ഹിസ് ഹാൻഡ് സ്റ്റക്ക് ഇൻ എ tree hole while trying to get a cuckoo's egg. ഒരു കുക്കൂസ് എഗ് എടുക്കാൻ നോക്കിയപ്പോൾ ചെക്കൻ്റെ കൈ എന്ത് ചെയ്തു, ആ മരത്തിൻ്റെ ഹോളിൽ പെട്ടുപോയി. ഓക്കെ, അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്യോൽക്ക എന്ത് ചെയ്യുന്നത്, ടെറന്റിനെ വിളിക്കാൻ വേണ്ടി പോകുന്നത്. ആസ് എ സ്റ്റോം അപ്രോച്ചസ്, അപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ട്. ടെറന്റി ആൻഡ് ഫ്യോൽക്ക എല്ലാവരും വീട്ടിലേക്ക് ഓടുകയാണ്. ഓക്കെ, ടെറന്റി ആൻഡ് ഫ്യോൽക്ക റഷ് ത്രൂ ദ റെയിൻ ടു ദ കൗണ്ട്സ് കോപ്സ് വേർ ഡാനിൽക്ക ഈസ് ട്രാപ്ഡ്. അപ്പോൾ അങ്ങനെ അവർ ആ മഴയത്തായാലും എന്താണ് വേഗം പോവുകയാണ് കൗണ്ട്സിൻ്റെ കോപ്സ് എന്ന് വെച്ചാൽ ചെറിയ ചുള്ളിക്കാട്, ഒരു ചെറിയ കാട്, അവിടെയാണ് ഡാനിൽക്ക ട്രാപ്പ് ആയിട്ടുള്ളത്. അങ്ങോട്ട് പോകുന്നു. ടെറന്റി ബ്രേക്സ് ദ വുഡ് ആൻഡ് ഫ്രീസ് ദ ബോയ്സ് ഹാൻഡ്. അപ്പോൾ ടെറന്റി ആ വുഡൊക്കെ ബ്രേക്ക് ചെയ്യുന്നു, അങ്ങനെ എന്താണ് അവൻ്റെ കയ്യെ അതിൽ നിന്ന് വലിച്ചെടുക്കുന്നു. യെസ്, അലോങ് ദ വേ ടെറന്റി ടീച്ചസ് ദ ചിൽഡ്രൻ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ടെറന്റി എന്ത് ചെയ്യുന്നു, കുട്ടികളെ നേച്ചറിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുന്നു അല്ലേ. ടെറന്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു വെക്കണം കേട്ടോ, ആ ഒരു ഭാഗം എന്തായാലും വായിക്കണേ. ഓക്കെ, എക്സ്പ്ലെയിനിങ് തണ്ടർ എങ്ങനെയാണെന്നുള്ളത്, ബീസ്, ബേർഡ്സ് ആൻഡ് ഹീലിംഗ് ഹെർബ്സ്, ഇതിന് പലതരത്തിലുള്ള ഹീലിംഗ് ഹെർബ്സിനെ പറ്റിയിട്ടും ഒക്കെ എന്താണ് ടെറന്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡാനിൽക്കും ഫ്യോൽക്കും കേൾക്കുന്നുണ്ട്. ഡാനിൽക്ക് അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫ്യോൽക്ക് വിചാരിക്കുന്നത് ഇവൻ എന്തിനാണ് ഇത്രയും ചിന്തിക്കുന്നത്, പക്ഷേ ഡാനിൽക്ക് എന്താണ് കുറേ ചിന്തിക്കുന്നു. ആഫ്റ്റർ വാണ്ടറിങ് ത്രൂ ദ ഫീൽഡ്സ് ദി റെസ്റ്റ് ബൈ ദ റിവർ. അപ്പോൾ കുറേ ഫീൽഡിൽ കൂടെ ഒക്കെ നടന്നു, ഇനി എന്താണ് റിവറിൻ്റെ സൈഡിലായിട്ട് അവർ റെസ്റ്റ് ചെയ്യുന്നു. ടെറന്റി ഫാൾസ് അസ്ലീപ്. അപ്പോൾ ടെറന്റി നന്നായിട്ട് ഉറങ്ങിപ്പോകുന്നു. വൈൽ ഡാനിൽക്ക റിഫ്ലെക്ട്സ് ഓൺ ഓൾ ഹി ഹാസ് സീൻ. അപ്പോൾ അവൻ കണ്ടിട്ടുള്ള കാഴ്ചകളൊക്കെ എന്താണ് ഡാനിൽക്ക ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈ ഈവനിങ് ആയതോടുകൂടി ദേ റിട്ടേൺ ടു ദ വില്ലേജിലേക്ക് തിരിച്ചു പോകുന്നു. ആൻഡ് ദ ചിൽഡ്രൻ സ്ലീപ്പ് ഇൻ എ ഡെസേർട്ടഡ് ബാൺ. ഒരു ഡെസേർട്ടഡ് ആയിട്ടുള്ള ബാൺ എന്താണ്, കളപ്പുര, ധാന്യപ്പുര എന്ന് പറയും അല്ലേ, കളപ്പുര. അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഓക്കെ, കുട്ടികൾ ഉറങ്ങുന്നു. ദ സ്റ്റോറി ഹൈലൈറ്റ്സ്. ഇനി സ്റ്റോറി എന്താ കാണിച്ചിരുന്ന, ഹൈലൈറ്റ്സ് ദ വിസ്ഡം ഓഫ് സിമ്പിൾ വില്ലേജ് പീപ്പിൾ. ടെറന്റി എന്ന് പറയുന്നത് ഒരു കോബ്ലർ ആണ്. അദ്ദേഹത്തിന് പക്ഷേ കുറേ കാര്യങ്ങൾ അറിയാം അല്ലെ, നോളജബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, യെസ്, കുറേ നോളജ് ഒക്കെ ഉള്ള ആളാണ്, നേച്ചറിനെ പറ്റി അറിയുന്ന ആളാണ്, നേച്ചറിനെ സ്നേഹിക്കുന്ന ആളാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈഫ് ആണെങ്കിൽ പോലും ഇത്രത്തോളം നോളജ് ഉള്ള ആളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡീപ്പ് കണക്ഷൻ ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് നേച്ചർ എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ടെറന്റിയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ എങ്ങനെ നോളജബിൾ ആയിട്ടുള്ള ഒരാളാണെന്ന് എഴുതാം, നേച്ചറിനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് അറിയാം, നേച്ചറിനെ അറിയാം എന്നുള്ളത് അറിയാം, എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്നുള്ള കാര്യം എഴുതാം. ഡാനിൽക്കും ഫ്യോൽക്കും കുറേ കാര്യങ്ങൾ ടീച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം എഴുതാം. അതുപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്തു എന്നുള്ള കാര്യം എഴുതാം. ആദ്യം തന്നെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എഴുതാം കേട്ടോ, കാണുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, സെറ്റ് അല്ലേ മക്കളെ? അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടർ സ്കെച്ചൊക്കെ മിസ് അയക്കാം, നോട്ട്സിൽ അയക്കാം കേട്ടോ. നോട്ട്സിൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ കയറിയിട്ട് നോക്കിയാൽ മതി കേട്ടോ.
ലിങ്ക് ഫുള്ളാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല, നാളത്തേക്ക് എന്തായാലും സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് കടക്കാം. നെക്സ്റ്റ് ചാപ്റ്ററാണ് ദ സ്കൂൾ ഫോർ സിമ്പതി എന്നുള്ള ചാപ്റ്റർ. സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. മനസ്സിലാക്കി വെക്കേണ്ട തീം എന്താണ്? എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുക അല്ലേ? നമ്മളെല്ലാവരും ഇൻക്ലൂഡ് ചെയ്യണം. നമ്മളൊക്കെ ഡിഫറെൻ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറെൻ്റ് ആണ്, ശരിയല്ലേ മക്കളെ? എല്ലാവരും ഡിഫറെൻ്റ് അല്ലേ? പക്ഷേ എന്താണ്, സ്പെഷ്യൽ ആയിട്ടുള്ള കിഡ്സ് ഉണ്ടാവാം അല്ലെ, ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവാം, ഇതൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്ന മെസ്സേജാണ് വന്നിട്ടുള്ളത്. EV ലൂക്കാസ് എഴുതിയിട്ടുള്ള സ്റ്റോറിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ദ നരേറ്റർ വിസിറ്റ്സ് മിസ് ബീംസ് സ്കൂൾ. മിസ് ബീമിൻ്റെ സ്കൂള് വിസിറ്റ് ചെയ്യാണ് നരേറ്റർ, വിച്ച് ഇസ് നോൺ ഫോർ ഇറ്റ്സ് യുണീക്ക് ടീച്ചിങ് മെത്തേഡ്സ്. അവിടുത്തെ പ്രത്യേകത എന്താണ്? യുണീക്ക് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് ആണ്. നിങ്ങളുടെ സ്കൂളിൽ അങ്ങനെ വല്ലതുണ്ടോ? നിങ്ങളുടെ സ്കൂളിൽ അങ്ങനെ വല്ലതുണ്ടോ? മിസ്സ് പഠിക്കുന്ന സമയത്ത് മിസ്സിൻ്റെ +1 +2 ഒരു സാർ ഉണ്ടായിരുന്നു മിസ്സിന്. അപ്പോൾ സാറ് ഞങ്ങൾക്ക് നെല്ല് ഒരു പാടം കൃഷി ഞങ്ങളെ കൊണ്ട് കൃഷി ചെയ്യിക്കുമായിരുന്നു. ഞങ്ങൾ കൊയ്യാൻ പോവുമായിരുന്നു, വളം ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ 2 പീരീഡൊക്കെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തരും. ഓക്കെ, ശരിക്കും അതിന് വേറെ പ്രൊവിഷനൊന്നുമില്ല, പ്രത്യേകിച്ച് അങ്ങനെ ഓപ്ഷനാണ്, നമുക്കത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ സാറ് ഞങ്ങളെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ. ആദ്യമായിട്ടാണ് അങ്ങനെ ചെളിയിലിറങ്ങുന്നു, പാടത്ത് എല്ലാവരും കൂടെ വളം ഉണ്ടാക്കുന്നു, വളം ഇടുന്നു. അതുപോലെ തന്നെ കൊയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ശ്രീനിവാസ് ആരൊക്കെ വന്നിട്ടായിരുന്നു, വലിയ പരിപാടിയായിട്ടായിരുന്നു കൊയ്ത്തുത്സവമൊക്കെ നടത്തിയിരുന്നത്. നിങ്ങളുടെ സ്കൂളിൽ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മെത്തേഡ്സ് ഉണ്ടാവും അല്ലേ? യെസ്, എന്താണുള്ളത്? ഓക്കെ, അങ്ങനെയുള്ള സ്കൂൾസ് ആണെങ്കിൽ നമുക്കത് ഡിഫറെൻ്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുക അല്ലേ? അപ്പോൾ മിസ്സിന് അത് ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര, മിസ്സിന് ടോട്ടോച്ചാൻ ഭയങ്കര ഇഷ്ടമാണ്, ടോട്ടോച്ചാൻ ബുക്ക്. അപ്പോൾ അതിൽ ഉള്ള ആ ഒരു സാറിനൊക്കെ ഓർമ്മ വരിക. മിസ്സിൻ്റെ സാറിന് പറയുമ്പോൾ ആ സാറിന് ഓർമ്മ വരും. പിന്നെ കൃഷി ചെയ്യിക്കുന്നത്, അതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, മിസ് ബീമിൻ്റെ സ്കൂൾ എന്ന് പറയുന്ന യുണീക്ക് ആയിട്ടുള്ള സ്കൂളായിരുന്നു, യുണീക്ക് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ യുണീക്ക് ആയിട്ടുള്ള മെത്തേഡ്സ് ഉള്ള സ്കൂൾസ്. ഇപ്പോൾ ഇതിൽ വേറെ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്, സ്റ്റിൽ എന്താണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. യെസ്, വെൻ ഹി അറൈവ്സ്, അപ്പോൾ അദ്ദേഹം വരുമ്പോൾ ഹി സീസ് എ ബ്ലൈൻഡ് ഫോൾഡഡ് ഗേൾ ബീങ് ലെഡ് ബൈ എ യങ്ങർ ബോയ്. അപ്പോൾ ഒരു ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ടുള്ള ഒരു കുട്ടി, അതായത് കണ്ണൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ഒരു പെൺകുട്ടി, അവളെ എന്താണ് ആരോ ഹെൽപ്പ് ചെയ്ത് പോകുന്നുണ്ട്, ഒരു യങ്ങർ ബോയ് ആണ് ഹെൽപ്പ് ചെയ്ത് പോകുന്നു. മിസ് ബീം എ കൈൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വുമൻ. അപ്പോൾ മിസ് ബീം എന്താണ്, ഒരു കൈൻഡ് ആണ്, അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു വുമൻ ആണ്. എക്സ്പ്ലെയിൻസ് ദാറ്റ് ഹർ school focuses not just on academics but also on teaching kindness, humanity and responsibility. അവളുടെ സ്കൂള് വെറുതെ അക്കാഡമിക്സിൽ മാത്രം മാർക്ക് കിട്ടാനല്ല, മനസ്സിലായോ? അക്കാഡമിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഫുൾ A+ വാങ്ങുന്നു നമുക്കൊക്കെ അറിയാം അല്ലേ? യെസ്, ശരിയല്ലേ? നിങ്ങളെല്ലാവരും ഫുൾ A+ ഒക്കെ വാങ്ങിക്കും. പക്ഷെ അതല്ല, നല്ല മനുഷ്യന്മാരായിട്ട് മാറാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ? ഇതിൽ എത്ര പേർക്ക് പറയാൻ പറ്റും ഞാനൊരു ഗുഡ് ഹ്യൂമൻ ബീയിങ് ആണ്, ഞാൻ നല്ലൊരു മനുഷ്യനാണെന്ന് പറയാൻ പറ്റുന്നുള്ള? എല്ലാവരും എന്ത് ചെയ്യുക, കുറച്ച് പച്ച ഹാർട്ട് ഇട്ടോളൂ, പച്ച ഹാർട്ട്. യെസ്, ഈ ചാറ്റ് ബോക്സ് മിസ് നോക്കുമ്പോൾ നിറയെ പച്ച ഹാർട്ട്സ് ആവണം. ഓക്കെ, യെസ്, ഞാനൊരു നല്ല മനുഷ്യനാണ് മിസ്, ഞാൻ അങ്ങനെ ഒരു ഹ്യൂമാനിറ്റി ഒക്കെ ഉള്ള, കൈൻഡ്നെസ് ഒക്കെ ഉള്ള, ദയൊക്കെ ഉള്ള, റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ള ആളുകളാണോ നിങ്ങൾ? യെസ്, പച്ച ഹാർട്ട്സ് പോരട്ടെ. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ മിസ് ബീം എന്താ പറയുന്നത് സ്കൂളിൽ? അവിടെ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്, വെറുതെ അക്കാഡമിക്സിൽ മാത്രമല്ല, എന്താണ്, ഞങ്ങൾ ഹ്യൂമാനിറ്റി പഠിപ്പിക്കുന്നു, മനുഷ്യത്വം, കൈൻഡ്നെസ്, ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ദ നരേറ്റർ ഈസ് സർപ്രൈസ്ഡ് ടു സീ സെവറൽ ചിൽഡ്രൻ appearing to have disabilities. അപ്പോഴാണ് നമ്മുടെ നരേറ്റർ ഞെട്ടിപ്പോവാണ്, കുറേ ആളുകൾക്ക് എന്താ ഇങ്ങനത്തെ ഡിസബിലിറ്റീസ് കാണിക്കുന്നുണ്ട് എന്നുള്ളത്. സം ബ്ലൈൻഡ് ഫോൾഡർ, ചിലർ എന്താണ് കണ്ണ് കെട്ടിയിട്ടാണ്. സം ഓൺ ക്രച്ചസ്, ചിലർ ക്രച്ചസിലാണ്. ആൻഡ് സം അണേബിൾ ടു സ്പീക്ക്, സംസാരിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ മിസ് ബീം എക്സ്പ്ലെയിൻസ് ദാറ്റ് ദീസ് ആർ സ്പെഷ്യൽ ഡേയ്സ്. അപ്പോൾ ഇതൊക്കെ സ്പെഷ്യൽ ഡേയ്സ് ആണ് എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ദിവസം അവർക്ക് എന്ത് ചെയ്യാം, വേർ ഈച്ച് ചൈൽഡ് എക്സ്പീരിയൻസസ് എ ഡിഫറെൻറ്റ് ഡിസബിലിറ്റി. അപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള ഡിസബിലിറ്റീസ് കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ചിലർ ബ്ലൈൻഡ് ആയിട്ടായിരിക്കും, ചിലർ ലെയിം ആയിട്ടായിരിക്കും, നടക്കാൻ ബുദ്ധിമുട്ട്, ഡെഫ് ആയിട്ടായിരിക്കും, ഡംപ് ആയിട്ടായിരിക്കും, ഒരു ദിവസത്തേക്ക് ഫുള്ളായിട്ട്. ഓക്കെ, അപ്പോൾ ദിസ് ഹെൽപ്സ് ദം, ഇത് അവരെ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രഗിൾസ് ഓഫ് അതേഴ്സ് ആൻഡ് ലേൺ എംപതി. മറ്റുള്ളവരെ, ഇങ്ങനെയുള്ള ആളുകളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും അവരോട് എംപത്തറ്റിക് ആയിട്ട് ഇടപെടാനും അവരെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഇടപെടാനും സഹായിക്കുന്നു. ദ ചിൽഡ്രൻ ഓൾസോ ഹെൽപ്പ് ഈച്ച് അതർ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നു. മേക്കിംഗ് ദ എക്സ്പീരിയൻസ് വാല്യൂബിൾ ഫോർ ബോത്ത് ദ ഡിസേബിൾഡ് ആൻഡ് ഹെൽപ്പേഴ്സ്. അപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളും അതുപോലെ ഹെൽപ്പേഴ്സ് ആയിട്ടുള്ള ആളുകളുടെയും ലൈഫ് എന്താണ്, വാല്യൂബിൾ ആക്കുന്നു, ആ ഒരു ദിവസം വാല്യൂബിൾ ആക്കിയിട്ട് മാറ്റുന്നു. ദ നരേറ്റർ ടോക്സ് ടു എ ബ്ലൈൻഡ് ഫോൾഡഡ് ഗേൾ ഹു എക്സ്പ്രസസ് ഹൗ ഡിഫിക്കൽട്ട് ആൻഡ് സ്കാരി ഇറ്റ് ഈസ് ടു ബി ബ്ലൈൻഡ്. അപ്പോൾ കുട്ടി പറയാൻ എന്താണ്, ഒരു പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ലേ, എങ്ങനെയാണ് ഈ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം. അപ്പോൾ അത് ഭയങ്കര സ്കാരി ആണ്, പേടിപ്പിക്കുന്നതാണെന്ന് പറയുന്നു. ഷീ ലുക്സ് forward to the day ending but it understands
ബട്ട് അണ്ടർസ്റ്റാൻഡ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ലെസൺ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നാലും എന്താണ് ഒരു ദിവസം എൻഡ് ചെയ്യുന്ന കാത്തിരിക്കുക, എന്നാലും ഈ ഒരു ലെസൺ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നുണ്ട്. ആസ് ഹി ഹെൽപ്സ് ഗൈഡ് ഹർ the narrator realizes he has become more thoughtful and observant. അപ്പോൾ അവനും എന്താണ് നരേറ്റർ എന്താണ് ഭയങ്കര ഒബ്സർവൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്, തോട്ട്ഫുൾ ആയിട്ടുണ്ട്. യെസ്, ബൈ ദ എൻഡ് ഓഫ് ഹിസ് വിസിറ്റ് ഹി ഫീൽസ് ഡീപ്ലി മൂവ്ഡ്. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം മൂഡായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്രീഷിയേറ്റ്സ് ദ സ്കൂൾസ് അപ്രോച്ച് ടു ടീച്ചിങ് കൈൻഡ്നെസ് ആൻഡ് സിമ്പതി. കൈൻഡ്നെസ്സും സിമ്പതിയും എമ്പതിയും ഒക്കെ പഠിപ്പിക്കുന്നതിൽ ആ സ്കൂളിനെ പറ്റിയിട്ടുള്ള അപ്രോച്ചിനെ അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ മിസ് ബീമിൻ്റെ സ്കൂളിൻ്റെ പ്രത്യേകതകൾ എഴുതാൻ പഠിച്ചു വയ്ക്കുക. മിസ് ബീമിൻ്റെ സ്കെച്ചായാലും എഴുതാനായിട്ട് നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഈ സ്കൂളിനെ പറ്റിയിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കുകയാണ്, എങ്ങനെ എഴുതാം. പിന്നെ അതുപോലെ തന്നെ സ്പീച്ച്, ഈ ഒരു സ്കൂളിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടൊരു സ്പീച്ച്. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞു വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഡയറി, അന്നത്തെ ദിവസം ഇ.വി. ലൂക്കാസ് തിരിച്ചു വന്നു, അന്നത്തെ ഡയറിയിൽ എന്തായിരിക്കും അദ്ദേഹം എഴുതിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്കൂൾ ഉണ്ടെന്നുള്ള കാര്യം ലെറ്ററിൽ കൂടെ അറിയിക്കുകയാണ്, അല്ലെങ്കിൽ ഇമെയിൽ എഴുതിയിട്ട് അറിയിക്കുകയാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഡിസ്കോഴ്സും കാര്യങ്ങളും ഇതിൻ്റെ ഫോമാറ്റ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ നാളെ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, യെസ്. അപ്പോൾ അതിൽ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നു വേണ്ട, നിങ്ങൾ ചാപ്റ്ററിന് ഈ ഒരു രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ ക്വസ്റ്റ്യൻസും കൂടെ എക്സാമ്പിളായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് കടക്കാൻ റെഡി ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഫയർ ഇമോജീസ് പോരട്ടെ മക്കളെ. ഇനി നമ്മൾ വേഗം തന്നെ തീരും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഒരു 1-2 ചാപ്റ്റേഴ്സും കൂടെ ഉണ്ടാവുള്ളൂ അല്ലേ? അതെ, 1-2 ചാപ്റ്റേഴ്സ്. ഓക്കെ, 2 പോംസും കൂടിയുള്ളൂ. യെസ്, സെറ്റ് അല്ലേ? ദ മെർച്ചന്റ് ഓഫ് വെനീസ് ആണ് എടുക്കാനുള്ളത്. വില്യം ഷേക്സ്പിയർ വലിയൊരു ചാപ്റ്റർ ആണ്, പേടിക്കേണ്ട ആവശ്യമില്ല. നോട്ട്സ് മിസ് അയക്കുന്നുണ്ട്, അത് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വില്യം ഷേക്സ്പിയർ ഇതിനേലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോട്ട്സ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അതും കൂടെ മിസ് അയക്കുന്നുണ്ടാവും. ഓക്കെ, യെസ്. ആന്റോണിയോ എ കൈൻഡ് മെർച്ചന്റ് ഓഫ് വെനീസ്. ആന്റോണിയോന്റെ സ്റ്റോറിയാണ് അല്ലേ? ആന്റോണിയോ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബസാനിയോ ഉണ്ട്, ഷൈലോക്ക് ഉണ്ട് അല്ലേ? നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള വില്ലൻ ഉണ്ട്, പവർഫുൾ ആയിട്ടുള്ള വില്ലൻ ഉണ്ട്. ഓക്കെ, പിന്നെ ആരാണ്? നമ്മുടെ പോർഷ്യ ഉണ്ട്. യെസ്, ഇത്രയും പേര്. വേറൊരു പേരും കൂടെ ബൽത്താസർ എന്നുള്ള പേരും കൂടി ഉണ്ട്, അത് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ആന്റോണിയോ എ കൈൻഡ് മെർച്ചന്റ് ഓഫ് വെനീസ്, മെർച്ചന്റ് ആണ്, വ്യാപാരിയാണ് അല്ലേ? വെനീസിലുള്ള വ്യാപാരിയാണ്, കൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്. ആന്റോണിയോൻ്റെയും ബസാനിയോൻ്റെയും പോർഷ്യയുടെ ഒക്കെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കാൻ എഴുതാൻ വേണ്ടിയിട്ട് അറിയണം കേട്ടോ, ഷൈലോക്കിൻ്റെ ആയാലും. അപ്പോൾ കൈൻഡ് ആയിട്ടുള്ള ഒരു വെനീസിലെ ഒരു വ്യാപാരിയാണ്. ഹെൽപ്സ് ഹിസ് ക്ലോസ് ഫ്രണ്ട്, അദ്ദേഹത്തിൻ്റെ ക്ലോസ് ഫ്രണ്ട് ബസാനിയോനെ ഹെൽപ്പ് ചെയ്യാണ്. ഹു നീഡ്സ് മണി ടു മാരി പോർഷ്യനെ മാരി ചെയ്യാനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് വന്നേക്കാണ്. റിച്ച് ഹെയറസ് എന്ന് വെച്ചാൽ എന്താ? അനന്തരാവകാശിയാണ്. ഓക്കെ, പോർഷ്യനെ കല്യാണം കഴിക്കണം ബസാനിയോയ്ക്ക്, പക്ഷേ പൈസ ഇല്ല കയ്യിൽ. അപ്പോൾ ആന്റോണിയോൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ആന്റോണിയോൻ്റെ കയ്യിലും പൈസ ഇല്ല. സിൻസ് ആന്റോണിയോ ശരിക്കും പറഞ്ഞാൽ പൈസ ഉള്ള ആളാണ്, പക്ഷേ ഷിപ്പിൽ പോയേക്കുന്ന കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഷിപ്പ് തിരിച്ചു വന്നാലാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവുക. സിൻസ് ആന്റോണിയോ ഹാസ് നോ ക്യാഷ് ഹി ബോറോസ് 3000 ducats ഫ്രം നമ്മുടെ ഷൈലോക്കാണ് ഒരു ഗ്രീഡി മണി ലെൻഡർ ആണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നു. എഗ്രീയിങ് ടു എ സ്ട്രേഞ്ച് ബോണ്ട്, ഇതാണ് സ്റ്റോറി അല്ലേ? ഒരു സ്ട്രേഞ്ച് ബോണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ, ആന്റോണിയോൻ്റെ മുന്നിൽ ഷൈലോക്ക് വെക്കുന്നത്. എന്താണ്? ഇഫ് ഹി ഫീൽസ് ടു റീപേ ഷൈലോക്ക് ക്യാൻ ടേക്ക് എ പൗണ്ട് ഓഫ് ഹിസ് ഫ്ലഷ്. അപ്പോൾ അദ്ദേഹം കറക്റ്റ് ഡേറ്റിന് ആന്റോണിയോ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഷൈലോക്കിന് എന്ത് ചെയ്യാം? ആന്റോണിയോൻ്റെ ബോഡിയിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും 1 പൗണ്ട് ഫ്ലഷ്, മാംസം നുറുക്കിയെടുക്കാം. ഓക്കെ, കഷ്ണം എടുക്കാം അല്ലേ? ആ പൗണ്ട് ഫ്ലഷ് എടുക്കാം. യെസ്, ബസാനിയോ വിൻസ് പോർഷ്യാസ് ലവ് ബൈ ചൂസിങ് ദ റൈറ്റ് കാസ്കറ്റ് among gold, silver and lead. അപ്പോൾ ഓരോ കാസ്കറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ബസാനിയോ പൈസയും വെച്ച് ബസാനിയോ കുറേ പറഞ്ഞു നോക്കി, വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആന്റോണിയോ എന്ത് ചെയ്തു? നീ പേടിക്കേണ്ട, ഷിപ്പ് ഇങ്ങോട്ട് എത്തുമ്പോൾ പൈസ കിട്ടൂലേ എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവം ബോണ്ടിലൊക്കെ ഒപ്പിട്ട് കൊടുത്തു. ബസാനിയോ പൈസയും കിട്ടി. പോർഷ്യയുടെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു മത്സരം. അപ്പോൾ എന്താണ് മത്സരം? 3 കാസ്കറ്റ്സ് ഉണ്ടാവും, അതിൽ പോർഷ്യയുടെ ഫോട്ടോ ഉള്ളതാണ് എടുക്കുന്നത് വെച്ചിട്ട് കല്യാണം കഴിക്കാം. ഓക്കെ, ബാക്കിയുള്ള റിസ്ക് ഒക്കെ നമ്മൾ തന്നെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, ലെഡ് ആയിട്ട് ഈ ഒരു ഇതിൻ്റെ 3 പെട്ടികളാണുള്ളത്. ഈ 3 പെട്ടികളിൽ നിന്നും നമ്മുടെ ബസാനിയോ എന്ത് ചെയ്യുന്നു? ഗോൾഡ് എടുക്കുന്നില്ല, കാരണം ഗോൾഡൊക്കെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് അവനറിയാം. അപ്പം ലെഡിൻ്റെ എടുക്കുന്നു. അതിൽ നിന്നും എന്ത് ചെയ്യുന്നു? പോർഷ്യയുടെ ഫോട്ടോ കിട്ടുന്ന അവർ കല്യാണം കഴിക്കുന്നു. ഓക്കെ, ആ സമയത്ത് മീൻ വൈൽ ആന്റോണിയോസ് ഷിപ്സ് ആർ ലോസ്റ്റ് അറ്റ് സീ. ആ സമയത്ത് എന്താ? നമ്മുടെ ആന്റോണിയോൻ്റെ ഷിപ്സ് പോയിട്ടുണ്ടായിരുന്നു അല്ലേ? ആ പൈസ കിട്ടാനുള്ള ഷിപ്സ് അതെന്താണ്? നശിച്ചു പോയി, അത് കാണാതായി. ഓക്കെ, ആൻഡ് ഹി കനോട്ട് റീപേ ഷൈലോക്കിന് തിരിച്ചു കൊടുക്കാൻ പൈസ ഇല്ല. അപ്പോൾ ഷൈലോക്ക് ഹു ഹേറ്റ്സ് ആന്റോണിയോ ഫോർ ലെൻഡിങ് മണി വിതൗട്ട് ഇൻട്രസ്റ്റ് ഇൻസിസ്റ്റ് ഓൺ ദ ബോണ്ട്സ് ടേംസ്. അപ്പോൾ ഓൾറെഡി ആന്റോണിയോനെ കണ്ടൂടെ ആർക്ക്? നമ്മുടെ ഷൈലോക്കിന്. കാരണം ഇവൻ പൈസ കടം കൊടുക്കും. ആന്റോണിയോ ആളുകൾക്ക് പൈസ കടം കൊടുക്കും വിതൗട്ട് ഇൻട്രസ്റ്റ്, പലിശയൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഷൈലോക്ക് എന്താ ഇവിടെ മാങ്ങ പരിഹരിക്കുന്നതാണോ? ഷൈലോക്കിന് ദേഷ്യം വരില്ലേ? എന്തുകൊണ്ടാണ്?
ഷൈലോക്ക് ഓൾറെഡി ഒരു മണി ലെൻഡർ ആണ്. അപ്പോൾ എല്ലാവരും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുടെ അടുത്തേക്കല്ലേ പോവാ, പലിശ കൊടുക്കേണ്ട എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ അന്റോണിയോന്റെ അടുത്ത് എന്താ പലിശ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും എന്താ അന്റോണിയോന്റെ അടുത്ത് പോയിട്ടല്ലേ പൈസ വാങ്ങിക്കുക. അതുകൊണ്ട് നമ്മുടെ ഷൈലോക്കിന് അന്റോണിയോന് ഇഷ്ടമല്ല, അന്റോണിയോയ്ക്ക് തിരിച്ചും എന്താണ് ഇഷ്ടമല്ല. അവർ തമ്മിൽ എന്താണ് പാമ്പും കീരിയും പോലെയാണ്. ഓക്കെ, അപ്പോൾ ഷൈലോക്കിന് ഇഷ്ടമല്ലാത്ത കാരണം മണി ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് കൊടുക്കുന്ന കാരണം കൊണ്ട്, പലിശ ഇല്ലാണ്ട് കൊടുക്കുന്ന കാരണം കൊണ്ട് ഈ ബോണ്ടിന്റെ ടേംസ് അനുസരിച്ച് 1 പൗണ്ട് മാംസം എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പോർഷ്യ ആ സമയത്ത് എന്താണ് ബസാനിയോ ഇത് അറിഞ്ഞു. പോർഷ്യയും ബസാനിയോയും കൂടെ എന്താണ് അവർ നല്ലൊരു മൊമെന്റിലായിരുന്നു. ആ സമയത്താണ് അറിയുന്നത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അന്റോണിയോന്റെ ഷിപ്പൊക്കെ നശിച്ചു പോയി, കാണാതായി, ഷൈലോക്ക് എന്ത് ചെയ്യാൻ പോകുന്നതാണ്, നമ്മുടെ ബോണ്ട് അനുസരിച്ച് ആ മാംസം എടുക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞു. അപ്പോൾ ബസാനിയോ എന്ത് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ടതെന്നൊക്കെ പറഞ്ഞു. പോർഷ്യ ഇത് അറിയുന്നു. അങ്ങനെ പോർഷ്യ എന്ത് ചെയ്യുന്നു, ബസാനിയോനെ അപ്പം തന്നെ കല്യാണം കഴിക്കുന്നു. അവളുടെ സ്വത്തുക്കളൊക്കെ നമ്മുടെ ബസാനിയോന്റെ കയ്യിൽ കൊടുക്കുന്നു. അല്ലേ, എന്തൊരു സ്നേഹമുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ അല്ലേ. അപ്പോൾ ഭയങ്കര സ്നേഹമുണ്ട്, അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ പോയി രക്ഷിക്കുക എന്ന് പറയുന്നു. ബസാനിയോ തിരിച്ചു പോകുന്നു, അന്റോണിയോന്റെ അടുത്തേക്ക് പോവാണ്. ഓക്കെ, യെസ്. അപ്പോൾ ആ സമയത്തുകൊണ്ട് പോർഷ്യ എന്ത് ചെയ്യുന്നു, ഡിസ്ഗൈസ്ഡ് ആസ് എ ലോയർ, ഒരു ലോയറിന്റെ വേഷം കെട്ടിയിട്ട് വരികയാണ്, ഒരു വക്കീലിന്റെ വേഷം കെട്ടി പോകുന്നു. ഡിഫെൻസ് അന്റോണിയോ ഇൻ കോർട്ടിൽ പോയിട്ട് അന്റോണിയോന് വേണ്ടി വാദിക്കുന്നു. ഷി ഫസ്റ്റ് പ്ലീഡ്സ് ഫോർ മേഴ്സി, അല്ലെ, ഫസ്റ്റ് തന്നെ അവൾ എന്താണ് ചെയ്യുന്നത്, മേഴ്സി, ദയയ്ക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്. അപ്പോൾ പോർഷ്യ വേഷം കെട്ടിയിട്ടാണ്, ബൽത്താസർ എന്നുള്ള പേരിൽ ഒരാണായിട്ടാണ് പോകുന്നത്. ഓക്കെ, മേഴ്സിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഷൈലോക്ക് റെഫ്യൂസസ്, ഷൈലോക്ക് പറയാൻ മേഴ്സി ഒന്നും എൻ്റെ നിന്ന് കിട്ടില്ല. ദെൻ ഷീ ക്ലവർലി points out that Shylock can take only flesh, not blood. പിന്നെ അവസാനം എന്താ സംസാരിച്ച് വന്നപ്പോൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ ബോണ്ട് പറയുന്ന അനുസരിച്ച് എന്ത് ചെയ്തോട്ടെ, ആ ഫ്ലഷ് എടുത്തോട്ടെ. പക്ഷെ എന്താണ് ബോണ്ടിൽ പറഞ്ഞിട്ടില്ല ബ്ലഡ് എടുക്കുന്ന കാര്യം, ബ്ലഡ് പോവാതെ ഫ്ലഷ് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പം ബസാനിയോ ഇതിൻ്റെ ഇടയിൽ കുറേ പൈസയൊക്കെ വാഗ്ദാനം ചെയ്യുന്നു, നീ ഇത്ര എടുത്തോ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. ഷൈലോക്ക് പൈസ എടുത്തിട്ട് അന്റോണിയോനെ വിടാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഷൈലോക്ക് സമ്മതിക്കുന്നില്ല. ഷൈലോക്കിന് എങ്ങനെയെങ്കിലും അന്റോണിയോനെ കൊല്ലണം എന്നുള്ള ചിന്തയാണ്. അത് മനസ്സിലാക്കിയ പോർഷ്യ എന്ത് പറയുന്നു, ഓക്കെ നിങ്ങൾ ബ്ലഡ് ഫ്ലഷ് എടുത്തോളൂ, പക്ഷെ എന്താണ് ബ്ലഡ് വീഴരുത് എന്ന് പറയുന്നു. അങ്ങനെ പറ്റില്ല അല്ലേ. ഡിഫീറ്റഡ് ഷൈലോക്ക് ലൂസസ് ഹിസ് വെൽത്ത് ആൻഡ് ഈസ് ഫോഴ്സ്ഡ് ടു കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി. ഓക്കെ, യെസ്, ഇത് നോക്കണ്ട നിങ്ങൾ, ഫോഴ്സ്ഡ് ടു ഫോഴ്സ് ടു ലീവ് ദ കോർട്ട്. ഓക്കെ, അങ്ങനെ എന്താണ് ഷൈലോക്കിന് അവൻ്റെ സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു. എങ്ങനെ നഷ്ടപ്പെട്ടത്, കാരണം എന്താണ് ഇങ്ങനെ ഒരു ബോണ്ട് വെച്ചിട്ട് ഒരാളെ കൊല്ലാൻ നോക്കി എന്നുള്ളൊരു കാര്യം, വെനീസിൽ ഒരാളെ കൊല്ലാൻ നോക്കി എന്നുള്ളൊരു കാര്യം, ഇതൊക്കെ വെച്ചിട്ട് എന്താണ് കേസായില്ലേ, ഷൈലോക്കിൻ്റെ പേരിൽ കേസായി. അങ്ങനെ ഇവൻ്റെ വെൽത്ത് ഒക്കെ എന്താണ് പകുതി അന്റോണിയോനും അതുപോലെ തന്നെ പകുതി എന്താ രാജ്യത്തിനും വിട്ടുകൊടുത്തു. അങ്ങനെ ആ കോർട്ട് വിട്ടു പോകാനായിട്ട് പറഞ്ഞു. ഓക്കെ, യെസ്, ഇൻ ദ എൻഡിൽ എന്താണ് അന്റോണിയോ ഈസ് സേവ്ഡ്, അന്റോണിയോനെ സേവ് ചെയ്തു. ബസാനിയോ ആൻഡ് പോർഷ്യ റീയൂണൈറ്റ്. ഓക്കെ, രണ്ടുപേരും വീണ്ടും ഒത്തുചേരുന്നു. അപ്പോൾ ബസാനിയോ ഇതിൻ്റെ ഇടയിൽ എന്താണ് ചില മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. ബൽത്താസറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഓൾറെഡി നമ്മുടെ പോർഷ്യ ഒരു മോതിരം കൊടുത്തിട്ടുണ്ടായിരുന്നു, ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബസാനിയോ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിനെ നിങ്ങൾ രക്ഷപ്പെടുത്തിയതല്ലേ. അപ്പോൾ ബൽത്താസർ പോർഷ്യയാണെന്ന് അറിയാതെയാണ് നമ്മുടെ ബസാനിയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വാങ്ങിയിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ബൽത്താസർ എന്ത് പറഞ്ഞു, ആ മോതിരം മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മോതിരം ഊരി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. തിരിച്ച് നമ്മുടെ ബസാനിയോ അന്റോണിയോനും കൊണ്ട് നമ്മുടെ പോർഷ്യയുടെ അടുത്ത് എത്തിയപ്പോൾ എന്താ പോർഷ്യ ശ്രദ്ധിച്ചത്, കയ്യിൽ മോതിരമില്ല. അപ്പോൾ മോതിരം എവിടെ പോയി, നിങ്ങൾ കണ്ണു കണ്ട പെണ്ണുങ്ങൾക്ക് കൊണ്ടുകൊടുത്തു എന്നൊക്കെ പറഞ്ഞ് തല്ലുണ്ടാക്കുന്നുണ്ട്. സ്ഥിരം നടക്കുന്ന പോലത്തെ സാധനങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെ അവസാനം എന്താണ് അന്റോണിയോൻ്റെ അടുത്ത് എന്താണ് മോതിരം തിരിച്ചു കൊടുത്തിട്ട് പോർഷ്യ പറയുന്നു ഈ മോതിരം ഇനി സൂക്ഷിക്കാൻ പറയണം നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ബസാനിയോ നോക്കുമ്പോൾ സെയിം മോതിരാണിത്. ഓക്കെ, അപ്പോൾ അങ്ങനെ മനസ്സിലാവുന്നു ബൽത്താസറായിട്ട് വന്നത് പോർഷ്യയാണെന്നൊക്കെ മനസ്സിലാകുന്നു. അങ്ങനെ അവർ വീണ്ടും റീയൂണൈറ്റ് ചെയ്യാണ്. ആൻഡ് ഗുഡ് ട്രയംസ് ഓവർ ഈവിൽ. ഓക്കെ, എവിലിൻ്റെ മേൽ അല്ലെ, ഈവിലിൻ്റെ മേൽ ഗുഡ് നന്മ വിജയിക്കുന്നു. ഷോയിങ് ദാറ്റ് മേഴ്സി ഈസ് ഗ്രേറ്റർ ദാൻ ജസ്റ്റിസ്. ഓക്കെ, ജസ്റ്റിസിനേക്കാളും വലുതാണ് മേഴ്സി എന്ന് കാണിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ തീംസ് പറയുമ്പോൾ നമുക്ക് എന്താ ജസ്റ്റിസ് വേഴ്സസ് മേഴ്സി എന്ന് പറയാം. ഓക്കെ, ആ നീതിയും അതുപോലെ ദയയും ഏതാണ് വലുത്, മേഴ്സിയാണ് വലുത് എന്ന് പറയുന്നു. അപ്പോൾ ഷൈലോക്കിന് വേണ്ടത് നീതിയാണ് ബോണ്ടിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ. പക്ഷേ പോർഷ്യ പറയുന്നത് എന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് മേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് വിഷയമാണ്. പ്രെജുഡിസ് ഉണ്ട്. ഷൈലോക്ക് സഫേഴ്സ് ഡിസ്ക്രിമിനേഷൻ and his revenge highlights the theme of religious intolerance. അത് നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, അത് വേണ്ട, ഇത് നമ്മുടെ ചാപ്റ്ററിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ശരിക്കും എന്താണ് നിങ്ങൾ നോവൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പ്ലേ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതില്ലാത്തതുകൊണ്ട് നിങ്ങളിത് പഠിച്ചു വെക്കേണ്ട. ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് പറയുന്നുണ്ട് അല്ലേ. ഡീപ് ബോണ്ട് ബിറ്റ്വീൻ അന്റോണിയോ ആൻഡ് ബസാനിയോ, പിന്നെ റൊമാൻറ്റിക് ലവ് ബിറ്റ്വീൻ ബസാനിയോ ആൻഡ് പോർഷ്യ. ഓക്കെ, പിന്നെ എന്താണ് മെർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന റൊമാൻസ് ഉണ്ട്, ഡ്രാമ ഉണ്ട്, ലീഗൽ ബാറ്റിൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള പ്ലേ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണെങ്കിൽ വേഗം പറഞ്ഞേ. അപ്പോൾ അന്റോണിയോനെ പറ്റി എഴുതുമ്പോഴും ബസാനിയോനെ പറ്റി പറയുമ്പോഴും അവർ ട്രൂ ആയിട്ടുള്ള അവരുടെ ഡീപ്പ്
ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയാം. ബസാനിയോ ആണെങ്കിലും അന്റോണിയോ ആണെങ്കിലും എന്താ ട്രൂ ഫ്രണ്ട്സ് ആണെന്ന് പറയാൻ പറ്റും. അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിനെ പറ്റിയിട്ട് എഴുതാം കേട്ടോ. ക്യാരക്ടേഴ്സ് വെച്ച് എഴുതുമ്പോഴും എഴുതാം. ഓക്കെ, സെറ്റാണോ? സെറ്റാണെങ്കിൽ കുറേ ഫയർ ഇമോജീസ് പോരട്ടെ മക്കളെ. നമ്മുടെ നെക്സ്റ്റ് പോമിലോട്ട് നമ്മൾ കടക്കാൻ പോകുന്നു. ഓക്കെ ഓക്കെ യെസ്, റെഡി? മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ബൈ കമലാസ് ദാസ് അല്ലെങ്കിൽ കമലാ സുരയ്യ. ഓക്കെ, കമലാദാസിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? മാധവിക്കുട്ടി അല്ലേ? നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ പോമാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. സമ്മർ ടൈം ഇൻ കൽക്കട്ട എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് എടുത്തതാണ്. ആ രണ്ട് കാര്യങ്ങളും നോക്കി വയ്ക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പോമിലോട്ട് കടക്കാം. അപ്പോൾ മിസ് വേഗം വായിക്കുന്നുണ്ടാവും, സമ്മറി വായിക്കും, അപ്രീസിയേഷൻ പറയും കേട്ടോ. പോയറ്റിക് ഡിവൈസസ് പറയും. ഓക്കെ, ദാറ്റ് ഇസ് എ ഹൗസ് നൗ ഫാർ അവേ വേർ വൺസ് ഐ റിസീവ്ഡ് ലവ്. ദാറ്റ് woman died. The house withdrew into silence. Snakes moved among books. I was then too young to read and my blood turned cold like the moon. എന്താണ് പറയുന്നത്? ഏത് വീടിനെ പറ്റിയിട്ടാണ് കമലദാസ് പറയുന്നത് മക്കളെ? ആ ഗ്രാൻഡ് മദറിൻ്റെ ഹൗസിനെ പറ്റിയിട്ട് അല്ലേ? ഒരു വീടുണ്ടായിരുന്നു, എനിക്ക് സ്നേഹം കിട്ടിയിട്ടുള്ളൊരു വീട്. ആ വീട് ഇപ്പം എന്താ, ആ അമ്മ മരിച്ചു, ആ വുമൺ മരിച്ചു, ആ സ്ത്രീ മരിച്ചു പോയി. ഇപ്പം ആ ഹൗസ് എന്ന് പറഞ്ഞാൽ സൈലൻ്റ് ആയിട്ടുണ്ട്, ഒരാൾക്കാരും ഇല്ല, ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. അതുപോലെ തന്നെ അവിടെയുള്ള ബുക്സിൻ്റെ മേലെ കൂടെയൊക്കെ എന്താണ്, പാമ്പുകൾ അഴയുന്നു എന്ന് പറയുമ്പോൾ നേച്ചറിൻ്റെ ഒരു ഇൻവേർഷൻ കാണാൻ പറ്റും അല്ലേ? നേച്ചർ, അതായത് ആളുകളൊന്നും നോക്കാനില്ലാത്ത കൊണ്ട് പുല്ലും പടർപ്പൊക്കെ വന്ന് അവിടെ പാമ്പുകളൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ്, അത്രത്തോളം ചെറുതായിരുന്നു കമലാദാസ് ആ സമയത്ത്. അത് ആ മരണത്തെ പറ്റി അറിഞ്ഞപ്പോൾ അവരുടെ ബ്ലഡ് കോൾഡ് ലൈക്ക് മൂണിന്റെ പോലെ തന്നെ തണുത്തുറഞ്ഞു പോയി എന്നാണ് പറയുന്നത് കേട്ടോ. ഹൗ ഓഫൻ ഐ തിങ്ക് ഓഫ് ഗോയിങ് ദാറ്റ് ടു പീപ് ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് ഓർ ജസ്റ്റ് ലിസൺ ടു ദ ഫ്രോസൺ എയർ. അപ്പം ഞാൻ എപ്പോഴൊക്കെയോ ആഗ്രഹിക്കാറുണ്ട് അവിടേക്ക് പോകണം, ആ ജനാലകളിലൂടെ എത്തി നോക്കണമെന്ന്. അതുപോലെ ആ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് നോക്കിയ മെറ്റഫറാണ്, പേഴ്സണിഫിക്കേഷൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ എന്താണ്, ആ വിൻഡോസിലൂടെ ഞാൻ നോക്കുമ്പോൾ എന്താണ്, ഉള്ളിലുള്ള ഇരുട്ട് കാരണമാണ് ബ്ലൈൻഡ് ഐസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് എന്താണ്, ആ ഫ്രോസൺ എയർ കേൾക്കണം, അവിടെയുള്ള ശൂന്യതയെ എനിക്ക് കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഓർ ഇൻ വൈൽഡ് ഡിസ്പയർ, വളരെ വന്യമായിട്ടുള്ള ഒരു നിരാശയിൽ എനിക്ക് എന്ത് ചെയ്യണം, ഒരു കൈക്കുമ്പിൽ ഇരുട്ടെടുക്കണം എന്ന ആഗ്രഹമുണ്ട്, അവിടെ നിന്നും എടുക്കണം. എന്നിട്ട് എന്താ, ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ. ഓക്കെ, എൻ്റെ ബെഡ്റൂം ഡോറിൻ്റെ പുറകിലായിട്ട് ഒരു ബ്രൂഡിങ് ഡോഗിനെ പോലെ, ഒരു കാവൽ നായയെ പോലെ എനിക്ക് ആ ഇരുട്ടിനെ കൊണ്ടുവയ്ക്കണം. ഇവിടെ ഇരുട്ട് എന്ന് പറഞ്ഞ, ഡാർക്ക്നെസ് എന്ന് പറഞ്ഞ മെമ്മറീസ് ആണ് കേട്ടോ. അപ്പോൾ ആ ഗ്രാൻഡ് മദറിൻ്റെ ഹൗസിൽ നിന്നുള്ള മെമ്മറീസിനെ എടുത്തുകൊണ്ടുവന്ന് നമ്മുടെ ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ പുറകിലായിട്ട് വെക്കാനായിട്ട് പോയിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ബ്രൂഡിങ് ഡോഗിനെ പോലെ, തൻ്റെ കൂടെ എപ്പോഴും ഉള്ള ഒരു കാവൽ നായയെ പോലെ കൊണ്ടുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഡാർലിങ്. എന്നിട്ട് ഒരാളടുത്ത് പറയാണ്, ചിലപ്പോൾ ലവറിൻ്റെ അടുത്തായിരിക്കും പറയുന്നത്, ഞാൻ അങ്ങനെ ഒരു വീട്ടിലാണ് ജീവിച്ചത്, വളരെ പ്രൗഡായിട്ട് കുറേ സ്നേഹമൊക്കെ ലഭിച്ച് അങ്ങനെ ജീവിച്ച ആളാണ് ഞാൻ. ഓക്കെ, വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ നിനക്കിത്? ഐ ഹു ഹാവ് ലോസ്റ്റ് മൈ വേ ആൻഡ് ബിഗ് നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർസ് ടു റിസീവ് ലവ് അറ്റ് ലീസ്റ്റ് ഇൻ സ്മോൾ ചേഞ്ച്. ഇപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത്, ആളുകളുടെ, സ്ട്രേഞ്ചേഴ്സിൻ്റെ, അപരിചിതരായിട്ടുള്ള ആളുകളുടെ വാതിലുകളിൽ പോയി മുട്ടുകയാണ്, കുറച്ച് സ്നേഹത്തിന് വേണ്ടി, കുറച്ചെങ്കിലും ചേഞ്ച്, കുറച്ചും കൂടെ സ്നേഹത്തിന് വേണ്ടി മുട്ടുകയാണ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് പോം. ഇതിൻ്റെ സമ്മറി മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. പോയറ്റിക് ഡിവൈസസ് നമുക്ക് നോക്കാം. വിഷ്വൽ ഇമേജറി വരുന്നുണ്ട്. ബിൽഡ്സ് അപ്പ് ആൻഡ് ഇമേജ് ഇൻ റീഡേഴ്സ് മൈൻഡ്. ബ്ലൈൻഡ് ഐസ് ഓഫ് ദ വിൻഡോസ് എന്ന് പറയുന്നത് എന്താണ്, വിഷ്വൽ ഇമേജറി ആണ്. ഫ്രോസൺ എയർ എന്ന് പറയുന്നത് വിഷ്വൽ ഇമേജറി ആണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നോക്കി വയ്ക്കുക. പിന്നെ സിമിലി മെറ്റഫറും വരുന്നുണ്ട്. സിമിലി എന്താണ്, പോലെ എന്ന് വരുന്നത് അല്ലേ, ഇൻഡയറക്ട്ലി നോക്കിയ ലൈക്ക് ഓർ ആസ് വരുന്നതാണ്. പിന്നെ മെറ്റഫറും വന്നിട്ടുണ്ട്. ഇത് നോക്കി വെച്ചാൽ മതി കേട്ടോ. സിമിലി കോൾഡ് ലൈക്ക് മൂൺ, അതുപോലെ ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ്, ഇത് രണ്ടും സിമിലിയുടെ എക്സാമ്പിളാണ്. മെറ്റഫർ വരുന്നുണ്ട് എന്താണ്, ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് എന്ന് പറയുന്നത്. ഇവിടെ ബ്ലൈൻഡ് ഐസ് എന്ന് പറയുന്നത് ഡാർക്ക്നെസ്സിനെയാണ് പറയുന്നത്, മെറ്റഫർ ആയിട്ടാണ് പറയുന്നത്. ഇനി എൻജാംമെന്റ് എന്ന് പറയുന്നുണ്ട്. എൻജാംമെന്റ് എന്താണ്, ഒരു വരി ഇവിടെ വന്ന് ഫുൾ സ്റ്റോപ്പിഡ് ആണോ ചെയ്യുന്നത്, അല്ല, അതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത ലൈനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനാണ് എൻജാംമെന്റ്. നോക്കി, വേർ വൺസ് ഐ റിസീവ്ഡ് ലവ് ദാറ്റ് വുമൺ ഡൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി ഫുൾ സ്റ്റോപ്പ് ഒന്നും വരുന്നില്ല അല്ലേ, നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനാണ് എൻജാംമെന്റ്. അപ്പോൾ അതും നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, പിന്നെ പേഴ്സണിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുക്കുന്നതാണ്. ഓക്കെ, മിസ്സിന് കുട്ടികൾ നിങ്ങളുടെ ചാറ്റൊക്കെ മിസ്സിന് നോക്കിയിട്ട് എല്ലാതും വായിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ നമുക്ക് അതിനുള്ള ടൈം. ഓക്കെ, നമുക്ക് വേഗം എടുത്ത് പോകാം കേട്ടോ. പേഴ്സണിഫിക്കേഷൻ എന്നാൽ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് എന്ന് പറയുന്നത് പേഴ്സണിഫിക്കേഷൻ ആണ്. തീം എന്താണ് വന്നിട്ടുള്ളത് മക്കളെ, ലവ് ഓഫ് ഗ്രാൻഡ് മദർ, അതുപോലെ ലോസ്റ്റ് ലവ്, ഇമോഷണൽ പെയിൻ, നൊസ്റ്റാൾജിയ. പിന്നെ 16 ലൈൻസിലാണ് വരുന്നത്. സിംഗിൾ സ്റ്റാൻഡ്സാണ്, ഫ്രീ വേഴ്സ് ആണ്, അതായത് റൈം സ്കീം ഒന്നുമില്ല, അതിനാണ് ഫ്രീ വേഴ്സ് എന്ന് പറയാം കേട്ടോ. നോ റൈം സ്കീം, ഓട്ടോബയോഗ്രഫിക്കലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി ദ പോം റിഫ്ലെക്ട്സ് ഓൺ ദ, ഇതാണ് നമ്മുടെ സമ്മറി കേട്ടോ. സമ്മറി
Poem reflects on the speaker's past and present. സ്പീക്കറിന്റെ പാസ്റ്റും പ്രസന്റും ആണ് പറയുന്നത്. ഷോയിങ് ഡീപ് സെൻസ് ഓഫ് ലോസ് ആൻഡ് ലോങ്ങിങ്. ഒരു കാത്തിരിപ്പ്, അതുപോലെ ലോങ്ങിങ് ഫോർ ലവ് കേട്ടോ. അത് കമലാദാസിന്റെ ഏത് ബുക്കിലായാലും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ സെൻസ് ഓഫ് ലോസ്, നഷ്ടപ്പെട്ടതിന്റെ ഒരു വേദന കാണാൻ പറ്റുന്നുണ്ട്. ദ സ്പീക്കർ വൺസ് lived in a house filled with love but after the death of a woman. അതായത് പോസിബിളി എ മദർ ഓർ എ ലവ്ഡ് വൺ. ഇവിടെ എന്താണ്? ഗ്രാൻഡ് മദർ ആണ് കേട്ടോ. ഗ്രാൻഡ് മദർ. Yes. The house becomes silent and lifeless ആയിട്ട് മാറുന്നു. സ്നേക്സ് മൂവ്ഡ് among books symbolizing neglect and decay. നശിച്ചു പോകുന്നതിൻ്റെ അടയാളമായിട്ടാണ് എന്താ സ്നേക്സ് ഒക്കെ വന്നു എന്ന് പറയുന്നത്. The speaker was too young to understand and their heart grew cold. അവർക്ക് അത് സമയത്ത് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത സമയമാണ്. നമ്പായിട്ട് മരവിച്ചു പോയി എന്ന് പറയുന്നതാണ് എന്താ കോൾഡ് ലൈക്ക് മൂൺ എന്ന് പറയുന്നത് കേട്ടോ. Now they often think of returning to that house, looking through its empty windows or feeling its frozen air. അതിനൊക്കെ അവർ ആഗ്രഹിക്കാറുണ്ട്. Deep sorrow they imagine bringing back the darkness like a loyal dog to the present life. The poem ends with the speaker's painful reality. They have lost their way and now beg strangers for love, even in the smallest form. അപ്പോൾ ചെറുതായിട്ടെങ്കിലും സ്നേഹം വേണമെന്ന് എന്താണ് ബെഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ എൻജായ്മെൻറ്റ് കാണുന്നുണ്ട്. ഓക്കെ, യെസ്, സോറി, ഇത് മറ്റേ ചാപ്റ്ററിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നമ്മളെല്ലാം നോക്കിയിട്ടുണ്ട്. പോയറ്റിക് ഡിവൈസസ് ഒക്കെ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ അപ്രീസിയേഷനും കൂടെ എഴുതാനായിട്ട് നോക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? യെസ് മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കുറച്ച് ഫയർ ഇമോജീസ് ഇടട്ടെ. വേഗം ആവട്ടെ, ഫയർ ഇമോജീസ് ഇടട്ടെ. നമ്മുടെ ലാസ്റ്റ് പോമിലോട്ട് കിടക്കാണ്. സോളിറ്റ്യൂഡ് എന്നുള്ള പോമാണ്. ഒറ്റപ്പെടല്ലേ, സോളിറ്റ്യൂഡ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ എല്ല വീലർ വിൽകോക്സ് എഴുതിയിട്ടുള്ള ഒരു പോമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം മിസ് ആദ്യം തന്നെ സമ്മറി വായിക്കാം, അല്ലെങ്കിൽ പോം വായിക്കാം. ഓക്കെ, പോം വായിച്ചിട്ട് മിസ് ഇത് പറയാം കേട്ടോ. യെസ്, കിട്ടിപ്പോയി. Laugh and the world laughs with you. Weep and you weep alone. For the sad old earth must borrow its mirth, but has trouble enough of its own. എന്താ പറഞ്ഞാൽ? ലാഫ്, നമ്മളോട് ചിരിക്കാൻ പറയണത്. നമ്മൾ ചിരിക്കുമ്പോൾ എന്താ ലോകം നമ്മുടെ കൂടെ ചിരിക്കും. കാരണം നമുക്ക് സന്തോഷിക്കാൻ ഇഷ്ടം അല്ലേ? നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ അവർ സന്തോഷിച്ചുള്ളൂ. എല്ലാവർക്കും എന്താണ്? സന്തോഷത്തിൽ പങ്കുചേരാനാണ് ഇഷ്ടം. പക്ഷെ വീപ്പ്, നിങ്ങളൊന്ന് കരഞ്ഞു നോക്കി. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും കരയുന്നുണ്ടാവുക, ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ സന്തോഷത്തിൽ മാത്രമാണ് ആൾക്കാരുണ്ടാവുക, സങ്കടത്തിൽ ആരും ഉണ്ടാവില്ല എന്ന് പറയാണ് കേട്ടോ. ഫോർ ദ സാഡ് ഓൾഡ് എർത്ത്, വിഷമിച്ച് നിൽക്കുന്ന ആ ഓൾഡ് ആയിട്ടുള്ള വൃദ്ധയായിട്ടുള്ള ഭൂമി, അവർക്ക് എന്താണ് സന്തോഷം എന്ന് പറയുന്നത്? ബോറോ ചെയ്യണം, കടം വാങ്ങിക്കണം. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഭൂമിക്ക് സങ്കടങ്ങൾ ഏറെയാണ്, പക്ഷെ സന്തോഷങ്ങളൊക്കെ എന്താണ്? കടം വാങ്ങേണ്ട അവസ്ഥയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഈ സിംഗ് ആൻഡ് ദ ഹിൽസ് വിൽ ആൻസർ. നിങ്ങൾ പാടി നോക്കിയേ. പാടുക എന്ന് പറയുമ്പോൾ എന്താ? സന്തോഷത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് പറഞ്ഞാൽ പാടി നോക്കൂ. ആ ഹിൽസ് ആൻസർ ചെയ്യും. മലകൾ എന്താണ്? തിരിച്ചു പാടും, അതായത് എക്കോ വരും. ശരിയല്ലേ? സൈ, ഇറ്റ് ഈസ് ലോസ്റ്റ് ഇൻ ദ എയർ. പക്ഷെ നിങ്ങളൊന്ന് സൈ ചെയ്ത് നോക്കിയേ, ഒന്ന് നെടുവീർപ്പിട്ട് നോക്കിയേ. സങ്കടത്തിന്റെ ഒരു റെപ്രസെന്റ് ചെയ്യുന്നതാണ് സൈ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കിയേ. എയറിൽ എന്താണ്? അത് നശിച്ചു പോകും, അത് ലോസ്റ്റ് ആയി പോകും. അതിന് പ്രത്യേകിച്ച് എക്കോ ഒന്നും വരുന്നില്ല, അതിന് ആരും മറുപടി പറയാനുണ്ടാവില്ല. അതായത് നമ്മൾ സന്തോഷിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് മറുപടികൾ കിട്ടുന്നുണ്ടാവും, നമ്മൾക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ടാവും. പക്ഷെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അത് ആരും അറിയില്ല. ദ എക്കോസ് ബൗണ്ട് ടു ആ ജോയ്ഫുൾ സൗണ്ട്. ജോയ്ഫുൾ സൗണ്ട്സിലോ മാത്രമാണ് എക്കോസ് വരുന്നത്, അതായത് പ്രതിധ്വനി വരുന്നതെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് വരിക? എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാണ്. അപ്പോൾ എന്താണ്? അതിൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടാവും, നിങ്ങൾക്ക് അതിൽ ഷെയർ ചെയ്യാനും അല്ലെ. നമ്മൾ ചിലവ് ചോദിക്കുന്നത് അതുകൊണ്ടല്ലേ? സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ ചിലവ് ചോദിക്കും? ഇല്ല. അവരുടെ കൂടെ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? അതും കുറവായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണ് പറയുന്നത്. ബട്ട് ഷ്രിങ്ക് ഫ്രം വോയിസിങ് കെയർ. പക്ഷെ എന്താണ്? ആ സങ്കടമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ഷ്രിങ്ക് ചെയ്ത് പോവാണ്. അതൊരു കെയർ ഇല്ലാണ്ട്, ശ്രദ്ധിക്കാണ്ട് നമ്മൾ സൈയൊക്കെ എന്താ ഷ്രിങ്ക് ചെയ്ത് ചുരുങ്ങി ഇങ്ങനെ പോവാണ്. റിജോയ്സ്, സന്തോഷിച്ച് നോക്കിയേ. ആൻഡ് മെൻ വിൽ സീക്ക് യു. നിങ്ങളെ അന്വേഷിച്ച് വരും ആളുകൾ, സന്തോഷിക്കുന്ന ആളുകൾ. റീജോയ്സ് ചെയ്ത് നോക്കിയാൽ, ഒരുമിച്ച് സന്തോഷിച്ച് നോക്കിയാൽ ആളുകൾ നിങ്ങളെ അന്വേഷിച്ച് വരും. ഗ്രീവ്, സങ്കടപ്പെട്ട് നോക്കൂ. ആൻഡ് ദേ ടേൺ ആൻഡ് ഗോ. ഈ വന്ന ആളുകൾ എന്താ? അടിപൊളി, വാ പോവാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവും. ദേ വാണ്ട് ഫുൾ മെഷർ ഓഫ് ഓൾ യുവർ പ്ലഷർ. നിങ്ങളുടെ പ്ലഷറിന്റെ ഫുൾ അളവ് അവർക്ക് വേണം, നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും അവർക്ക് വേണം. ബട്ട് ദേ ഡു നോട്ട് നീഡ് യുവർ വൂ. പക്ഷെ അവർക്ക് ആർക്കും നിങ്ങളുടെ വൂസ് വേണ്ട, നിങ്ങളുടെ വെറീസ് വേണ്ട. ബി ഗ്ലാഡ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ബി ഹാപ്പി. നിങ്ങൾ ഹാപ്പി ആവുക. കാരണം നിങ്ങൾ ഹാപ്പി ആയാലും ഇല്ലെങ്കിൽ എന്താണ്? നാട്ടുകാർക്ക് ഒരു പുല്ലുമില്ല. ഓക്കെ, നമ്മൾ ഹാപ്പി ആയി കഴിഞ്ഞാൽ അവരൊക്കെ നമ്മുടെ കൂടെ വരും, സന്തോഷിക്കാൻ വരും. പക്ഷെ എന്താണ്? സങ്കടപ്പെടുമ്പോൾ ആരും ഉണ്ടാവില്ല കേട്ടോ. ബി ഗ്ലാഡ് ആൻഡ് യുവർ ഫ്രണ്ട്സ് ആർ
many. നിങ്ങൾ സന്തോഷിച്ച് നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടും. ബി സാഡ് ആൻഡ് യു ലൂസ് ദം ഓൾ. നിങ്ങൾ സങ്കടപ്പെട്ട് നോക്കിയേ, അവരൊക്കെ പറയും അവൻ എപ്പോഴും ഷോക്ക് അടിച്ചിരിക്കുന്ന ചെക്കനാ, അവൻ്റെ അടുത്ത് പോകണ്ടെന്ന് പറയും അല്ലേ. അപ്പോൾ നിങ്ങൾ സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരൊക്കെ നഷ്ടപ്പെട്ട് പോകും. There are none to decline your nectared wine. നിങ്ങളുടെ നെക്ടാർഡ് വൈൻ, നിങ്ങളുടെ ആ ഒരു പൂന്തേൻ, അതായത് നിങ്ങളുടെ ലൈഫിൽ നല്ല മൊമെന്റ്സ്, നിങ്ങളുടെ ലൈഫിൻ്റെ സ്വീറ്റ്നെസ്, അത് വേണ്ട എന്ന് ആരും പറയില്ല. There are none to decline that. ആരും റെഫ്യൂസ് ചെയ്യില്ല. ബട്ട് alone you must drink life's gall. പക്ഷേ ഒറ്റയ്ക്കായിരിക്കും നിങ്ങളുടെ ലൈഫിൻ്റെ ഗാൾ, നിങ്ങളുടെ ലൈഫിൻ്റെ കയ്പ് നീര്, നിങ്ങളുടെ വിഷമങ്ങൾ, അത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും അത് സഫർ ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് മെറ്റഫറൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ലൈഫിൻ്റെ ഗാൾ എന്നൊക്കെ പറയുമ്പോൾ എന്താ, സങ്കടത്തിനെയാണ് പറയുന്നത്. നെക്ടാർഡ് വൈൻ എന്ന് പറയുന്നത് എന്താണ്, സന്തോഷത്തിനെയാണ് പറയുന്നത് കേട്ടോ. യെസ്, ഫീസ്റ്റ് ആൻഡ് യുവർ ഹാൾസ് ആർ ക്രൗഡഡ്. ഒരു സദ്യ ഒരുക്കി നോക്കിയേ, സന്തോഷം വരുമ്പോഴാണ് നമ്മൾ സദ്യ ചിലവ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഹാൾസ് ഒക്കെ നിറഞ്ഞിരിക്കും, ആളുകൾ വന്നിട്ടുണ്ടാവും. ഫാസ്റ്റ്, ഇനി ഒന്നും കഴിക്കാതിരുന്ന് നോക്കിയേ, സങ്കടപ്പെട്ടിരുന്ന് നോക്കിയേ. ആൻഡ് ദ വേൾഡ് ഗോസ് ബൈ. ആളുകൾ എന്താ പോകുന്നതും കാണാൻ പറ്റും. സക്സീഡ് ആൻഡ് ഗിവ്, നിങ്ങൾ സന്തോഷിക്കൂ, വിജയിക്കൂ, നിങ്ങൾ നൽകൂ, ആളുകൾക്ക് സാധനങ്ങൾ കൊടുക്കൂ, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യൂ. ആൻഡ് ഇറ്റ് ഹെൽപ്സ് യു ലിവ്, നിങ്ങൾക്ക് ജീവിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. കാരണം എല്ലാവർക്കും നിങ്ങളെ വേണമായിരിക്കും, നിങ്ങൾ സക്സസ്ഫുൾ ആണ്, നിങ്ങൾ ആൾക്കാർക്ക് കൊടുക്കുന്ന ആളാണ്, ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എല്ലാവരും എന്താണ്, നിങ്ങൾ ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യും, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ അവരെ ഉണ്ടായിരിക്കും. ബട്ട് നോ മാൻ ക്യാൻ ഹെൽപ്പ് യു ഡൈ. പക്ഷെ ഒരാൾ പോലും നിങ്ങളെ മരിക്കാൻ ഹെൽപ്പ് ചെയ്യില്ല. അതായത് എന്താണ്, നിങ്ങൾ മരിക്കുന്ന സമയത്ത് ഒരാളും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ഇതൊക്കെ പോയറ്റ് പറയുന്നതാണ് കേട്ടോ. ഇപ്പോൾ കുറേ പേര് വിചാരിക്കുന്നത് എൻ്റെ ലൈഫിൽ ഇങ്ങനെയല്ല, എൻ്റെ ചങ്സ് ഇങ്ങനെയല്ലോ. അങ്ങനെയല്ല, പോയറ്റിൻ്റെ വ്യൂ പോയിന്റ്സ് ആണ് പറയുന്നത് കേട്ടോ. യെസ്, ദർ ഇസ് എ റൂം ഇൻ ദ ഹാൾസ് ഓഫ് പ്ലഷർ. പ്ലഷറിൻ്റെ, സന്തോഷത്തിൻ്റെ ഹാൾസിൽ എന്താണ്, സ്പേസ് ഉണ്ടാവും. ഇനി ആളുകൾ വന്നുകൊണ്ടിരിക്കും. സന്തോഷമാണോ, എന്നാൽ ഞാനുണ്ട്, ഞാനുണ്ട്, ചിലവ്, പാർട്ടി, ഇതൊക്കെ വേണ്ട ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഫോർ എ ലാർജ് ആൻഡ് ലോഡ്ലി ട്രെയിൻ, ഒരു വലിയ ലോഡ്ലി ആയിട്ടുള്ള ഒരു ട്രെയിൻ, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ട്രെയിനാണ് നമ്മുടെ ജീവിതം അല്ലേ. അപ്പോൾ അതിലെന്താണ്, അതിലെപ്പോഴും സന്തോഷം എന്ന് പറയുന്ന കമ്പാർട്ട്മെൻറ്റിൽ കുറേ സ്പേസ് ഉണ്ട്, ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ബട്ട് one by one we must all file on ത്രൂ ദ നാരോ ഐൽസ് ഓഫ് പെയിൻ. പക്ഷെ നമ്മൾ ഓരോരുത്തരായിട്ട് പോകേണ്ടതുണ്ട്. ഏത്, ഒരു നാരോ ഐൽസിലൂടെ. ഐൽ എന്ന് വെച്ചാൽ ഇടനാഴി, ഇങ്ങനെ രണ്ട് സൈഡും പിന്നെ നടക്കാനുള്ള വഴി. ഓക്കെ, അതിലൂടെയുള്ള ആ ഒരു വഴിയിലൂടെ നമ്മളെല്ലാവരും, പെയിൻ്റെ, വേദനയുടെ ഇടനാഴിയിലൂടെ നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി സമ്മറി നോക്കിയാലോ. യെസ്, ദ പോം ഹൈലൈറ്റ്സ് ദ കോൺട്രാസ്റ്റ്. മക്കളെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ജോയ് ആൻഡ് സോറോ ഇൻ ഹ്യൂമൻ ലൈഫ് എന്നുള്ള കാര്യമാണ്. രണ്ടിനും കോൺട്രാസ്റ്റ് ആണ് പറയുന്നത് അല്ലേ. ഇറ്റ് എംഫസൈസസ് ദാറ്റ് പീപ്പിൾ ആർ ഡ്രോൺ ടു ഹാപ്പിനെസ് ബട്ട് അവോയ്ഡ് സാഡ്നെസ്. എല്ലാവർക്കും എന്താ, ഹാപ്പിനെസ് മതി, പോസിറ്റീവിലേക്കാണ് എല്ലാവരും പോകുക, അല്ലെ നെഗറ്റീവിലേക്ക് ആരും പോകില്ല. വെൻ someone is cheerful the world shares their joy, but they are sorrowful they are left to suffer alone. The poet explains that people enjoy others' success and celebrations but distance themselves from grief and hardships. എല്ലാവർക്കും മറ്റുള്ള സന്തോഷത്തിൽ, സക്സസ്സിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ ഹാർഡ്ഷിപ്സിലും സ്ട്രഗിൾസിലൊക്കെ അവരെ ഇട്ടിട്ട് പോവാണ് ചെയ്യുക. ഫ്രണ്ട്സ് ആർ പ്ലെന്റി ഇൻ ഗുഡ് ടൈംസ്. നല്ല സമയത്ത് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷേ എന്താണ്, നല്ല വിഷമത്തിൻ്റെ സമയത്ത് ആരും ഉണ്ടാവില്ല. ദ പോം ഓൾസോ സജസ്റ്റ് ദാറ്റ് while society supports those who succeed, in the end everyone must face pain and death alone. അപ്പോൾ ആരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സക്സസ്ഫുൾ ആയപ്പോൾ നമ്മളെ കൂടെ നിന്നു, എന്നാൽ പോലും എന്താണ്, നമ്മൾ മരിക്കുമ്പോൾ ഒറ്റയ്ക്ക് തന്നെയാണ് മരിക്കേണ്ടി വരിക എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഇതിലെ പോയറ്റിക് ഡിവൈസസ് നോക്കിക്കഴിഞ്ഞാൽ മെറ്റഫേഴ്സ് കാണാൻ പറ്റും. സാഡ് ഓൾഡ് എർത്ത്, എന്താണ്, വിഷണ്ണയായിട്ടുള്ള, വിഷമിച്ചിരിക്കുന്ന വൃദ്ധയായിട്ടുള്ള ഭൂമി എന്ന് പറയുമ്പോൾ എന്താണ്, മെറ്റഫർ ആയിട്ടിരിക്കാം. നെക്ടാർഡ് വൈൻ എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഹാപ്പിനെസ്സിനെ കാണിക്കുന്നതാണ്, മെറ്റഫറാണ്. ലൈഫ്സ് ഗാൾ, ലൈഫിലെ സോറോ ആയിട്ടുള്ള സമയങ്ങളെ കാണിക്കുന്നതാണ് ലൈഫ്സ് ഗാൾ. അതുപോലെ എയിൽസ് ഓഫ് പെയിൻ എന്ന് പറയുന്ന മെറ്റഫറാണ് കേട്ടോ. ജീവിതത്തിൻ്റെ വേദന നിറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസിനാണ് പറയുന്നത്. ഇനി ഇതിൽ ഇമേജറി വരുന്നുണ്ട്. ഏതൊക്കെ ഇമേജറിയാണ്? വിഷ്വൽ ഇമേജറി വന്നിട്ടുള്ളത് ഫീസ്റ്റ്, സദ്യ, കുറേ ആളുകൾ വന്നിരിക്കുന്നത്, സദ്യ കഴിക്കുന്നത്. ക്രൗഡഡ് ഹാൾ, നല്ല ആളുകളൊക്കെ ഉള്ള, ആൾക്കൂട്ടുള്ള, തിരക്കുള്ള ഒരു ഹാള്. പിന്നെ ആ ഒരു ഇടനാഴി. പിന്നെന്താ, ഓഡിറ്ററി ഇമേജറി വന്നിട്ടുണ്ട്. എക്കോ ഓഫ് ജോയ്ഫുൾ സൗണ്ട്, ഒരു മലയ്ക്ക് നമ്മൾ സൗണ്ട് കൊടുക്കുമ്പോൾ ആ മല തിരിച്ച് അതിൻ്റെ എക്കോ വരുന്നത്. സിങ് ആൻഡ് ദ ഹിൽ വിൽ ആൻസർ, സൈ. ഇതൊക്കെ എന്താണ്, ഓഡിറ്ററി ഇമേജറിക്ക് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി മിസ് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കോൺട്രാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗസ്റ്റേറ്ററി ഇമേജറി ബാക്കിയുണ്ട് കേട്ടോ. ഇമേജറിയിൽ ഗസ്റ്റേറ്ററി ഇമേജറി ടേസ്റ്റ് ആണ്. നെക്ടാർഡ് വൈൻ, നല്ല മധുരമുള്ളത്. ഇപ്പോൾ നമ്മൾ ബിരിയാണി എന്ന് പറയുമ്പോൾ ബിരിയാണിയുടെ ടേസ്റ്റ് നമുക്ക് ഓർമ്മ വരും അല്ലേ, മിസ്സിന് വിശക്കുന്നുണ്ട്. ഓക്കെ, യെസ്, അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. ഗസ്റ്റേറ്ററി ഇമേജറി എന്ന് വെച്ചാൽ ടേസ്റ്റിനെ കാണിക്കുന്നതാണ് മക്കളെ. നെക്ടാർഡ് വൈൻ എന്ന് വെച്ചാൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ആ ടേസ്റ്റ് അല്ലേ, സ്വീറ്റ്. ഓക്കെ, യെസ്, അപ്പോൾ നെക്ടാർഡ് വൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് ഓർമ്മ വന്നു. ലൈഫ്സ് ഗാൾ, കയ്പ് നീര് അല്ലേ, ലൈഫിൻ്റെ ആ വിഷമമുള്ള സമയം. ഓക്കെ, യെസ്, അതാണ് ലൈഫ്സ് ഗാൾ എന്ന് പറയുന്നത്. ടാക്റ്റൈൽ ഇമേജറി എന്ന് പറയുന്നത് ടച്ച് അല്ലേ. എയിൽസ് ഓഫ് പെയിൻ എന്ന് വെച്ചാൽ നമുക്ക് ആ ഇടനാഴി, ഇടുങ്ങിയ വഴിയാണ്, നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റില്ല, നമ്മൾ ഇങ്ങനെ ചുരുങ്ങി നടക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതിനെയാണ് പറഞ്ഞത്. ഇനി കോൺട്രാസ്റ്റ് അല്ലേ, മിസ് ഇതാണ് നേരത്തെ പറയാൻ വന്നത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. കോൺട്രാസ്റ്റ്, എന്തൊക്കെ കോൺട്രാസ്റ്റ് വന്നിട്ടുള്ളത്? ലാഫ്, വീപ്പ്,
ചിരിക്കുന്നു, കരയുന്നു. ഓക്കെ, ജോയ്, ഗ്രീവ്, അതും അതെ. ഗ്ലാഡ്, സാഡ്. ഓക്കെ, ഹാപ്പിനെസ്സും സോറോവും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. വേർഡ്സ് ഒക്കെ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, മെൻ വിൽ സീക്ക് യു, പിന്നെ ടേൺ ആൻഡ് ഗോ. അപ്പോൾ ഇതെന്താ കാണിക്കുന്നത്? കമ്പാനിയൻഷിപ്പ്, ഒരുമ, അല്ല എല്ലാവരും ഒരുമിച്ചുണ്ട് എന്നുള്ള കാര്യം. പിന്നെ വിത്ത് സോളിറ്റ്യൂഡ്, ഒറ്റപ്പെടൽ. ഇതിൻ്റെ രണ്ടെണ്ണത്തിന് കോൺട്രാസ്റ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്ടാർഡ് വൈനും ലൈഫ് ഗാളും ഇതെന്തിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്? സക്സസ് വിത്ത് ഫെയിലിയർ, ഇത് രണ്ടും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺട്രാസ്റ്റിംഗ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്, ക്ലിയർ അല്ലേ? നോക്കിക്കേ, ഇനി റൈം സ്കീം ഏതൊക്കെയാണ്? അലോൺ, ഓൺ, എയർ, കെയർ, ഗോ, വു, ഓൾ, ഗാൾ, അതെ, ABCBDEFE. ഇന്റേണൽ റൈംസ് വരുന്നുണ്ട്. ഇന്റേണൽ റൈംസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? എന്താണ് മക്കളെ ഇന്റേണൽ റൈംസ്? ഒരു വരിയുടെ ഇടയിൽ തന്നെ റൈമിംഗ് വേർഡ്സ് വരികയാണെങ്കിൽ ഇന്റേണൽ റൈംസ് എന്ന് പറയാം. എർത്ത്, മേർത്ത്, ബൗണ്ട്, സൗണ്ട്, മെഷർ, പ്ലേഷർ, ഇതൊക്കെ ഇന്റേണൽ റൈംസിന് എക്സാമ്പിളാണ്. കിട്ടിയോ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ AB. ഓക്കെ, യെസ്. അലിട്രേഷൻ വരുന്നുണ്ട് ഇതിൽ. അലിട്രേഷൻ ലാർജ്, ലോഡ്ലി, ല സൗണ്ട് വന്നു. ലാഫ്, ലാഫ്സ്. ഓക്കെ, ല സൗണ്ട് വന്നു. പേഴ്സണിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഹിൽസ് വിൽ ആൻസർ, ദ വേൾഡ് ലാഫ്സ് വിത്ത് യു. ഇതൊക്കെ എന്താണ്? പേഴ്സണിഫിക്കേഷൻ ആണ്. വേൾഡിന് ചിരിക്കാൻ പറ്റൂ? ഇല്ല. ഹിൽസിന് ആൻസർ ചെയ്യാൻ പറ്റൂ? ഇല്ല. അപ്പോൾ അതൊക്കെ പേഴ്സണിഫിക്കേഷന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ വേഗം പറയാം കേട്ടോ. അപ്പോൾ അതായത് ഇതിൻ്റെ അപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്രീസിയേഷൻ ഇങ്ങനെ എഴുതണ്ടേന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്, അപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്, നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. എന്താണ് സമ്മറിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ എന്താണ് നമ്മുടെ ഫീസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാളൊക്കെ ഫുള്ളാണ്. ആ സമ്മറി കാര്യങ്ങളൊക്കെ എഴുതാം കേട്ടോ. യെസ്, പിന്നെ എന്താണ് നമ്മുടെ ഗസ്റ്റേറ്ററി ഇമേജറി വന്നിട്ടുണ്ട്, ടാക്ടൈൽ ഇമേജറി വന്നിട്ടുണ്ട്, വിഷ്വൽ ഇമേജറി വന്നിട്ടുണ്ട്, ഓഡിറ്ററി ഇമേജറി വന്നിട്ടുണ്ട്, ഇന്റേണൽ റൈമിംഗ് വന്നിട്ടുണ്ട്, കോൺട്രാസ്റ്റിംഗ് വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ റൈം സ്കീം വന്നിട്ടുണ്ട്. പോം ഡിമാൻഡ്സ് അസ് ദാറ്റ് വി സ്റ്റോപ്പ് ബീയിങ് ക്രിട്ടിക്കൽ ആൻഡ് നെഗറ്റീവ് വിച്ച് വിൽ ഓൺലി മേക്ക് എസ് ലോൺലി. അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ ഒന്നാവട്ടെ, നമ്മൾ സന്തോഷിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ സന്തോഷിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഒപ്റ്റിമിസ്റ്റിക് ടോണിലാണ്, ഹോപ്പ്ഫുൾ ടോണിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ കുറച്ച് ഫയർ ഇമോജീസ് പോരട്ടെ മക്കളെ, ഫയർ ഇമോജീസ് പോരട്ടെ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നോട്ട്സ് മിസ് ഇപ്പോൾ തന്നെ അയക്കുന്നുണ്ടാവും കേട്ടോ. ക്ലാസ് കഴിയുമ്പോൾ തന്നെ അയക്കുന്നുണ്ടാവും, അതൊന്നും പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ 2 നോട്ട്സ് ആയിട്ടായിരിക്കും ചിലപ്പോൾ മിസ്സിൻ്റെ വരുന്നുണ്ടാവുക, ക്യാരക്ടർ സ്കെച്ചും കൂടെ ആയിട്ട് വരുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം മറക്കണ്ട, ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ക്ലാസ് 9 ആൽഫ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. പാരൻസിൻ്റെ അടുത്തൊന്ന് പറയാം കേട്ടോ, ഇങ്ങനെ ഉണ്ട്, ഒരു ഓഫർ ഉണ്ട് എന്നുള്ള കാര്യം. നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് വിളിച്ചൊന്ന് ചോദിക്കുക നിങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. കാരണം എന്താണ്, ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് 8 കൂടെ നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾക്ക്. ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഫുള്ളായി എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? അത്രയും കുട്ടികൾക്ക് ഈ നോട്ട്സ് വേണം. അപ്പോൾ അവർ ജോയിൻ ചെയ്യുന്നതിനനുസരിച്ച് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ എന്താ, അത് ഫുള്ളായി പോകുന്നതാണ്. അപ്പോൾ നോട്ട്സൊക്കെ കിട്ടാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി നമുക്ക് അല്ലേ? അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും മിസ്സിന് ക്ലാസ് എടുക്കുന്നുണ്ട്, ഓരോന്നിൻ്റെ അപ്രീസിയേഷൻ ഒക്കെ എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും ടൈമിൻ്റെ വ്യത്യാസം ഒരു പ്രശ്നം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതൊക്കെ മാരത്തോൺ വെച്ച് നമ്മൾ എത്ര പഠിച്ചാൽ എന്താണ്, ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ കറക്റ്റായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ഒന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ക്ലാസ് 9 ആൽഫ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. 9th കംപ്ലീറ്റ് നമുക്ക് സെറ്റ് ആക്കിയിട്ട് എടുക്കാം. 8th ക്രൂഷ്യൽ പോയിന്റിലാണ് നിൽക്കുന്നത്. ഇത് കറക്റ്റ് ടൈമാണ്, നമുക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളൊക്കെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടും. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? അപ്പോൾ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നോ, ഹെൽപ്ഫുൾ ആയിരുന്നോ, ക്ലാസ് ഇഷ്ടമായോ എന്നുള്ളൊരു കാര്യം എന്തായാലും നമ്മുടെ ചാറ്റ് ബോക്സിൽ പറയാം കേട്ടോ, നമ്മുടെ കോമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് ക്ലാസ് ഉണ്ടാവും. ഗ്രാമറും ഡിസ്കോഴ്സും ഒക്കെ അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ടാവും. 7:30 ടൈം വരുന്നത്. അപ്പോൾ കറക്റ്റ് ടൈമിന് വരാം. അപ്പോൾ രാവിലെ 10 മണിക്ക് എന്താണ് നമ്മുടെ ബാക്കിയുള്ള എല്ലാ ലാംഗ്വേജസിൻ്റെയും ലൈവ് ക്ലാസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും മറക്കരുത്. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്തായാലും പറയാം കേട്ടോ. അപ്പോൾ നോട്ട്സിൻ്റെ കാര്യം ഇനി നാളെ നിങ്ങൾക്ക് ഡിസ്കോഴ്സിലും ഗ്രാമറിലും വേറെ ഏതെങ്കിലും പോർഷൻസ് ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ടുള്ള പോർഷൻസും കൂടെ ജസ്റ്റ് ഒന്ന് കോമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കും കേട്ടോ. ഓക്കെ, യെസ്, സെറ്റ് അല്ലേ മക്കളെ? അപ്പോൾ ടെൻഷനൊന്നും വേണ്ട, നമ്മൾ അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതും കേട്ടോ. ഇനി ഗുഡ് ഈവനിങ് വേണ്ട. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയോ. അപ്പോൾ മറക്കരുത് എന്തായാലും ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. നാളത്തേക്ക് നിങ്ങൾക്ക് ഡിസ്കോഴ്സും ഗ്രാമറും ഏതൊക്കെ പോർഷൻസ് ഡൗട്ട് ഉള്ളത് എന്നുള്ള കാര്യം കൂടെ പറയാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ മിസ് പോവാണ്. ഗുഡ് നൈറ്റ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, വെള്ളമൊക്കെ കുടിക്കുക, ഫുഡൊക്കെ കഴിക്കുക. ഓക്കെ, ഹെൽത്തി ആയിട്ട് പോയിട്ട് നമുക്ക് എക്സാം എഴുതാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോകണ്ട. നാളെ വരിക, കറക്റ്റ് ടൈമിന് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ ബൈ മക്കളെ, നാളെ കാണാം. സി യു.